ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് നടന്ന കീം എക്സാമിൻ്റെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേർഷൻ കോഡ് A1 അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, നോ ഫർദർ ഇൻട്രൊഡക്ഷൻ, നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റി A ഓൺ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് വെലോസിറ്റി റിസൾട്ട്സ് ഇൻ അനദർ ക്വാണ്ടിറ്റി B. A എന്ന് പറഞ്ഞൊരു സാധനം V എന്ന് പറഞ്ഞ സാധനമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. റൈറ്റ്, അപ്പോൾ A into, right, this A into V, that is equal to B എന്ന് പറഞ്ഞ സാധനം എനർജിയാണ്. അപ്പം ഞാനിനി B എന്ന് എഴുതുന്നില്ല, ദാറ്റ് ഈസ് വാട്ട് എനർജി. റൈറ്റ്, എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താ A എന്നാണ്. ഇപ്പം നമ്മൾ യൂണിറ്റ് നോക്കാം അല്ലെങ്കിൽ ഡയമെൻഷൻ നോക്കാം. ഞാൻ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ദിസ് A ഈസ് ഈക്വൽ ടു എനർജിൻ്റെ ഡയമെൻഷൻ ml²T⁻²2 ഡിവൈഡ് ബൈ വെലോസിറ്റിയുടെ ഡയമെൻഷൻ L⁻⁻1. അപ്പോൾ അത് വരുന്നത് ml⁻⁻1 അല്ലേ? L കട്ടായി പോയി. യെസ്, ഈ ml⁻⁻1 എന്ന് പറഞ്ഞത് മാസ് ഇൻ ടു വെലോസിറ്റി സാധനം, ദാറ്റ് ഇസ് വാട്ട് മൊമെൻറ്റം ആണ്. അപ്പോൾ ആൻസർ ഇസ് വാട്ട് ബി. ദാറ്റ്സ് റൈറ്റ് ആൻസർ. റൈറ്റ്, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസ് ലെങ്ത് ടൈം ആർ തന്നു. then the maximum permissible error in the measurement of the acceleration of particle. അപ്പോൾ ആക്സിലേഷൻ്റെ മാക്സിമം പെർസെൻറ്റേജ് എറർ ആണ് നമ്മളോട് ചോദിച്ചത്. റൈറ്റ്, ആക്സിലേഷൻ അതിൻ്റെ യൂണിറ്റ് വെച്ച് തന്നെ ചെയ്യാം, അതായിരിക്കും നമുക്ക് നല്ലത്. ആക്സിലേഷൻ യൂണിറ്റ് ചെയ്താൽ m/s². റൈറ്റ്, അല്ലെങ്കിൽ ഡയമെൻഷൻ എഴുതാം. ആക്സിലേഷൻ ഡയമെൻഷൻ എന്താ? L⁻⁻2 അല്ലേ? L⁻⁻2 തവർ L⁻⁻2, അതായത് L/T². ഇങ്ങനെ എഴുതല്ലേ നമുക്ക് നല്ല? റൈറ്റ്, ഇതിൽ ഇപ്പം പെർസെൻറ്റേജ് എറർ 10% കുറവാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഏത്? പെർസെൻറ്റേജ് എറർ ഇൻ എ, എററിന് ഞാൻ ഡെൽറ്റ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൈറ്റ്, L⁻⁻2 അല്ലേ സാധനം. അപ്പം പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് പ്ലസ് എററിൽ സബ്ട്രാക്ഷൻ ഇല്ല, അപ്പം 2 into പെർസെൻറ്റേജ് എറർ ഇൻ ടൈം. മാസിൻ്റെത് 1% നമുക്ക് ആവശ്യമില്ല, ലെങ്ത്തിൻ്റെത് 2%. അപ്പം 2 + 2 into ടൈമിൻ്റെത് 3%. അപ്പം ആൻസർ ഈസ് വാട്ട്? 6 + 2, ദാറ്റ് ഈസ് 8. ആൻസർ ഈസ് എ വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ അപ്പം എന്തായി? എ വരും. അപ്പം തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഒരു സർക്കുലർ പ്ലേറ്റിൻ്റെ റേഡിയസ് 1.05 മീറ്റർ പറഞ്ഞു. അതിൻ്റെ ഏരിയ ഇൻ മീറ്റർ² അപ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അതാണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ സർക്കുലർ പ്ലേറ്റ് അല്ലേ? സർക്കുലർ പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് πr². അപ്പോൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3.14 ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ 1.05 ഓൾ സ്ക്വയർ. അത് ചെയ്താൽ എക്സാക്ട് വാല്യൂ കിട്ടുന്നത് 3.46185. എക്സാക്ട് വാല്യൂ ഇങ്ങനെ വരും. പക്ഷേ നമ്മളോട് ചോദിച്ചാൽ അപ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഇതിലുള്ളത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇവിടെയും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. 3ലേക്ക് റൗണ്ട് ചെയ്താൽ ഇത് മതി സാധനം. അപ്പോൾ 1 ഒഴിവാക്കിയാൽ 3.46 എന്ന് വരണം. ബട്ട് അങ്ങനെയുള്ള 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ 2 ആൻസർ ഉള്ളത് 3.47 ഉണ്ട്, 3.8 ഉണ്ട്. ഫോർ ദ ബെസ്റ്റ് വൺ ഈസ് വാട്ട്? 3.47. അപ്പോൾ തേർഡ് വൺ ആൻസർ ഈസ് എ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ വെലോസിറ്റി ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് I+J. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അതാണ് ചോദിച്ചത്. അപ്പോൾ വെലോസിറ്റി എക്സ് കമ്പൗണ്ടും തന്നിട്ടുണ്ട്, വൈ കമ്പൗണ്ടും തന്നിട്ടുണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ V = √(x കമ്പോണൻ്റ് സ്ക്വയർ), അതായത് 1 പ്ലസ് y കമ്പോണൻ്റ് സ്ക്വയർ, അതും 1. അപ്പോൾ V = how much? ആൻസർ ഇസ് √2. √2 ഉള്ള 2 ചോയ്സ് ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇനി ആംഗിൾ കൂടെ നോക്കാം. നമ്മൾ എക്സ് ആക്സ് ആംഗിൾ ജസ്റ്റ് ഇതാ, ഇത് V എന്ന് പറഞ്ഞ സാധനം, ഇത് എക്സ്, ഇത് വൈ, ഇത് VX, ഇത് VY ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ we know that this tan theta is equal to what? എക്സ് ആക്സിലുള്ള ആംഗിൾ ആണ് ക്വസ്റ്റ്യനിൽ തന്നത് 1, മറ്റേത് വൈ ആക്സ് ആണ്. അപ്പോൾ എക്സ് ആക്സ് ആംഗിൾ കിട്ടിയാൽ വൈ ആക്സ് കിട്ടിക്കോളും. അപ്പം ഞാൻ എക്സ് ആക്സുമായിട്ടുള്ള ആംഗിൾ തീറ്റ എടുത്തു. ദെൻ tan theta is equal to what? Vy/Vx. ഇവിടെ Vy എത്രയാ? 1. Vx എത്രയാ? 1. അപ്പോൾ tan theta it is 1. അപ്പോൾ തീറ്റ is equal to tan ഏത് ആംഗിളിനാണ് 1 വരുന്നത്? ഇറ്റ് ഈസ് 45 ഡിഗ്രി. അപ്പോൾ ആൻസർ ഇസ് വാട്ട്? സി വരും. റൈറ്റ്, യെസ്. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എ ഹാമർ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ മൈൻ. Its velocities at depth d, 2d and 3d in the ratio. ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്താൽ ഇനീഷ്യൽ വെലോസിറ്റി 0. ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ A = what? +g എന്ന് എടുക്കാം. താഴേക്ക് വീണു, എല്ലാ വെക്ടേഴ്സും താഴേക്ക്, ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി താഴേക്ക്.
വെലോസിറ്റി താഴേക്ക്, നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുന്നത്, ഇത് മൈൻഡ് കേസ് വിചാരിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡെപ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇക്വൽ ടു ഡെപ്ത്, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെലോസിറ്റി അല്ലേ ചോദിച്ച്, ഡിസ്പ്ലേസ്മെൻറ്റ് ടേംസിലല്ലേ ഏത് ഇക്വേഷൻ, വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as u0. അപ്പോൾ വി സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്ക് പകരം ജി, എസിന് പകരം ഡി. അപ്പോൾ വി ഈസ് ഇക്വൽ ടു വാട്ട്, √2gd വരും. അപ്പോൾ V1 എന്ന് പറഞ്ഞത് V1 is to V2 is to V3, ദാറ്റ് ഈസ് ഇക്വൽ ടു ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, √2g കോൺസ്റ്റൻറ്റ്. അപ്പോൾ √d1 is to √d2 is to √d3. d1 അത് d തന്നെയാണ്, യെസ്, √d. d2 എന്ന് പറഞ്ഞത് √2d ആണ്, യെസ്. d3 എന്ന് പറഞ്ഞത് √3d ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഡി കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട്, 1 is to √2 is to √3. Therefore the best option is boy. Fifth one, boy is the answer. Next, sixth questionലേക്ക് പോയാൽ, the stopping distance of a moving vehicle is proportional. We know that the stopping distance അത് d എന്ന് എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ ഏതാ, u²/2a. എന്നാൽ v0 ആയി നേരത്തെ കൊടുത്ത അതേ ഇക്വേഷനിൽ കൊടുത്താൽ, അപ്പോൾ ഇവിടെ കേസ് ആദ്യത്തെ കേസ് ഇനീഷ്യൽ വെലോസിറ്റിനെ ബേസ് ചെയ്താണ്, ഇനീഷ്യൽ വെലോസിറ്റി അല്ല. അപ്പോൾ d പ്രൊപ്പോർഷൻ ടു u² അല്ലേ വരിക, വെലോസിറ്റിൻ്റെ സ്ക്വയർ, ക്യൂബ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ബി ചോയ്സ് തെറ്റ്, സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി, therefore the best option is C, റൈറ്റ്? അപ്പോൾ സെവൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, when a body starts from rest, അപ്പോൾ u is equal to 0 ആണ്, റൈറ്റ്? t is equal to 0, starts from rest, t is equal to 0, വെലോസിറ്റി 0, അപ്പോൾ u 0 വരും. മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലേഷൻ ആണ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ്? സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈസ് ആക്സിലേഷൻ, ശരിയല്ലേ? ആക്സിലേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈസ് വാട്ട്, കോൺസ്റ്റന്റ്. സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈസ് കോൺസ്റ്റന്റ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് വന്നാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ, യെസ്, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഏതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, എ സ്ട്രെയിറ്റ് ലൈൻ ആണ്, സി സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റാന്ന് ഉറപ്പായി. ഇനി ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ, എയിൽ സ്ട്രെയിറ്റ് ലൈൻ, ഇതിൻ്റെ സ്ലോപ്പ് ഏതാ, പോസിറ്റീവ് സ്ലോപ്പാണ്, ഇത് നെഗറ്റീവ് സ്ലോപ്പാണ്, ഇത് സ്ലോപ്പേ അല്ല, സ്ലോപ്പ് 0 ആണ്. അപ്പോൾ സ്ലോപ്പ് 0 എന്നാൽ ആക്സിലേഷൻ 0 ആവും, അപ്പോൾ അത് ഉറപ്പാ തെറ്റാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാതെ, സൈൻ പറയാതെ കോൺസ്റ്റന്റ് ആക്സിലേഷൻ പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്, then the slope should be positive, therefore the right answer is A, right? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, 8th one, a wooden block of mass 10 kg is moving with an acceleration of 3 meter per second square on a rough floor. മാസ് തന്നു, ആക്സിലേഷൻ 3 meter per second square തന്നു, റഫ് ഫ്ലോർ ആണെന്ന്, അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ട്, കോഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.3. then the applied force on it is, അതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കിയാൽ, ഒരു ബ്ലോക്ക്, മാസ് എത്ര തന്നു, 10 kg, യെസ്. ഇത് റഫ് ഫ്ലോർ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ്, അതാണ് എഫ്, ഇതാണ് ക്വസ്റ്റ്യൻ, എഫ് ആണ് ക്വസ്റ്റ്യൻ. കോൺസ്റ്റന്റ് ആക്സിലേഷൻ അങ്ങനെയാണോ പറഞ്ഞത്? യെസ്, ആക്സിലേഷൻ കോൺസ്റ്റന്റ്. അപ്പം നമുക്കറിയാം ഒന്നിലധികം ഫോഴ്സുകൾ, ഫ്രിക്ഷനും ഇല്ലേ, ഫ്രിക്ഷൻ കൊണ്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനെ മൂവ് ചെയ്യും, ഫ്രിക്ഷൻ മൂവ് ചെയ്യുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും, എങ്ങനെയാണ് വരിക, റൈറ്റ്? ഇതാണ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സിൻ്റെ കേസ് നോക്കിയാൽ, ഇവിടെ നെറ്റ് ഫോഴ്സ് എങ്ങനെ വരും? നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു, റൈറ്റ്? ദ ഡെങ്കി ഈസ് ഹാവിങ് സം പ്രോബ്ലം ഐ തിങ്ക്, റൈറ്റ്? ദിസ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എഫ് നെറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്, രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ അപ്ലൈഡ് ഫോഴ്സ് നിന്ന് ഫ്രിക്ഷൻ ഫോഴ്സ് അട്രാക്ട് ചെയ്യണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് നെറ്റ് ആണ് നമ്മൾ എം എ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു, ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്, നമുക്ക് അറിയില്ല. ഫ്രിക്ഷൻ ഹൊറിസോണ്ടൽ സർഫസ്, ഫ്രിക്ഷൻ ഇക്വേഷൻ നമുക്ക് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. ഹൊറിസോണ്ടൽ സർഫസ് ആകുമ്പോൾ നോർമൽ റിയാക്ഷൻ ഏതാ, ഇറ്റ് ഈസ് വാട്ട്, എം ജി. അപ്പോൾ ഇറ്റ് ഈസ് വാട്ട്, മ്യൂ എം ജി. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് കിട്ടാൻ ദിസ് എഫ് ഈസ് ഈക്വൽ ടു, ഇതുകൊണ്ട് എടുത്താൽ എം എ മൈനസ് മ്യൂ എം ജി. ഓരോന്ന് എഴുതില്ല നല്ലത്. എം 3 10, എ 3 ഇറ്റ് ഈസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്, മൈനസ് മ്യൂ 3 0.3, എം ഈസ് 10, ജി ഇറ്റ് ഈസ് തോട്ട് ദിസ് ടു ഗെറ്റ് as what 10. അപ്പോൾ ആൻസർ ഇസ് വാട്ട്, ഇറ്റ് ഈസ് 30 മൈനസ് 0.3 into 10. അപ്പോൾ ആൻസർ ഇസ് വാട്ട്, ഇറ്റ് ഈസ് നോട്ട്, യെസ്, ഇവിടെ മൈനസ് സൈൻ, ഒരു മൈനസ് സൈൻ്റെ പ്രശ്നമുണ്ട്, ഇത് ഇങ്ങോട്ട് വരുന്ന ഇവിടെ പ്ലസ് ആവണം, ഇതും പ്ലസ് ആവണം, ഇറ്റ് ഈസ് പ്ലസ്. അപ്പോൾ 30 + 30, അപ്പോൾ ആൻസർ ഇസ് വാട്ട്, 60 ന്യൂട്ടൺ. ദ ചോയ്സ് ഈസ് ഡി വരും.
Eighth one, answer is what? Somewhat. Is there any mistake in it? നമ്മൾ കാൽക്കുലേഷനിൽ എവിടെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയാൽ നമുക്ക് റൈറ്റ് അതിലെവിടെയോ സം എറർ ഐ തിങ്ക് കാൽക്കുലേഷനിൽ എറർ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ആണെന്താ എഫ് നെറ്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ അപ്ലൈഡ് ഫോഴ്സ് മൈനസ് ഫ്രിക്ഷൻ. ശരി, അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് കിട്ടണമെങ്കിൽ നെറ്റ് ഫോഴ്സ് പ്ലസ് ഫ്രിക്ഷൻ. നെറ്റ് ഫോഴ്സ് ഏതാ? എം എ പ്ലസ് ഫ്രിക്ഷൻ ഏതാ? മ്യൂ എം ജി. അപ്പോൾ എഫ് ഇസ് ഇക്വൽ ടു ഏത് വരും? യെസ്, ദാറ്റ് ഈസ് വാട്ട് എം തെറ്റിയില്ല, വെറുതെ കറക്റ്റ് ചെയ്യുന്നു മാത്രം. റൈറ്റ്, ഇറ്റ് ഈസ് വാട്ട് 10 into 3 പ്ലസ് മ്യൂ എന്ന് പറഞ്ഞത് 0.3 ഇൻറ്റു ദിസ് വൺ 10 പറഞ്ഞു, 10 into 10. അപ്പോൾ ആൻസർ 60 എന്ന് വരും. ദാറ്റ്സ് റൈറ്റ് ആൻസർ, 60 Newton. അപ്പോൾ 8th one D is answer, right? യെസ്, D is the answer, right? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്ന് മാത്രം, റൈറ്റ്. അപ്പം 9th ക്വസ്റ്റ്യനിലേക്ക് പോകണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? പക്കാ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ സാധനത്? യെസ്, ഓരോന്നും നോക്കിയാൽ the state of rest or uniform linear motion with both implies zero acceleration. ശരിയല്ലേ? യെസ്, രണ്ടും സീറോ ആക്സലേഷനാണ് കാണിക്കുന്നത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നെറ്റ് ഫോഴ്സ് ഇസ് നീഡഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ന്യൂട്ടന്റെ ലോ അനുസരിച്ച് യൂണിഫോം മോഷനിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ നീഡ് ഓഫ് വാട്ട് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ പോലും അത് ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, റൈറ്റ്. ബാക്കി പറയേണ്ട തോന്നുന്നു. ഇനേർഷ്യ മീൻസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് അല്ലേ? റെസ്റ്റിലുള്ള ആൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക, മൂവ് ചെയ്യുന്ന ആൾ റെസ്റ്റിൽ വരാൻ ശ്രമിക്കുക. ഇനേർഷ്യ ചേഞ്ച്, മോഷനെ ചേഞ്ച് ചെയ്യാനുള്ള ആ റെസിസ്റ്റൻസ്, അതന്നെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് പ്രൊപ്പോർഷൻ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. എക്സാക്ട് ന്യൂട്ടന്റെ ലോ പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ്. ദാറ്റ്സ് ഓൾസോ റൈറ്റ്. മൊമെന്റം ഈസ് എക്സാക്ട്ലി എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ അതൊക്കെ ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബി. ദാറ്റ്സ് റൈറ്റ് ആൻസർ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. 10th question. On a conveyor belt, it is moving with a speed u, sand falls at a constant rate dm by dt. അതിൻ്റെ മുകളിൽ ഇങ്ങനെ സാൻഡ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. m is the mass of sand, the extra force required to maintain the speed. u തന്നു, മാസ് തന്നു, ഫോഴ്സ് ഒക്കെ ചോദിച്ചാൽ അപ്പോഴേക്കും നമ്മൾ ആലോചിക്കും ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഏതാ? ഡി പി ബൈ ഡി ടി. എഫ് ഇസ് ഇക്വൽ ടു വാട്ട്? ഡി പി ബൈ ഡി ടി. പി എന്ന് പറഞ്ഞത് മൊമെന്റോ അല്ലേ? അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം യു പറയാം. ഇവിടെ ഏതാ വേരിയബിൾ? Mass is falling at a constant rate dm by dt. അപ്പോൾ m വേരിയബിൾ ആ. u, that is speed constant. We can keep it outside. u dm by dt. That's the right answer. അപ്പോൾ choice is D വരും. 10th one D. No more further explanation. ആ ഓവറോൾ നോക്കുന്ന സമയത്ത് ഇത് വലിയ കച്ചറ ക്വസ്റ്റ്യൻസും അല്ല ഇതിൽ കണ്ടത്. സിമ്പിൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും സിമ്പിൾ കാൽക്കുലേഷൻസും മാത്രമേ ഉള്ളൂ. വലിയ കച്ചറ സാധനങ്ങൾ കണ്ടിട്ടില്ല. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. 11. That's another simple question. ഏരിയ അണ്ടർ എ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ്. ഒരു ഗ്രാഫ് തന്നിട്ട് ഏരിയ ചോദിച്ചാൽ വൈ ആക്സിലുള്ള സാധനം ഇൻറ്റു എക്സ് ആക്സിലുള്ള സാധനം ആലോചിച്ചാൽ മതി. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം ഏത് വരും എന്ന് ആലോചിച്ചാൽ ദിസ് ഫോഴ്സ് ഇൻറ്റു ടൈം, അതാണ് ഇമ്പൾസ്. ഇമ്പൾസുള്ള ചോയ്സ് അവിടെ എവിടെയില്ല. ദാറ്റ് ഇമ്പൾസ് ഇറ്റ് സെൽഫ് ഈസ് വാട്ട്? ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം ഒന്നും ഇല്ല. അതിൽ ബെസ്റ്റ് ഓപ്ഷൻ അപ്പം എന്ത് പറയാം? ലീനിയർ മൊമെന്റം. കറക്റ്റ് വന്നാൽ ഇമ്പൾസ് ദാറ്റ് ഈസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് വരണം. ചേഞ്ച് ഇൻ മൊമെന്റ് അല്ല. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റ് 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഇക്വൽ ടു ഫൈനൽ മൊമെന്റം. അങ്ങനെ ആയിരിക്കും ആൻസർ കൊടുത്ത്. ബെറ്റർ ഓപ്ഷൻ, വി ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് അമംഗ് ദ ഫോളോയിങ്, റൈറ്റ്? അപ്പോൾ ദ ആൻസർ ഈസ് സി. 11th one സിയിലേക്ക് പോകും. 12th question. When a metal spring is elongated within its elastic limit, work is done by the spring. അല്ല, ഒരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടണമെങ്കിൽ സ്പ്രിങ് വർക്ക് ചെയ്താൽ പറ്റൂല, നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വലിക്കുമ്പോൾ സ്പ്രിങ് തോടും, അതാണ് കേസ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ്, വർക്ക് ഈസ് ടു ബി ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഏതെറ്റ്? പൊട്ടനാജി സ്റ്റോൺ ഇൻ ഇറ്റ്. ലോഡ് എക്സ്റ്റൻഷൻ ഇല്ലാത്ത, കംപ്രഷൻ ഇല്ലാത്ത, ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്ത സ്പ്രിങ്ങിൽ എനർജി ഇല്ല. ബട്ട് എക്സ്റ്റൻഷൻ ഉണ്ടാകുമ്പം അതിൽ എനർജി സ്റ്റോർ ചെയ്യും. അതിൻ്റെ പേരാണ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ സ്ട്രെയിൻ എനർജി എന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ബി ഇസ് എ റൈറ്റ് ചോയ്സ്. 12th one ബി വരും. അപ്പോൾ 13th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ the instantaneous power in terms of force F and instantaneous velocities. Average power പറയുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ ടൈം പറയാം. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞാൽ റൈറ്റ് ദ കേസ് ഈസ് എഫ് ഡോട്ട് വി. എക്സാക്ട് സാധനം എങ്ങനെയാണ് വരിക? പി ഇസ് ഇക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി ടി എന്നൊക്കെ പറയാം. ഡി ഡബ്ല്യു ബൈ ഡി ടി. യെസ്, ഇറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡിഫറൻഷിയേഷനോ ഇൻ്റഗ്രേഷനോ വെച്ച് വരുന്ന സാധനങ്ങൾ ഇൻസ്റ്റന്റേനിയസ്. ഞാൻ ഇവിടെ ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്തു. യെസ്, എഫ് ഡോട്ട് എസ് ഇങ്ങനെയല്ലേ വരിക? യെസ്, വർക്ക് ഡൺ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ പിടിച്ച് പുറത്തിട്ടാൽ അപ്പോൾ എഫ് ഡോട്ട് ഡി എസ് ബൈ ഡി ടി. ദാറ്റ് ഈസ് വൈ
ദാറ്റ് ഈസ് വി, വൈ അല്ല വി, വെലോസിറ്റി. അപ്പോൾ ദ ആൻസർ ഈസ് വാട്ട്? എഫ് ഡോട്ട് വി. അപ്പോൾ 13th വൺ പോയിസ് ദി ആൻസർ. അപ്പോൾ 14th ക്വസ്റ്റ്യൻ, ഒരു ബോള് അതിൻ്റെ കൈനറ്റിക് എനർജി എന്നു 10⁻³ ജൂൾ കൊളൈഡ്സ് വിത്ത് എ ഹൊറിസോണ്ടലി മൗണ്ടഡ് സ്പ്രിങ്. യെസ്, ഇങ്ങനൊരു സ്പ്രിങ് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനൊരു സാധനം വരുന്നു, വെലോസിറ്റി തന്നിട്ടില്ല, പകരം കൈനറ്റിക് എനർജി തന്നു 10⁻³ ജൂൾ. യെസ്, ദിസ് ഇസ് ദ കൈനറ്റിക് എനർജി, ഇറ്റ് ഇസ് നോട്ട് ദ, യെസ്, കൈനറ്റിക് എനർജി തന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ദ മാക്സിമം കംപ്രഷൻ ഓഫ് ദ സ്പ്രിങ് ഈസ് 50 സെൻറ്റിമീറ്റർ. ഈ സ്പ്രിങ് ഇവിടുന്ന് ഇവിടെ ഞാൻ അടുത്ത ഫിഗർ ആയിട്ട് വരയ്ക്കാം. ദാറ്റ്സ് എ ബെസ്റ്റ് വേ. യെസ്, മാക്സിമം കംപ്രഷൻ ആകുമ്പം ഈ ബോഡി ഇവിടെ തട്ടിയിട്ട് റെസ്റ്റ് ആയിട്ടുണ്ടാവും, റൈറ്റ്? ദെൻ ദ സ്പ്രിങ് കോൺസ്റ്റന്റ് ഈസ്, അപ്പോൾ ഏതാ കേസ്? ആദ്യം ബോളിന് എന്ത് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്താ? 0. അപ്പോൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ബോൾ, ദാറ്റ് ഈസ് ഗെറ്റ് ഗെയിൻ ഇൻ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ ഓഫ് സ്പ്രിങ്. അപ്പോൾ ഡെൽറ്റ പി. ലോസ് ഓഫ് കൈനറ്റിക് എനർജി എത്രയാ? ഇനീഷ്യലി കൈനറ്റിക് എനർജി ഉണ്ട്, ഫൈനലി 0. അപ്പോൾ ലോസ് ഈസ്, ആദ്യം ഉള്ളത് മുഴുവൻ ലോസ് ആയി. അപ്പോൾ 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, സ്പ്രിങ്ങിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ½ ഇതിൽ കെ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ കെ അവിടെ വെച്ചാലോ? യെസ്. അപ്പോൾ 2 × 10⁻³ ഡിവൈഡഡ് ബൈ x². ഹൗ മച്ച് ഇസ് എക്സ്? 50 സെൻറ്റിമീറ്റർ. എസ് ഐ യൂണിറ്റ് അല്ല, സെൻറ്റിമീറ്റർ, മീറ്ററിലാക്കണം. 50 സെൻറ്റിമീറ്റർ 0.5. അപ്പോൾ 0.5ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 0.25. 1/0.25 4. അപ്പോൾ 2 × 4 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പോൾ ആൻസർ ഈസ് 8 × 10⁻³. അപ്പോൾ ചോയ്സ് യെസ്, സി സി ആൻസർ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, ബേസിക് കൺസെപ്റ്റുകളാണ് എനർജി കൺസർവേഷൻ്റെ റായി. 15th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, an object is released from certain height h from the ground, rebounds to a height h/4 after striking the ground. ഗ്രൗണ്ട് തട്ടിയിട്ട് പൊന്തിയുണ്ട്, h/4 ഹൈറ്റിലേക്ക് പൊന്തി. ദ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്റ്റ്. അപ്പോൾ നോക്കുക, ഇനീഷ്യൽ എത്ര ഹൈറ്റാ? ഇറ്റ് ഈസ് h. അപ്പോൾ ഇനീഷ്യൽ എനർജി ഞാൻ E1 എന്ന് വിളിച്ചാൽ എത്രയാ? ദറ്റ് ഈസ് വാട്ട് mgh. തുള്ളി പൊന്തിയത് എത്ര ഹൈറ്റിലേക്കാ? വളരെ സിമ്പിളായിട്ട് ഇത്ര ഹൈറ്റേ പൊന്തിയുള്ളൂ, ദാറ്റ് ഈസ് വാട്ട് h/4. വരച്ചപ്പം സ്കെയിൽ അനുസരിച്ചല്ല വരച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ എനർജി എത്ര? ഇപ്പോഴത്തെ എനർജി കൈനറ്റിക് എനർജി ഒന്നുമില്ല, പൊന്തി അവിടെ നിൽക്കുകയാണ്, വെറുതെ നിൽക്കുകയാണ് സാധനം, റൈറ്റ്? അപ്പം എന്ത് വരും? ഇറ്റ് ഈസ് mgh/4. ദെൻ ഹൗ മച്ച് ഈസ് ദ ലോസ് ഓഫ് എനർജി? ആദ്യം mgh ഉണ്ടായിരുന്നു, ഇപ്പോൾ mgh/4 ഉള്ളൂ. അപ്പോൾ ലോസ് ഈസ് വാട്ട്? mgh മൈനസ് mgh/4, ദാറ്റ് ഈസ് 3/4 mgh. ദെൻ വാട്ട് ഈസ് എ ഫ്രാക്ഷണൽ ലോസ്? ലോസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എനർജി, ഇതിനല്ലേ ഫ്രാക്ഷണൽ ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ലോസ് എത്രയാ? 3/4 mgh. ഇനീഷ്യൽ എനർജി എത്രയാ? mgh. ഗോട്ട് ക്യാൻസൽ. ആൻസർ ഈസ് 3/4. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കണ്ണും ചുമ്മി പറയണം, ഹൈറ്റ് എത്ര ലോസ് ആയി? അത്ര എനർജി ലോസ് ആയിട്ടുണ്ടോ? കാരണം വെലോസിറ്റിയും വേറെ എനർജി ഒന്നുമില്ല. എത്ര ഹൈറ്റ് ലോസ് ആയി? 3h/4. അപ്പോൾ എനർജി എത്ര ലോസ് ആയി? 3/4. യെസ്, ഫ്രാക്ഷണൽ ലോസ് ഇസ് 3/4. 15th വൺ ബി ഇസ് ദി ആൻസർ, റൈറ്റ്? അപ്പോൾ 16th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഒരു സോളിഡ് മെറ്റൽ റിംഗ് ആൻഡ് എ ഡിസ്ക്, സെയിം റേഡിയസ് സെയിം മാസ്. റിംഗും ഡിസ്കും മാസും റേഡിയസും സെയിം. Rotating about their diameters with same angular frequency, the ratio of their respective rotational kinetic energy values. Both of them are rotating about their diameter. Rotational kinetic energy in the general equation, half mass in bagaram I, velocity bagaram omega, half I omega square. And here, same angular velocity പറഞ്ഞു. അപ്പോൾ omega constant, half constant. അപ്പോൾ രണ്ടാളുടെ റേഷ്യോ ഞാൻ k1/k2 എന്ന് എഴുതട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു I1/I2. 1 റിംഗ് ആയിട്ട് എടുക്കാം, രണ്ടാമത്തത് ഡിസ്ക് ആയിട്ട് എടുക്കാം. റിംഗ് ആയിക്കോട്ടെ, 1 ആദ്യം പറഞ്ഞത് 1, രണ്ടാമത് പറഞ്ഞത് ഡിസ്ക്, റൈറ്റ്? അപ്പോൾ റിംഗിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ mr²/2 അല്ലേ, ഡിവൈഡ് ബൈ വാട്ട് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക്? ദാറ്റ് ഈസ് mr²/4 അല്ലേ വരും? യെസ്. അപ്പോൾ ചോയ്സ് ഈസ് 2 വരും. 2:1 വരണം. 16th വൺ ആൻസർ. അപ്പോൾ എന്ത് വരും? സി വരും, റൈറ്റ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ 17. ദി എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് 3 പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m 2m 3m തന്നു. എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻട്രൽ മാസ്, ദാറ്റ് സിമ്പിൾ, വാട്ട്, റൈറ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. xcm ഇസ് ഈക്വൽ ടു എന്ത് പറയാം? xcm ഇസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ m1 എത്രയായാലും x1 0 ആണ്, അപ്പോൾ ആ ടേം 0 ആയി. m2 എത്രയാ? 2m എന്ന് കൊടുത്തിട്ടുണ്ട്. x2 എന്ന് പറഞ്ഞത് 1 അല്ലേ? ഇതാ 1 0 x2 എന്ന് പറഞ്ഞത് 1 ആണ്. യെസ്. അപ്പോൾ 2m × 1 ആണ്, അത് x അല്ലേ? അപ്പോൾ അത് 2m മാത്രം വരും അല്ലേ? പ്ലസ്
M3 എന്ന് പറഞ്ഞത് 3m ആണ് ഇൻറ്റു കോർഡിനേറ്റ് ഏതാ യെസ് ദിസ് ഇസ് -2 അതല്ലേ x3 3m ഇൻറ്റു -2 ഡിവൈഡ് ബൈ m പ്ലസ് 2m പ്ലസ് 3m ദാറ്റ് ഈസ് വാട്ട് 6m എല്ലാ സ്ഥലത്തും m ഉണ്ട് m ഗുഡ് ക്യാൻസൽഡ് അപ്പോൾ ഇതെന്തായി 2 minus 6 that is minus 4 by 6 അപ്പോൾ this minus 2 by 3 the choice is D right അപ്പോൾ 17th one answer D വരും അപ്പോൾ 18th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ radius of gyration of a solid cylinder of radius r and length about its long axis of symmetry is ഒരു സോളിഡ് സിലിണ്ടർ അതിൻ്റെ ലോങ് ആക്സ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഏതാ ഇതൊരു സോളിഡ് സിലിണ്ടർ വിചാരിച്ചാൽ യെസ് ഇത് തന്നെയാണ് ലോങ് ആക്സസ് അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ദാറ്റ് ഈസ് വൺ ഡിസ്ക് തട്ടി കൂടിയൊരു ഡിസ്കാണ് ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ ആലോചിച്ചാൽ പോരെ ഏതാ mr²/2 അപ്പോൾ റേഡിയസ് ഓഫ് ജനറേഷൻ k² ജനറൽ ഇക്വേഷൻ I=m², m ഒഴിവാക്കിയാൽ k² ആണ് r²/2 അല്ലേ അപ്പോൾ k എന്ത് വരും രണ്ട് സൈഡിൽ റൂട്ട് എടുത്തു 6 √2 ഇങ്ങനെ വരും അപ്പോൾ k r/√2 സിംപ്ലി ദ ആൻസർ ഇസ് വാട്ട് ബി വരും റൈറ്റ് അപ്പം 19th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ when no external torque acts on a rotating system external torque ഒന്നുമില്ല എന്തൊക്കെയോ സാധനം പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞ് ആംഗുലർ മൊമെന്റം സിസ്റ്റം ഈസ് നോട്ട് കൺസേർവ്ഡ് ഫാൾസ് അല്ലേ കാരണം ടോയ് ഈസ് ഈക്വൽ ടു dl/dt ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ റൊട്ടേഷണൽ ഇക്വലന്റ് അപ്പോൾ ടോ 0 ആണെങ്കിൽ യെസ് dl/dt ഈസ് ഈക്വൽ ടു 0 അപ്പോൾ dl ഈസ് ഈക്വൽ ടു 0 l ഈസ് എ കോൺസ്റ്റന്റ് ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് എന്നാണ് അപ്പോൾ ഏതെറ്റ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് നോക്കാം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഇക്വൽ ടു നമ്മിങ്ങനെ എഴുതിക്കൂടെ l²/2i ഏതുപോലെ p²/2m ട്രാൻസ്ലേഷൻ ആകുമ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി p²/2m റൊട്ടേഷനിൽ പിക്ക് വരും l എമ്മിന് വരും i ഇങ്ങനെ വരും യെസ് l കോൺസ്റ്റന്റ് പക്ഷേ ഐക്ക് അനുസരിച്ച് മാറുമല്ലോ അപ്പോൾ കൺസേർവ്ഡ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ചോയ്സ് റൊട്ടേഷൻ കൈനറ്റിക് ഇൻഡിപെൻഡന്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് തെറ്റായി യെസ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് തെറ്റായി റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ ഈസ് റൈറ്റ് ആൻസർ അപ്പോൾ 19th ക്വസ്റ്റ്യനിൽ ഇത് വരും ചോയ്സ് ഇ വരും നെക്സ്റ്റ് 20 T be the time period of a planet around sun and D is the mean distance from sun then according to Kepler's third law the NCERT ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞ സാധനം Kepler's third law ഏതാ T² the square of time period is directly proportional to cube of semi major axis എന്നൊക്കെയാണ് കെപ്ലർ പറഞ്ഞത് അപ്പോൾ ഇതിലിപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ T² proportional to D³ CC ആൻസർ റൈറ്റ് 21 Earth shrinks to half of its present size അപ്പോൾ റേഡിയസ് എന്തായി ഉണ്ടാവും r'(r/2) എന്ന് വിളിക്കുക അല്ലേ മാസ് റെഡ്യൂസസ് ടു ഹാഫ് അപ്പോൾ m' is equal to അതും m/2 then yes acceleration due to gravity ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ g is equal to what വലിയ g വലിയ m ഡിവൈഡ് ബൈ വലിയ r². ഇവിടെ മാസ് പകുതിയായി അപ്പം g' is equal to എന്ത് എഴുതാം വലിയ g മാറ്റാൻ പറ്റില്ല m' എന്താ m/2 r' എന്താ r/2 പക്ഷേ അവിടെ ഒരു സ്ക്വയർ ഉണ്ട് അപ്പോൾ 2 ഇവിടെ 1/4 കട്ടായി പോയാൽ ഇവിടെ 4/2 അപ്പോൾ ആൻസർ ഈസ് 2 times g എന്നല്ലേ വരും ഇവിടെ ചെയ്തില്ലേ അപ്പോൾ 2 times g വരും അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ് ഡബിൾ ആവും c വിൽ ബി ദി ആൻസർ റൈറ്റ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് പോയാൽ when two identical spheres each radius are kept in contact with each other then the force of attraction between the two spheres is proportional to ഇതെല്ലാവരും കച്ചറ പറയുന്ന ഏതൊക്കെ ഗൈഡിൽ എന്തൊക്കെയോ കച്ചറ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ബട്ട് ദ തിങ് ഈസ് രണ്ട് സ്ഫിയറും സിമിലർ മെറ്റീരിയലാണ് അല്ലേ ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ആണ് റൈറ്റ് ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ആണ് മെറ്റീരിയൽ സെയിം എല്ലാം സെയിം ആണെന്ന് വിചാരിച്ചാൽ നമുക്കറിയാൻ സാധനം എന്താ ഇത് രണ്ട് സ്ഫിയർ യെസ് അപ്പം m1 ഈസ് ഈക്വൽ ടു m2 നമ്മൾ പഠിച്ചനുസരിച്ച് gm1 m2ന് പകരം gm² എന്ന് എഴുതാം അവർ തമ്മിൽ ഡിസ്റ്റൻസ് നൽകാത്തൊക്കെ ഞാൻ എക്സ് എന്ന് എഴുതിയാൽ എക്സ് എന്താ വരിക ദാ റേഡിയസ് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ് എക്സ് അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 2r എന്ന് വരും അപ്പോൾ ഇത് ചെയ്താൽ g m എന്താ മാസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി അപ്പോൾ 4/3 πr³ റോ അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞത് 2r² അപ്പോൾ 4r². അപ്പോൾ ഇത് ചെയ്താൽ ഇതൊന്നും ഞാൻ ബാക്കി ചെയ്യേണ്ടല്ലോ r³ അപ്പോൾ r⁶ ഡിവൈഡ് ബൈ r² അപ്പോൾ ഇറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു വാട്ട് r⁴. അപ്പോൾ പ്രൊപ്പോർഷൻ ടു മുകളിൽ r⁴ വരും എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു r⁴ വരും അപ്പോൾ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് വാട്ട് ബി വരും 22 ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ബി വരും അപ്പോൾ 23 വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുക ക്ലീനിങ് ആക്ഷന് നല്ലതാണ് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും ശരിയാണ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസ് അല്ല ബോത്ത് ദ സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഡിക്രീസസ് അപ്പോൾ അതുണ്ടാകുമ്പം ഈ ചോയ്സ് ലാസ്റ്റ് ചോയ്സ് ആണ് ബോത്ത് ദ സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഡിക്രീസസ് അപ്പോൾ അതല്ലേ ബെസ്റ്റ് ഓപ്ഷൻ
യെസ്, അപ്പോൾ 23 ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് പോയാൽ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യങ് സ്മോൾനെസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യെസ് അല്ലേ, ആണോ? നോക്കാം അല്ലേ. ദ യൂണിറ്റ് ഓഫ് യങ് സ്മോൾനെസ് ഈസ്, യങ് സ്മോൾനെസ് ഡിപ്പെൻഡ് ചെയ്യില്ല. ലെങ്ത് ആദ്യം പറഞ്ഞേക്കാം, വെറുതെ കച്ചറ ഉണ്ടാവണ്ട. യങ് സ്മോൾനെസ് ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ മെറ്റീരിയൽ. അത് ലെങ്ത് ആയാലും ഏരിയ ഡയമെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ മെറ്റീരിയൽ. അപ്പോൾ അതിനെപ്പറ്റി നോക്കണ്ട. യൂണിറ്റ് ഓഫ് യങ് സ്മോൾനെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അപ്പോൾ അത് തെറ്റ്. ഡയമെൻഷൻ ഫോർമുല സ്ട്രെസ് ഈസ് സെയിം ആസ് ഓഫ് ഫോഴ്സ് പോലെ ഫോഴ്സ് പെർ ഏരിയ വരണം. യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ്, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. അപ്പോൾ പിന്നെ ആകെ ഒരു ആൻസർ ഇതേ ഉണ്ടാവും. കംപ്രസിബിലിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്, അതാണ് ഡെഫിനിഷൻ. കംപ്രസിബിലിറ്റി ബൾക്ക് മോഡുലസിന്റെ ഇൻവേഴ്സിന് വിളിച്ചൊരു വേറെ പേര് മാത്രം. റൈറ്റ്? ഇപ്പോൾ 24 is over now. 25. When a body is strained, energy stored per unit volume is, അതാണ് ക്വസ്റ്റ്യൻ. എനർജി നമുക്കറിയാം ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. ബട്ട് എനർജി പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. യെസ്, ഇത് എനർജി അല്ല, എനർജി പെർ യൂണിറ്റ് വോളിയം. പക്ഷേ അങ്ങനെയല്ല, സ്ട്രെസ്സും സ്ട്രെയിനുള്ള ഒരു ചോയ്സും ഇല്ല. അപ്പോൾ ആദ്യത്തെ ചോയ്സ് ഒക്കെ സ്ട്രെസ്സിൻ്റെയും വൈൻ്റെ ടേംസിലാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ, അപ്പോൾ സ്ട്രെയിൻ ഒഴിവാക്കണ്ടേ? സ്ട്രെസ്സിൻ്റെയും വൈൻ്റെ ടേംസിലാണെങ്കിൽ വൈ എന്ന് പറഞ്ഞത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്ട്രെയിൻ എന്ന് പറഞ്ഞത് സ്ട്രെസ് ഡിവൈഡ് ബൈ യങ് സ്മോൾനെസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ്, അപ്പോൾ സ്ട്രെസ് സ്ക്വയർ ബൈ വൈ. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, എക്സാക്ട്ലി, ഈസി ആൻസർ. യെസ്, അപ്പോൾ പിന്നെ സ്ട്രെയിൻ്റെ നമ്മൾ ആലോചിക്കേണ്ട. അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ ബൈ വൈ, അപ്പോൾ ഈസി ആൻസർ. റൈറ്റ്? ഓക്കെ. 26th question. According to equation of continuity, when a liquid flows through a tube of variable cross section A with variable velocity v, the quantity that remains constant is. Equation of continuity നമ്മൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചത്. A1 V1 is equal to A2 V2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? A1 V1 is equal to A2 V2. അപ്പോൾ then it is what? AV is a constant എന്ന് പറഞ്ഞാൽ പോലെ. AV എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? It's the rate of flow, that is a volume per second. Volume per second is a constant. AV is a constant. അപ്പോൾ CC answer. Right? Yes. അപ്പോൾ 27th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, two thermally insulated identical vessels A and B are connected through a stopcock. A contains a gas at STP and B is completely evacuated if the stopcock is suddenly opened. Suddenly വാക്കണ്ട, അപ്പോൾ പറയണ്ടേ നമ്മൾ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഇറ്റ് ഇസ് എൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ടെമ്പറേച്ചർ ഇസ് ഹാഫ്, തെറ്റ്. ഇന്റർജി ഓഫ് ഗ്യാസ് ഇസ് ഹാഫ്, തെറ്റ്. കാരണം ഇന്റർജി ഇസ് ദ മെഷർ ഓഫ് ടെമ്പറേച്ചർ. Energy of gas and pressure are after. അപ്പോൾ എനർജി ആവാവില്ല, തെറ്റ് ഉറപ്പല്ലേ. ടെമ്പറേച്ചർ, യെസ്, ദിസ് ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഡി ഇസ് റൈറ്റ് ആൻസർ. ബാക്കിയൊന്നും നമ്മൾ ചെയ്ത് നോക്കാനേ പോണ്ട. സ്റ്റോപ്പ് എന്താ സഡൻലി എന്നുള്ള വാക്ക് കണ്ടുകൊണ്ട് തന്നെ പറയാമുണ്ട് ഐസോതെർമൽ. അപ്പോൾ ടെമ്പറേച്ചർ മാറൂല, ടെമ്പറേച്ചർ മാറൂലെങ്കിൽ എനർജി മാറൂല. റൈറ്റ്, ദാറ്റ്സ് ആൻസർ. അപ്പോൾ 27 ഡി ഇസ് ആൻസർ. അപ്പോൾ 28th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. എല്ലാവരും പാടി പഠിച്ചതായിരിക്കും. ഇറ്റ് ഈസ് വാട്ട്? Adiabatic process. A is the right answer. 28 A is the right answer. 29. When the temperature of the source of a Carnot engine is at 400 Kelvin, its efficiency is 25%. The required increase in temperature of the source to increase efficiency to 50% is. Required increase in temperature George. അല്ലേ, ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. Percentage efficiency equation. Efficiency heat energy, it is what? 1 minus temperature in terms of 1 minus T2 by T1 into what? 100. അപ്പോൾ ഫസ്റ്റ് കേസിൽ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് അതാണ് T1 എന്ന് പറഞ്ഞത്. അപ്പോൾ T1 400 Kelvin. യെസ്, T2 മാറ്റുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് പറയുക? T2നെ ബേസ് ചെയ്ത് നമ്മൾ T2 ആദ്യം കണ്ടുപിടിച്ചാലോ? 25%. അപ്പോൾ അത് 25. ദാറ്റ് ഈസ് ഇക്വൽ ടു 1 മൈനസ് T1 കെൽവിനിലാണ് തന്നത്. അപ്പോൾ അത് 400 തന്നെ എഴുതാം ഇൻറ്റു 100. റീഅറേഞ്ച് ചെയ്താൽ 25 by 100, that is 1 by 4 is equal to 1 minus T2 by 400. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ T2 by 400 is equal to what? 1 minus 1 by 4. That is what? 3 by 4. അപ്പോൾ T2 എത്ര കിട്ടി? 3 by 4 of 400, that is what? 300 Kelvin എന്ന് പറഞ്ഞു. യെസ്, T2 300 Kelvin ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. T2 is equal to what? 300 Kelvin. കിട്ടിയല്ലോ. യെസ്, അപ്പോൾ ആ സാധനം പോയിക്കോട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഏതാ? അടുത്ത കേസ് എഫിഷ്യൻസി എന്തായി? 50%. എഫിഷ്യൻസി 50% ആക്കാൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആവേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. റൈറ്റ്?
ഏതാ പുതിയ ടെമ്പറേച്ചർ? അപ്പോൾ എഫിഷ്യൻസി ഇക്വേഷൻ വീണ്ടും കൊടുത്താൽ 50 is equal to 1 minus T2/T1 into 100. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ 1/2 is equal to 1 minus T2/T1. അപ്പോൾ വീണ്ടും റീഅറേഞ്ച് ചെയ്താൽ T2/T1 is equal to 1/2. യെസ്, ഇത് 1/2 ആണ് ഉദ്ദേശിച്ചത്. യെസ്. അപ്പോൾ T2 is equal to what? T2 അല്ലല്ലോ വേണ്ട, T1 അല്ലേ. അപ്പോൾ T1 is equal to what? 2T2. T2 നേരത്തെ 300. അപ്പോൾ ദിസ് ഇസ് 600 കെൽവിൻ. ചോദിച്ചത് പുതിയ 600 കെൽവിൻ അല്ല, റിക്വയർഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറാണ് ചോദിച്ചത്. അപ്പോൾ എത്രയാ? 600. 400 ഉള്ളത് 600 ആക്കി. അപ്പോൾ എത്രയായി? റിക്വയർഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 200 കെൽവിൻ. അപ്പോൾ 29th one ആൻസർ ഈസ് റൈറ്റ്. ഈ വരും അല്ലേ? ദ റിക്വയർഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് അല്ലേ? ആൻസർ ഇസ് വാട്ട്? ഈ വരും. റൈറ്റ്. യെസ്. അപ്പോൾ 13th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, when an ideal diatomic gas is heated at constant pressure, fraction of heat energy supplied that increases the internal energy of gas. കൊടുത്തതിൽ ഇന്റേണൽ എനർജി കൊടുത്തത് മാത്രമല്ല, റൈറ്റ്. അപ്പോൾ ചോദിച്ചത് കൊടുത്തതിൻ്റെ എത്ര ഭാഗം ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചത്. നമ്മൾ ഇന്റേണൽ എനർജി എഴുതിയത് ഡെൽറ്റ യു എന്നല്ലേ? ടോട്ടൽ എനർജി നമ്മൾ ഡെൽറ്റ ക്യൂ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ യെസ്, ഇന്റേണൽ എനർജി NCV ഡെൽറ്റ ടി ഡിവൈഡ് ബൈ കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു പ്രോസസ് നടന്നാൽ ടോട്ടൽ ഹീറ്റ് എനർജി ഇസ് ഇക്വൽ ടു വാട്ട്? NCP ഡെൽറ്റ ടി. അപ്പോൾ ഇത് പോയി. യെസ്, ഇറ്റ് ഈസ് 1/γ. ഇനി നോക്കൂ, ഏതാ? ഡയറ്റോമിക് ഗ്യാസ്. ഡയറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമന്റെ വാല്യൂ എത്രയാ? 7/5. അപ്പോൾ തിരിച്ചിട്ടാൽ 7/5, ദാറ്റ് ഈസ് 5/7. ദ ചോയ്സ് ഈസ് എ വരും. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 31. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 31. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി വാല്യൂസ് ഓഫ് 4 gram ഓഫ് ഹൈഡ്രജൻ ടു 7 gram ഓഫ് നൈട്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇപ്പോൾ 1 മോളിൻ്റെ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ, യെസ്, അത് നമുക്ക് പറയാൻ നല്ലത് മോളിക്യൂൾസിനാണ് കൈനറ്റിക് എനർജി ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് 3/2 kT എന്ന് പറയാം. റൈറ്റ്. യെസ്. അങ്ങനെയാണെങ്കിൽ 3 or 5 ഒന്നും ഇപ്പോൾ ഡയറ്റോമിക് ആകുമ്പോൾ അത് വരാം. അത് എന്തായാലും പ്രൊപ്പോർഷൻ ടു ടി വരാം. അപ്പോൾ n നമ്പർ ഓഫ് മോളിക്യൂൾസ്, 1 മോൾ വേണ്ട, 1 മോളിക്യൂളിൻ്റെ കേസ് അപ്പോൾ പറഞ്ഞ മാറി. ഒരു മോളിക്യൂളിന് യെസ് പ്രൊപ്പോർഷണൽ ടു ടി വരും. അപ്പോൾ n നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? യെസ്, ഇവിടെ ടി കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ഫോർ n നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് എന്ത് പറയാം? പ്രൊപ്പോർഷണൽ ടു വാട്ട്? NT പറയാം. റൈറ്റ്. അപ്പോൾ ഈ ഇവിടെ ടെമ്പറേച്ചർ സെയിം അല്ലേ പറഞ്ഞു? യെസ്. അപ്പോൾ നമ്പർ ഓഫ് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അത് മാത്രം എടുത്താൽ മതിയല്ലോ നമുക്ക്. ഹൈഡ്രജൻ്റെ കേസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയും? 4 gram. 2 gram അവോഗാഡ്രോ നമ്പറിൽ വരെ 1 മോൾ അല്ലേ? യെസ്, അവോഗാഡ്രോ നമ്പർ. അപ്പോൾ 4 gram എത്ര വരും? 2 into അവോഗാഡ്രോ നമ്പർ വരും. റൈറ്റ്. ഇത് ഹൈഡ്രജൻ്റെ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് നൈട്രജൻ മോളിക്യൂൾ. അപ്പം ഹൈഡ്രജൻ്റെ നമ്പർ 2n വരും. യെസ്, ഡിവൈഡ് ബൈ. ഇനി നൈട്രജൻ്റെ കേസ് ഏതാ പറ്റുക? നൈട്രജൻ്റെ കേസ് 7 gram ഓഫ് നൈട്രജൻ. 14 gram അല്ലേ 1 മോള്? അതാണ് അവോഗാഡ്രോ നമ്പർ.
അപ്പോൾ 7 ഗ്രാം അതിൻ്റെ പകുതിയെ വരും, Na/2 വരും. അപ്പോൾ ഇവിടെ കൊടുത്താൽ Na/2 ഇത് മുകളിൽ പോയാൽ ആൻസർ ഇസ് വാട്ട് 4:1. അപ്പോൾ 31 ആൻസർ ഇസ് വാട്ട് എ വരും. റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 32. A planet with radius r and absolute gravity g will have atmosphere only if RMS speed of air molecule is less than RMS സ്പീഡ് എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കുറവാവണം. യെസ്, എന്നാലേ അവിടെ മോളിക്യൂൾസ് നിൽക്കും. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? യെസ്, ചെറിയ ജീൻ്റെ ടേംസിൽ √2rg വരണം. അപ്പോൾ √2നെ പിടിച്ച് പുറത്തിട്ടാൽ ദാറ്റ് ഇസ് വാട്ട് 1.414 gr. അങ്ങനെയല്ലേ ചോയ്സ് കൊടുത്ത്? യെസ്. അപ്പോൾ 32 ആൻസർ ഇസ് വാട്ട് എ വരണം. റൈറ്റ്, ദാറ്റ്സ് എ കേസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 33ലേക്ക് പോയാൽ ratio of absolute gravity on the surface of earth to that on the surface of moon is 6:1, right? Then the ratio of periods of simple pendulum. Simple pendulum ഒക്കെ നമ്മൾ ആദ്യമേ എല്ലാവരും പഠിച്ച സാധനമായിരിക്കും. T is equal to 2π√L. ഒരു സിമ്പിൾ പെൻഡുലം, അപ്പോൾ ഒരു ലെങ്ത് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ T is inversely proportional to G. എവിടത്തെ റേഷ്യോ ഓഫ് പീരീഡ്സ് ഓഫ് സിമ്പിൾ പെൻഡുലം? ആദ്യം പറഞ്ഞത് എർത്ത്, പിന്നെ മൂൺ അല്ലേ പറഞ്ഞു. അപ്പോൾ T earth divided by T moon. തിരിച്ചിട്ടുണ്ട് ഇത് റേഷ്യോ ജി മൂൺ ഡിവൈഡഡ് ബൈ ജി എർത്ത്. അപ്പോൾ റേഷ്യോ ഇട്ട് കഴിഞ്ഞാൽ 1:6, റൈറ്റ്? അപ്പോൾ √1:6, അപ്പോൾ 1:√6, 1/√6. അപ്പോൾ ഇത് വരണം, ആൻസർ ഡി വരണേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 34ലേക്ക് പോയാൽ ദ വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് തന്നു. y is equal to നമ്മൾ പഠിച്ച സൈനോമാറ്റി പ്ലസ് kx ഫോമിലാണ്. വെർ x ആൻഡ് y ആർ മീറ്റേഴ്സ് ആൻഡ് സെക്കൻഡ്സ്. എന്നിട്ട് ചോദിച്ചാൽ വെലോസിറ്റി ചോദിച്ചല്ലേ. അപ്പോൾ ഇതിൽ ഒമേഗ എന്താ? ഒമേഗ എന്ന് പറഞ്ഞത് ചെറിയ ടീൻ്റെ കൂടെയുള്ള ആൾ കോഎഫിഷ്യൻറ്റ്, അപ്പോൾ π/2 അല്ലേ. യെസ്. കെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓർ വേവ് കോൺസ്റ്റന്റ് ഓർ ആംഗുലർ വേവ് നമ്പർ എന്ന് പറഞ്ഞ സാധനം എന്താ? എക്സിൻ്റെ കൂടെയുള്ള ആൾ, ദാറ്റ് ഇസ് π/3. എല്ലാം SI യൂണിറ്റിലല്ലേ തന്ന്? യെസ്. എക്സും വൈയും മീറ്ററിലാണ്, ടി സെക്കൻഡ്സിലാണ്. അപ്പോൾ ഡയറക്റ്റ് എഴുതിയാൽ v is equal to what? ω/k. അപ്പോൾ ഒമേഗ ഏതാ? π/2. ബൈ കെ ഏതാ? π/3 മുകളിൽ പോവും. π ഗോട്ട് ക്യാൻസൽ. അപ്പോൾ ആൻസർ ഇസ് 3/2, ദാറ്റ് ഇസ് 1.5 മീറ്റർ പെർ സെക്കൻഡ്. തേർഡ്. അപ്പോൾ ഈസി ആൻസർ. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 35ലേക്ക് പോയാൽ ദ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m എക്സിക്യൂട്ടിംഗ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് a is 1/4 m⁻² പറഞ്ഞു. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഏതാ? Kinetic energy equation is what? Half m⁻² a² minus x². ഇത് അവർ തന്നത് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 m⁻² a² തന്നു അല്ലേ? തന്ന് ആരൊക്കെ പോയി? m⁻² കൂടി ക്യാൻസൽഡ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ a², ഇത് ഇങ്ങോട്ട് പോന്നാൽ a²/4, ദാറ്റ് ഈസ് ഈക്വൽ ടു x². അപ്പോൾ അത് 3a²/4 ആയില്ലേ? 3a²/4 is equal to x². രണ്ട് സൈഡിൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √3/2a is equal to what? അപ്പോൾ x is equal to എന്ത് വരണം? √3a/2 വരണം. അങ്ങനെ ചോയ്സ് അതിൽ കാണാനില്ലല്ലോ. ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ അല്ലേ വെച്ച് 1/4 ആണ് പറഞ്ഞത്. അപ്പോൾ a² minus a²/4, റൈറ്റ്? അപ്പോൾ 35th ക്വസ്റ്റ്യനിൽ റൈറ്റ് സംതിങ് ഇസ് റോങ്. നമുക്കൊന്നുകൂടെ മാറ്റി ചെയ്ത് നോക്കാം അല്ലേ? റൈറ്റ്. എവിടെയോ സംതിങ് മാറിയെന്ന് തോന്നുന്നു. കൈനറ്റിക് എനർജി പറഞ്ഞത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് അല്ലേ പറഞ്ഞ്? യെസ്. കൈനറ്റിക് എനർജി അവർ പറഞ്ഞത് 1/4 m⁻² a², റൈറ്റ്? നമ്മൾ ഇക്വേഷൻ 1/2. യെസ്, ഒരു 2 നമ്മൾ മിസ്സാക്കിയിട്ട് സാധനം, അതാണ് പ്രശ്നം. റൈറ്റ്. ഞാൻ ഇവിടെ എഴുതാം. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ half m⁻² a² minus x², ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ തന്നത് 1/4 m⁻² a². ഇപ്പോൾ തന്നെ ഇവിടെ ഒരു 2 പോകാനുണ്ടായിരുന്നു, അത് നേരത്തെ മറന്നു പോയതാ പ്രശ്നം. റൈറ്റ്. m⁻² ഒക്കെ പോയി. അപ്പോൾ ഇതിങ്ങോട്ട് എടുത്താൽ a² minus a²/2 is equal to x². അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ x² is equal to a²/2. അപ്പോൾ x is equal to a/√2 വരും. ദാറ്റ്സ് റൈറ്റ് ആൻസർ. സിമ്പിൾ കേസ്. a/√2 വരും. അപ്പോൾ ചോയ്സ് ഇസ് എ വരും. 35A is ആൻസർ. ഈ ഭാഗം ഓക്കെ, തെറ്റിപ്പോയതാണ്. റൈറ്റ്. പൊട്ടു. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 36. When two sound waves of slightly different frequencies f1 and f2 are sounded together, then the time interval between successive maximum.
What is beat frequency? Beat frequency is what? F1 minus F2. Then the time interval between successive maxima, that is what? 1 by beat frequency, that is 1 by F1 minus F2. That is X. Up C is the right answer. Right? Up 37th question like poyal. Right? The electric potential at a point at a distance r due to an electric dipole is proportional to electric field. Short dipole ഒക്കെ ആണെങ്കിൽ electric field is proportional to 1 by r cube ആണ്. Potential is dv by dr ഒക്കെ ചെയ്താൽ proportional to 1 by r square അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Yeah, simply it is 1 by r square. അപ്പോൾ r raised to minus 2 വരണം. അപ്പോൾ 37 the choice is D. Right? 38th question. An air capacitor and identical capacitor filled with a dielectric medium dielectric constant 5 are connected in series to a voltage source of 12 volt. The fall of potential across C1 and C2 are respectively. Air capacitor, identical capacitor filled with dielectric. Yes. Air capacitor capacitance C0 ആയിരുന്നെങ്കിൽ yes, series അല്ലേ. Dielectric introduce ചെയ്ത് കഴിഞ്ഞാൽ capacitance 5 times ആവും. അപ്പോൾ it is what 5 C0. എനർജി എത്രയാ? സോറി, സപ്ലൈ വോൾട്ടേജ് എത്രയാ? 12 വോൾട്ട്. അപ്പോൾ ഇതിനെ 1, ഇതിനെ ക്രോസ് വോൾട്ടേജ് V1, ഇതിനെ ക്രോസ് വോൾട്ടേജ് V2 വിചാരിച്ചാൽ V1 ഈസ് ഈക്വൽ ടു C2V ഡിവൈഡ് ബൈ C1 പ്ലസ് C2 പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൈറ്റ്? അപ്പോൾ C2V എത്രയാ? C2 എത്രയാ? ഇറ്റ് ഈസ് 5CO ഇൻറ്റു V എത്രയാ? 12 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്ന് പറഞ്ഞത് 6C0. ദിസ് ഗോട്ട് ക്യാൻസൽഡ്. അപ്പോൾ 2 വരും. അപ്പോൾ ഇത് 10 വോൾട്ട് വരണം. ഇൻറ്റു 2 ആണേ. അപ്പോൾ 10 വോൾട്ട്. അപ്പോൾ മറ്റേതെന്തായി? 10 വോൾട്ട് ആൻഡ് 2 വോൾട്ട്. അപ്പോൾ 38. ആൻസർ ഇസ് ബോയ് വരും. 10 വോൾട്ട് ആൻഡ് 2 വോൾട്ട്. യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 39ലേക്ക് പോയാൽ the ratio of the magnitudes of electrostatic force between two protons at a distance r apart to that between two electrons at the same distance of separation. യെസ്, ഏതാ വരാനുള്ളത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. പ്രോട്ടോണിൻ്റെയും നമ്മൾക്കറിയാവുന്ന കേസ് F is proportional to Q1 Q2 by R square അല്ലേ? രണ്ടും ഈ പ്രോട്ടോൺസ് ആണെങ്കിലും ഇലക്ട്രോൺസ് ആണെങ്കിലും വെച്ചത് സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ട് പ്രോട്ടോണിൻ്റെ ചാർജും രണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജും സെയിം ആണ്. അപ്പോൾ Q1 Q2 സെയിം ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫോഴ്സ് സെയിം. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആൻസർ ഇസ് വാട്ട്? 1:1 വരണം. 39 AC ആൻസർ. റൈറ്റ്. അപ്പോൾ 40th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ രണ്ട് ചാർജസ് kept in air medium, എയറിൽ വെച്ചു at a certain distance d apart. The force between them is F. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കുമല്ലോ, ചാർജ് അല്ലേ? ഇനി ഡയലക്ട്രിക് മീഡിയം at the same distance of separation, the force between them becomes F/2. Then the dielectric constant of the medium is. ഇപ്പോൾ എയറിൽ വെക്കുന്ന സമയത്ത് ഇക്വേഷൻ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതാം. 1/4πε0 Q1 Q2 by R square. ഇനി അടുത്ത കേസിൽ എന്താ? പുതിയ ഫോഴ്സ് അത് F/2 എന്ന് പറഞ്ഞിട്ട് ഞാനും F/2 എന്ന് എഴുതാം. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ തരികയാണെങ്കിൽ 1/4πε0 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് K. Yes, into Q1 Q2 divided by kept at in electrons same distance of separation, then the dielectric constant same distance ആ പറഞ്ഞ്. അപ്പോൾ R സ്ക്വയറിനെ മാറിയില്ല. അപ്പോൾ എന്താവണം? ഇത്രയും സാധനം ആരാ? യെസ്, ദാറ്റ് ഈസ് F itself. അപ്പോൾ K is equal എന്തായിരിക്കണം? അപ്പോൾ ദിസ് ഇസ് ഇക്വൽ ടു F by K എന്ന് തന്നെ വരും. അപ്പോൾ K is equal എന്ത് വരും? 2 വരും. BC ആൻസർ. റൈറ്റ്? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 41ലേക്ക് പോയാൽ റൈറ്റ്, the magnitude of drift velocity per unit electric field is, അത് അങ്ങനെ തന്നെ NCERT പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. drift velocity per unit electric field is called as mobility. Yes, answer is what? A. 41 is the answer. Right. 42. A Wheatstone network is balanced with resistance 5, 10, 20, 40. PQRS arms പറഞ്ഞു. 40 ohm resistance connected across S arm. Then the bridge is again balanced by connecting 10 ohm across R, 10 ohm across P, 20 ohm across Q, 20 ohm across. അപ്പോൾ ഒന്ന് വരച്ചു നോക്കിയാൽ ആദ്യമുള്ളത് ഏതാ? PQRS അല്ലേ പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കുക. യെസ്, ഇത് P, ഇത് Q ആയിക്കോട്ടെ, ഇത് R ആയിക്കോട്ടെ. യെസ്, ഇതിങ്ങനെ ഓർഡറിൽ കൊടുക്കുകയാണെങ്കിൽ PQRS നമ്മളിങ്ങനെയൊക്കെ അല്ലേ പറയല്? യെസ്. ഇപ്പോൾ PQRS പിയിൽ എത്രയാ? ഇറ്റ് ഈസ് 5. യെസ്. Qയിൽ എത്രയാ? ഇത് 10 ഉണ്ട്. ആറിൽ എത്രയാ? 20, 40 അല്ലേ? അപ്പോൾ ഇത് R എടുക്കാം, ഇത് S എടുക്കാം, ഇത് R എടുക്കാം, ഇത് S എടുക്കാം. റൈറ്റ്. അപ്പോൾ ദിസ് ഇസ് 20 ആൻഡ് ദിസ് ഇസ് വാട്ട്? 40. ഇങ്ങനെയല്ലേ? യെസ്. ഇനിയിപ്പോൾ എന്താ ചെയ്തത്?
ഇപ്പോൾ 5/20 ഈസ് ഇക്വൽ ടു 10/40 യെസ് എക്സാക്ട്ലി ബാലൻസ്ഡ് ആണ് സാധനം. 5/10 ഇപ്പോൾ ബാലൻസ് ആണ്. ഇനി 40 ഓം റെസിസ്റ്റർ ഈസ് കണ്ടക്ട് അക്രോസ് എസ് ആണ്. ഒരു 40 കൂടി എസ്സിൽ കൊടുത്തു അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ ഇവിടെ തന്നെ വരയ്ക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു 40 കൂടി വന്നാൽ 40 പാരലൽ എഫക്റ്റീവ് എന്താവും? 20 വരും. അപ്പോൾ ബാലൻസ് ആവണമെങ്കിൽ 10/20 റേഷ്യോ 1/2 ആവണ്ടേ? അപ്പോൾ ഇവിടെ എന്ത് വരണം? യെസ്, 5ൻ്റെ 2 ടൈംസ് ഇതിൻ്റെ എഫക്റ്റീവ് 10 ഓം ആവണം. അപ്പോൾ ആറിന് അക്രോസ് ഒരു 20 കൂടി കണക്ട് ചെയ്താൽ അപ്പോൾ അതെന്താവും? യെസ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ഇത് 20 ആണെങ്കിൽ ഇത് യെസ് എഗെയിൻ. അപ്പോൾ എന്ത് വരാം? ഇതിന് അക്രോസ് 10 ഓം അക്രോസ് ക്യൂ കണക്ട് ചെയ്താൽ യെസ്, അങ്ങനെ ആയാലും മതി. അങ്ങനെ ചോയ്സ് ഇല്ല, ഇതിൻ്റെ മാറ്റിയില്ലതാ. ഇതിന് അക്രോസ് 10 ഓം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതും പകുതിയായി ഇതും പകുതിയായി. അപ്പം റേഷ്യോ വീണ്ടും സെയിം ആയിക്കോളും. അപ്പോൾ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് വാട്ട്? ഈ വരും. റൈറ്റ്? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 43ലേക്ക് പോയാൽ, one cell is conducted wrongly in a series combination of 4 cells, each of EMF 1.5 inner resistance 0.5, then the equivalent inner resistance of the combination is internal resistance അല്ലേ പറഞ്ഞത്? സീരീസിലല്ലേ? അപ്പോൾ അത് സെല്ല് റോങ്ങോ റൈറ്റോ നമ്മൾ നോക്കേ വേണ്ട. സീരീസിൽ അത് റോങ് ആയാലും റൈറ്റ് ആയാലും നമ്പർ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 0.5 അപ്പോൾ ആൻസർ ഇസ് വാട്ട്? 2 ഓം വരും. അപ്പോൾ 43 ആൻസർ ഇസ് ഡി വരും. യെസ്. റോങ്ങോ റൈറ്റോ എന്നുള്ളത് എഫക്റ്റീവ് EMFനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ റോങ് ആണോ തിരിച്ച് കട്ട് ചെയ്തോ നോക്കേണ്ടുള്ളൂ. ഇത് അതില്ല. അപ്പോൾ 44th ക്വസ്റ്റ്യൻ, carbon resistor is marked with rings colored blue, black, red and silver. Its resistance in gas. Blue, black, yes, BB-ROE of Great Britain. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ബ്ലൂ നമ്പർ ഏത് വരും? 6. ബ്ലാക്ക് ഏതാ? 0 ആണ് അല്ലേ? ഫസ്റ്റ് ബി ബ്ലാക്ക്, പിന്നെ ബ്രൗൺ, പിന്നെ അല്ലേ ബ്ലൂ വരുന്നത്? യെസ്. അപ്പം ബ്ലാക്കിൻ്റെത് അല്ല ബ്ലൂവിൻ്റെത് 6, ബ്ലാക്കിൻ്റെത് അതും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 60. പിന്നെ അടുത്തത് വരുന്നത് 10ൻ്റെ പവർ 11, BB-ROE റെഡ് എന്ന് പറഞ്ഞത് 2 ആണ് വരുന്നത്. അപ്പോൾ 10⁻², റൈറ്റ്? ഗോൾഡ് 5%, സിൽവർ 10%, അപ്പം ഇറ്റ് ഈസ് ±10%. അപ്പോൾ ഓപ്ഷൻ ഈസ് എ വരും. 44th ഓപ്ഷൻ ഈസ് എ, റൈറ്റ്? 45th ക്വസ്റ്റ്യൻ, ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ, carrying a current of 5 ampere is placed at an angle 30 degree to the external magnetic field of 0.5 Tesla, the force. What is the equation for force experienced by a current carrying conductor placed in magnetic field? It is Bill sin theta, right? BIL sin theta. Direct substitution അല്ലേ? B എത്രയാ പറഞ്ഞത്? 0.5. കറണ്ട് എത്രയാ പറഞ്ഞത്? ഇറ്റ് ഈസ് 5 ആംപിയർ. ലെങ്ത് ഈസ് 20 സെൻറ്റിമീറ്റർ. എസ് യൂണിറ്റ് ആക്കണം. അപ്പോൾ 0.2 ഉണ്ടാവും. സൈൻ തീറ്റ ആണ് sin 30 1/2 ആണ്. അപ്പോൾ അത് 0.1, 0.5 × 0.5, ഇറ്റ് ഈസ് വാട്ട്? 0.25 ന്യൂട്ടൺ. സി ഇസ് റൈറ്റ് ആൻസർ, റൈറ്റ്? അടുത്തത് 46. A current carrying coil placed in magnetic field experience a torque. Theta is angle between normal to the plane of coil and field. അത് നമുക്ക് വേണ്ട ആവശ്യം, ആംഗിൾ. And phi is a flux linked with the coil. Then ടോയ് ഈസ് മാക്സിമം. നമ്മൾ പഠിച്ച ടോൻ്റെ ഇക്വേഷൻ എന്താ? ടോയ് ഈസ് ഇക്വൽ ടു വാട്ട്? MB sin theta. അതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ഈ പറഞ്ഞ ആംഗിൾ തന്നെയാണ് നോർമൽ ടു ദ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആംഗിൾ തന്നെയാണ് തീറ്റ. അപ്പോൾ അത് 90 വരുമ്പോഴാണ് ടോർക്ക് മാക്സിമം വരുന്നത്. അപ്പോൾ ടോർക്ക് ഈസ് മാക്സിമം ഫോർ തീറ്റ 90. ശരിയാണ്. ഇനി ഫൈയോ? ഫൈൻ്റെ ഇക്വേഷനും എന്താ? NBA cos തീറ്റ. ഇതും അതേ തീറ്റ തന്നെയാണ്. അപ്പോൾ അതും മാക്സിമം വരുന്ന ഏതിനാണ്? റൈറ്റ്? ഇതേ കേസിനാണ്. അപ്പോൾ ടോർക്ക് ആൻഡ് ഫൈ ആർ ബോത്ത് ആർ മാക്സിമം ഫോർ തീറ്റ ഈസ് ഇക്വൽ ടു 90 വരും. അപ്പോൾ 46 ആൻസർ ഇസ് വാട്ട്? ഡി അല്ലേ വരുന്നത്? യെസ്. 46 സംതിങ് ഈസ് എവിടെയോ നമ്മൾ തിരിച്ചോ? ഒന്നുകൂടെ നോക്കാം അല്ലേ? എ കറണ്ട് കേരിങ് കോയിൽ പ്ലേസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് ടോർക്ക് ടി. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഫൈ ഈസ് എ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ, റൈറ്റ്? അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ MB sin തീറ്റ. അപ്പോൾ തീറ്റ മാക്സിമം ആകുമ്പം യെസ്, ഇതാ തെറ്റിച്ചത്. ഫ്ലക്സിൽ നമ്മൾ കോസ് തീറ്റ എടുക്കേണ്ടതിന് വേറെ സൈൻ തീറ്റ എടുത്തിട്ടുണ്ട്, കച്ചറയുണ്ട്, റൈറ്റ്? അപ്പോൾ ഫ്ലക്സ് മാക്സിമം ആവണമെങ്കിൽ തീറ്റ 0 ആവണം. ടോർക്ക് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ യെസ് തീറ്റ 90 വരണം. അപ്പോൾ ഇവിടെ മാക്സിമം വരുന്നത് 0 ഡിഗ്രിയിലും ഇത് 90ലും അവർ. യെസ്. അപ്പം ഞാൻ പറഞ്ഞത് തെറ്റി. അപ്പോൾ ഏതാ മാറ്റേണ്ടത്? ടോർക്ക് മാക്സിമം വരുന്നത് 90ലാണ്. അപ്പോൾ സി ശരിയുണ്ട്. പിന്നെ ഏതാ ശരിയുള്ളത്? ടോർക്ക് ആൻഡ് ഫൈ ആർ മാക്സിമം തെറ്റ്. ടോർക്ക് ആൻഡ് ഫൈ ആർ 0 at തീറ്റ ഈസ് ഇക്വൽ ടു 90. ശരിയാണോ? അല്ല, രണ്ടും 0 അല്ല. അപ്പോൾ ടോർക്ക് ഈസ് 0 ആൻഡ് ഫൈ ഈസ് മാക്സിമം. യെസ്, അതാണ് റൈറ്റ് വരിക അല്ലേ?
ഫൈ നോക്ക്, തീറ്റ 0 ആവുന്ന സമയത്ത് ടോർക്ക് എന്തായി? 0 ആയി. യെസ്, കറക്റ്റ്. ടോർക്ക് 0 ആയി. തീറ്റ 0 ആകുമ്പോൾ ടോർക്ക് 0 ആയി. തീറ്റ 0 ആകുമ്പോൾ ടോർക്ക് മാക്സിമായി, സോറി ഫൈ മാക്സിമായി, ഫൈ ഇസ് മാക്സിമം. ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് വാട്ട്? ഈ വരും. ദാറ്റ്സ് റൈറ്റ് ആൻസർ. റൈറ്റ്. ഒരു കോസും സൈനും മാറിപ്പോയതാ മക്കളെ. Sorry for that. Now next one, 47. In a cyclotron, the frequency of revolution of the charged particle in a magnetic field is independent of frequency equation. It is QB by 2 pi m. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്ത സാധനം നോക്കിക്കോളൂ. മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഓസിലേഷൻ എന്താ വെച്ച്? ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, ഓരോന്ന് നോക്കിയാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനത്തില്ല. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉറപ്പാണ്. മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉറപ്പാണ്. പിന്നെ ഇതാ മാസ് പറഞ്ഞു, പിന്നെ ചാർജ് ഇപ്പം അതും ഉറപ്പാണ്. പിന്നെ എനർജി, ഓസിലേറ്ററി ഫ്രീക്വൻസി, ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതിലുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? എനർജിനാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. റൈറ്റ്. ദ ഫ്രീക്വൻസി ഓഫ് റിലീസ് ചാർജ് പാർട്ടിക്കിൾ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജിയാണ്. ഓസിലേഷൻ ഫ്രീക്വൻസിയും സൈക്ലോട്രോൺ ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ എനർജി മാത്രം. പിന്നെ 47 ബി സി ആണ്. റൈറ്റ്. അപ്പോൾ 48 ക്വസ്റ്റ്യൻ, ദ ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അമംഗ് ദ ഫോളോയിങ് ഈസ് NCERT ടെക്സ്റ്റ് ബുക്ക്. ആ പേജ് ഇപ്പോൾ ഹിസ്റ്ററീസ് ഒക്കെ വരുന്ന ഭാഗത്തെ പേജിൽ അതേ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ കോപ്പി ചെയ്തു. അവിടെ ഹാർഡായിട്ട് പറഞ്ഞത്, ഈ പറഞ്ഞൊക്കെ നമുക്കറിയാം ഫെറോ ആണ്. റൈറ്റ്. അതിൽ ഹാർഡായിട്ട് പറഞ്ഞത് അൽനിക്കോ മാത്രം DC ആൻസർ. NCERT അപ്പടി കോപ്പി ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. റൈറ്റ്. അപ്പോൾ 49th ക്വസ്റ്റ്യൻ, BC is the magnetic induction at the center of circular coil. Yes. Then the magnetic induction at a point on the axis of the coil at distance equal to the radius. Central magnetic field equation. Yes. BC is equal to mu 0 n ഒരു ടേണേ ഉള്ളൂ എന്ന് വിചാരിച്ചു, I/2R. ഇതല്ലേ കേസ്? യെസ്. ആക്സിസിൽ ഇക്വേഷൻ BA എന്ന് പറഞ്ഞാൽ mu 0 I ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു mu 0 IR² ഉണ്ടല്ലേ. ഇറ്റ് ഈസ് R² പ്ലസ് R² ഓൾ റൈസ് ടു 3/2. ആക്സിസിലെ ഡിസ്റ്റൻസ് ആണ് ചെറിയ ആർ എന്ന് ഞാൻ എടുക്കുന്നത്, വലിയ ആർ റേഡിയസ് അതാണ് എടുക്കുന്നത്. റൈറ്റ്. അപ്പോൾ ആക്സിസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ mu 0 I R², ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റേഡിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ 2, വലിയ ആറും ചെറിയ ആറും സെയിം. അപ്പോൾ അത് 2R² ഓൾ റൈസ് ടു 3/2. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് mu 0 I R² ഡിവൈഡ്, അപ്പോൾ ഇവിടെ 2 ഉണ്ട്. ഇത് 2 റൈസ് ടു 3/2 ഇവിടെ വരും. പിന്നെ R² റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ R³ വരും. ആം ഐ കറക്റ്റ്? അപ്പോൾ R² കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇത്രയും സാധനമല്ലേ mu 0 I/2R, ഇത്രയും സാധനം ആരാ? BC ആണ്. നമ്മളോട് ചോദിച്ചത് then the magnetic field at a point on the axis of the coil, അതിൽ വെച്ച് യെസ്. അപ്പോൾ ഇത് BC ബൈ എന്ത് വരണം? 2√2 വരും. 2 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2√2 അല്ലേ വരിക? യെസ്. അപ്പോൾ ആൻസർ ഈസ് എ വരണം. ദാറ്റ്സ് റൈറ്റ് ആൻസർ. 50th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, എയർ കോർ ഈസ് റീപ്ലേസ്ഡ് ബൈ an ion core in an inductor. Its self inductance is increased from 0.0 to 40. The relative permeability of ion. സെൽഫ് ഇൻഡക്ടൻസ് mu 0 n² അങ്ങനെ എന്തൊക്കെ പഠിച്ചില്ലേ? പ്രൊപ്പോർഷനാലിറ്റി മാത്രം പറയട്ടെ, മുഴുവൻ പറയില്ലല്ലോ. റൈറ്റ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു വാട്ട്? എയർ കോർ ആകുമ്പം സെൽഫ് ഇൻഡക്ടൻസ് L0 എന്ന് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? mu 0. ഇനി എന്തെങ്കിലും മെറ്റീരിയൽ ഫില്ല് ചെയ്താൽ ഞാൻ L എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ അതെന്ത് എഴുതണം? mu r mu 0. അപ്പോൾ ഇത് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു mu r L0. ഇതാണ് കേസ് വരിക. എന്തെങ്കിലും കോറിൻ്റെ അകത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ then self inductance increased by the relative permeability of that thing. അപ്പോൾ L is equal to mu r L0. അപ്പോൾ L അല്ലേ ചോദിച്ചാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ mu r is equal to L/L0. L എത്രയാണ്? 40 മില്ലി ഹെൻറി. മറ്റേതും മില്ലി തന്നെയാണ്, യൂണിറ്റ് കട്ടായി പോകും. അപ്പോൾ 40/0.02 എന്ന് പറഞ്ഞാൽ 2000 അല്ലേ വരെ? യെസ്, ഇറ്റ് ഈസ് എക്സാക്ട്ലി 2000. ബി ഇസ് റൈറ്റ് ആൻസർ. യെസ്. ഈ കീമിലുള്ള ക്വസ്റ്റ്യൻസ് അധികം കാൽക്കുലേറ്റർ പോലും ഒന്നും വേണ്ട, സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. റൈറ്റ്. എനിവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 51ലേക്ക് പോയാൽ, among various circuits constructed with resistor, inductor L, capacitor C, the circuit gives maximum. Yes. നമുക്കറിയാം ആവറേജ് പവർ കൺസ്യൂംഡ് ഇക്വേഷൻ VRMS IRMS cos phi. അപ്പോൾ ഇവിടെ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കോസ് ഫൈ. പവർ മാക്സിമം ആവണമെങ്കിൽ, മാക്സിമം പവർ ആണെങ്കിൽ കോസ് ഫൈ ഈസ് ഇക്വൽ ടു 1. അപ്പോൾ ഫൈ ഈസ് ഇക്വൽ ടു 0. ഫൈ എന്താ? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഉണ്ടാവരുത്, ഇൻ ഫേസ് വരണം. ആ സാധനം ഏതാ? പ്യുവർ റെസിസ്റ്റർ. പ്യുവർ റെസിസ്റ്റർ മാത്രം വരിക. ആൻസർ ഈസ് വാട്ട്? അപ്പോൾ സി വരും. 51 ഈസ് റൈറ്റ് ആൻസർ. 52ലേക്ക് പോയാൽ, എഡി കറൻസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ഏതാ വരിക?
ഇൻഡക്ഷൻ ഫർണസ് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാണ്. ഇതും എൻ സി ആർ ടിയിൽ 4 പോയിൻ്റായിട്ട് അങ്ങനെ എഴുതിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഉണ്ട്, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ടൈം ഉണ്ട്, ഇലക്ട്രിക് പവർ മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇല്ലാത്തത് ഏതാ? യെസ്, തെർമൽ ജനറേറ്റേഴ്സ്. അങ്ങനെ ഒരു സാധനമില്ല. 52 ആൻസർ ഇസ് വാട്ട്? ബോയ് വരും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 53. The total intensity of Earth's magnetic field at the poles is 7 units. Its value at the equator is. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യും. എർത്തിൻ്റെ ഉള്ളിലൊരു ബാർ മാഗ്നറ്റ് പോലെ വിചാരിക്കുകയാണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റ് അത് തന്നെയാണ് എർത്തിൻ്റെ ഇക്വേറ്റർ. പോള് എന്ന് പറഞ്ഞത് ആക്സിയൽ പോയിന്റ്, ഇതാണ് പോള്. പോള് എന്ന് പറഞ്ഞത് ആക്സിയൽ പോയിന്റ്, അപ്പോൾ ബി ആക്സിയൽ. നമുക്കറിയാവുന്നത് ഇക്വറ്റോറിയൽ പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്സിയൽ പോയിന്റ് ഉള്ളതിൻ്റെ പകുതി, അപ്പോൾ ബി പോൾ ബൈ 2 എന്ന് പറയും. പോളിൽ എത്രയാ? 7 by 2 എത്രയാ? 3.5. അപ്പോൾ the best option is B is the right answer. 53 B is the right answer. അപ്പോൾ 54ലേക്ക് പോയാൽ electromagnetic wave against their detection device are matched below the mismatches. NCERT യിൽ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഒരു ടേബിൾ ഉണ്ട്, അതിൽ കാണാൻ പറ്റും നമുക്ക്. ഗാമ റേസ് യെസ്, ആനൈസ് നമ്പർ കറക്റ്റാ. മിസ്മാച്ച് ആയി ചോദിച്ചു, ഇത് മാച്ചാ. മൈക്രോവേവ്സ് പോയിന്റ് കോൺടാക്ട് ഡയോഡ് ശരിയോ തെറ്റോ? യെസ്, അതും വളരെ കറക്റ്റാണ്. എക്സ്റേസ് ഫോട്ടോഗ്രാഫി ശരിയും ശരിയാണ്. അൾട്രാവയലറ്റ് റേസ് തെർമോപൈൽസ് അല്ല, അതാണ് മിസ്മാച്ച്. ഇൻഫ്രാറെഡ് അത് ബോളോമീറ്റേഴ്സ്, അതും ശരി തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? 54 ഡി ഈസ് ദി ആൻസർ. റൈറ്റ്? യെസ്. 55. In an electromagnetic wave, oscillating electric and magnetic field vectors are oriented in. Electromagnetic wave is a transverse wave. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയുള്ള എത്ര ചോയ്സ് ഉണ്ട്? യെസ്, ഇത് പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. സെയിം ഡയറക്ഷൻ തെറ്റാണ്, പെർപെൻഡിക്കുലർ, രണ്ടെണ്ണം പെർപെൻഡിക്കുലർ. ഇനി ഫേസ് കൂടെ നോക്കണം. യെസ്, ദേ ആർ ഇൻ ഫേസ്. നമ്മളിങ്ങനെ പറയൂലേ വൈബ്രേറ്റ് ചെയ്യുമ്പം, യെസ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല. റൈറ്റ്, ദേ ആർ ഇൻ ഫേസ്, പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ആൻസർ ഈസ് യെസ്, ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ 56. Fresnel distance for an aperture of size illuminated by parallel beam of light deciding the validity of ray optics. അത് NCERT അങ്ങനെ തന്നെ പറഞ്ഞ ഫ്രെനൽ ഡിസ്റ്റൻസ് സിംഗിൾ സെറ്റ് ഡിഫ്രാക്ഷനിൽ ഫ്രെനൽ ഡിസ്റ്റൻസ് ഡി സ്ക്വയർ ബൈ ലാംഡ അല്ലെങ്കിൽ എ സ്ക്വയർ ബൈ ലാംഡ. സ്ലിറ്റിൻ്റെ വിടുത്ത് എന്താണോ അതിൻ്റെ സ്ക്വയർ ബൈ ലാംഡ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഈസ് എ സ്ക്വയർ ബൈ ലാംഡ, ഡി ഈസ് ദി ആൻസർ. റൈറ്റ്? 57th question. The apparent depth of a needle lying in a water beaker is found to be 9 cm. ആയിക്കോട്ടെ, വാട്ടറിനെ മാറ്റിയിട്ട് വേറെ ലിക്വിഡ് 1.5 ടു ദ അപ്പാരന്റ് ഡെപ്ത് ഓഫ് ദ നീഡിൽ. നമുക്കറിയാം അപ്പാരന്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു വാട്ട്? റിയൽ ഡെപ്ത്. നമ്മളിങ്ങനെയല്ലേ പഠിച്ചത്? n ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. യെസ്, ഇപ്പോൾ രണ്ട് കേസിൽ റിയൽ ഡെപ്ത് സെയിം ആണല്ലോ. അപ്പോൾ ടി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയാലോ n1 t1 ഡാഷ് ഈസ് ഈക്വൽ ടു വാട്ട്? n2 t2 ഡാഷ്. n1 ഏതാ? ആദ്യത്തെ ലിക്വിഡ് വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ ഡിഫറൻസ് 4/3. അപ്പോൾ അപ്പാരന്റ് ഡെപ്ത് എത്രയാ? 9. രണ്ടാമത്തെ ലിക്വിഡ് 1.5. അപ്പോൾ അതിൻ്റെ അപ്പാരന്റ് ഡെപ്ത് t2 ഡാഷ്. അപ്പോൾ ഇതും കൂടെ താഴേക്ക് എടുത്താൽ t2 ഡാഷ് ഇസ് ഈക്വൽ ടു 4 × 9 ഡിവൈഡഡ് ബൈ 3 × 1.5. അപ്പോൾ ഇത് 4.5, 9/2. അപ്പോൾ ആൻസർ ഈസ് വാട്ട്? 8 വരും. അപ്പോൾ 8 വരുന്നത് യെസ്, ഈസി ആൻസർ. 57 ഈസി റൈറ്റ് ആൻസർ. 58th ക്വസ്റ്റ്യൻ നോക്കിയാൽ an object is placed 10 cm in front of a concave mirror. അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു -10 എഴുതാം. ഇമേജ് ഇസ് at 20 cm ഫ്രം ദ മിറർ ഓൺ ദ സെയിം സൈഡ്. അതേ സൈഡിലാകുമ്പോൾ വീണ്ടും ഇമേജ് ഡിസ്റ്റൻസ് -10 ഇടണം, -20. ലീനിയർ മാഗ്നിഫിക്കേഷൻ വെച്ച് മാഗ്നിഫിക്കേഷൻ വിൻ്റെ യൂണിയൻ ടേംസ് മിററിൽ -v/u ആണ്. മൈനസ് സൈൻ അവിടെ ഉണ്ട്. v -20, u -10. അപ്പോൾ ആൻസർ ഈസ് -2. റൈറ്റ്? അപ്പോൾ ചോയ്സ് സി വരും. 58 സി ഈസ് ദി ആൻസർ. 59th ക്വസ്റ്റ്യൻ. ഡബിൾ സെറ്റ് എക്സ്പെരിമെൻറ്റ്. 2 ലൈറ്റ് യൂസ് ചെയ്തു. വേവ് ലെങ്ത് λ1, λ2. β1, β2 ആണ് ഫ്രിഞ്ച് വിഡ്ത്തുകൾ. റേഷ്യോ ബിറ്റ്വീൻ β1, β2 is 3:2. ദെൻ റേഷ്യോ ബിറ്റ്വീൻ വേവ് ലെങ്ത്. റൈറ്റ്? നമുക്കറിയുന്നത് λ ഈസ് ഈക്വൽ ടു, അങ്ങനെ പറയണ്ട, β ഈസ് ഈക്വൽ ടു λ വില്ലടി ബൈ ചെറുടി. വില്ലടി എന്താ? സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം, ചെറുടി സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് സെയിം കട്ടായി പോയി. അപ്പോൾ β1 ബൈ β2 അത് തന്നെയാണ് λ1 ബൈ λ2 വരിക. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ആലോചിച്ചാൽ β1, β2 3/2 തന്നുണ്ട്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. അപ്പോൾ ആൻസർ ഈസ് വാട്ട്? ഡി വരും. ഇപ്പോൾ 59 അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. റൈറ്റ്? തന്ന അതേ റേഷ്യോ തന്നെയാണ്, അതേ ക്വസ്റ്റ്യൻ തന്നെ. റൈറ്റ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരേണ്ടത് 60. റൈറ്റ്? പോളറൈസിങ് ആംഗിൾ θp. ഗ്ലാസ് പ്ലേറ്റിൻ്റെ റിഫ്രാക്റ്റീവ് മ്യൂ തന്നു. ക്രിട്ടിക്കൽ ആംഗിൾ θc തന്നു. ചോയ്സ് ഓവറോൾ നോക്കിയാൽ ആ θc θp തമ്മിലുള്ള ബന്ധമല്ലേ?
ആദ്യം ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞാലോ. സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ നമ്മൾ പഠിച്ച സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ, മറ്റേ മീഡിയം എയർ. അപ്പോൾ തന്നും എടുത്തിട്ട് റിഫ്രാക്റ്റസിൻ്റെ ഇൻവേഴ്സ് അപ്പോൾ 1/μ ഉണ്ടാവും. ഇതേപോലെ പോളറൈസിങ് ആംഗിളിനെ പറഞ്ഞാൽ നമുക്കറിയാവുന്നത് ടാൻ തീറ്റ പി, ബ്രൂസ്റ്റേഴ്സ് ലോ അല്ലേ, ടാൻ തീറ്റ പി ഇസ് മി വരും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ തീറ്റ സി ഇസ് എന്ത് വരും? 1/tan തീറ്റ പി തീറ്റ പി. ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ സി ഇൻറ്റു ടാൻ തീറ്റ പി ഇസ് 1. അങ്ങനെ ആ ചോയ്സ് കൊടുത്ത് അതുകൊണ്ട് ഞാനും അങ്ങ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ബി ഇസ് റൈറ്റ് ആൻസർ. യെസ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. അപ്പോൾ 61, ക്വസ്റ്റ്യൻ നമ്പർ 61. രണ്ട് മെറ്റീരിയൽസ്, രണ്ടിൻ്റെ വർക്ക് ഫംഗ്ഷൻ തന്നു 3, 4. എന്നിട്ട് സെയിം കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് എ കീ പോയിന്റ്, റൈറ്റ്? മാക്സിമം കൈനറ്റിക് എനർജി സെയിം ആണ്. സെയിം എന്നുള്ള വാക്കുണ്ട്, സെയിം ആണ്. ആദ്യത്തെ ഇൻസിഡൻറ്റ് ലൈറ്റ് 500 നാനോമീറ്റർ തന്നു. ദെൻ ദ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ബീസ്. ഞാൻ ചെയ്യാൻ പോകുന്നത് എനർജി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഞാൻ ഈ എന്ന് എഴുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കെ മാക്സ്, റൈറ്റ്? യെസ്. നോക്കിക്കോളൂ, ആദ്യത്തെ കേസിൽ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് E1, വർക്ക് ഫംഗ്ഷൻ എത്രയാ? ആദ്യത്തേണ്ടത് 3 പ്ലസ് കെ മാക്സ് എത്രയാ? 1. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് 4 ഇലക്ട്രോൺ വോൾട്ട്. രണ്ടാമത്തെ കേസിൽ വർക്ക് ഫംഗ്ഷൻ 4, കൈനറ്റിക് എനർജി 1 തന്നെ. യെസ്. അപ്പോൾ രണ്ട് ലൈറ്റിൻ്റെയും ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി നമുക്ക് കിട്ടി. എനർജി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പം നമുക്ക് λ2/λ1 എഴുതിയാൽ തിരിച്ചിടണം E1/E2. അപ്പം λ2 ഇസ് ഈക്വൽ ടു E1/E2 ഇൻറ്റു λ1. E1 എത്രയാ? 34. E2 എത്രയാ? 5. λ1 എത്രയാന്നു? 500. ഒരു 0 എത്തി പോയി തന്നെ, സോറി, റൈറ്റ്. അപ്പോൾ 5 പോയി. അപ്പോൾ ആൻസർ ഈസ് 400 നാനോമീറ്റർ. എ ഇസ് 61. എ ഇസ് ആൻസർ, റൈറ്റ്. അപ്പോൾ 62ലേക്ക് പോയാൽ momentum of an alpha particle is half of that of proton, then the ratio between wavelength of the Broglie waves, lambda is inversely proportional to moment. ആദ്യം പറഞ്ഞ ആൽഫ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം പകുതിയാണ്. അപ്പോൾ ലാംഡ ഡബിൾ ആയിരിക്കണം. ഡബിൾ വരുന്ന ചോയ്സ് ഇ ആണ്. അപ്പോൾ 2:1. യെസ്, മുഴുവൻ എഴുതണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം. ലാംഡ ആൽഫ അല്ല ആദ്യം പറഞ്ഞ്, ലാംഡ ആൽഫ ഡിവൈഡ് ബൈ ലാംഡ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് പ്രോട്ടോൺ ഡിവൈഡ് ബൈ മൊമെൻറ്റം ഓഫ് ആൽഫ. അപ്പോൾ പ്രോട്ടോണിൻ്റെ മൊമെൻറ്റത്തിൻ്റെ പകുതിയാണ് ആൽഫൻ്റെ. അപ്പോൾ ബൈ 2 മുകളിൽ പോകുമ്പോൾ 2 വരും. അപ്പോൾ ചോയ്സ് ഈസ് ഇ വരും, റൈറ്റ്? യെസ്. അപ്പോൾ 63. നെക്സ്റ്റ് വൺ. ഡ്യൂറിങ് ബീറ്റ നെഗറ്റീവ് ഡീകെ റേഡിയോആക്റ്റീവ് എലമെന്റ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ആൽഫ ബീറ്റ ഗാമ. അതിലൊരു സ്പെഷ്യൽ എമിഷനാണ് ബീറ്റ നെഗറ്റീവ്. ഒരു സാധനം എമിറ്റ് ചെയ്തിട്ടും ഒന്നും കുറയുന്നില്ല, പകരം ഒന്ന് കൂടുക. അതേതാ? അറ്റോമിക് നമ്പർ കൂടുക. അതാണ് ബീറ്റ നെഗറ്റീവ്. അപ്പോൾ ഏതാ കൂടുന്നതെന്നല്ലേ ചോദിച്ച്? ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ തിരിക്കുന്ന വേറെ പേരാണെന്ത്? പ്രോട്ടോൺ ആണ്. സംഭവിച്ചത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു ന്യൂട്രോൺ മുറിഞ്ഞിട്ട് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആൻറ്റി ന്യൂട്രോണും വരും. യെസ്, ഇലക്ട്രോൺ പുറത്തിറങ്ങി പോകുന്നു, അതിനാ ബീറ്റാമിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻച്വലി എന്ത് സംഭവിച്ചു? ഒരു പ്രോട്ടോൺ എണ്ണം കൂടി. അതാണ് സംഭവിച്ചത്. 63. ഡി ഈസ് ആൻസർ, റൈറ്റ്? അപ്പോൾ 64. 10⁻18 ഫിഷർ പെർ സെക്കൻഡ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് പവർ ഓഫ് 30 മെഗാവാട്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഫിഷൻ കൊണ്ടാണ് പവർ റിലീസ് ചെയ്യുന്നത്. ഇനി increase the power output to 360 megawatt, the additional number of fissions required per second. നോക്കുക, പവർ എന്ന് പറഞ്ഞത് എനർജി ബൈ ടൈം. അപ്പോൾ എനർജി പെർ സെക്കൻഡ് അങ്ങനെ എഴുതട്ടെ ഞാൻ. പവർ ഈസ് ഇക്വൽ ടു വാട്ട്? എനർജി പെർ സെക്കൻഡ്. യെസ്, ഇവിടെ എനർജി എങ്ങനെ റിലീസ് ചെയ്യുന്നത്? ഫിഷനിൽ ഒരു ഫിഷൻ റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണോ, യെസ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ പി പ്രൊപ്പോർഷൻ ടു വാട്ട് യു ക്യാൻ സേ നമ്പർ ഓഫ് എമിഷൻസ് പെർ സെക്കൻഡ്. വേണമെങ്കിൽ ഞാൻ ചെറിയ എഴുതാം, നമ്പർ ഓഫ് എമിഷൻസ് പെർ സെക്കൻഡ്. കാരണം ഒരു എമിഷന് എമിറ്റ് ചെയ്യുന്ന എനർജി, റിലീസ് ചെയ്യുന്ന എനർജി, അതിനെ എന്നോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി വരുന്നത്. അപ്പോൾ പി പ്രൊപ്പോർഷൻ നമ്പർ ഓഫ് എമിഷൻസ് പെർ സെക്കൻഡ്. യെസ്, അപ്പം ഞാനിങ്ങനെ ചെയ്താൽ P2/P1 ഇസ് ഈക്വൽ ടു P2 എത്രയാ? 360 മെഗാവാട്ട്. P1 എത്രയാ? ദാറ്റ് ഈസ് വാട്ട്? 300 മെഗാവാട്ട്. യെസ്, അത് എത്ര വരും? അപ്പോൾ 1.2 വരും അല്ലേ? P2/P1. Now the same P2/P1 is equal to rate number of fissions per second. അപ്പോൾ N2/N1 എഴുതാം. അപ്പോൾ ഇവിടുന്ന് കിട്ടി N2/N1 is equal to what? 1.2. അപ്പോൾ N2 is equal to 1.2 into N1. അത് എത്രയാ? 10⁻18. നമ്മളോട് ചോദിച്ചത് പുതിയ നമ്പർ അല്ല, എത്രയും കൂടി കൂട്ടണം എന്ന് വെച്ച്. അപ്പോൾ ഓൾറെഡി 1 into 10⁻18 ഉണ്ട്. അപ്പോൾ എത്ര അധികം വന്നു? 1.2 മൈനസ് 1 ഇതല്ലേ അധികം വന്ന്. അപ്പോൾ അധികം വന്നത് എത്രയാ? 0.2 into 10⁻18, അതായത് 2 into 10⁻17 അധികം വരണം.
ചോയ്സ് ഈസ് ഈ വരും. അപ്പോൾ 65. The ratio of total energy of electron to its kinetic energy hydrogen atom. Yes. റൊട്ടേഷൻ്റെ കേസിലൊക്കെ നമ്മൾ കൈനറ്റിക് എനർജീസ് കിടക്കുന്ന തന്നെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു, മൈനസ് ഓഫ് ടോട്ടൽ എനർജി. യെസ്, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ K 1/4 പേര് എഴുതുകയാണെങ്കിൽ KZ(d²/2R) ആണ് കൈനറ്റിക് എനർജി. യെസ്, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത് മൈനസ് KZ(d²/2R) ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത് മൈനസ് KZ(d²/R) ആണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കൈനറ്റിക് എനർജി ഈസ് നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി. ദർഫോർ ദ റേഷ്യോ ഈസ് -1. D is the answer. Yes, 66. Mass numbers of two nuclei are in the ratio 3:2, then the ratio of their nuclear densities. Eda. Density, nuclear density of matter is a constant. It is independent of mass number for every nucleus in the universe. Yes, density is a constant, therefore the ratio is what? 1:1. Value ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, പഠിച്ചു വെച്ചോളൂ, കാണാണ്ട് പിടിച്ചു, നല്ലതാണ്. റൈറ്റ്. 67. In a p-type semiconductor, ഓരോ ചോയ്സ് നോക്കുക. ഹോൾസ് മൈനോറിറ്റി കാരിയസ് കൊടുത്താൽ അല്ല, മെജോറിറ്റി കാരിയസ്. അപ്പോൾ തെറ്റ്. വാക്കൻസി ഓഫ് ഇലക്ട്രോൺ ഈസ് എ ഹോൾ വിത്ത് നെഗറ്റീവ് ചാർജ് അല്ല, ഹോളിൻ്റെ ചാർജ് പോസിറ്റീവ്. തെറ്റ്. ഇംപ്യൂരിറ്റി എലമെന്റ് ആഡ് ഡോണർ അല്ല, ആക്സെപ്റ്റർ. ഡോണർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് തെറ്റ്. ഫോർ എവരി പെൻഡാ എംപാരന്റ് ഇംപ്യൂരിറ്റി ആറ്റം ആഡഡ് എക്സ്ട്രാ യെസ്. പെൻഡാവൽ എന്ന് പറഞ്ഞാൽ 5 വാലൻസി. അപ്പോൾ ഒരു ഇലക്ട്രോൺ അധികം വരിക, അത് തെറ്റ്. അപ്പോൾ ശരി, ഇതാണ്. ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം വൺ ഹോൾ ടു അനദർ ഹോൾ. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. പി ടൈപ്പിൽ ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നത്. ഹോൾസ് എന്ന് പറഞ്ഞത് ബോണ്ടഡ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് പറയാനുള്ള സാധനമാണ്. ഒരു ഹോളിൽ നിന്ന് അടുത്ത ഹോളിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പം ഹോൾ മൂവ് ചെയ്തായിട്ട് പറയും. അതാണ് കേസ്. ആൻസർ ഈസ് ഈ 67. ഈസി ആൻസർ. 68. കോമൺ ബേസ് മോഡ് ട്രാൻസ്ഫർ ദ കറണ്ട് ത്രൂ എമിറ്റർ. അപ്പോൾ IE എന്ന് എഴുതല്ലേ. IE 6 മില്ലി ആംപിയർ. ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല, 6. കറണ്ട് ഗെയിൻ, കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ നമ്മൾ ആൽഫ എന്നല്ലേ വിളിക്കുന്ന നോക്കലേ. യെസ്, ആൽഫ. ആൽഫ ഇസ് ഇക്വൽ ടു 3.9. എന്നിട്ട് ചോദിച്ചത് എന്താ? ദെൻ ബേസ് കറണ്ട് അയച്ചു. ബേസ് കറണ്ട്, യെസ്, ബേസ് കറണ്ട് ചോദിച്ചു. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ചെയ്താലോ, ബീറ്റ കോമൺ എമിറ്ററിൽ ബീറ്റ എന്ന് പറഞ്ഞത് ആൽഫ ഡിവൈഡഡ് ബൈ 1 - ആൽഫ അടിച്ചിട്ടോ. റൈറ്റ്. അപ്പോൾ എത്ര ഉണ്ടാവും? ആൽഫ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയി ചെയ്യാം. നമുക്ക് ആൽഫ തന്നെ ചെയ്യാം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് കറണ്ട് IC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് IE. ഇതാണ് ആൽഫ അല്ലേ? ഔട്ട്പുട്ട് കറണ്ട് IC ബൈ IE, കോമൺ ബേസ് മോഡൽ. അപ്പോൾ ഇവിടെ ചെയ്താൽ IE ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? IE തന്നുണ്ട്. അപ്പോൾ IC ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു IE, അതായത് 0.95 ഇൻറ്റു വാട്ട്? 6. ഇനി ചോദിച്ചത് ബേസ് കറണ്ട്. അപ്പോൾ ബേസ് കറണ്ട് കിട്ടാൻ ഇറ്റ് ഈസ് എമിറ്റർ കറണ്ട് മൈനസ് കളക്ടർ കറണ്ട്. എമിറ്റർ കറണ്ട് 6 മൈനസ് 0.95 ഇൻറ്റു 6. അപ്പോൾ എന്തായി? 6 ഇൻറ്റു 1 മൈനസ് 0.95, that is 6 into 0.05, that is what? 0.3 milliampere. Am I correct? Yes. Answer is B. 68. Now 69th question. The compound semiconductor used for making LED വീണ്ടും again NCERT അതേ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചു. ഇറ്റ് ഈസ് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. യെസ്, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. ഇവിടെ എക്സ് 1 - ഒക്കെ എക്സ് എഴുതിയാൽ ഈ എക്സിന്റെ വാല്യൂ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് പല കളറുള്ള സാധനങ്ങൾ വരുന്നതാണ്. യെസ്, ഇറ്റ് ഈസ് ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ്. A is the answer. 70th question. A transistor amplifier along with a tank circuit with positive feedback will act as tank circuit. എന്താ? LC ഓസിലേറ്ററിന് വിളിച്ച പേര് ടാങ്ക് സർക്യൂട്ട്. അതിനൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് കൊടുത്താൽ അതാണ് ട്രാൻസിസ്റ്റർ ആസ് ഓസിലേറ്റർ. അപ്പോൾ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ഓസിലേറ്റർ ഇറ്റ് സെൽഫ്. അതിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൂടി കൊടുത്തു എന്നേ ഉള്ളൂ. ടാങ്ക് സർക്യൂട്ട് ഈസ് ഓസിലേറ്റർ. അപ്പോൾ ആൻസർ ഈസ് വാട്ട്? ഓസിലേറ്റർ ഈസ് റൈറ്റ് ആൻസർ. യെസ്. 71. കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിലേക്ക് പോയില്ലേ? യെസ്. ട്രാൻസ്മിറ്റർ ദ ഓഡിയോ സിഗ്നൽ ഫ്രീക്വൻസി ഒമേഗ മോഡുലേറ്റഡ് ബൈ ദ കാരിയർ സിഗ്നൽ ആൻഡ് ബാൻഡ് പാസ് ഫിൽട്ടർ ഈസ് റിജക്ട് ദ ഫ്രീക്വൻസീസ്. ബാൻഡ് പാസ് ഫിൽട്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലൊരു എന്താ പറയുക, ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഫ്രീക്വൻസീസ്? സ്ക്വയർ വേവ്, സ്ക്വയർ ലോ ഡിവൈസ് ഒക്കെ പറയുന്നുണ്ട്. സ്ക്വയർ ലോ ഡിവൈസ് ഏതൊക്കെയോ ഫ്രീക്വൻസീസ് ഉണ്ടാക്കും. ഏതൊക്കെയാണ്? ഒമേഗാസ്, 2 ഒമേഗാസ്, ഒമേഗാസി, 2 ഒമേഗാസി, പിന്നെ ഒമേഗാസി മൈനസ് ഒമേഗാസ്, ഒമേഗാസി പ്ലസ് ഒമേഗാസ്. ഇതാണ് ബാൻഡ് പാസ് ഫിൽട്ടർ. ഈസ് എ ഫിൽട്ടർ ദാറ്റ് അലൗസ് frequencies between omega c minus modulating omega m അല്ലേ പറഞ്ഞു? omega c minus omega m and omega c plus omega m. ഇതിനേക്കാൾ കുറവുള്ളത് സമ്മതിക്കൂല, ഇതിനേക്കാൾ കൂടുതലുള്ളതും അലൗ ചെയ്യൂല. ഇനി ഇത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ബാൻഡ് പാസ് ഫിൽട്ടർ ഇറ്റ് റിജക്ട്സ് ദ ഫ്രീക്വൻസീസ്. നിങ്ങൾ NCERT കുറഞ്ഞ് പറഞ്ഞ വാക്ക് പറഞ്ഞ റിജക്ട്സ് ഫ്രീക്വൻസി ഏതൊക്കെയാണ്? ഒമേഗാസ്, 2 ഒമേഗാസ് ആൻഡ് ഒമേഗ 2 ഒമേഗാസ്. ഇത് മൂന്നും റിജക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒമേഗ സി ആൻഡ് ഒമേഗ കടത്തി വിടും.
യെസ്, ഇല്ല, ഒമേഗ സി കടത്തിവിടും, ഒമേഗ എം കടത്തിവിടൂല. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ഓപ്ഷൻ ഏത് വരാം? ഒമേഗ എം കടത്തിവിടും. യെസ്, അപ്പോൾ സി ഇസ് ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ? ഒമേഗ എം കടത്തിവിടൂല, 2 ഒമേഗ സി അതും കടത്തിവിടൂല. അപ്പോൾ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് സി ആണ്. റൈറ്റ്? യെസ്. ആൻഡ് വി ആർ ഗോയിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. എഗെയിൻ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലെ പേജ് നമ്പർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 517 ആൻഡ് 518 ഈ 2 പേജിലും പറഞ്ഞ സാധനങ്ങൾ അങ്ങനെ തന്നെ ചോദിച്ച സാധനം. സ്പീഡ് സിഗ്നൽ 2800 കൊടുത്തത് 300 ടു സംവാർ 3200 എങ്ങാണ്ടാണ് കൊടുത്തത് NCERT. അപ്പോൾ 12 കറക്റ്റാണ്. അപ്രോക്സിമേറ്റ് മ്യൂസിക്കിൻ്റെ കറക്റ്റ് അത് തന്നെയാണ് NCERT കൊടുത്തത്. വീഡിയോ സിഗ്നൽ അതന്നെയാണ് കറക്റ്റ് കൊടുത്തത് 4.2. TV സിഗ്നൽ അതന്നെയാണ് കറക്റ്റ് കൊടുത്തത്. അപ്പോൾ തെറ്റേതാ? ഡിജിറ്റൽ സിഗ്നൽസ് ആർ യൂഷ്വലി സൈൻ വേവ്സ് അല്ല. നമ്മൾ പഠിച്ച ഡിജിറ്റൽ സിഗ്നൽ ഇങ്ങനെയല്ലേ? ഏതാ? സ്ക്വയർ വേവ്. യെസ്, ഇങ്ങനെയാണ്. സൈൻ വേവ് ഈസ് അനലോഗ് സിഗ്നൽ. ദാറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ വാട്ട്? അനലോഗ് സിഗ്നൽ. അപ്പോൾ 72, ദാറ്റ് ഇസ് E. And that's the end of our discussion. Thank you. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, കീം എക്സാമിനേഷൻ എല്ലാവരും നല്ലപോലെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. 73 ഓൺവാർഡ് ക്വസ്റ്റ്യൻസ്, 73 ടു 120 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പൊതുവേ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം, നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ ഓവറാൾ നമ്മളിതിന് പറയുമ്പോൾ വെരി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് റിലേറ്റീവ്ലി കുറവാണ്, ബട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നല്ലപോലെ എന്താ പറയുക പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഒരു സൊല്യൂഷൻസിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി. സോ ക്വസ്റ്റ്യൻ നമ്പർ 73. A cooking gas containing carbon and hydrogen only. A volume of 11.2 liter of this gas is found to weigh 22 gram at HTP. Then the molecular formula of the gas is. നമ്മൾ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മളതാണല്ലോ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ 73rd ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ A1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A1 കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നമ്പർ വന്നിട്ടുള്ളത് ബേസിക് കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ കുക്കിംഗ് ഗ്യാസ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി, എ വോള്യൂം ഓഫ് 11.2 liter ഓഫ് ദിസ് ഗ്യാസ് ഫൗണ്ട് ടു വെയ് 22 gram at HTP. Then the molecular formula of the gas is. അപ്പോൾ നോക്കാം, ഹിയർ ഗിവൺ 11.2 liter ഓഫ് ദിസ് ഗ്യാസ്. അപ്പോൾ ഗ്യാസ് അൺനോൺ ഗ്യാസ് ആണ്. ഇറ്റ്സ് വോള്യൂം 11.2 liter. അതിന് കറസ്പോണ്ടിങ് വെയിറ്റ് ഇറ്റ് ഇസ് 22 gram ആണ് തന്നിട്ടുള്ളത്. ഹിയർ ഇറ്റ് ഈസ് 11.2 liter at STP. ഓക്കെ, സോ 11.2 liter at STP means how much mole, എത്ര മോൾസാണ് വരിക? So it is 11.2 divided by 22.4 is equal to 0.5 mole. Okay, so 11.2 liter gas at STP weighs 22 gram means 0.5 mole of gas weighs 22 gram. 0.5 mole weighs 22 gram. That means 1 mole of this gas weighs 44 gram. 44 gram. So here we get the molecular mass. Mass of 1 mole is called molar mass. So molar mass in gram on 44 grams. So molecular mass is 44.
സോ ഇതിൽ ഏത് മോളിക്യൂളിൻ്റെ മാസ്സാണ് 44 എന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി നമ്മൾ. ഇതിൽ ഏത് മോളിക്യൂളിൻ്റെ മാസ്സാണ് 44. സോ ഫസ്റ്റ് ഓപ്ഷൻ A C3H8. For C3H8, 3 carbon, 3 into 12, it is 36 plus 8 hydrogen atoms, it is 8. So it is 44. Yes, it is option A. First one തന്നെ correct option A കിട്ടിയിട്ടുണ്ട് നമുക്ക്. Okay, very simple question ആയിരുന്നു. Molar volume and mass connection. Okay, ഇനി next question. Question 74. The number of electrons in an atom that may have the quantum numbers n is equal to 3 and ms, the spin quantum number is equal to plus half. Okay, structure of atom question ആണ്. Again, NCERT pure NCERT based question ആണ്. Here quantum number, principal quantum number n is equal to 3 ആണ് and spin quantum number plus half ആണ്. അപ്പോൾ അതിന് corresponding plus half spin quantum number വരുന്ന n is equal to 3, principal quantum number 3 വരുന്ന എനർജി ലെവൽ തേർഡ് ലെവലിൽ വരുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ n is equal to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ L വാല്യൂസ് ഏതൊക്കെ പോസിബിൾ ആണ്? സോ യു നോ ഇറ്റ് ഈസ് 0, 1 ആൻഡ് 2 അല്ലേ? വാല്യൂസ് ഓഫ് L 0, 1 ആൻഡ് 2. ഫോർ L is equal to 0, what are the values of M? M ന്റെ വാല്യൂസ് ഏതൊക്കെ വരിക? Then it is 0, then for L is equal to 1 it is plus 1, 0 and minus 1. And for L is equal to 2, it is plus 2, plus 1, 0, minus 1 and minus 2. Okay. ഇനി സ്പിൻ വാല്യൂസ് പ്ലസ് ഹാഫ് വരുന്നവരാണ് ചോദിച്ചത്. സ്പിൻ വാല്യൂസ് പ്ലസ് ഹാഫ് വരുന്നത്, സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഹാഫ് വരുന്നത്. നമുക്കറിയാം എമ്മിന് ഓരോ വാല്യൂക്കും കറസ്പോണ്ടിങ് ആയിട്ടുന്നുണ്ട്. എമ്മിൽ ഓരോ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലസ് ഹാഫ് ഉള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, മൈനസ് ഹാഫ് സ്പിൻ വരുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ L is equal to 0 വരുന്ന ഈ കേസിൽ പ്ലസ് ഹാഫ് ഉള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്, മൈനസ് ഹാഫ് ഉള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് വേണ്ടത് പ്ലസ് ഹാഫ് ഉള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഒരു പ്ലസ് ഹാഫ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ഇതിന് കറസ്പോണ്ടിങ് പ്ലസ് ഹാഫ്, ഇതിനും അല്ലെ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്ലസ് ഹാഫ് ഇലക്ട്രോൺസ്. പ്ലസ് ഹാഫ് ഉണ്ടാവും, മൈനസ് ഹാഫ് ഉണ്ടാവും. നമ്മൾ ചോദിച്ച പ്ലസ് ഹാഫ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. ഓപ്ഷൻ B, ഇറ്റ് ഈസ് 9. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 75. No two electrons in an atom can have the same set of 4 quantum numbers. This is known as, okay, again pure direct NCERT ആണ്. റൂൾസ് ആണ്, ഇലക്ട്രോൺ ഫില്ലിംഗ് ഉണ്ട് റൂൾസ്, ബേസിക് റൂൾസ്, ഓഫ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൻസ് റൂൾ അല്ലേ? ഈ ബേസിക് റൂളിൽ ഒരെണ്ണമാണ് എന്ത്? നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 quantum numbers. ദിസ് ഇസ് നോൺ ആസ് സ്റ്റേറ്റ്മെന്റ്, ദിസ് ഇസ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, 3 റൂൾസ് ബേസിക് റൂൾസ് ആണ്. സോ ഡയറക്റ്റ് കൂടുതൽ ടൈം നമുക്ക് ഇതിൽ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 76. The first ionization enthalpy is the least in. ഇത് somewhat direct NCERT എന്ന് പറയാം, എന്നിരുന്നാലും എന്താണ് കുറച്ചു തോട്ട് കൊടുക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതിൽ ജെർമേനിയം, ആൻറ്റിമണി, ടെലൂറിയം, ആർസനിക് ആൻഡ് ബിസ്മത്ത് പി ബ്ലോക്കിലെ എലിമെന്റ്സ് ആണ്. ജെർമേനിയം, ആൻറ്റിമണി, ടെലൂറിയം, ആർസനിക് ആൻഡ് ബിസ്മത്ത്. ബട്ട് സെയിം പീരീഡിലെ എലിമെന്റ് ആണോ? അല്ല. സെയിം ഗ്രൂപ്പിലെ എലിമെന്റ് ആണോ? അല്ല. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? ജനറൽ പ്രഡിക്ഷൻസ് നമ്മൾ നോക്കണം. NCERTൽ ഈ എലിമെന്റ്സിൻ്റെ എല്ലാം വാല്യൂസ് അവൈലബിൾ ആണ്. നോർമലി അയോണൈസേഷൻ എന്തൽപ്പിയുടെ ട്രെൻഡ് എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരീഡ് അയോണൈസേഷൻ എന്തൽപ്പി ഇൻക്രീസിങ് ആണ്. ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ഇൻക്രീസ് ഓഫ് സൈസ് ആൻഡ് ഇൻക്രീസ് ഓഫ് ഷീൽഡിംഗ് ഇഫക്റ്റ് അയോണൈസേഷൻ എന്തൽപ്പി ഡിക്രീസിങ് ആണ്. ദിസ് ഈസ് ദ ജനറൽ ട്രെൻഡ് ഒബ്സർവ്ഡ് ഇൻ ദ കേസ് ഓഫ് എലിമെന്റ്സ് അക്രോസ് ദ പീരീഡ് ആസ് വെൽ ആസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഓക്കെ, സോ ഹിയർ മിക്സ്ഡ് എലിമെന്റ്സ് ആ. നോർമലി നമുക്ക് ഒരു ഗ്രൂപ്പിലെ എലിമെന്റ്സോ ഒരു പീരീഡിലെ എലിമെന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പ്രഡിക്ഷൻ എളുപ്പമായിരിക്കും. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് എല്ലാം നിങ്ങൾ ചാപ്റ്റർ വൈസ് ഗ്രൂപ്പ് വൈസ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഗ്രൂപ്പിന്റെ അയോണൈസേഷൻ്റെ ട്രെൻഡ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഇറഗുലാരിറ്റീസ് വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അക്രോസ് ദ പീരീഡ് ഡി ബ്ലോക്ക് നോക്കുന്ന സമയത്തൊക്കെ സം ഇറഗുലാരിറ്റീസ് അവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പീരീഡ് സ്പെസിഫിക് പീരീഡിലെ എലിമെന്റ്സ് അല്ല, സ്പെസിഫിക് ഗ്രൂപ്പിലെ എലിമെന്റും അല്ല. പിന്നെയോ അത് റാൻഡം സെലക്ഷനാണ്, ഷഫിൾഡ് മീൻസ് മിക്സ്ഡ് എലിമെന്റ്സാണ്. അപ്പം നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എലിമെന്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് അറേഞ്ച് ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലെ ഡിഫറെൻറ്റ് പീരീഡിലെ എലിമെന്റ്സ് നമ്മൾ ചെയ്യാറുള്ളത് ഒരു പീരീഡിലെ എലിമെന്റ്സ് അവരുടെ റിലേറ്റീവ് പൊസിഷൻസ് എങ്ങനെയാണെന്ന് നോക്കും. സോ ഫോർ ഫസ്റ്റ് ജെർമേനിയം, കാർബൺ, സിലിക്കൺ, ജെർമേനിയം. ദെൻ ആൻറ്റിമണി ഏത് ഫാമിലി വരിക? ഇറ്റ് ഇസ് നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ദെൻ ആൻറ്റിമണി. ആർസനിക് ഇവിടെ വന്നിട്ടുണ്ട്, ദെൻ ആൻറ്റിമണി.
ദെൻ അതിന് താഴെയാണ് ബിസ്മത്ത് വരിക, ശരിയല്ലേ? പിന്നെ ആരാ ഉള്ളത്? ടെലൂറിയം ഉള്ളത്. ടെലൂറിയം, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം, ടെലൂറിയം. ഓക്കെ, അപ്പോൾ ഇതിൽ ആർക്കാണ് ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും ലീസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നോർമൽ ട്രെൻഡ് എങ്ങനെയാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസിങ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ, ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഡിക്രീസിങ്. സോ ഈ ഒരു ട്രെൻഡ്, ഇത് ജനറൽ ട്രെൻഡ് നമ്മൾ അപ്ലൈ ചെയ്തതാണ്. ടുവാർഡ്സ് റൈറ്റ് ഇറ്റ്സ് ഇൻക്രീസിങ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഡിക്രീസിങ്. സോ ബിസ്മത്ത് ഇസ് ദി ആൻസർ. ഓപ്ഷൻ ഇ ആണ് ആൻസർ വരിക. മനസ്സിലായോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 77. ക്വസ്റ്റ്യൻ നമ്പർ 77. Predict in which of the following entropy decreases. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡിക്രീസ്, അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന കേസ്, ഡിക്രീസ് ചെയ്യുന്ന കേസ്, കൂടാതെ ട്രൂ ഓർ ഫോൾസ്, നോട്ട് ട്രൂ, ഇൻകറക്റ്റ്, ഇതൊക്കെ വായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഹിയർ എൻട്രോപ്പി ഡിക്രീസിങ് ഓപ്ഷൻസ് ആണ് ചോദിച്ചത്. എൻട്രോപ്പി ഡിക്രീസ് ആണ്. എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻ ടു സോളിഡ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക്. എല്ലാവർക്കും അറിയാലോ, സിമ്പിൾ ലോജിക്ക് മതി. ലിക്വിഡ് സോളിഡ് ആവുക, ഫ്രീസിങ് ആണ്, ബിക്കം വെരി മച്ച് ഓർഡേർഡ് ആവാണ്. സോ ഇൻ ദിസ് കേസ് എൻട്രോപ്പി ഇസ് ഡിക്രീസിങ്. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ബാക്കി എന്തൊക്കെ നോക്കാം നമുക്ക്. ടെമ്പറേച്ചർ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് റേസ്ഡ് ഫ്രം 0 Kelvin to 115 Kelvin ആണ്. ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ വാട്ട് ഹാപ്പൻഡ്? ദി ഡിസോർഡർ ഇൻക്രീസസ്. അല്ലെ, എൻട്രോപ്പി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് ഈ കേസിൽ ഇൻക്രീസ് ആണ് ഉണ്ടാവുക. പിന്നെ സോഡിയം ബൈകാർബണേറ്റ് സോളിഡ്, സോഡിയം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H2 ഗ്യാസസ്. അല്ലേ, ഇവിടെ CO2 ഗ്യാസ്, H2 ഗ്യാസ്, ഗേഷ്യസ് പ്രൊഡക്ട്സ് ആർ ഫോംഡ് ദെയർ. സോ ഹിയർ അഗൈൻ എൻട്രോപ്പി ഇൻക്രീസിങ് ആണ്. Then H2 gas giving 2H gas. That means 2 hydrogen atoms, atomic H, number of particles increasing. So entropy increasing. Now 2SO3 gas. Here number of moles of gas 2. Here 2 plus 1 it is 3. Again number increasing, disorder increasing. So entropy increasing. So option 1 is the answer. A liquid simply crystallizes into solid means its disorder decreasing, order increasing, entropy decrease. Option A is the answer. ഓക്കെ, നമ്മൾ പൊതുവെ കാണുന്നത് ക്വസ്റ്റ്യൻസ് അത്ര ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നിങ്ങൾക്ക് കൂടുതൽ സമയം ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 78. In which of the following sp2 hybridization is involved in the central atom? കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ അറിയാലോ. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ഐഡിയയിൽപ്പെട്ട ഒരെണ്ണമാണ് ഹൈബ്രിഡൈസേഷൻ. അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ sp2 ഹൈബ്രിഡൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് അമോണിയ. ബൈഹാർട്ട് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അമോണിയ ഇറ്റ് ഇസ് sp3 ഹൈബ്രിഡൈസേഷനാണ്. നമുക്കറിയാത്ത മോളിക്യൂളൊന്നുമില്ല, ഡയറക്റ്റ് അറിയുന്നതാണ്. BCl3 ഇവിടെ ഏത് വരും? ഇറ്റ് ഇസ് sp2 ഹൈബ്രിഡൈസേഷൻ. കൂടുതൽ കോംപ്ലക്സിറ്റി ഒന്നും അവിടെ വന്നിട്ടില്ല. ദെൻ ClF3 അറിയില്ല. ClF3 ക്ലോറിൻ്റെ കേസിൽ കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ക്ലോറിൻ്റെ വാലൻസിൽ 7 ഇലക്ട്രോൺസ്, ദെൻ 3 മോണോവാലൻ്റ് ആറ്റംസ്. സോ 7 + 3 10/2 ഇറ്റ് ഈസ് 5. സോ ദ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3d. ദ ഷേപ്പ് ഇസ് ഇറ്റ് ഇസ് T ഷേപ്പ് ആണ്. ClF3യുടെ ഷേപ്പ് വരിക sp3d ഹൈബ്രിഡൈസേഷൻ. ആൻഡ് PCl3 ആണെങ്കിൽ PCl3യുടെ കേസിൽ നമുക്കറിയാം ഇറ്റ് ഈസ് sp3 അല്ലേ, sp3 ഹൈബ്രിഡൈസേഷൻ വരും. ടെട്രാഹൈഡ്രൽ ഇൻ ജോമെട്രി വരും sp3. ഹിയർ PH3യുടെ കേസിൽ ഹൈബ്രിഡൈസേഷൻ ആബ്സെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, ചില കേസിൽ sp3 എന്ന് പറയാറുണ്ട്. ഹൈബ്രിഡൈസേഷൻ ഈസ് ആബ്സെൻ്റ് എന്ന് പറയാറുണ്ട് ആ കേസിൽ. ഓക്കെ, എനിവേ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 79. ക്വസ്റ്റ്യൻ നമ്പർ 79. In which one of the following molecule the central atom has expanded octet? Again from chemical bonding ആണ്. ഒക്ടറ്റ് റൂൾ ബേസ്ഡ്. എക്സ്പാൻഡ് ഒക്ടറ്റ് ഇതിൽ ഏത് മോളിക്യൂളിലാണ്? അപ്പോൾ മോളിക്യൂളിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്, ഫോർമുലാസ് തന്നിട്ടില്ല. സോ സിംപ്ലി ജസ്റ്റ് ട്രൈ ടു റൈറ്റ് ദ ഫോർമുല ആൻഡ് ഫോർമുല ആൻഡ് സ്ട്രക്ചർ വരച്ചാൽ സിംപ്ലി കിട്ടാവുന്നതേ ഉള്ളൂ. സൾഫർ ഡൈക്ലോറൈഡ്, ബോറോൺ ട്രൈക്ലോറൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഓസോൺ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇതിനെല്ലാം സ്ട്രക്ചേഴ്സ് വരച്ച് നോക്കാം. സോ എക്സ്പാൻഡ് ഒക്ടറ്റ് കാണിക്കുന്നതിൽ ആരാണെന്നുള്ളതാണ്. ഇതിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്ട്രക്ചർ പരിചയപ്പെടുത്താം ആദ്യമേ. H2SO4. കാരണം നമ്മൾ കൂടുതൽ വരച്ചിട്ടുള്ളത് ഈ കേസിൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഇതിൽ സൾഫർ, സെൻട്രൽ ആറ്റം, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ദെൻ O, ദെൻ O, ദെൻ H, ദെൻ ഹൈഡ്രോജൻ. ഓക്കെ, H2SO4.
നമ്മളെ കെമിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണിത്. ഹിയർ സൾഫറിൻ്റെ അറൗണ്ട് വെച്ച് നോക്കൂ 1 2 3 4 5 6 pairs of electrons. So 6 into 2, it is 12 electrons are around sulfur in H2SO4. So it's expanded octet ആണ്. എന്താ പറയുക? expanded octet. Okay, so the answer is sulfuric acid. ബാക്കിയുള്ളവരുടെ സ്ട്രക്ചർ NCERT അവൈലബിൾ ആണ്. You can search now. Okay, ഇനി question number 8. A cycle tube will burst if the volume of air inside exceeds 1 liter at the room temperature. If at 1 bar pressure the air occupies 500 ml, then up to what pressure can the tube be expanded at the same temperature? ഇതേത് ചാപ്റ്റർ എത്തി? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പ്ലസ് 1 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. എ സൈക്കിൾ ട്യൂബ് വിൽ ബേസ്റ്റ് ഇഫ് ദ വോള്യൂം ഓഫ് എയർ ഇൻസൈഡ് exceeds 1 liter. So the maximum capacity 1 liter ആണ് at the room temperature. If at 1 bar pressure the air occupies, അപ്പോൾ room temperature 1 bar pressure എയറിന് 500 ml ആണ് വോളിയം ഉള്ളത്. Then up to what pressure can the tube be expand at the same temperature? Here temperature remains constant, so pressure is varying. So volume maximum limit given 1 liter. So maximum volume expandability maximum volume 1 liter. So അതിന് കറസ്പോണ്ടിങ് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യൽ വോള്യൂം ഓഫ് എയർ എത്രയാ? ഇറ്റ് ഈസ് V1 500 ml ആണ്. ദാറ്റ് മീൻസ് 0.5 ലിറ്റർ. ഓക്കെ, ആൻഡ് പ്രഷർ 1 ബാർ ആണ്. പ്രഷർ P1 is equal to this 1 bar. Now you can use Boyle's law. Very simple case, Boyle law. So P1 V1 equal to P2 V2. From this, what is P2? It is P1 V1 by V2. What is the value of P1? It is 1. What's the value of V1? 0.5 divided by, what is the value of V2? It is 1. So it is 1 into 1 into 0.5 by 1 is equal to 0.5 bar. Okay, option C is the answer. Okay, direct numerical question ആണ്. Now 81, the ratio of actual molar volume of a gas to the ideal molar volume is dash of the gas. It is called by definition പഠിച്ചു വെച്ചിട്ടുണ്ട്. It is compressibility factor. എന്താ പറയുക? compressibility factor. നമുക്കറിയാം Z is equal to PV by RT ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഈ റേഷ്യോക്ക് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അതിൽ PV is equal to RT for 1 mole ideal gas ആണ്. ആൻഡ് PV is not equal to RT for real gas ആണ്. സോ RT is the pressure in the volume product of ideal gas ആണ്. സോ ഇവിടെ PV for real സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ PV real ഡിവൈഡ് ബൈ RT എന്താണ്? ഇറ്റ് ഈസ് PV ideal ആണ്. സോ PV റിയൽ ആൻഡ് PV ഐഡിയൽ ആണ്. ഓക്കെ, സോ പ്രഷർ ക്യാൻസൽ ചെയ്യാം. V റിയൽ ബൈ V ഐഡിയൽ അറ്റ് ഗിവൺ പ്രഷർ എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് Z വാല്യൂ ആണ്. ദാറ്റ്സ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഓക്കെ, സോ ഇവിടെ ഫോർ റിയൽ ഗ്യാസ് ആണെങ്കിൽ PV റിയൽ ഡിവൈഡ് ബൈ RT എന്താ? RT ഈസ് ഈക്വൽ ടു PV ഫോർ ഐഡിയൽ കേസ് ആണ്. ഐഡിയൽ ഫോർ ഐഡിയൽ ഗ്യാസ് RT ഈസ് ഈക്വൽ ടു PV ആണ്. സോ PV ഐഡിയൽ. Okay, and for real gas PV real. So PV real by PV ideal. Okay, so this ratio is called compressibility factor. Option E is the answer. Clear alle? In question number 82, enthalpy change is always negative for which one of the following process? Enthalpy change is negative. Delta H is negative എന്ന് പറഞ്ഞാൽ meaning എന്താ? The process is exothermic. Delta H is negative means എന്താണ്? Process is exothermic means energy released during the process. Energy released during the process. Here first one, enthalpy of ionization ആണ്. By definition, you know what is ionization enthalpy? It's the amount of energy required. Energy requirement ആണ്. So here enthalpy is positive ആണ്. So it's not the answer. Now option B, enthalpy of sublimation. Sublimation enthalpy. What is subliming? By absorbing heat, solid changes to gas. So where sublimation means energy absorbing ആണ്, where enthalpy is positive. ഇനി option C, enthalpy of vaporization. A liquid is changing into vapor state ആണ്. That means again energy requirement program endothermic ആണ്. Here again enthalpy positive. Now enthalpy of fusion, again fusing means heating, melting. Okay, so the second requires some amount of heat, so it's again positive. Now option E, enthalpy of combustion.
combustion. What is combustion? Burning with burning or a reaction with oxygen ആണ്. So almost എല്ലാ combustions, combustion reactions, combustion of metal, combustion of carbon, combustion of fuel, combustion of hydrocarbons, everything എന്താണ്? Heat releasing ആണ്, exothermic ആണ്. In all this case, ഓപ്ഷൻ എ ബി സി ഡിയിൽ എന്ത് വരുന്നത്? പോസിറ്റീവ് ആണ് വരുന്നത്. ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ ഹിയർ. എനർജി ഇസ് റിലീസ്ഡ് ഡ്യൂറിങ് ദി കമ്പഷൻ. കമ്പഷൻ മീൻസ് പല ഫ്യൂൽ സെൽസിൻ്റെ ബേസ് അല്ലെങ്കിൽ ഫ്യൂൽ സെല്ല് അതുപോലെ തന്നെ ഫ്യൂൽ പ്രൊഡക്ഷൻ്റെ എനർജി പ്രൊഡക്ഷൻ്റെ ബേസിലൊക്കെ ഫ്യൂൽ കമ്പഷൻ എല്ലാം എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്, എനർജി റിലീസിങ് ആണ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 83. The enthalpy change for the evaporation of a liquid at its boiling point is 127 degree is plus 40.32 kilojoule per mole. What is the value of its internal energy change for the above process at 127 degrees Celsius? Given R value 8.3 joule per Kelvin per mole. So enthalpy change for the evaporation of a liquid at its boiling point given. അപ്പോൾ ഡെൽറ്റ എച്ച് ഗിവൺ ആണ്. ഇറ്റ്സ് വാല്യൂ എത്രയാണ്? പ്ലസ് 40.32 കിലോ ജൂൾ പെർ മോൾ ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് അല്ലേ? പെർ 1 മോൾ ആണ്. ഓക്കെ, സോ എന്തൽപി ചേഞ്ച് ഫോർ ദ ഇവാപറേഷൻ ഓഫ് എ ലിക്വിഡ്. സോ ഫോർ പെർ 1 മോൾ ഓഫ് ദ ലിക്വിഡ് ദ എന്തൽപി ചേഞ്ച് ഈസ് 40.32 കിലോ ജൂൾ. ഓക്കെ, now what is the value of its internal energy change? What's the value of internal energy? അപ്പോൾ ഡെൽറ്റ എച്ച് തന്നിട്ട് ഡെൽറ്റ യു കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെൽറ്റ യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ശരിയല്ലേ? സോ ഇറ്റ്സ് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. അവിടെ നമുക്കറിയാം ഡെൽറ്റ എച്ച് സി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഫ്രം ദിസ് വാട്ട് ഇസ് ഡെൽറ്റ യു is equal to ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് delta U is equal to, what's the value of delta H? It is plus 40.32 kilojoule ആണ്. So 40.32 into 10 raised to 3. Okay, that's kilojoule ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. മൈനസ് ഡെൽറ്റ എൻ ഫോർ 1 മോൾ ആണ്, പെർ മോൾ ആണ്. സോ ഇറ്റ് ഈസ് 1 ഇൻറ്റു ആർ എത്രയാണ്? ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.3 എടുക്കാൻ പറഞ്ഞിരിക്കുന്നു അല്ലേ? ദാറ്റ് ഇൻറ്റു T, temperature 127 degree അല്ലേ? 127 degree means 127 to 273, it is 400 Kelvin അല്ലേ? It is equal to 400. On calculating this, you will get final answer as 37 kilojoule per mole plus 37,000 approx അല്ലേ? So that is 37 kilojoule per mole എന്ന് കിട്ടും. 37 kilojoule per mole. Option C is the answer. Option C. ഇനി question number 84. In which one of the following equilibrium delta Ng, the change in number of moles of the gas, delta Ng here means എന്താണ്? Change in number of moles of the gas. Value is 0. Delta Ng 0 വരുന്ന കേസ്. സോ ഈ ഡെൽറ്റ എൻ ജി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ആൻസർ എത്തിക്കാൻ വളരെ ഈസിയാണ്. സോ ഇവിടെ 2 മോൾ ഗ്യാസ് ഓൺ റിയാക്ടൻ സൈഡ് ആൻഡ് 2 പ്ലസ് 1 3 മോൾ, 3 minus 2. So in this case 3 minus 2 is equal to 1, not equal to 0 അല്ലേ? And for option B, it is a solid, it is 4 mole gas giving 1 mole gas. So it is 1 minus 4 is equal to minus 3. ഇനി option C, CO2 gas, it is a gas, and 2CO gas. Solid is not taken into consideration. Why? Here delta Ng, change in number of moles of the gas. Okay, so 2 mole of gas product അല്ലേ? reactant 1 mole. So it is equal to 1 again. It's not equal to 0. Now H2 and Br2, 1 plus 1, 2 mole gas on the reactant side and 2 mole gas on the product side. Now the difference is 2 minus 2 is equal to 0. Option D. Okay, so here delta N is equal to 0. Option D is the answer. നമ്മൾ പലപ്പോഴും ഈ ഇക്വിലിബ്രിയം പഠിച്ച സമയത്ത് ഈ പ്രഷറിൻ്റെ ഇഫക്റ്റ് ഇല്ലാത്ത കേസ് പറയാറുണ്ട്. പ്രഷർ ഹാസ് നത്തിങ് ടു ഡു ഓൺ ദിസ് ഇക്വിലിബ്രിയം എന്ന് പറയാറുണ്ട്. ഏത് കേസാണ്? ഡെൽറ്റ എൻ 0. സോ ആ ഒരു കേസ് നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ആയതുകൊണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല. ഓക്കെ, നൗ 85. The following concentrations were obtained for the formation of ammonia from N2 gas and H2 gas at equilibrium and at 500 Kelvin. Equilibrium concentration of nitrogen is given. It is 10 raised to minus 2 molar. That of hydrogen 2 into 10 raised to minus 2 and ammonia 2 into 10 raised to minus 2. Then the equilibrium constant Kc for this reaction is, for the given reaction,
So HEPO process is given N2 plus 3H2 giving 2NH3. So just try to write the expression for Kc. For this given reaction, what is Kc? Kc is equal to concentration of ammonia product square divided by concentration of N2 into concentration of H2 cube. Now, given data എന്താണ് the concentrations obtained for the formation of ammonia, nitrogen, hydrogen at equilibrium. Equilibrium concentrations are given. നോട്ട് ഇനീഷ്യൽ എമൗണ്ട് അല്ല തന്നിട്ടുള്ളത്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നിട്ടുള്ളത്. സോ ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാറാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടതുള്ള കാര്യത്തിൽ. ഓക്കെ, സോ ഇവിടെ അമോണിയയുടെ കേസിൽ 2 ഇൻറ്റു 10⁻⁻² ആണ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഡിവൈഡഡ് ബൈ എന്ത് വരും? വാട്ട്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ? ഇറ്റ് ഈസ് 10⁻², 10⁻² ഇൻറ്റു hydrogen 2 into 10⁻², 2 into 10⁻². ഓക്കെ, ഇറ്റ്സ് ക്യൂബ് അല്ലേ വരിക? ഹൈഡ്രജൻ്റെ ക്യൂബ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? ഇതൊന്ന് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കാം എത്ര വരാം? പോയി ക്യാൻസൽ ചെയ്യാം. നമുക്ക് 2 into 10⁻², സ്ക്വയർ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. സോ റിമൈനിങ് 2 into 10⁻². സോ 2 into 10⁻². So it is become 1/2 into 10⁻². Okay, that's 1/2 means 0.5. 0.5 into 10⁻⁴ എന്ന് വരും, or 5 into 10⁻³ എന്ന് വരും ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ, ഇവിടെ ഓക്കെ. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഇൻപുട്ട് ചെയ്യാം, വേറെ കോംപ്ലക്സിറ്റി തന്നിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നൗ question number 86. The SI unit of molar conductivity is SI unit of molar conductivity. ഇത് ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി ആണ്. അതിൻ്റെ ഒരു മിഡിൽ വരുന്ന കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ്. വാട്ട്സ് SI യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി? ജസ്റ്റ് മെമ്മറി അത്രയേ ഉള്ളൂ. സീമെൻ മീറ്റർ സ്ക്വയർ മോൾ പെർ ലിറ്റർ, മോൾ റേസ് ടു -1. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ അല്ലേ? Siemens meter square mole raised to -1. Option D is the answer. Just a unit of molar conductivity. SI unit. So be careful. Okay. Question number 87. Which of the following is an example of disproportionation reaction? Disproportionation reaction. Okay. നമ്മൾ +1 റിഡോക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ നമ്പർ 8 റിഡോക്സ് റിയാക്ഷൻസിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. അപ്പോൾ ഇതിൽ എല്ലാവരുടെ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഹിയർ N2 plus O2 giving 2NO. N2 plus O2 giving 2NO. So here nitrogen 0 state, oxygen 0 state. So nitrogen here it is +2 and oxygen -2 here. Different species undergoing oxidation and reduction. So it is not disprop. It is redox reaction, but it is not disprop. What is disprop? Same element undergoing oxidation and reduction for a given element അല്ലേ? ഒരു കോമ്പൗണ്ടിലെ സെയിം എലിമെൻറ്റിന് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുക. സോ ഓപ്ഷൻ എയിൽ ഡിഫറെൻറ്റ് എലിമെൻറ്റ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓപ്ഷൻ ബി ആണെങ്കിലോ ഹൈഡ്രജൻ 0 state, oxygen 0 state, then hydrogen +1 and oxygen -2. Here again different element undergoing redox change. Lead nitrate giving lead oxide for NO2 and O2. In lead nitrate, lead is in +2 state. Nitrogen +5 state, oxygen -2 state, and in lead oxide, lead +2 state, no redox change, oxygen -2, no redox change. Then nitrogen +4, yes, nitrogen undergoes reduction, but oxygen 0, oxygen undergoes oxidation. So here again different element undergoing redox change. So option A അല്ല, B അല്ല, C അല്ല. Now option D, sodium hydride and water. Sodium hydride, hydrogen is in -1 state, and in water hydrogen is in +1 state, oxygen -2. In product side, hydrogen is in 0 state, oxygen is in -2, hydrogen is again എന്താ പറയാം +1 state. So here hydrogen H- അണ്ടർഗോയിങ് പറയാൻ കഴിയില്ല. ഇവിടെ എന്തുണ്ട്? വാട്ടറിൽ നിന്നുള്ള OH ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഓക്സിഡേഷൻ ഡിഫറെൻറ്റ് എലമെൻസിനാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നിട്ടുള്ളത്. ഓപ്ഷൻ ഇയിലാണെങ്കിലോ ഇവിടെ NO2, 2NO2. ഈ കേസിൽ നൈട്രജൻ +4 സ്റ്റേറ്റില്ല,
In NO2, nitrogen is in plus 4 state. In NO2 minus, nitrogen is in plus 3 state. In NO2 minus, it is plus 3 state. And in NO3 minus, nitrogen is in plus 5 state. Okay, so here nitrogen undergoes both reduction as well as oxidation. NO2 undergoes both reduction as well as oxidation. Nitrogen plus 4 into plus 5 plus 4 into plus 3. Decrease is there, increase is there. Okay, so this is what is disproportionation process. Option E is the answer. Option E is the answer. Okay, in 88, a scientist wants to perform an experiment in aqueous solution in a hill station where the boiling point of water is 98.98 degrees Celsius. ഓക്കെ, ഹിൽ സ്റ്റേഷൻ നമുക്കറിയാം ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്തോറും എന്ത് സംഭവിക്കുക, ബോയിലിംഗ് പോയിന്റ് കുറയുക ചെയ്യുക ഡ്യൂ ടു ഡിക്രീസ് ഇൻ ദി എക്സ്റ്റേണൽ പ്രഷർ. ബോയിലിംഗ് പോയിന്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് external pressure ആണ്. As the external pressure increases, boiling point increases, and as the external pressure decreases, boiling point decreases. ശരിയല്ലേ? ഓക്കെ, സോ ഇവിടെ 98.98 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് അറ്റ് ആ ഹിൽ സ്റ്റേഷൻ. ഇസ് ഡിഫറെൻറ്റ് ആൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഹൗ മച്ച് യൂറിയ ഓഫ് molecular mass 60 gram is to be added by him to 2 kilogram of water to get the boiling point 100 degree Celsius at the same place. So without changing the altitude. So he wanted to increase, want to elevate the boiling point. അപ്പോൾ ചാപ്റ്റർ ഇവിടെ കിട്ടിയില്ലേ, ഇതാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യണം. 98.98 നിന്ന് ബോയിലിംഗ് പോയിന്റ് എങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണം, 100ലേക്ക് ഇൻക്രീസ് ചെയ്യണം. സോ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ചാപ്റ്റർ നമ്പർ 2 സൊല്യൂഷൻസിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ഇറ്റ് ഈസ് ഡെൽറ്റ ടി ബി, എലിവേഷൻ കണ്ടുപിടിക്കുക. സോ 100ലേക്കാണ് എലിവേറ്റ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് 98.98 ആണ്. So the elevation is 1.02. So what's the value of delta TB? It is 1.02. And given the molar mass of solute, it is molar mass of solute Mb 60 gram. How much urea? So you simply find what is the weight of solute recorded. WB ആണ് കണ്ടുപിടിക്കേണ്ടത്. Then Mb is given to added by him to 2 kilogram water. Weight of solvent is given. Okay, and you know the relation delta TB is equal to Kb into molality, or you know it is WB by MB into 1000 by WA. അപ്പോൾ ഇതിൽ പൊതുവൊരു എറർ സംഭവിക്കാറില്ല. എന്തെന്ന് അറിയാം, ഇവിടെ WBയും MBയും അതുപോലെ തന്നെ WAയും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാമിലാണ്. ഈ റിലേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ റിലേഷനിൽ WA ആണെങ്കിലും WB ആണെങ്കിലും എന്താണ്, ഇൻ ഗ്രാമിലാണ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് തന്നിട്ടുള്ള എന്താണ്, ഇറ്റ് ഈസ് ഇൻ 2 കിലോഗ്രാമിലാണ്, കിലോഗ്രാമില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ആൻസർ തെറ്റാതെ ആൻസറിലേക്ക് എത്തിക്കാൻ കഴിയും. സോ ഇറ്റ് ഇസ് 1.02 ഡെൽറ്റ ടി ബി ആൻഡ് KB എന്താണ്. അതർവൈസ് യു ക്യാൻ യൂസ് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു KB ഇൻ ടു മൊളാലിറ്റി എന്ന് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇവിടെ മൊളാലിറ്റി സെപ്പറേറ്റ് കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. നമ്മുടെ ചോയ്സ് ആയിരുന്നല്ലോ അത്. ഓക്കെ, സോ 1.02 ഇസ് ഈക്വൽ ടു KBയുടെ വാല്യൂ ഗിവൺ ആണ് 0.51 ഇൻറ്റു WB. എത്ര വാല്യൂ ഓഫ് WB അത് കണ്ടുപിടിക്കണം. ഹൗ മച്ച് എമൗണ്ട്. സോ ഇറ്റ് ഈസ് WB ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് 60. ഓക്കെ, ഇൻറ്റു 1000. നൗ വാട്ട്സ് WA? ഇറ്റ് ഈസ് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം ആണ്, ഗിവൺ ഇൻ കിലോഗ്രാമിലാണ്. സോ ഇറ്റ് ഈസ് സിംപ്ലി ടു റൈറ്റ് 2000 gram. Note to 2, it is 2000. So 0 cancel ചെയ്യാം. From this on rearranging, on calculating this, you will get WB is equal to, it is 240 gram. 240 gram. So rearrange ചെയ്യാം, calculate ചെയ്യാം. WB is equal to 1.02 into 60 into 2 by 0.51 is equal to 240 gram. Okay, option D is the answer. Option D. ഇനി question number 89. The vapor pressure of pure benzene, the vapor pressure of pure benzene at a certain temperature is 0.850. Vapor pressure of pure benzene at a certain temperature is 0.850. That is P0. പ്യുവർ ബെൻസീൻ അല്ലേ, അപ്പോൾ സോൾവെൻ്റ് ഉണ്ട്, അത് നമ്മൾ P0A എന്ന് നമ്മൾ സിംപ്ലി മാർക്ക് ചെയ്യും. A non-volatile, non-electrolytic solid weighing 1 gram. So here weight of solute added എത്രയാ? It is WB
solute അല്ലേ WB, it is 1 gram. When added to 39 gram of benzene, it is solvent ആണ്. Benzene is the solvent. Its weight WA. So WA given ആണ്, WB given ആണ്, P0A given ആണ്. Of benzene of molar mass, yes, molar mass also given. It is MA, molar mass of the solvent. Vapor pressure of the solution is reduced to, is lowered to, lowering of vapor pressure lowered to 0.845. So P0 initially 0.850 ഉണ്ട്, just lowered to 0.845. It is PA. Okay, so PA, P0A, WA, WB, MA. This three തന്നിട്ടുണ്ട്. ഇനി what is the molar mass of the solid substance? Molar mass of the solid solute-ന്റെ molar mass കണ്ടുപിടിക്കണം. ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ ഇതാ റിലേറ്റീവ് ലോവറിംഗിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഏതാണ് റിലേറ്റീവ് ലോവറിംഗിൻ്റെ എക്സ്പ്രഷൻ? ഡെൽറ്റ പി ബൈ P0, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A. That's relative lowering of vapor pressure. Is equal to chi B, or it's approximately equal to NB by NA. നമ്മൾ approximate ചെയ്ത് പഠിച്ചിട്ടുണ്ട്. For dilute solutions, it's equal to NB by NA. So values എല്ലാം given ആണ്. What is NB? It is number of moles of solute, which is equal to WB by MB. അല്ലേ? Divided by what is NA? It is WA divided by MA. So values എല്ലാം given അല്ലേ? So P0A അറിയാം, PA അറിയാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What's the value of P0A? It is 0.850 minus 0.845 divided by 0.850 is equal to, what's the value of WB? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് MB ആണ്. ബാക്കിയെല്ലാം given ആണ്. WB എത്രയാ? It is 1 divided by molar mass of solute into, what is molar mass of solvent? It is 78 divided by weight of solvent എത്ര വരെ? weight of solvent WA is 39 ആണ്. Okay, just substitute ചെയ്യുക. So we'll get the molar mass as 340 gram. Option A is the answer. Substitute on substituting, you will get the value 340 gram per mole. Okay. Now question number 90. For the reaction 2P plus Q giving P2Q, the rate of formation of P2Q is 0.24 mole per dm cube per second. Then the rates of disappearance of P and Q respectively are. So ഇവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട്, റിലേഷൻ തന്നിട്ടുണ്ട്. അവിടെ റേറ്റിനെ റിലേറ്റ് ചെയ്യണം. 2 മോൾ P പ്ലസ് 1 മോൾ Q ഗിവിങ് P2Q. ഓക്കെ, അവിടെ നമ്മൾ ഇങ്ങനെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും അപ്പിയറൻസും റിലേറ്റ് ചെയ്യുക. 2 മോൾ P ഡിസപ്പിയർ ചെയ്യുമ്പോൾ കൂടെ 1 മോൾ Q ഡിസപ്പിയർ ചെയ്യും. അതേസമയം ഒരു മോളിൽ 1 മോൾ P2Q അപ്പിയർ ചെയ്യും. ഇവിടെ നമ്മൾ റേറ്റിനെ റിലേറ്റ് ചെയ്യുന്നൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. So it is minus 1 by 2. What is it? Is minus, it is reactant which is disappearing. Minus 1 by 2 d by dt of P is equal to minus d by dt of Q is equal to plus d by dt of P2Q. Okay. ഇപ്പോൾ ഇവിടെ for the formation of rate of formation of P2Q given എത്രയാണ്? P2Qയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.24 ആണ്. 0.24 മോൾ പെർ dm ക്യൂബ് പെർ സെക്കൻഡ് ആണ്. d by dt rate of formation of P2Q. ചോദ്യം എന്താണ്? The rate of disappearance of P and Q respectively. Rate of disappearance of P and Q respectively. Here നോക്കൂ, P2Qയുടെ അപ്പിയറൻസും Qയുടെ ഡിസപ്പിയറൻസും സെയിം റേറ്റാണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് അപ്പോൾ d by dt of Q എന്താ പറയുക? ഫ്രം ദിസ് d by dt of Q is equal to minus of d by dt of P2Q അല്ലേ? d by dt of P2Q is equal to എന്ന് വരും minus 0.24 എന്ന് വരും. minus 0.24 വരുന്ന ഓപ്ഷൻസ് Qയുടെ വാല്യൂ അല്ലേ ഒന്ന്. അപ്പോൾ ഓപ്ഷൻ സി ആവാം, ഡി ആവാം. അപ്പോൾ ഇ അല്ല, അതുപോലെ ബി അല്ല, എ അല്ല. ഇനി നോക്കൂ, ഇവിടെ പിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമ്മൾ പിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം?
dp by dt, d by dt of p is equal to minus half അല്ലെ മൈനസ് അപ്പുറം പോവും 2 അപ്പുറം പോവും 2 into d by dt of എന്ത് വരും 2 into d by dt of 0.24 എന്ന് വരും അല്ലേ മീൻസ് പി ടു ക്യൂ മൈനസ് ഉണ്ടാവുക മൈനസ് 2 ഇൻറ്റു പി ഡി ബൈ ഡി ടി ഓഫ് പി ടു ക്യൂ ഇസ് ഈക്വൾ ടു മൈനസ് 2 ഇൻറ്റു 0.24 ഇസ് ഈക്വൾ ടു 0.48 മൈനസ് 0.48 ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. മനസ്സിലായോ? ഓക്കെ, സിംപ്ലി ആ റിയാക്ഷൻ്റെ സ്റ്റോഷിയോമെട്രിക് റിലേഷൻ വെച്ചിട്ട് റേറ്റിനെ റിലേറ്റ് ചെയ്യുക. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും റിലേറ്റ് ചെയ്യുക. ഇവിടെ റേറ്റ് മൈനസിലാണ് കിടക്കുന്നത്. ദാറ്റ് സിംപ്ലി മീൻസ് ദ എമൗണ്ട് ഇസ് ഡിക്രീസിങ്. വേറെ ഒരു മീനിങ് അതിന് വന്നിട്ടില്ല കേട്ടോ. ശരി, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 91. Choose the correct set of reactions which follow first order kinetics. First order kinetics ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. സോ ഈ എക്സാമ്പിൾസ് എൻ സി ആർ ടി ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന +2 ചാപ്റ്റർ ആണ് അതിലേക്ക് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തെന്ന് വെച്ചാൽ എൻ സി ആർ ടി ബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, നല്ലപോലെ എഴുതാൻ പറ്റി എന്നൊരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലേ? ഓക്കെ, സോ ഹിയർ തെർമൽ ഡികമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ് സർഫേസ് ഇറ്റ് ഈസ് 0 ഓർഡർ അല്ലേ? ട്രാൻസിഷൻ മെറ്റൽ സർഫേസ് നടക്കുന്ന റിയാക്ഷൻസ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് N2O5 അറ്റ് കോൺസ്റ്റന്റ് വോളിയം, തെർമൽ ഡീകമ്പോസിഷൻ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥേൻ ഡയറക്ട്ലി ഗിവൺ ഇൻ NCERT ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഡീകമ്പോസിഷൻ അമോണിയൻ ഹോട്ട് പ്ലാറ്റിനം സർഫേസ് അഗെയിൻ 0 ഓർഡർ. ദെൻ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് SO2Cl2 തെർമൽ ഡീകമ്പോസിഷൻസ് ആർ ഫസ്റ്റ് ഓർഡർ. സോ ഇതിൽ ഏതൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ വിച്ച് ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്നാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് 2, അതുപോലെ തന്നെ 3 and 5. 2, 3 and 5 ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ബൈ ഹാർട്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഏതൊക്കെ 0 ഓർഡറിൻ്റെ എക്സാമ്പിൾസും ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സാമ്പിൾസും NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നമുക്ക് ജനറലി അറിയാവുന്നൊരു ടേമാണ് ഡീകമ്പോസിഷൻ ഫസ്റ്റ് ഓർഡർ ആണ്. ദെൻ ട്രാൻസിഷൻ മെറ്റൽ സർഫേസ് നടക്കുന്ന ഗേഷ്യസ് റിയാക്ഷൻസിൽ ലോ പ്രഷറിൽ എന്താണ് ഫസ്റ്റ് 0 ഓർഡർ വരുന്നത് അല്ലേ? ഹൈ പ്രഷറിൽ 0 ഓർഡർ വരും. ഓക്കെ, ഇവിടെ പ്രഷർ കണ്ടീഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി 92. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? കെമിസ് ഓപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. നോട്ട് ഈസ് ട്രൂ ആണ്. ഈസ് ട്രൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? കെമിസ് ഓപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. തെറ്റല്ലേ? കെമിസ് ഓപ്ഷൻ ഈസ് സ്പെസിഫിക്, ഹൈലി സ്പെസിഫിക്. വൈ? കെമിക്കൽ റിയാക്ഷൻ ടു ബി ടേക്സ് പ്ലേസ് ആണ്. സോ കെമിക്കൽ ബോണ്ട് ടു ബി ഫോംഡ് ഇറ്റ്സ് ഹൈലി സ്പെസിഫിക് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. ഫിസിക്സ് ഓപ്ഷൻ ഇസ് ഇറിവേഴ്സിബിൾ. ഫിസിക്സ് ഓപ്ഷൻ ഇസ് റിവേഴ്സിബിൾ ആൻഡ് കെമിസ് ഓപ്ഷൻ ഇസ് ഇറിവേഴ്സിബിൾ. കെമിസ് ഓപ്ഷൻ ഇറിവേഴ്സിബിൾ. വൈ? അവിടെ കെമിക്കലി ബോണ്ടഡ് ആണ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ മീൻസ് ഫിസിക്കലി ഡിഫിക്കൽട്ട് ആണ്. ബട്ട് ഫിസിക്സ് ഓപ്ഷൻ എന്താണ്? ജസ്റ്റ് വാണ്ടർ ഇൻട്രാക്ഷൻസേ വരുന്നുള്ളൂ. അത് ഫിസിസോബ്ഡ് ആണ്, റിവേഴ്സിബിൾ ആണ്. Readsorption, adsorption, desorption simultaneously can be conducted in the case of physisorption. Okay, option B തെറ്റാണ്. Both physisorption and chemisorption depends on the nature of the gas. It is true statement. Physisorption ആണെങ്കിലും chemisorption ആണെങ്കിലും എന്താണ്? Physisorption nature of gas ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ physisorption ആവുന്ന സമയത്ത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസിനാണ് physisorption നടക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ളത്. കെമിസോപ്ഷൻ ആവണമെങ്കിൽ ആ ഗ്യാസ് റിയാക്റ്റീവ് ആവണം. എനിവേ നേച്ചർ ഓഫ് ഗ്യാസിന് ഡിപ്പെൻഡ് ചെയ്യും. ഫോർ ഫിസിസോപ്ഷൻ ഈസിലി ലിക്വിഫയബിൾ ആർ ക്വിക്ലി അഡ്സോർബ്ഡ്. ആൻഡ് ഫോർ കെമിസോപ്ഷൻ ദോസ് ദാറ്റ് ആർ ഹൈലി റിയാക്റ്റീവ് or reactive are easily chemisorbed or undergoes chemisorption. So option C is correct statement. Now enthalpy of adsorption is high in physisorption. It is wrong statement. For physisorption it is too low. Why? There is no chemical bond formation and the interaction is too weak. But chemisorption, chemically bonded stable compound, stable bond formation releases huge amount of energy. So for chemisorption more energy released. Now option E, chemisorption increases with the surface area of adsorbent, while in physisorption it is not. For both chemisorption and physisorption, both are surface phenomena, depends on surface area. So again, incorrect statement. So option C is the answer, 92C. Now 93. When zinc metal is reacted with aqueous sodium hydroxide, the product formed are sodium hydroxide and zinc metal. ഈ റിയാക്ഷൻ എവിടെയുള്ളതെന്ന് അറിയും? നമ്മുടെ NCERT ഹൈഡ്രോജനിൽ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കലി
Amphoteric metals like zinc, aluminum, silicon dissolves in alkali and displaces H2 gas. Amphoteric metal. Okay, so zinc reacts with the alkali and form sodium zincate Na2ZnO2. Sodium zincate and H2 gas. So it is sodium zincate and hydrogen. Option D is the answer. Hydrogen gas in the preparation ആണ് from alkali by using amphoteric metal. Sodium zincate and hydrogen gas. Option D. Now 94. Syngas produced from sewage is gaseous mixture of syngas. What is syngas? Synthesis gas. അല്ലേ? Synthesis gas. It is carbon monoxide and hydrogen. CO and H2. Synthesis gas or syngas. Why this are calling as syngas? നമുക്കറിയാലോ അത് this gas mixture is used for the manufacture of many organic compounds. That's why this mixture is called synthesis gas. Carbon monoxide and H2. Now 95. Choose the correct choices containing true statement regarding PCl5. PCl5ൻ്റെ PCl5നെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിലേതൊക്കെ കറക്റ്റ് നോക്കാം നമുക്ക്. കറക്റ്റ് ചോയ്സസ് കണ്ടെയ്നിങ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. PCl5 is prepared by the reaction of white phosphorus with the excess of dry chlorine. ശരിയല്ലേ? PCl5 NCERT P ബ്ലോക്ക് എടുത്താൽ മതി. പ്ലസ് ടുവിലെ P ബ്ലോക്കിൽ നൈട്രജൻ ഫാമിലിയിൽ കോമ്പൗണ്ട്സിലുണ്ട് അല്ലേ? 15th ഗ്രൂപ്പിൻ്റെ കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജന് ശേഷം കോമ്പൗണ്ട്സ് ഓഫ് ഫോസ്ഫറസ് കാണാം. അതിൽ PCl5ൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? വൈറ്റ് ഫോസ്ഫറസ് വിത്ത് എക്സസ് ഡ്രൈ ക്ലോറിൻ വിൽ പ്രൊഡ്യൂസ്. സോ ഇറ്റ്സ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നൗ സെക്കൻഡ് വൺ. The complete hydrolysis of PCl5 is phosphoric acid. Complete hydrolysis. Partial അല്ല. Partial ആവുന്ന സമയത്ത് PCl5 അല്ലേ? Partial ആണെങ്കിൽ PCl5 will give POCl3 ഉണ്ടാവും, H2 ഗ്യാസ് ഉണ്ടാവും, HCl ഉണ്ടാവും അല്ലേ? Partial ആണെങ്കിൽ. But on complete hydrolysis, completely hydrolyzed, so it form H3PO4, phosphoric acid. H3PO4, phosphoric acid is formed. So second true statement ആണ്. Now PCl5 has സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ. സ്ക്വയർ പിരമിഡൽ PCl5ൻ്റെ കേസ് നമുക്കറിയാം. ഫോസ്ഫറസ് 5 പെൻഡാവാലന്റ് പ്ലസ് 5 പ്ലസ് 5/2 is equal to 5. സോ sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ is sp3 and so the geometry is ഇതാ വരിക. It is trigonal bipyramidal. Geometry is trigonal bipyramidal. Okay, so it is PCl5 അല്ലേ? This is the structure. അപ്പോൾ ഇവിടെ എന്താ എറർ വന്നിട്ടുള്ളത്? സ്ക്വയർ പിരമിഡൽ അല്ല, ഇറ്റ് ഈസ് ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ്. അതിൽ അപ്പോൾ ഓപ്ഷൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നൗ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ ദ 5 bonds in PCl5 molecules are equivalent. PCl5ൽ നമുക്കറിയാം ബോൺസ് പഠിച്ചിട്ടുണ്ട്. അത് കെമിക്കൽ ബോണ്ടിൽ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കെമിക്കൽ ബോണ്ടിൽ PCl5ൻ്റെ കേസിൽ 2 ടൈപ്പ് ബോണ്ടിങ് ആണ്, അല്ലെങ്കിൽ 2 ടൈപ്പ് ബോണ്ടാണ്, 2 ടൈപ്പ് പൊസിഷൻസ് ആണുള്ളത്. ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ. ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ. അപ്പോൾ ഈ 2 ക്ലോറിനാണ് ആക്സിയൽ വരുന്നത്. ഇത് ആക്സിയൽ പൊസിഷൻ, ഇതും ആക്സിയൽ പൊസിഷനാണ്. ആക്സിയൽ. ഓക്കെ, ആക്സിയൽ ക്ലോറിന് ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ള ഇത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇത് 3ഉം ഇക്വറ്റോറിയലാണ്. സോ 3 ഇക്വറ്റോറിയൽ, 2 ആക്സിയലാണ്. അപ്പോൾ ആക്സിയൽ ക്ലോറിന് 3 ഇക്വറ്റോറിയൽ പൊസിഷൻസ് എടുത്ത് 3 ക്ലോറിനിൽ നിന്ന് 90 ഡിഗ്രി റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് ആ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യപ്പെടും. ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യപ്പെടും. ഇവിടെ കിട്ടിയോ? ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ആവും. അതുകൊണ്ട് all the 5 bonds in PCl5 molecules are equivalent എന്നത് തെറ്റാണ്. It is not. So option 4ഉം wrong statement ആണ്. So 1 and 2 are correct statements. 1 preparation, 2 complete hydrolysis. ഇനി question number 96. Match the substances and their uses. Match the substances and their uses. So again P block ആണ്, direct NCERT ആണ്. Uses of different compounds. സോ ഇത് സംഭവം ക്വസ്റ്റ്യനിൽ കൂടുതൽ എന്താ പറയുക ഡിഫിക്കൽട്ടി അസൈൻ ചെയ്യാം അല്ലേ? അത്രയും കോമ്പൗണ്ടിൻ്റെ യൂസസ് നമുക്ക് ഒരുപോലെ മെമ്മറിയിൽ വെക്കാൻ പ്രയാസം ഉണ്ടാവും. എന്നിരുന്നാലും ഏറെക്കുറെ നമുക്ക് എന്താണ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള യൂസസ് തന്നെയാണ്. അതിൽ സിലിക്കോൺസ് ഉണ്ട്,
പിന്നെ സിയാലൈറ്റ്സ്, ക്വാർട്സ്, ബൊറാക്സ് ആൻഡ് ബോറോൺ ഫൈബർ. ദെൻ ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോകാർബൺ, ലൈറ്റ് കോമ്പോസിറ്റ് മെറ്റീരിയൽ, ഫ്ലെക്സ് ഫോർ സോൾഡറിംഗ് മെറ്റീരിയൽ, വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സ്, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. നമുക്കിതിൽ അറിയുന്നതൊക്കെ മാച്ച് ചെയ്ത് നമ്മൾ അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, ഫസ്റ്റ് സിലിക്കോൺസിൻ്റെ മെയിൻ യൂസ് ആണെന്ത്? വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സ്. വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സ് ആണ് സിലിക്കോൺസിൻ്റെ യൂസ് വരുന്നത്. ദെൻ സിയോലൈറ്റ്സ്, ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോകാർബൺ, അത് പി ബ്ലോക്കിൽ പറയുന്നുണ്ട്, +1 പി ബ്ലോക്കിൽ പറയുന്നുണ്ട്. ദെൻ ക്വാർട്സ്, ഇറ്റ് ഇസ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. ദെൻ ബൊറാക്സ് ആൻഡ് ബോറോൺ ഫൈബർ, ബൊറാക്സ് യൂസ്ഡ് ആസ് ഫ്ലക്സ് ഫോർ സോൾഡറിംഗ് മെറ്റൽസ്. പി ബ്ലോക്കിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബോറോൺ ഫാമിലിയുടെ എൻഡിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ബോറോൺ ആൻഡ് കോമ്പൗണ്ട്സിൻ്റെ യൂസസ് സ്പെഷ്യലി എടുത്ത് എഴുതിയിട്ടുണ്ട് അവിടെ. ബോറോൺ ഫൈബർ ആണെങ്കിലോ ഇറ്റ് ഈസ് ലൈറ്റ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഫോർ എയർക്രാഫ്റ്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഏതാ വരിക? ഇറ്റ് ഈസ് A4 പിന്നെ A4 ഓപ്ഷൻ എ വരും അല്ലേ? A4, B1, C5 and D3 and E2. Option E is the answer. Okay. Now question number 97. Choose the wrong statement in the following with regard to orthoboric acid. Orthoboric acid inde അതിനെക്കുറിച്ച് wrong statement ആണ്. wrong statement. It can be prepared by the hydrolysis of boron trihalide. Boron trihalidesinde hydrolysis BX3 with the water form BOH thrice. Yes, it is. True statement. Okay, but വേണ്ടത് എന്താ? wrong ആണ്. It is not protonic acid but act as Lewis acid. H3BO3 നമുക്കറിയാം, it is not protonic acid, it's Lewis acid. It's not an Arrhenius acid, it's not a Bronsted acid, it is Lewis acid. Why? Here central atom boron is electron deficient. Central atom boron is electron deficient, incomplete octet, so it cannot act as proton donor, but it can accept electron pair. In terms of Lewis, it is Lewis acid. So again correct statement ആണ്. It has a layered structure, true ആണ്. Then it is freely soluble in cold water. Insert text തുറന്ന് നോക്കുക. It is not freely soluble, it is only sparingly soluble compound. In water it is only sparingly soluble. So option D is wrong. Okay, what's the wrong statement? Option D. On heating to above 370 Kelvin, it forms metaboric acid, which on further heating will yield B2O3. True statement. Okay, so these are directly taken from NCERT. Text നല്ല രീതിയിൽ വായിച്ചവർക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. ഓക്കെ, സോ വെരി സിമ്പിൾ എററാണ്. ഒരു സിമ്പിൾ ഒരു ചേഞ്ച് മാത്രം അവിടെ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രീലി ആൻഡ് സ്പാരിംഗ്ലി ജസ്റ്റ് എ വേർഡാണ് അവിടെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. ശരി, ശ്രദ്ധിക്കുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 97. The magnetic moment of trivalent ion of a metal with atomic number 24 in aqueous solution is. Trivalent ion of metal with the atomic number 24. Atomic number 24 നമുക്കെല്ലാവർക്കും അറിയാം, it is chromium. Its configuration is 4s2 3d4, or you can again write it as 4s1 3d5. Now its trivalent ion Cr3 plus means 4s0 3d3. So D with 3 unpaired electrons, 1 2 3 4 5 1 2 3 unpaired electron. What is spin only magnetic moment? Magnetic moment here mu s is equal to root of n into n plus 2. Okay, so it is 3 into 3 plus 2 അല്ലേ? അതിൻ്റെ റൂട്ട് 3 plus 2 3 6 into 5 into 3 root of 15. root of 14 ആണെങ്കിൽ നമുക്കറിയാം, it is root of 15 അല്ലേ? 3 plus 2 5 into 3 15 root of 15. Its value is 3.87. root of 16 ആണെങ്കിൽ 4 ആണ്, ബട്ട് 4 വരുന്നത് root of 15 അല്ലേ വരുന്നത്? 3.87 ആണ് ആൻസർ വരും. ഓപ്ഷൻ എ is the answer. ഇനി question number 99. In the first row transition metal, the element that exhibit only +3 state, D ബ്ലോക്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു ടേമാണ് ഒരു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +2 വിത്ത് എൻ എക്സെപ്ഷൻ ഓഫ് സ്കാൻഡിയം. ഇറ്റ് ക്യാൻ ഓൺലി ഷോ +3 സ്റ്റേറ്റ്. അവർക്ക് ഏത് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ? +3 മാത്രമേ ഉള്ളൂ. ഹിയർ സിങ്കിനോ +2 മാത്രമേ ഉള്ളൂ, ബട്ട് അവർ ക്വസ്റ്റ്യൻ ഇസ് +3 സ്റ്റേറ്റാണ് ചോദിച്ചത്. So this is scandium is the answer. Nickel
+2, +3, +4 available. +3 and +4 also available. For titanium, +2, +3, +4. For iron, +2 and +3 common, up to +6 it is available. Okay, so the answer is option B, scandium. Okay, one and only state scandium. നമ്മുടെ ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്തും പറയാറുണ്ട് ട്രാൻസിഷൻ മെറ്റൽസ് എല്ലാം ഫോം ചെയ്യുന്ന ഒരു കോമൺ ഓക്സൈഡ് ആണ് MO എക്സെപ്റ്റ് സ്കാൻഡിയം. ഇറ്റ് ക്യാൻ ഫോം ഓൺലി SC2O3. Why? For scandium, the oxidation state possible is only +3. That's why it can form only SC2O3. It cannot form MO type oxide. Now question number 100. A metal that has the highest melting point in the first series of transition elements is. The metal has highest melting point in the first transition series. First transition, scandium to zinc വരെ വരുന്ന 3D സീരീസ്. മെൽറ്റിംഗ് പോയിൻ്റ് ട്രെൻഡ് നമുക്കറിയാം, ലെഫ്റ്റ് ടു റൈറ്റ്. അപ് ടു മിഡിൽ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്, ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ബട്ട് അങ്ങനെയെങ്കിൽ നമ്മൾ അതിന് റീസൺ കൊടുത്ത് എന്താണ്, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടും. അപ് ടു മിഡിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് DD ഓവർലാപ്പിംഗ് എക്സ്റ്റൻഡ് കൂടി വരും, മെൽറ്റിംഗ് പോയിന്റ് കൂടി വരും. ആഫ്റ്റർ ദാറ്റ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഡിക്രീസ് ചെയ്യും, DD ഓവർലാപ്പിംഗ് എക്സ്റ്റൻഡ് കുറയും, സോ മെൽറ്റിംഗ് പോയിന്റ് കുറയും. ഇതാണ് പറയാറുള്ളത്. ബട്ട് എക്സെപ്ഷണലി മാംഗനീസ് അതുപോലെ തന്നെ 4D സീരീസിലെ ടെക്നീഷ്യം അബ്നോർമൽ വാല്യൂസ് കാണിക്കും. എക്സെപ്ഷൻസ് ആണ് മാംഗനീസ് ഓഫ് 3D സീരീസ് ആൻഡ് technetium of the 4D series shows abnormal values. So there is a sudden fall in for the value of manganese. So the highest value is observed for chromium. It is chromium. The maximum overlap and highest value is obtained for chromium. For manganese and technetium there are technical problems. In the manganese the 5 unpaired electrons and the smallest, it is smaller than chromium also. So up to first half വരുന്ന സ്മോളസ്റ്റ് മാംഗനീസ് ആണ്. വിത്ത് 5 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ദാറ്റ് ആറ്റംസ് ബിക്കം ടു ക്ലോസർ. സോ അവർ റിപ്പൽഷൻ ഇസ് ഹെവി. സോ ഓവർലാപ്പിംഗ് അത്ര ഇഫക്റ്റീവായിട്ട് അവിടെ നടക്കില്ല. എന്നാൽ ക്രോമിയത്തിൽ അവിടെ അത്ര പ്രോബ്ലം വരില്ല, കാരണം കുറച്ച് സൈസ് മാംഗനീസിനേക്കാളും സൈസ് കൂടുതലാണ്. സോ മാംഗനീസിന് അത്ര സൈസ് കുറവല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സൈസ് കൂടുതലായതുകൊണ്ട് റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ കഴിയുമവർക്ക് ഓവർലാപ്പിങ്ങിന്. Okay, so manganese കേസിൽ effective overlapping നടക്കുന്നില്ല. That's why having lower melting point. So manganese അല്ല, നമ്മുടെ നോർമൽ തോട്ടിൽ more number of unpaired electrons maximum overlap, so higher melting point മാംഗനീസിന് മാർക്ക് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഡി ബ്ലോക്ക് മുഴുവൻ വായിച്ചവരെന്തില്ല അത് മാർക്ക് ചെയ്യില്ല. അതിൽ ഡി ബ്ലോക്ക് ചാപ്റ്റർ മറിച്ചിട്ടുണ്ടെങ്കിൽ ആ പടം ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടാവും. ആ മാംഗനീസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഒരു ഡിപ്രഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ മാംഗനീസ് അല്ല, ക്രോമിയം ഈസ് ഷോയിങ് ഹയസ്റ്റ് വാല്യൂ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 101. In which one of the following complexes the conductivity corresponds to 1:2 type electrolyte? 1:2 type electrolyte. നമുക്ക് കുറച്ച് കോംപ്ലക്സസിൻ്റെ ഫോർമുല പേര് നെയിം തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഫോർമുല എഴുതി നോക്കാം. ഹെക്സാമിൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഹെക്സാമിൻ കൊബാൾട്ട് 3 കൊബാൾട്ട്. ഹെക്സാമിൻ NH3 6 times 3 ക്ലോറൈഡ് അല്ലേ, കൊബാൾട്ട് 3 ആണ്. അപ്പോൾ ഇത് ട്രൈവാലിൻ്റെ 3+ ഇവിടെ ഉണ്ട്. സോ 3 ക്ലോറിൻ പുറത്തുണ്ടായിരിക്കും. സോ ദിസ് കോംപ്ലക്സ് വിൽ അയോണൈസ് ആസ് CONH3 6 times 3+ and 3Cl-. So it ionizes as 1:2 അല്ല, it is 1:3 type വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ is not the answer. Now tetramin dichlorocobalt 3. Tetramin dichlorocobalt tetramin NH3 4 times dichloro Cl2, then കൊബാൾട്ട് 3 അല്ലേ, +3 അല്ലേ ആളുള്ളത്, +3. സോ +3 2 ക്ലോറിൻ 2 പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രൈമറി വാലൻസി ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ക്ലോറിനാണ് പുറത്ത് വരിക. നോ ഇറ്റ് അയോണൈസസ് ആസ് 1:1 ആണ്. ഒരു കോംപ്ലക്സ് കാറ്റയോണും ഒരു ക്ലോറൈഡ് ആനയോണും, ശരിയല്ലേ? സോ ഒരു കോംപ്ലക്സ് കാറ്റയോണും പിന്നെ ക്ലോറൈഡ് ആനയോണും. സോ 1:1 ആണ് ആ കാറ്റഗറി വരിക. ഇറ്റ് ഈസ് 1:1. ഓക്കെ, ഇനി പെൻറ്റാമിൻ ക്ലോറോ കൊബാൾട്ട്. പെൻറ്റാമിൻ ക്ലോറോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. പെൻറ്റാമിൻ. സോ CONH3 5 times
ക്ലോറോ കൊബാൾട്ട് 3 പെൻഡാമിൻ ഇപ്പോൾ ഒരു ക്ലോറിന്. ഇനി ഇവിടെ ക്രോമിയത്തിൻ്റെ വാലൻസി +3 ആണ്, കൊബാൾട്ട് 3+. ക്രോമിയത്തിനല്ല കൊബാൾട്ടിൻ്റെ +3 ആണ്. സോ +3 ഒരു വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ ക്ലോറിൻ. ഇനി 2 വാലൻസി ബാക്കിയുണ്ട്, ഇറ്റ് ഈസ് Cl2 ഔട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയണൈസേഷൻ എങ്ങനെയാണ്? CONH3 5 times Cl കോംപ്ലക്സ് cation and 2 Cl minus. So it is 1:2 type. Option C is the answer. Option C. Okay. Now D നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ട്രൈഅമീൻ ട്രൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ്. ഇവിടെ ട്രൈഅമീൻ 3 അമീൻ ഉണ്ട്, ട്രൈ അക്വ 3 വാട്ടർ ഉണ്ട്, അത് 3 ന്യൂട്രൽ ആണ്. സോ കോംപ്ലക്സ് വിത്ത് 3+ വരും, പുറത്ത് 3 ക്ലോറിൻ വരും. സോ 1:3 ആയിരിക്കും അത്. ഇതേത് വരിക? ഇറ്റ് ഈസ് 1:3. യു ക്യാൻ ട്രൈ യുവർ സെൽഫ്. നൗ ഡൈഅമീൻ സിൽവർ 1 ഡയസയനോ അർജൻറ്റേറ്റ്. ഇവിടെ കോംപ്ലക്സ് കാറ്റോണും കോംപ്ലക്സ് ആനയോണും 1:1 ടൈപ്പാണ് വരിക. കോംപ്ലക്സ് കാറ്റോൺ കോംപ്ലക്സ് ആനോൺ 1:1. ബട്ട് വി വാണ്ട് 1:2. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ. Now question number 102. The complex ion formed when a film developed in black and white photography is washed with a hypo solution is. ഇതെവിടെ ഓർമ്മയുണ്ടോ ചാപ്റ്റർ? കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട്, ഏറ്റവും ലാസ്റ്റിൽ വരുന്ന സമ്മറിക്ക് തൊട്ട് മുന്നിട്ട് വരുന്ന കോംപ്ലക്സസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ബയോമോളിക്കുലർ ലെവലിൽ വരുന്ന സൈനോകോബാളമിന്, അതുപോലെ തന്നെ ക്ലോറോഫില്ല്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻ പറയുന്നത് കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സിൽവർ ബ്രോമൈഡ് വെച്ചിട്ടാണ് ഫോട്ടോഗ്രാഫ് ഫിലിം കോട്ട് ചെയ്യുക. അപ്പോൾ അതിനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതിൽ അൺറിയാക്റ്റഡ് സിൽവർ ബ്രോമൈഡ് ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹൈപ്പോ സൊല്യൂഷൻ Na2H2O3 സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷനിൽ വാഷ് ചെയ്യുന്ന പറയാം. ആ സമയത്ത് ഈ Ag+ തയോസൾഫേറ്റ് ആനോണും തമ്മിൽ കോംപ്ലക്സേഷൻ നടക്കും. ആ കോംപ്ലക്സ് ആണ് Ag_H2O3 ട്വൈസ്. അപ്പോൾ എത്ര ചാർജ് വരും? Ag+ ആണ്, തയോസൾഫേറ്റ് -2 × 2 -4 +1 3 പുറത്ത് വരും. ഓക്കെ. ഇതെവിടെ ഉണ്ട്? NCERT ടെക്സ്റ്റ് ബുക്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത ഭാഗത്ത് കാണാൻ കഴിയും. ഓക്കെ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, Ag_H2O3 ട്വൈസ് വിത്ത് 3-. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇനി 103. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഓർ ഓഫ് അലൂമിനിയം? ഇതിൽ ഏതാണ് അലൂമിനിയത്തിൻ്റെ ഓർ എന്നാണ് ചോദിച്ചത്. Collinite, siderite, malachite, calamine and hematite. What's collinite? It is Al2OH4 times Si2O5. This is the ore of aluminium. ഇത് എവിടെ കൊടുത്തിട്ടുള്ളത്? മെറ്റലർജി, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലിമെൻറ്റ്സ് എന്ന +2 6th ചാപ്റ്ററിൽ മെറ്റലർജി നമ്മൾ ചുരുക്കി വിളിക്കുന്ന ആ ചാപ്റ്ററിൽ അതൊരു ടേബിൾ ആക്കിയിട്ട് ഓറിൻ്റെ പേരുകൾ അതിൻ്റെ ഫോർമുലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ അലുമിനിയമാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ അലുമിനിയത്തിൻ്റെ ഓറിൽ ബോക്സൈറ്റിന് കൂടെ കൊടുത്തിട്ടുള്ളതെന്നുമാണ് കോളിനൈറ്റ്, വെയിറ്റ് ഈസ് Al2OH4 times Si2O5. സോ ഇറ്റ്സ് ഓർ ഓഫ് അലുമിനിയം. ബാക്കിയുള്ളവരോ? സിദറൈറ്റ് അയൺ കാർബണേറ്റ് ആണ്, ഓർ ഓഫ് അയൺ ആണ്. മാലക്കൈറ്റ് ദാറ്റ് ഓഫ് കോപ്പർ ആണ്, കോപ്പർ കാർബണേറ്റ് ആണ്. then കലാമിൻ ദാറ്റ് ഓഫ് സിങ്ക് ആണ്. ആൻഡ് ഹെമറ്റൈറ്റ് അയണിൻ്റെ ഓർ ആണ്. സോ ഹെമറ്റൈറ്റ് ഓർ ഓഫ് അയൺ, കലാമിൻ ഓർ ഓഫ് സിങ്ക്, മാലക്കൈറ്റ് ഓർ ഓഫ് കോപ്പർ ആൻഡ് സിദറൈറ്റ് ഓർ ഓഫ് അയൺ. ഇനി ഇതറിയാത്തവർക്കും ആൻസർ ചെയ്യാം, ബാക്കി 4 അറിഞ്ഞാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 104. In the estimation of nitrogen present in an organic compound, Zeldal method cannot be applied to. Zeldal method എസ്റ്റിമേഷൻ്റെ ഭാഗത്ത് ബേസിക് ഓർഗാനിക്കിൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ്റെ ഭാഗത്ത് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ്റെ അവിടെ പറയുന്നുണ്ട് ജെൽദാൽ മെത്തേഡ്. ആ മെത്തേഡിന് എക്സെപ്ഷൻസ് ആയിട്ട് ആ മെത്തേഡിൻ്റെ ലാസ്റ്റിൽ NCERT കൊടുത്ത് കാണാൻ പറ്റും. എന്ത്? ആ മെത്തേഡിന് എക്സെപ്ഷൻസ് ആയിട്ട് NO2 നൈട്രോ കോമ്പൗണ്ടുകൾ, അതുപോലെ തന്നെ അസോ കോമ്പൗണ്ടുകൾ, അതുപോലെ തന്നെ റിങ്ങിനകത്ത് വരുന്ന റെസൊണൻസിൽ വരുന്ന ആരോമാറ്റിക് റിങ്ങിനകത്ത് വരുന്ന നൈട്രജൻ, അറോമാറ്റിക്കിൽ ഡിലോക്കലൈസേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള നൈട്രജൻ, ഈ 3 നൈട്രജൻ്റെ കേസ് എന്നില്ല ജെൽദാൽ മെത്തേഡ് ടെസ്റ്റ് കാണിക്കില്ല. ആ റിയാക്ഷൻ അവിടെ നടക്കില്ല. സൾഫ്യൂരിക് ആസിഡ് റിയാക്ഷനിൽ അമോണിക് ഗ്യാസ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തില്ല, അവിടെ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ഏതൊക്കെ കേസിലാണ്? NO2 വരുന്ന കേസിൽ, അസോയുടെ കേസിൽ,
അതുപോലെ തന്നെ ആരോമാറ്റിക് റിങ്ങിൽ ഇൻവോൾവ് ആയിട്ട് നൈട്രജൻ വരിക. മീൻസ് ത്രൂ അല്ലെങ്കിൽ ബൈ ഇൻക്ലൂഡിങ് നൈട്രജൻ ആയിട്ടുള്ള ഒരു ആരോമാറ്റിക് നേച്ചർ വന്നു കഴിഞ്ഞാൽ എക്സാമ്പിൾ പീരിഡിൻ പോലത്തെ സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ എന്തില്ല, ആരോമാറ്റിക് റിങ്ങിൽ വരുന്ന നൈട്രജൻ അല്ലേ, അതുകൊണ്ട് അത് എന്തില്ല, ജലദാൽ മെതിൽ കാണിക്കില്ല എന്നുള്ള. ഫസ്റ്റ് വൺ ആനിലിൻ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് റിങ്ങിലല്ല, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് റിങ് ആണ്. സോ ഇറ്റ് ഈസ്, ഇയാൾക്ക് ടെസ്റ്റ് കാണിക്കാം. ടൊളൂഡിൻ, ഓക്കെ, അത് ഓർത്തോടൊളൂഡിൻ ഉണ്ട്, പാരാടൊളൂഡിൻ ഉണ്ട്, മെറ്റാടൊളൂഡിൻ ഉണ്ട്. അതെന്തായാലും എന്താണ് ടൊളൂഡിൻ എന്നേ പറഞ്ഞുള്ളൂ. സോ ഫ്രീ നൈട്രജൻ ഔട്ട് ഓഫ് റിങ് ആണ്. ആൻഡ് CH3. തന്നെ യൂറിയ NH2CO NH2. ഇത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നുമില്ല. സോ ഇറ്റ് ക്യാൻ ആൾസോ ഷോ ദ ടെസ്റ്റ് ഓർ ഗീവ് ദ റിസൾട്ട്. pyridine മീൻസ് എന്താണ്, നൈട്രജൻ ഈസ് ഇൻസൈഡ് ദ റിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻ അരോമാറ്റിക് റിങ്ങിലാണ്. സോ ഇറ്റ് കാനോട്ട് ഷോ, the gel method cannot be applied to pyridine. Now benzylamine means out of ring ആണ്, benzylamine CH2NH2. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ട് ടെക്സ്റ്റ് വായിച്ചവർക്കൊക്കെ നല്ലപോലെ എഴുതാൻ പറ്റിയില്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, pyridine ആണ് ആൻസർ. ഇനി 105, among the following the alkene that exhibit optical isomerism ആണ്. ശ്രദ്ധിക്കണേ, ജോമെട്രിക്കൽ അല്ല, മാറിപ്പോവരുത്. ഇറ്റ് ഇസ് ഒപ്റ്റിക്കൽ ഐസോമറിസം. among the alkene that will exhibit optical. അപ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാം, പെട്ടെന്ന് ആൽക്കീൻ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ജിയോമെട്രിക്കൽ സിസ്റ്റാൻസ് ആണ് പെട്ടെന്ന് ഓടി വരിക. ശ്രദ്ധിച്ചുകൊണ്ട് ഒപ്റ്റിക്കൽ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിള്ളേർ നല്ലപോലെ ആൻസറൊക്കെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 3-methyl 2-pentene. 1 2 3 4 5 2-pentene. It is 2-pentene and 3-methyl. ഇതിൽ ഏതെങ്കിലും അസിമെട്രിക് സെൻറ്റർ വരുന്നുണ്ടോ? ഏതെങ്കിലും കാർബൺ അസിമെട്രിക് വരുന്നുണ്ടോ? ഒപ്റ്റിക്കൽ സെൻറ്റർ ഇല്ല, അതിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ വരുന്നില്ല. ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത് CH2 ആണ്, CH3 ആണ്, CH3. There is no asymmetric center. Now option B ആണല്ലോ, 4-methyl 1-pentene. 4-methyl 1-pentene. 1 2 3 4 5 1-pentene. 1 2 3 4 4-methyl. Here again there is no asymmetric center. 2 hydrogen ആണ്, 2 methyl ആണ്. So there is no asymmetric center here again. Now C ആണെങ്കിലോ 3-methyl 1-pentene. 1 2 3 4 5 1-pentene and 3-methyl. Yes, now it is CH3, CH2, H, then CH, then CH2. Okay, this carbon is the third carbon is asymmetric chiral center. So this compound is optically active. ഇവിടെ വരുന്ന ഹെറ്ററോ ഗ്രൂപ്പ്സ് നോക്കുക. 1 ഈഥൈൽ ആണ്, 2 മിഥൈൽ ആണ്, 3 ഹൈഡ്രോജൻ ആണ്, 4 എന്താണ്, എത്തിനൈൽ ആണ്. ഓക്കെ, സോ തേർഡ് വൺ ഇസ് ദ ആൻസർ, അതായത് C is the answer. It is optically active that containing one asymmetric center, so it is optically active. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാൻ ശ്രമിച്ചു, സ്ട്രക്ചർ വരച്ച് നോക്കി കറക്റ്റായിട്ട് സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യുക. then അതിൽ അസിമെട്രിക് സെൻറ്റർ ഉണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കിയാൽ മതി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. ഇനി 106, the reagent that is used to convert but2-ine to trans-but2-ene is ഹൈഡ്രോകാർബൺസിലെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ഫ്രം ആൽക്കൈനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? but2-ine CH3C ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് but2-ine എന്ന് പറഞ്ഞാൽ. അതിനെങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ trans-but2-eniലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആണ്, 2 സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയാണ്. ഇതിൽ സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ യൂസ് ചെയ്യുന്ന സമയത്താണ് ട്രാൻസ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. അതേസമയം ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പലേഡിയം ആൻഡ് പാർഷ്യലി ഡിആക്ടിവേറ്റഡ് പെലഡൈസ്ഡ് ചാർക്കോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ട്രാൻസ് ഐസോമർ അല്ല, സിസ് ഐസോമർ ആണ് ഫോം ചെയ്യുക. ശരിയല്ലേ? C ഡബിൾ ബോണ്ട് C, ദെൻ ഫസ്റ്റ് സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ, ദാറ്റ്സ് ദി ആൻസർ. ഹിയർ ട്രാൻസ് ഫോർമുല CH3H, ട്രാൻസ് ഐസോമർ ഇസ് ഫോംഡ്. ബട്ട് ഇഫ് യു ആർ യൂസിങ് ലിൻഡ്ലാസ് കാറ്റലിസ്റ്റ്, അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ? ലിൻഡ്ലാസ് ആണോ സോഡിയം ലിക്വിഡ് അമോണിയ ആണെന്നുള്ള കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, ദ ആൻസർ ഈസ്
sodium in liquid ammonia. Option D is the answer. Okay. Now 107. A compound A is obtained by the reaction of benzyl chloride with the magnesium metal in dry ether followed by treatment with water. Okay, what is the compound A? Compound A is obtained by the reaction of benzyl chloride. ഇവിടെ നമുക്ക് ഓർഗാനിക് പൊതുവേ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ കോംപ്ലക്സിറ്റി ഒന്നുമില്ല, ബട്ട് നമുക്ക് കൂടുതൽ ആളുകളുടെ പേരുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ എന്തോ നമുക്ക് കൂടുതൽ ഒന്നുകൂടെ ആക്സസ് ചെയ്യാൻ പറ്റി, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയാം. ചിലപ്പോൾ ഓർഗാനിക്കിൻ്റെ ചില ക്വസ്റ്റ്യൻ്റെ പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് സംതിങ് എന്തോ അല്ലേ തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, കൂളായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. സോ ബെൻസൈൽ ക്ലോറൈഡ് C6H5CH2Cl ഇതാണ് ബെൻസൈൽ ക്ലോറൈഡ് വിത്ത് മാഗ്നീഷ്യം മെറ്റൽ ആൻഡ് ഡ്രൈ ഈതർ. ഇതെന്താണ്? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് പ്രിപ്പറേഷൻ അല്ലേ. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഫോം ചെയ്യും. CH2MgCl ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഇസ് ഫോംഡ് by the treatment with water, and now followed by treatment with water. ഇതിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. സോ H2O, അപ്പോൾ ഇവിടെ എന്താ പറയുക, ഓർഗാനോ മെറ്റാലിക് ബോണ്ട് ബ്രേക്ക് ചെയ്യുക, MgOH ഫോം ചെയ്യുക. അപ്പോൾ ഇവിടേക്ക് OH വരും, ഇവിടെ H വരും. സോ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ടോളുവിൻ അല്ലേ, CH3. ടോളുവിനാണ് പ്രോഡക്റ്റ് ഒരു. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. കോമ്പൗണ്ട് A is obtained by റിയാക്ഷൻ ഓഫ് ബെൻസൈൽ ക്ലോറൈഡ്. ബെൻസൈൽ ക്ലോറൈഡിൻ്റെ പടം വരച്ചത് മാറിയിട്ടുണ്ടാവില്ലല്ലോ, ഇല്ല. ദെൻ വിത്ത് മാഗ്നീഷ്യം ഇറ്റ് ഈസ് ഗ്രിഗ്നാർഡ് ഏജൻറ്റ് ഓൺ ഫർദർ ഹൈഡ്രോളൈസിസ് വിൽ പ്രൊഡ്യൂസ് ആൽക്കൈൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് ടോളുവിൻ. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് MgOHCl അത് നമുക്ക് വേണ്ടല്ലോ. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Now 108. The correct increasing order of boiling points of the following compounds. സാധാരണ ബോയിലിംഗ് പോയിന്റിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഒക്കെ കമ്പാരിസൺ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. നമ്മൾ തിയറിയിൽ കുറേ പഠിച്ചിട്ടുണ്ടാവും ഓർഡേഴ്സ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പല ഒബ്ജക്റ്റീവ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് അധികവും നമ്മളെ കുഴക്കുന്ന കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ ഇന്നത്തെ എക്സാമിൽ നമ്മൾ കണ്ടത് അത്ര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓർഡർ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് പ്രഡിക്റ്റേബിൾ ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ശരിയാക്കാമായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇവിടെ നോക്കൂ, ഹാലൈഡ്സിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഓർഡർ, ഹാലൈഡ്സിൻ്റെത്. ഹാലൈഡ്സിൻ്റെ കേസിൽ നമ്മൾ പറയുന്നതാണ്, ഇവിടെ നോർമൽ ഒരു ഡൈപ്പോളോ ഹൈഡ്രജൻ ബോണ്ടിങ് അസോസിയേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, വീക്ക് വാണ്ടർവാൾ അസോസിയേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വാണ്ടർവാൾ അസോസിയേഷൻ മാസിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. മാസ് ഓൺ ഇൻക്രീസിങ് the mass, the boiling point increases. As the molecular mass increases, boiling point increases. Molecular mass കൂടുമ്പോൾ boiling point കൂടും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ CH2Br2 രണ്ട് ബ്രോമിൻ ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിനാണ്, അതുകൊണ്ട് ഇത് തെറ്റാ. പിന്നെ രണ്ട് ബ്രോമിൻ ഒരു ബ്രോമിൻ അതും തെറ്റാ. സോറി, ഇത് Br3 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഈ ഓക്കെയാണ്, ട്രൂ ആണ്, ബട്ട് ഇത് തെറ്റും അല്ലേ. അപ്പോൾ എ അല്ല, ബി അല്ല, സി ആണേലോ. CH3Cl CH3Br, ക്ലോറിനേക്കാളും വെയിറ്റ് കൂടുതല ബ്രോമിന്. സോ ഈ റിലേഷൻ കറക്റ്റാണ്. ദെൻ ഒരു ബ്രോമിനും രണ്ട് ബ്രോമിനും, ബ്രോമിൻ്റെ എണ്ണം കൂടിയാൽ മാസ് കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കൂടി, അതും ട്രൂ ആ. നോ CH2Br2 CHBr3 അഗെയിൻ മാസ് കൂടി. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. So CH3Cl CH3Br on increasing the mass, boiling point increases. Van der Waals association increases, boiling point increases. That's the case of boiling points of halo alkanes. നമ്മുടെ +2 10th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണത്. ഇനി 109. Compounds A, B, C have same molecular formula C7H8O. C7H8O. നമ്മൾ +2 ഒരുപാട് ഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഹാലോ ആൽക്കിന്, ഹാലോ അരീന്, ദെൻ ആൽക്കോൾസ്, ഫിനോൾസ്, ഈതർ, അമീൻസ്, കാർബോക്സിലിക് ആസിഡ്, സാൾട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൽ C7H8O എന്നൊരു ഫോർമുല കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ എന്ത് വരും? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമുക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഒരു ആരോമാറ്റിക് റിങ് ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അതല്ലാതെ ഒരിക്കലും C7H8 എന്തായാലും ഒരിക്കലും ചെയിൻ ഫോം ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ C7H8O ഒരു ആരോമാറ്റിക് റിങ് വിത്ത് സം സൈഡ് ഗ്രൂപ്പ്സ് ആണ്. നോക്കാം. കോമ്പൗണ്ട് A ആൻഡ് B ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് സോഡിയം മെറ്റൽ.
സോഡിയം മെറ്റലുമായിട്ട് H2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ട് ഒന്നുകിൽ ആസിഡ് ആവണം. ആസിഡ് ആവാൻ COOH വേണം, 2 O വേണം. അപ്പോൾ ആസിഡ് അല്ല. പിന്നെ ആരാണ്? ആൽക്കഹോളാണ്. ആൽക്കഹോളാണ്. അങ്ങനെയെങ്കിൽ എയും ബിയും എന്താണ്? എ ആൻഡ് ബി എന്താണ്? ആൽക്കഹോൾസ് ആണ്. നിങ്ങൾ OH ഗ്രൂപ്പ് ഉണ്ട് അതിൽ. ഇനി വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് കോമ്പൗണ്ട് ബി എലോൺ ഡിസോൾസ്. അപ്പോൾ എയും ബിയും സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എയിലും ബിയിലും OH ഗ്രൂപ്പ്സ് ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷേ സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതിൽ എ എന്ന കോമ്പൗണ്ട് എന്തില്ല? NaOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ബട്ട് ബി എന്ത് ചെയ്യുന്നുണ്ട്? NaOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആൽക്കൈൽ ആൽക്കഹോൾ, നോർമൽ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കഹോൾസും ഫീനോളും എന്താണ്? സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ആൽക്കഹോള് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കൂല. അതെന്തുകൊണ്ടാ? അത് നമ്മൾ കോൺജുഗേറ്റ് ബേസിൻ്റെ പവർ നോക്കിയിട്ട് പറയാം. ഓക്കെ, OH മൈനസിൻ്റെയും എത്തോക്സൈഡിൻ്റെയും പവർ നോക്കിയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയം മെറ്റലുമായിട്ട് രണ്ടാൾ റിയാക്ട് ചെയ്യുന്ന രണ്ടും ആൽക്കഹോളാണ്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ബി റിയാക്ട് ചെയ്യുന്നുള്ളൂ. ബി റിയാക്ട് ചെയ്യണമെങ്കിൽ ബി എന്താണ്? ഒരു അറൈൽ ആൽക്കഹോളാണ്. നമുക്ക് ഫീനോളാണ്, ഫീനോൾ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എ ആരാണ്? ആൽക്കൈൽ ആൽക്കഹോൾ ആണ്, നോർമൽ ആൽക്കഹോളാണ്. അപ്പോൾ എ ആൽക്കഹോളാണ്, ബി ഫീനോളാണെന്ന് മനസ്സിലാക്കി. ഇനി കോമ്പൗണ്ട് സി ഈസ് ഇന്നേർട്ട് ടുവാർഡ്സ് ബോത്ത് സോഡിയം മെറ്റൽ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സി എന്ന കോമ്പൗണ്ട് എന്താണ്? പിന്നെ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആൽക്കഹോളിക് OH ഇല്ല, ഫിനോളിക് OH ഇല്ല, ദെൻ ആസിഡിക് ഗ്രൂപ്പും ഇല്ല. പിന്നെ ഇവരുടെ ഐസോമർ ആവും വേണം. സ്വാഭാവികമായിട്ടും ഈതർ ആവാം, ഈതർ. അപ്പോൾ ഓപ്ഷൻ സി ആരാണ്? ഈതർ ആണ്, ഈതർ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഒരു ആൽക്കഹോൾ ആവണം. ക്രസോൾ ഈസ് നോട്ട് ആൽക്കഹോൾ, ഇറ്റ് ഈസ് ഫീനോൾ ആണ്. ABCയുടെ ഓർഡറിലല്ലേ പറയേണ്ടത്? അപ്പോൾ എ അല്ല. ഇനി ബി ആണെങ്കിലോ? എ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, ബെൻസൈൽ ആൽക്കഹോൾ ശരിയാണ്. ആൻഡ് ബി ക്രസോൾ ശരിയാണ്. ആൻഡ് സി ആനിസോൾ, അതും ശരിയാണ്. സ്ട്രക്ചേഴ്സ് എങ്ങനെ വരിക? വാട്ട് ഈസ് ബെൻസൈൽ ആൽക്കഹോൾ? ഇറ്റ് ഈസ് ബെൻസൈൽ റിംഗ് വിത്ത് CH2OH ആണ്. ഓക്കെ, നോ ക്രസോൾ ആണല്ലോ. ക്രസോള് മീൻസ് ഓർത്തോ ക്രസോൾ, OH ഫീനോളിക് OH CH3. ഇത് ഫീനോളിക് OH, ഇത് ആൽക്കൈല CH2OH, sp3OH, ഇത് sp2OH. നോ അനിസോളോ? അനിസോള്, വാട്ട് ഈസ് അനിസോൾ? ഇറ്റ് ഈസ് OCH3. ഈതർ ലിങ്ക് ഉള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ബെൻസൈൽ ആൽക്കഹോള്, ക്രസോള് ആൻഡ് ആനിസോൾ. ഇവിടെ ഫീനോള് NaOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൽക്കഹോൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? ഏറ്റവും സിമ്പിൾ മറുപടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫീനോൾസ് മോർ ആസിഡിക് ദാൻ ആൽക്കഹോൾ ആണ്. ഫീനോള് മോർ ആസിഡിക് ദാൻ ആൽക്കഹോൾ ആണ്. ആൽക്കഹോള് വാട്ടറിൻ്റെ അത്ര ആസിഡിക് അല്ല ആൽക്കഹോള്. ഫീനോൾ എന്താ? വാട്ടറിനേക്കാളും മോർ ആസിഡിക് ആണ്. സോ ഫീനോൾ മോർ ആസിഡിക് ദാൻ ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ക്യാൻ റിയാക്ട് വിത്ത് ആൽക്കലി ബട്ട് ആൽക്കഹോൾ ക്യാൻ നോട്ട് റിയാക്ട് വിത്ത് ആൽക്കലി. മോർ എക്സ്പ്ലനേഷൻ ഇക്വിലിബ്രിയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിൻ്റെ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവിങ് അല്ലേ? ഓക്കെ, നൗ 110, ക്വസ്റ്റ്യൻ നമ്പർ 110. The suitable Grignard reagent used for the preparation of 2-methyl propan 1-ol using methanol is. The suitable Grignard reagent used for the preparation of 2-methyl propan 1-ol using methanol is. ഇവിടെ മെത്തനാൽ ഉണ്ട്. മെത്തനാലിൽ നിന്ന് ഏത് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? 2-methyl propan 1-ol. സോ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് മെത്തനാൽ HCHO or CH2 ഡബിൾ ബോണ്ട് O. അതിൽ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? 2-methyl propan 1-ol CCC, 2-methyl. ഓക്കെ, ദെൻ പ്രൊപ്പാൻ 1-ol ആണ്. സോ ഇറ്റ് ഈസ് OH അല്ലേ? അപ്പോൾ CH3 CH CH3 CH2OH. അപ്പോൾ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടേണ്ടത്. ഓക്കെ, ബൈ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജൻ്റാ. വാട്ട് ഇസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? RMgX ആണ്. ഇവിടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ അഡീഷൻ ആൻഡ് ഹൈഡ്രോളൈസിസ് നമുക്കറിയാം. ഇവിടെ R മൈനസ് ആൻഡ് Mg+. ഇവിടെ ഡബിൾ ബോണ്ട് O ഷിഫ്റ്റ് ചെയ്യുക, സിയിൽ പ്ലസ് ചാർജ് വരും. ആ പ്ലസ്സിലോട്ടാണ് R എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യുക. ഓയിലോട്ട് ആര് വരും? Mgx വരും. അപ്പോൾ ഇവിടെ R
CH2OMgX എന്ന് വരും. ഫർദർ ഹൈഡ്രോളൈസിസ് നടക്കുന്ന സമയത്തോ ഇറ്റ് ബിക്കം RCH2OH ആവും. അപ്പോൾ ഈ പ്രോഡക്റ്റ് രണ്ടൊന്ന് കമ്പയർ ചെയ്യാം. മെത്തനാൽ പ്ലസ് RMgX എന്താ ഫോം ചെയ്യുക? RCH2OH. കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താ? C2-methyl 1 പ്രൊപ്പനോൾ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ CH2OH കോമൺ ആണ്. സോ വാട്ട് ഈസ് R ഹിയർ? ഇറ്റ് ഈസ് ഐസോപ്രൊപ്പൈൽ ആണ് R. ആറിൻ്റെ സ്ഥാനത്ത് ആരാ വരുന്നത്? ഐസോപ്രൊപ്പൈൽ. ശരിയല്ലേ? അപ്പോൾ RMgXൻ്റെ ആറിൻ്റെ സ്ഥാനത്ത് ആര് വരണം? ഐസോപ്രൊപ്പൈൽ വരണം. ഐസോപ്രൊപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് വരണം. സോ ഓപ്ഷൻ ഏത് വരിക? ഇതല്ല, ഇത് N പ്രൊപ്പൈലാണ്. ദിസ് വൺ N ബ്യൂട്ടൈൽ, അതുമല്ല. ദിസ് വൺ എന്താ പറയുക? ഐസോ 1 2 3 4 നമുക്ക് ആകെ 1 3 കാർബൺ പറയും, അതുമല്ല. ഇത് ടെർട്ട് ബ്യൂട്ടൈലാണ്, അതും വേണ്ട. ഓപ്ഷൻ E ഈസ് ദി ആൻസർ. CH3 ഓപ്ഷൻ E ഈസ് ദി ആൻസർ. ഐസോപ്രോപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, ഓപ്ഷൻ E. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 111. ഐസോപ്രോപ്പൈൽ ബെൻസീൻ, ദാറ്റ്സ് ക്യൂമീൻ അല്ലേ? ഐസോപ്രോപ്പൈൽ ബെൻസീൻ, ക്യൂമീൻ. ബെൻസീൻ റിങ്ങിൽ ഐസോപ്രോപ്പൈൽ CH3 on is oxidized in presence of air oxidation. പ്രൊഡക്റ്റ് അറിയാം, നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾസിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? COOH, ക്യൂമീൻ ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറയും. ക്യൂമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. ഓക്കെ, കോമ്പൗണ്ട് X. ഓക്കെ, which in hydrolysis in presence of acid gives compound Y and Z. then hydrolysis അല്ലേ? ഹൈഡ്രോളൈസിസ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. പ്രൊഡക്റ്റ് എന്താ പറയുക? ഇറ്റ് ഈസ് ഫിനോൾ ആൻഡ് സെക്കൻഡ് ഇറ്റ് ഈസ് അസറ്റാൺ, CH3COCH3. ഇത് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾ എന്ന ചാപ്റ്ററിൽ +2 11th ചാപ്റ്ററിലെ ഫിനോൾസിൻ്റെ പ്രിപ്പറേഷനിൽ പഠിച്ചുള്ള റിയാക്ഷനാണ്. ഇവിടെ കോമ്പൗണ്ട് XYZ ആരാ? XYZ ആരൊക്കെയാണ്? ഇറ്റ് ഈസ് X ക്യൂമീൻ ആണ്, ആൻഡ് OH Y ഫിനോൾ ആണ്, then Z acetone ആണ്. So cumin hydroperoxide, phenol and acetone. Okay, option D is the answer. ഇനി 112. A research scholar returned to the laboratory after the lockdown due to COVID-19. He kept. അപ്പോൾ നമ്മുടെ റീസെൻറ്റ് കറണ്ട് സ്റ്റാറ്റസും അല്ലേ, നമ്മളിപ്പോഴത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ് ടു ഡേറ്റഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ശരി. Okay, a research scholar returned to the laboratory after the lockdown due to COVID-19. He kept acetone, acetaldehyde, diethyl ketone in 4 different bottles. അപ്പോൾ 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ഇറ്റ് ഈസ് acetone, CH3COCH3. Secondly, it is benzaldehyde, then acetaldehyde, C6H5CHO, then CH3CHO, then diethyl ketone, C2H5CO, ഓക്കെ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 4 കോമ്പൗണ്ടുകൾ. ഇനിയോ in 4 different bottles. The bottles contained only the labels PQRS എന്ന് മാത്രമേ ഉള്ളൂ. He forgot which bottle contained which compound. So ബോട്ടിൽ ലാബലിംഗ് മാത്രമേ ഉള്ളൂ, പേരില്ല, PQRS എന്ന് മാത്രമേ ഉള്ളൂ. കോമ്പൗണ്ട് P ആൻഡ് സോ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് PQRS ആയിരിക്കും. അപ്പോൾ ഇവിടെ PQRS എന്ന് ലാബിൽ ചെയ്യപ്പെട്ടുള്ള 4 ബോട്ടിലിനകത്ത് 4 ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് ആരൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിട്ടുള്ള ഡാറ്റാസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. Compound P and R only underwent iodoform test. Iodoform test കാണിക്കുന്നത് P and R മാത്രം. Here P and R show iodoform test. Iodoform test കാണിക്കൽ ആരാണ്? നോർമലി മീഥൈൽ കീറ്റോൺസ്. ആരാണ്? മീഥൈൽ കീറ്റോൺസ്. അതിൽ CH3CO ഗ്രൂപ്പ് വരുന്നവർ, അതിൽ CH3CO ഗ്രൂപ്പ് വരുന്നവരാണ് എന്ത് കാണിക്കുക? iodoform test. നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ ഇയാൾക്കും പറ്റും, പിന്നെ ആരാ? അപ്പോൾ CH3COCH3യും ആവാം, പിന്നെയോ അസറ്റാൾഡിഹൈഡ് CH3CHOയും ആവാം. അപ്പോൾ ഇത് രണ്ടിൽ ഒരാളാണ് P, ഒരാൾ R ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 കോമ്പൗണ്ടാണ് എന്ത് കാണിക്കുക?
അയോഡോഫോം ടെസ്റ്റ് കാണിക്കുക. മീഥൈൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ളവർ CH3CO ഗ്രൂപ്പ് ഉള്ളവരാണ് അയോഡോഫോം ടെസ്റ്റ് കാണിക്കാറുള്ളത്. ഇനി R alone, compound R alone gave reddish brown precipitate to Fellings solution. Fellings ടെസ്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ട് P and R നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ഫെല്ലിംഗ് ടെസ്റ്റ് കാണിക്കുന്ന ആരാണ്? R മാത്രം. R ഷോസ് ഫെല്ലിംഗ് ടെസ്റ്റ്. ഫെല്ലിങ്സ് ടെസ്റ്റ് R മാത്രം. അത് CHOയുടെ ടെസ്റ്റ് അല്ലേ? അപ്പോൾ P and Rൽ ഒരാൾ ഫെല്ലിങ്സ് ടെസ്റ്റ് കാണിക്കുക. അപ്പോൾ ഉറപ്പായി CH3CHO R ആരാണ്? അസറ്റാൽഡിഹൈഡ് ആണ് R വരുന്നത്. അപ്പോൾ അസറ്റോൺ ആരായി? P ആയി. അപ്പോൾ Pനും കിട്ടി, Rനും കിട്ടി. ഇനി Q and S ബാക്കിയുണ്ട്. ഓക്കെ, ഇനി കോമ്പൗണ്ട് Q and R alone underwent ടോളറൻസ് ടെസ്റ്റ്. Q and R ടോളറൻസ് ടെസ്റ്റ് കാണിക്കും. ടോളറൻസ് ടെസ്റ്റ് Q and R ആണ് ടോളറൻസ് ടെസ്റ്റ് കാണിക്കുക. ഇതിൽ R ഓക്കെ. ഇനി ടോളറൻസ് ടെസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ Qയും Rഉം ടോളറൻസ് ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി ടോളറൻസ് ടെസ്റ്റ് കാണിക്കാൻ പറ്റുന്നൊരു ഗ്രൂപ്പാണ് CH3CHO ഗ്രൂപ്പാണ് അല്ലേ? CHO ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ Q ആര് വരും? സോ Q ആരായിരിക്കും? ബെൻസാൾഡ് CH6H5CHO ആയിരിക്കും. Q കിട്ടിയില്ലേ? ഇനി ബാക്കിയുള്ള എന്താണ്? S did not answer any of the above test. It is diethyl ketone. So it is Q. This is what is S. So P ആരാണ്? അസറ്റോണ്. Q ആരാ? ബെൻസാൾഡേഡ്. തന്നിട്ടുള്ള ഓർഡർ തന്നെ അല്ലേ? സോ P അസറ്റോണ്, Q ബെൻസാൾഡേഡ്, R അസറ്റാൽഡിഹൈഡ് അല്ലേ? R is അസറ്റാൽഡിഹൈഡ് ആൻഡ് S diethyl ketone. ഓപ്ഷൻ B ഈസ് ദി ആൻസർ. അസറ്റോൺ, ബെൻസാൾഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, ആ കറക്റ്റ് ഓർഡർ തന്നെ നമുക്ക് കിട്ടിയത്. അസറ്റോൺ, ബെൻസാൾഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ് ആൻഡ് ഡൈഈഥർ കീറ്റോൺ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 113. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ്സിൻ്റെ ആസിഡിക് സ്ട്രെങ്ത് ഓർഗാനിക്കില് അരോമാറ്റിക് അല്ല, അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സിൻ്റെ ആസിഡിക് സ്ട്രെങ്ത് C+OH. ഇതാണ് ആസിഡ് ഗ്രൂപ്പ്. അപ്പോൾ ഈ കാർബൺ ചെയിനിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആസിഡിക് സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുക? ഈ കാർബൺ ചെയിനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ, ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ്സ് വന്നാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ അത് ഇവിടുത്തെ പൊളാരിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. അതുവഴി അവരെന്ത് ചെയ്യും? മോർ ആസിഡിക് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിൽ ആൽഫ കാർബൺ, ബീറ്റ കാർബൺ അല്ലേ? സോ ബീറ്റ ക്ലോറോയാണ് വരുന്നത്. ഇത് ആൽഫ ക്ലോറോ. ആൽഫ ക്ലോറോ, ബീറ്റ ക്ലോറോ, വിച്ച് ഇസ് ക്ലോസസ്റ്റ് ടു COH ഗ്രൂപ്പ്? ആൽഫ. സോ ഇറ്റ് ഈസ് ട്രൂ ആണ്, ഇത് കറക്റ്റ് ആണ്. ദെൻ ക്ലോറിൻ ആൻഡ് സയനൈഡ്. സോ മോർ വിഡ്രോയിങ് സയനൈഡ് തന്നെയാണ് ആൽഫയിൽ സയനോ. ഇറ്റ്സ് അഗെയിൻ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് CHCl2 ആൽഫ പൊസിഷനിൽ 2 ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ് അതല്ലെങ്കിൽ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മോർ ആസിഡിക് ആവും. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ, സോ ഇവിടെ ബീറ്റ പൊസിഷൻസ് അവേ ഫ്രം ദി COH, ബീറ്റയില, ബാക്കിയുള്ള ആൽഫ പൊസിഷൻസിലാണ്. സോ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കേസിൽ ആൽഫയിലാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നിട്ടുള്ളത്. ബട്ട് ഫസ്റ്റ് കോമ്പൗണ്ടിൽ ബീറ്റ പൊസിഷനില്ല. സോ ബീറ്റ ആകുമ്പോൾ കുറച്ചും കൂടെ ഇഫക്റ്റ് കുറയുക ചെയ്യുക. പിന്നെ ആൽഫയിൽ വന്നതിൽ ക്ലോറിനേക്കാളും പവറാണ് സയനൈഡിനുള്ളത്. ദെൻ 2 ക്ലോറിൻ വന്നാൽ അത് ഒന്നും കൂടെ പവർഫുള്ളായിട്ട് മാറുന്നേ ഉള്ളൂ, 2 വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഇസ് ദ ഓർഡർ ഓഫ് acidic strength. Now 114, question number 114. Which one of the following is not correct with respect to properties of amines? നമ്മുടെ പ്ലസ് ടുവിലെ ഓർഗാനിക്കിലെ അമീൻസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് കഴിഞ്ഞിട്ട് വരുന്ന അമീൻസ്. അതിൽ pKb of aniline is more than that of methyl amine. Aniline and പിന്നെ methyl amine, methanamine. Which is more basic, which is more basic? Alkyl amines are more basic. What about Kb value? Kb. Larger the value of Kb, stronger will be base. Equilibrium അല്ലേ? അപ്പോൾ മോർ ബേസിക് അമീനാണ്, ആൽക്കൈൽ അമീനാണ്, ആൾക്കാണ് ഹയർ Kb ഉണ്ടായിരിക്കുക. സോ Kb കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് pKb റിലേഷൻ? ലാർജർ ദ വാല്യൂ ഓഫ് Kb, സ്മോളർ വിൽ ബി pKb. സോ ഫോർ സ്ട്രോങ് ബേസസ് pKb സ്മോൾ ആയിരിക്കും. എന്താ കൊടുത്ത്? pKb of aniline more. Yes, it is true than methylamine. True statement. But our question is not correct. Now, ethyl amine is soluble in water, whereas aniline not. Ethyl amine, alkyl amines ലോവർ മെമ്പേഴ്സ്, അമീൻസിൽ ലോവർ മെമ്പറായ മെത്തനാമിൻ, എത്തനാമിൻ ഒക്കെ എന്താണ്? വാട്ടറിൽ സൊല്യൂബിൾ ആണ്.
ബാക്കി ഹയർ മെമ്പേഴ്സ് എല്ലാം ഇൻസൊല്യൂബിൾ ആണ്. ദീസ് ലോവർ മെമ്പേഴ്സ് ആർ സൊല്യൂബിൾ ഡ്യൂ ടു ദർ എബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ. പഠിച്ചിട്ടില്ലേ? ശരിയാ. സോ ഇതിൽ അമീൻസ് വാട്ടർ സൊല്യൂഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് ഹയർ അമീൻസ് എന്തല്ല, വാട്ടർ സൊല്യൂബിൾ അല്ല. സെക്കൻഡ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ethanamide on reaction with bromine and alkali. Bromine and alkali. Amide ഉണ്ടോ? amide, bromine, alkali. It is Hoffman's bromamide degradation. ഏതാ പ്രോസസ് ഏതാണ്? Hoffman's bromamide degradation. ethanamide CH3CO NH2 with the bromine and alkali Br2 and OH minus. Degradation. So the product is CH3NH2. Methanamine form ചെയ്യുക, methylamine form ചെയ്യുക. It will not give ethylamine. It will give methylamine. Why? It is Hoffman's bromamide degradation. അപ്പോൾ സി തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നോട്ട് കറക്റ്റ് ഏതാണ്? സി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇതിൽ അമീൻ ആൽക്കൈൽ അമീൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ് ഗിവിംഗ് ആൽക്കഹോൾ. അത് അറൈലാമിൻ ആണെങ്കിൽ നമുക്കറിയാം ഡയസോഡിയം സോൾട്ട് ആണ് ഫോം ചെയ്യുക. then aniline does not undergo Friedel-Crafts reaction. Friedel-Crafts one of the reagent anhydrous aluminum chloride ആണ്. ഈ aluminum chloride Lewis acid ആണ്. Aniline എന്നതൊരു Lewis base ആണ്. So there will be Lewis acid base interaction. There is no substitution. That's why aniline does not undergo Friedel-Crafts reaction. Why? Aniline acts as Lewis base. And one of the Friedel-Crafts reagent is aluminum chloride, which is acting as Lewis acid. So there is only Lewis acid base interaction. There is no electrophilic substitution. Okay. Anyway, option C ആണ് ഇവിടുത്തെ ആൻസർ വരിക. Now question number 115. Question number 115. The increasing order of extent of hydrogen bonding of alkyl ammonium ions. Hydrogen bonding extent. ഇതും NCERT-യിലേക്ക് കൊടുത്തിട്ടുള്ളതാണ്. അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്തും സൊല്യൂബിലിറ്റി പറയുന്ന സമയത്തൊക്കെ പറയുന്ന ഒരു ടേമാണെന്ത്, വാട്ടറുമായിട്ടുള്ള സോൾവേഷൻ എന്ന് പറയാം. സോൾവേഷൻ. ഇവിടെ R2NH2 RNH3+ എന്ന് പറയുമ്പോൾ നൈട്രോജൻ്റെ 4 വാലൻസികളിൽ 3 NHകളാണ്. 4 വാലൻസി എന്നല്ല, ഇവിടെ ആൽക്കൈൽ അമോണിയം അല്ലേ, അപ്പോൾ 4 ബോണ്ട് അതിലുണ്ടായിരിക്കും. 3 NH പോളാർ ബോണ്ട്സാണ്. സോ അവർക്ക് 3 ഹൈഡ്രജൻ ബോണ്ട് 3 NH ബോണ്ട് ത്രൂ എന്ത് ചെയ്യാൻ അവർക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അതേസമയം R2NH2 എന്ത് വരുന്നുള്ളൂ, R2NH2 അവിടെ 2 ആൽക്കൈലാണ്, 2 ഹൈഡ്രജൻ വരുന്നത്. സോ അവിടെ 2 എന്തിന് പോസിബിലിറ്റി ഉള്ളത്, അസോസിയേറ്റ് ഉള്ള 2 NH ബോണ്ട് അസോസിയേറ്റ് ഉള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളൂ. പിന്നെ R3NH ആവുന്ന സമയത്തോ R3NHലോ 3 ആൽക്കൈൽ, 1 മാത്രമാണ് NH അസോസിയേഷൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഒരേ ഒരു NH ബോണ്ട് വരുന്നുള്ളൂ. സോ മോർ എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷൻ ഇസ് അബ്സർവ്ഡ് ഇൻ ദ കേസ് ഓഫ് ആൽക്കൈൽ അമോണിയം ഫോംഡ് ബൈ പ്രൈമറി അമീൻ. ഓക്കെ, ദാൻ സെക്കൻഡറി ദാൻ ടെർഷ്യറി. ഓപ്ഷൻ എ is the answer, the extent of hydrogen bonding. So which is more soluble? Primary means more soluble. Okay, primary means more solvated. Okay, now 116. The conversion of benzene diazonium chloride into bromobenzene by treating with benzene diazonium chloride N2Cl into bromobenzene by treating with HBr in presence of copper. Cu and HBr, Cu plus HBr, it's called direct statement. Gutterman's reaction, Gutterman Sanmer എങ്ങനെയാ, Cu copper halide Cu2Br2 and HBr. Sanmer മാറിയിട്ടുണ്ടാകില്ലല്ലോ അല്ലേ. ഓക്കെ, ഇറ്റ് ഈസ് ഗട്ടർമാൻസ് റിയാക്ഷൻ ആണ്. കോപ്പർ ആൻഡ് HBr ഏതുവരെ ഗട്ടർമാൻ റിയാക്ഷൻ. ഇത് ഹാലോ ആൽക്കൈനിലും പഠിച്ചിട്ടുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് അറൈൽ ഹാലൈഡ്സ്. അതുപോലെ തന്നെ അമീൻസിലും എന്ത് കാണാം, ഈ റിയാക്ഷൻ കാണാം. ഡയസോണിയം സാൾട്ടിൻ്റെ റിയാക്ഷൻസ് ആയിട്ട് കാണാം. റീപ്ലേസിങ് ദ അസോപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻസിൽ സാൻമേർ, ഗട്ടർമാൻ റിയാക്ഷൻ വിത്ത് KI, റിയാക്ഷൻ വിത്ത് KCl, ഒരുപാട് റിയാക്ഷൻസ് കാണാൻ കഴിയും. സോ ഹിയർ ഇറ്റ് ഈസ് ഗട്ടർമാൻസ് റിയാക്ഷൻ. ഇനി 117. Which one of the following statement is true with regard to glucose? ഇതിലേതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? ഇവിടെ ഇറ്റ് ഗിവ്സ് ഷിഫ്റ്റ് ടെസ്റ്റ്. ഇവിടെ ഗ്ലൂക്കോസിലെ ബയോമോളിക്യൂളിൽ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചേഴ്സ്, ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എലിസിഡേറ്റ് ചെയ്തതിന് ശേഷം ആ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൻ്റെ കുറേ ഫെയിലിയേഴ്സ് പറയുന്നുണ്ട്, കുറേ ഡിമെറിറ്റ്. ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ വിത്ത് ഫ്രീ CHO ഗ്രൂപ്പ് ഉണ്ട്.
അപ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൺക്ലൂഷനായിട്ടാണ് നമ്മൾ റിംഗ് സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് വന്നപ്പോൾ ആ ലിമിറ്റേഷൻസിന് റിപ്ലൈ വേണ്ടേ, അതിനൊരു സൊല്യൂഷൻ വേണ്ടേ, ആ സൊല്യൂഷൻ ആയിരുന്നു അതിൻ്റെ ഒരു റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ആ ലിമിറ്റേഷൻസിൻ്റെ ഭാഗമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഗീവ്സ് ഷിഫ്റ്റ് ടെസ്റ്റ്, തെറ്റാണ്. ഗ്ലൂക്കോസ് ഡസ് നോട്ട് ആൻസർ ഷിഫ്റ്റ് ടെസ്റ്റ്. ഓപ്പൺ ചെയിനിൽ CHO ഉണ്ട്, CHO ഗ്രൂപ്പ് കാണിക്കുന്ന ടെസ്റ്റാണ് ഷിഫ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഓപ്പൺ ചെയിനിൽ CHO ഉണ്ടായിട്ടും ഗ്ലൂക്കോസ് എന്ത് കാണിക്കാറില്ല, ഷിഫ്റ്റ് ടെസ്റ്റ് കാണിക്കാറില്ല. അതുകൊണ്ടാണ് സൈക്ലിക്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് CHO ഗ്രൂപ്പിന് റിങ്ങൾ എൻഗേജ് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ A തെറ്റാണ്. ഇറ്റ് ഫോംസ് അഡീഷൻ പ്രൊഡക്റ്റ് വിത്ത് സോഡിയം ബൈസൾഫൈഡ്. ഇറ്റ് അഗെയിൻ നോട്ട് ട്രൂ ആണ്. ഇറ്റ് കാൻ നോട്ട് ഫോം അഡീഷൻ പ്രൊഡക്റ്റ് വിത്ത് സോഡിയം bisulfite. Normally all aldehydes and ketones can form addition product with sodium bisulfite, but the glucose failed. Okay. Now its pentaacetate does not react with hydroxylamine. It is true. This is one of the limitation. This is the correct limitation idane. അപ്പോൾ 3 ലിമിറ്റേഷനിൽ ഒന്ന് does not react with the Schiff's base or a Schiff's does not answer Schiff's test, then does not form addition product with sodium bisulfate, and its pentaacetate does not react with hydroxylamine. Okay, അപ്പോൾ ഇതിൽ A തെറ്റാണ്, B തെറ്റാണ്, C is the correct observation. And it does not undergoes beta-rotation അല്ല, glucose undergoes beta-rotation. It's a ring form. Alpha and beta forms are there. Alpha form can undergo ring opening in solution, which further undergoes ring closing and forms beta. So alpha beta equilibrium existence. Alpha into beta exchange transformations are also available for glucose. That's why they show muta-rotation. Okay, beta form of glucose is obtained by crystallization of concentrated solution of glucose at 303. തെറ്റാണ്, അത് ആൽഫയാണ്. ബീറ്റ 371 കെൽവിലാണ്. അതും NCERT റിട്ടേൺ ഡാറ്റയാണ്. പ്യുവർ NCERT ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ C ആണ് ആൻസർ. നൗ 118 ഫൈബ്രസ് പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ മസിൽസ് ഈസ്. അഗെയിൻ ബയോമോളിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. ഫൈബ്രസ് പ്രോട്ടീൻ, കെറാറ്റിൻ ഫൈബ്രസ് ആണ്, ബട്ട് ഹെയർ ആണ്. ആൽബുമിൻ ഗ്ലോബുലാർ ആണ്. ഇൻസുലിൻ ഗ്ലോബുലാർ ആണ്. മയോസിൻ ആണ് എന്ത് വരിക, മസിൽ വരുന്ന പ്രോട്ടീൻ വരുന്നത്. ഫൈബ്രസ് പ്രോട്ടീൻ മയോസിൻ ആണ്. കെറാറ്റിൻ ഫൈബ്രസ് ആണ്, ബട്ട് ഹെയർ ആണ്. Then albumin and insulin globular ആണ്. Myosin fibrous and in muscle. Now 119 the drug used to inhibit enzymes which catalyze the degradation of noradrenaline. Noradrenaline degradation catalyze ചെയ്യുന്ന enzyme. Noradrenaline ലെവലിൽ കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡിപ്രഷൻ എന്ന് പറയും. സോ ഡിപ്രസ്ഡ് ആവുള്ള റീസൺ എന്താണ്, നോർഅഡ്രിനാലിൻ്റെ ലെവലിൽ കുറയുന്നത് കൊണ്ടാണ് ആളുകൾ ഡിപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ അതിനെ കാറ്റലൈസ് നോർഅഡ്രിനാലിൻ്റെ ഡിഗ്രഡേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമില്ലേ, ആ എൻസൈമിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ, എൻസൈമിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഇല്ലേ. ഓക്കെ, അത് നമ്മൾ അതിൻ്റെ ഡ്രഗിൻ്റെ ആക്ഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻ ഏതാണെന്നാണ് ചോദിച്ചത്. നോർഅഡ്രിനാലിൻ്റെ ഡിഗ്രഡേഷൻ വഴി ഉണ്ടാകുന്ന പ്രോബ്ലം എന്താ, ഡിപ്രഷനാണ്. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ ഏതാ വേണ്ടത്, ആൻറ്റി ഡിപ്രസൻസ് ആണ് യൂസ് ചെയ്യുക. These antidepressants will block the enzyme that degrade noradrenaline. So in these, which one is antidepressant drug? It is phenelsin and iproniazid ആണ് antidepressants വരിക. പ്രോണ്ടോസിൽ ആൻറ്റിബയോട്ടിക്കിലാണ് വരുന്നത്, ആൻറ്റി ബാക്ടീരിയലാണ്. സിമിറ്റഡിൻ ആൻഡ് റാനറ്റഡിൻ ഒക്കെ ആൻറ്റാസിഡ്സ് ആണ് വരുന്നത്. ടെർഫിനാഡിൻ ആൻറ്റി അലർജിക് മെഡിസിൻ ആണ്. ക്ലോറാംഫെനിക്കോൾ ആൻറ്റിബയോട്ടിക് മെഡിസിൻ ആണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ, phenelsin. Okay. ഇനി question number 120. The gas which is major contributor to global warming. That is chapter number 14 environmental chemistry +1 ഏതാണ്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മേജർ കോൺട്രിബ്യൂട്ടർ ആരാണ്, ഇറ്റ് ഈസ് CO2. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, എല്ലാവരും നല്ലപോലെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞില്ലേ. ഓക്കെ, ദെൻ ബൈ.
ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു കീം എക്സാമിനേഷൻ മാത്തമാറ്റിക്സ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ 1 കടക്കുകയാണ്. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ -4, 2 tends to r given by the f of x equal to √16 minus s square. Then the range of the function f is. നോക്കൂ, ഇത് നമ്മൾ റേസ് ലിമിറ്റിൽ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഴുതാം √16 minus s square. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആണ് ചോദിച്ചത്. എന്താണോ ഇതിൻ്റെ ഡൊമൈൻ ഓർക്കുന്നുണ്ടോ? യെസ്, ശ്രദ്ധിച്ചോളൂ. -4 to 4 ആണ് ഇതിൻ്റെ ഡൊമൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടും നോക്ക്? 16 minus 4 square. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 minus 16, 0 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് 0 കൊടുത്ത് നോക്കാം. 0 കൊടുത്ത് നോക്കിക്കോളൂ. 0 കൊടുത്തു കഴിഞ്ഞാൽ 16 minus 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിട്ടും. Therefore ഓപ്ഷൻ ഈസ് സി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് വേർഷൻ കോഡ് ബി ആണ്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, എല്ലാവരും B1 ക്വസ്റ്റൻ ആണ് നോക്കേണ്ടത്. നിങ്ങളുടെ പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ടാകും. ക്വസ്റ്റൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. Therefore ഫസ്റ്റ് ക്വസ്റ്റൻ ഓപ്ഷൻ ഈസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. Then next question. Let f of x equal to s square, g of x equal to √9 plus x. Then the value of f of g minus g of f 4 കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോളൂ, സിമ്പിൾ ആണോ ഇത്? f of g of 4 minus g of f of 4, that is equal to f of g of 4 minus g of f of 4. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരെ വിഴുങ്ങുന്നു? ജീനെ വിഴുങ്ങുന്നു. എഫ് എങ്ങനെ ജീനെ വിഴുങ്ങുന്നു നോക്കൂ. എസ് സ്ക്വയർ അല്ലടോ? യെസ്, 9 + x the whole square മൈനസ് ജി എഫിന് വിഴുങ്ങുന്നു. √9 × s സ്ക്വയർ. എക്സിൻ്റെ വാല്യൂ റൂട്ട് പോയി കഴിഞ്ഞാൽ 9 + x കിട്ടും. √9 + s സ്ക്വയർ. നിങ്ങൾ ഇനി എക്സിന് വാല്യൂ കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ എത്രയാണ് നോക്കിക്കോളൂ. എക്സിൻ്റെ വാല്യൂ 4 അല്ലേ? നോക്കണോ, 9 + 3 മൈനസ് √9 + s സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 13 മൈനസ് √25. 13 minus 5, that is equal to എത്ര നോക്ക്? 13 minus 5. D is correct answer. Option is D. ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ സെറ്റാണ് ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ? n of a complement union b complements equal to n of a intersection b complement by D Morgan's law. എങ്ങനെ എഴുതാതെ നമുക്കിത്? യെസ്, n of u minus n of എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിക്കൂടെ? എന്താണ് n of u എന്ന് പറഞ്ഞാൽ? 63 minus 8. എത്രയാണോ 63 minus 8 എന്ന് പറയുമ്പോൾ കിടന്ന ആൻസർ 55. ഓപ്ഷൻ ഈസ് ബി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബോക്സ് എക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ നോക്കൂ, ബോക്സ് -4.6 തൊട്ടു താഴെയുള്ള ഇൻറ്റിജർ, ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ബോക്സ് 2.7 തൊട്ടു താഴെയുള്ള ഇൻറ്റിജർ 2. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? 4ൻ്റെ ആൻസർ ഈസ് എ ഈസ് കറക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൈനറി ഓപ്പറേഷൻ. നോക്കൂ, ഫോർ 2 പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് m and n, എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഈസ് ഡിഫൈൻഡ് ബൈ m star n is equal to m plus n/3. കണ്ടുപിടിക്കേണ്ടത് 7/2 star 5/2, that is equal to m plus n. 7/2 plus 5/2 divided by 3. 7 plus 5, 12/2 divided by 3. That is equal to 6/3. That is equal to 2. Therefore, option is C is correct answer. The next question. ശ്രദ്ധിച്ചോളൂ. Let the function f from r to r, f of x equal to 7 minus 3x. ഇതൊക്കെ വെരി സിമ്പിൾ. ഇത് 1 ഫംഗ്ഷൻ ആണോ അതുപോലെ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. 7 minus 3x ഈസ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 7. ഡ്രോ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, ഇന്റർസെക്റ്റ് ഓൺലി 1 പോയിന്റ്. Therefore ഫംഗ്ഷൻ ഈസ് 1, 1 ആൻഡ് ഓൺ ടു. ഓപ്ഷൻ ഈസ് ഡി ഈസ് കറക്റ്റ് ആൻസർ. ഇതാണ് കേരള എൻട്രൻസ് എക്സാമിനേഷൻ. ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റിൽ താഴെ നമുക്ക് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ഈ റിലേഷൻ നിങ്ങൾ എങ്ങനെ നോക്കൂ? r is equal to 0, 0, 1, 1. സെറ്റ് കണ്ടെയ്ൻ എലമെൻറ്റ്സ് ഈസ് 0, 1, 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതിക്കൂടെ? ശ്രദ്ധിച്ചോളൂ, റിഫ്ലക്സീവ് ആണ്. നോക്കൂ, 0, 0 ഉണ്ട്, 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് എന്താണെന്ന് പറയാം? റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. ഇത് സിമെട്രിക് ആണെന്ന് നോക്ക്. അല്ല, സിമെട്രിക് ആവില്ല. കാരണം 1, 2 ഉണ്ട്. തിരിച്ചെന്തില്ല? 2, 1 ഇതിനകത്തുണ്ടോ? ഇല്ല. ഇത് സിമെട്രിക് അല്ല.
ഇത് ട്രാൻസിറ്റീവ് ആണ്, നോക്ക് ചെക്ക് ചെയ്തോളൂ. 0,1 ഉണ്ട്, 1,2 ഉണ്ട്, 0,1 ഉണ്ട്, 1,2 ഉണ്ട്, 0,2 ഇതിനകത്തുണ്ടോ? ഇല്ല. ഇത് ട്രാൻസിറ്റീവും അല്ല. അപ്പം നമുക്ക് ആൻസർ പറഞ്ഞൂടെ? എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ഈസ് എ ഈസ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Z1, Z2, Z3, three distinct points of complex numbers such that segment joining Z1 and Z2 perpendicular to the segment joining Z1 and Z3. അപ്പോൾ നോക്കണോ, ഇത് വളരെ സിമ്പിളാണ്. പറയുന്നുണ്ട് പെർപെൻഡിക്കുലർ ആണ് പറയുന്നുണ്ട്. ഒരു പോയിന്റ് Z1 that is equal to Z1 Z2. This point is Z3. ഓടോ mod Z1 minus Z2 is given, that is equal to 5. Mod Z1 minus Z3 12. Okay, by using Pythagoras theorem, that is equal to 12 square plus 5 square is equal to root of 11. Yes, 144 plus 25, that is equal to 169. That is equal to 13 is the correct answer. Therefore, 8th question is option is C. Clear? അടുത്ത question. Z by I is equal to 11 minus 13 I ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Z is equal to എന്ത് എഴുതാം? 11 minus 13 I into I എന്ന് കൊടുക്കാം. That is equal to Z is equal to 13 plus 11 I എന്ന് കിട്ടും. Z plus Z bar ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13 plus 11 I plus 13 minus 11 I. 13 plus 13 is equal to answer is 26. നോക്കണോ, option is D is correct answer. The next question. Alpha is equal to 2 minus 3i be a roots of the equation. ഒരു റൂട്ട് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ മറ്റേ റൂട്ട് നമുക്കറിയാം അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. ആൽഫ is equal to 2 minus 3i, ബീറ്റ is equal to 2 plus 3i. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഷോർട്ട് കട്ട് ഉണ്ട് മക്കളെ. ആൽഫ പ്ലസ് ബീറ്റ ദോൾ സ്ക്വയർ മൈനസ് എന്തെഴുതാം നമുക്ക്? 2 ആൽഫ ബീറ്റ. എത്രയാണ് ആൽഫ പ്ലസ് ബീറ്റ? 4 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ. Come on everybody, 4 plus എത്ര കിട്ടും? 9. That is equal to 16 minus 4 plus 9 is 30. 13 into 2 is equal to 26. That is equal to answer is minus 10. 10th question is E is correct answer. അപ്പോൾ നോക്കൂ, വളരെ ലളിതകരമായിട്ടാണ് നമുക്ക് കീം ഈ വർഷം നിങ്ങളെ കാത്തിരുന്നിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Z is equal to 2 minus I root 3. മോഡ് സെഡിലെ ഇതെന്താ എടുപ്പടാ? മോഡ് സെഡ് ഓൾ റേസ് ടു 4 എന്ന് എഴുതി കൂടെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മോഡ് സെഡ് നിങ്ങൾ കണ്ടുപിടിക്കാം. 2 minus I root 3. Come on everybody. 4 plus 3. That is equal to root 7. Come on. root 7 all raised to 4. That is equal to എന്ത് എഴുതാം നമുക്ക്? 7 square. Congratulations. 49 is the correct answer. Option is D. 11th question. Option is D. അടുത്ത question. 12th question ശ്രദ്ധിച്ചോളി. ഇമാജിനറി പാർട്ടിലെ ചോദിച്ചത് ഒന്നുമില്ല മക്കളെ. Z is equal to 2 plus I divided by 3 minus I. നമുക്കതിന് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. 2 plus എന്ത് കൊടുക്കാം നമുക്ക്? 2 plus ശ്രദ്ധിച്ചോളും. Z is equal to 2 plus I divided by 3 minus I ഇൻറ്റു എന്ത് ചെയ്യണം? 3 plus I divided by 3 plus I. താഴെ എത്ര വരിക? 9 plus 1 10 കിട്ടും. അതൊക്കെ നമുക്ക് അറിയാം. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്താണോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 6 വരും മുകളിൽ ഫസ്റ്റ് ടേം. 2i വരും നെക്സ്റ്റ് ടേം. 3i വരും -1. എന്താണ് നമ്മളോട് ചോദിച്ചത്? ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഇതിലെവിടെ ഇമാജിനറി പാർട്ട്? ഈ ഒരു പോർഷൻ അല്ലേ? 5i ഡിവൈഡഡ് ബൈ 10. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് എഴുതാം? 1/2i. Therefore imaginary part is 1/2. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കോളൂ. യെസ്, ഓപ്ഷൻ ഈസ് സി ഈസ് കറക്റ്റ് ആൻസർ. The next question, number 13. Area of the triangle on the complex plane formed by the points Z, Z plus IZ, IZ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. ഹാഫ് ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ ഇല്ലിടും. ദ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉപയോഗിച്ചാൽ പോരെ. ഇവിടെ നമുക്ക് സെഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് Z എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 128. ക്ലിയർ ആയി നോക്കൂ എല്ലാവരും. അങ്ങനെയാണെങ്കിൽ മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? 128 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? മോഡ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു
256 mod z is equal to നമുക്ക് എന്ത് ആൻസർ എഴുതാം? യെസ് 16 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഈസ് പി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ z is equal to എഴുതിക്കോളൂ മക്കളെ. p plus 2i divided by p minus i. ഇവിടെ പറയുന്നുണ്ട് p greater than 0 that is equal to 1/2. then the value of p ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം ഇതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. p plus i divided by p plus i. ഇനി ശ്രദ്ധിക്കണം, റിയൽ പാർട്ട് തന്നിട്ടുണ്ട് 1/2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p സ്ക്വയർ വരും. അടുത്ത ടേം എത്ര വരിക? pi. അടുത്ത ടേം 2pi മൈനസ് 2 ഡിവൈഡഡ് ബൈ p സ്ക്വയർ പ്ലസ് 1. ഇതിൽ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ p സ്ക്വയർ മൈനസ് 2 ഡിവൈഡഡ് ബൈ p സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1/2. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 2p സ്ക്വയർ മൈനസ് 4 ഇസ് ഈക്വൽ ടു p സ്ക്വയർ പ്ലസ് 1 കിട്ടും. ഇനി നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്തുകൂടെ? കമോൺ, p സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ദാറ്റ് ഇസ് ഈക്വൽ ടു p ഇസ് ഈക്വൽ ടു √5. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. സി ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ √-25 ഈസ് 5i. ഇതെത്ര കിട്ടും? √-4 ഈസ് 2i ദാറ്റ് ഇസ് ഈക്വൽ ടു 6i. √-9 ഈസ് 3i ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? യെസ് 6i. 6 plus 6 12 plus 5 that is equal to 17. option is E is correct answer. the next question number 16. ഇത് നിങ്ങൾക്കൊരു ട്വിസ്റ്റിംഗ് ആയൊരു ക്വസ്റ്റൻ ആയിരിക്കും. ടേണിംഗ് പോയിന്റ് ഓഫ് ദിസ് കേരള എൻട്രൻസ് എക്സാമിനേഷൻ ക്വസ്റ്റൻ, റാങ്ക് പ്രെഡിക്റ്റഡ് ക്വസ്റ്റൻ കൂടിയാണ്. ശ്രദ്ധിച്ചോളൂ. സിഗ്മ k is equal to 5 to 36 1/k² minus k. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ k² മൈനസ് k എന്ന് പറഞ്ഞാൽ k ഇൻറ്റു k മൈനസ് 1 അല്ലേ? അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിച്ചോളൂ. 1/k മൈനസ് 1/k മൈനസ് 1 പറ്റുമോ നോക്കൂ. അത് വേണ്ട. ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് വരും. നോക്കിക്കോളൂ. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1/k മൈനസ് 1 1/k. ഇത് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റിൽ നോക്ക്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ k മൈനസ് 1 ഡിവൈഡഡ് ബൈ k ഇൻറ്റു k മൈനസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/k ഇൻറ്റു k മൈനസ് 1. അപ്പോൾ അത് ഉപയോഗിക്കാം. സിഗ്മ k is equal to 5 to 36 1/k into k minus 1. ഓക്കെ, നമുക്ക് ആ റിസൾട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ k is equal to 5 to 36 1/k minus 1 1/k. സിമ്പിൾ ഡിഷ്. kക്ക് നമ്മൾ 5 കൊടുത്താൽ 1/4 മൈനസ് 1/5. അടുത്തത് 1/5 മൈനസ് 1/6 എക്സെട്ര 1/35 മൈനസ് 1/36. ഈ ടേം എല്ലാം ക്യാൻസൽ ആവും. ലാസ്റ്റ് ആൻസർ 1/4 മൈനസ് 1/36 എന്ത് കിട്ടും? 36 മൈനസ് 4 32 ഡിവൈഡഡ് ബൈ സിംപ്ലിഫിക്കേഷൻ നോക്കണം, ശ്രദ്ധിക്കണം. 1/, ഇവിടുത്തെ 4 ഇൻറ്റു 36. അതും നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എത്ര വരും? 32 ഡിവൈഡഡ് ബൈ 4 8/36. 4/ എന്ത് കൊടുക്കാം? 18 ദാറ്റ് ഇസ് ഈക്വൽ ടു 2/9. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 16 സി ഈസ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 17. It is an arithmetic progression. A1, A2, etc. an. First term is 3. Last term is 39. Sum കണ്ടുപിടിക്കാനുള്ള ഫോർമുല Sn is equal to n/2 into first term plus last term. അത് തന്നിട്ടില്ലടോ. 210 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളും. n/2 into first term 3 plus 39 is equal to 210. That is equal to n/2. That is equal to 39. ലാസ്റ്റ് ടൈം എത്ര? 39 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 39 പ്ലസ് 3 42 is equal to 210. ഇവിടെ ക്യാൻസൽ ചെയ്താൽ 21. n is equal to 210 divided by 21. Therefore option is B is correct answer. Okay, the next question ശ്രദ്ധിക്കണം. number is 18. n is equal to 1 2 3 etc. nth term of AP is given. a plus n minus 1 into d is equal to എഴുതാം 305. എത്രയാണ് എൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്? 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി തന്നിട്ടുണ്ടല്ലോ 3. ദാറ്റ് ഇസ് ഇക്വൽ ടു 305. n മൈനസ് 1 ഇൻറ്റു 3 ഇസ് ഇക്വൽ ടു 300. ദാറ്റ് ഇസ് ഇക്വൽ ടു n മൈനസ് 1 ഇസ് ഇക്വൽ ടു 100. n ഇസ് ഇക്വൽ ടു 101. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. എ ഈസ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 19. ഫസ്റ്റ് ടേം ഓഫ് ജി പി ഈസ് 1. എ ഇസ് ഇക്വൽ ടു 1. നമുക്കറിയാം a, AR,
AR square കോമ AR ക്യൂബ് കോമ AR raised to 4. ഇതാണ് നമ്മളെ GPയുടെ സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം 1 ആണ്. തേർഡ് ടേം എങ്ങനെ എഴുതാം? AR സ്ക്വയർ പ്ലസ് ഫോർത്ത് ടേം ഈസ് AR raised to 4 is equal to തന്നിട്ടുണ്ട് 90. എൻ്റെ വാല്യൂ 1 കൊടുത്താൽ R സ്ക്വയർ പ്ലസ് R raised to 4 is equal to 90. R raised to 4 plus R square is equal to അല്ലെങ്കിൽ minus 90 is equal to 0. We choose R square is equal to X. S square plus X minus 90 is equal to 0. എന്ത് ചെയ്യാം? മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ്. X plus 10 into X minus എന്തെഴുതാം? 9 is equal to 0. X equal to minus 10. X equal to 9. മൈനസ് 10 പോസിബിൾ ആണോ? ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഒരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. X equal to 9, that is equal to R square is equal to 9, R is equal to 3. Option ഉണ്ടോ നോക്കൂ. Option is C is correct answer. The next question. In a AP, difference between the last and first term is 632. Common difference is 4. Number of terms. നോക്കൂ, ലാസ്റ്റ് ടേം എങ്ങനെ എഴുതാം? A plus n minus 1 into D. ഫസ്റ്റ് ടേം എത്ര എഴുതാം നമുക്ക്? A. അത് തന്നിട്ടുണ്ട് 632 ആണ് തന്നിട്ടുണ്ട്. ഈ എയും ക്യാൻസൽ ചെയ്തു. n minus 1 into ഡീൻ്റെ വാല്യൂ നമുക്ക് 4 കൊടുക്കാം. 632. അപ്പോൾ നമുക്ക് 632 ഡിവൈഡഡ് ബൈ 4 എത്ര നോക്കൂ? 1. ദാറ്റ് ഇസ് ഇക്വൽ ടു 4. ദാറ്റ് ഇസ് ഇക്വൽ ടു എന്ത് എഴുതാം? 23. എന്ത് എഴുതാം? ഓക്കെ 20. ദാറ്റ് ഇസ് ഇക്വൽ ടു 32. ദാറ്റ് ഇസ് ഇക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? 8. Therefore n minus 1 is equal to 158. n is equal to 159. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. D is correct answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഈസ് 21. 10th ടേം ഈസ് 15. A പ്ലസ് എന്തെഴുതാം? 9D is equal to 15. 12th ടേം ഈസ് A പ്ലസ് 11D is equal to 21. ഓക്കെ 2D is equal to എന്ത് കിട്ടും നമുക്ക്? 6. D is equal to നമുക്ക് എന്താ കിട്ടും നോക്കൂ? 3. ഇതല്ലേ ചോദിച്ചത്? കോമൺ ഡിഫറൻസ് ആരോ ചോദിച്ചത്? ഓപ്ഷൻ ഈസ് E is correct answer. The next question. The first term of GP is 3 and the common ratio is 2. Then the sum of the first 8 terms of the GP. First term എഴുതിക്കോളൂ. A is equal to 3, R is equal to 2. Then the sum of the first 8 terms. എങ്ങനെ എഴുതാം? സം A into R raised to n minus 1 divided by R minus 1. 3 into 2 raised to 8 minus 1 divided by എന്തെഴുതാം? 2 minus 1. ക്ലിയർ? 2 raised to 8 എത്ര വരെ നോക്ക്? 256 minus 1. That is equal to 255 into 3. ഓക്കെ 765. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. D is correct answer. ഇനി ശ്രദ്ധിക്കണം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. പല കുട്ടികളും അല്ലേ ഈ ക്വസ്റ്റ്യൻ ചിലപ്പം അറ്റൻഡ് ചെയ്യാതിരിക്കാം, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവർക്ക് ചോദ്യത്തിൽ എന്തോ ഒരു അപാകത തോന്നിയിട്ടുണ്ടായിരിക്കും. എന്നാലും ശ്രദ്ധിക്കാം. എ COVID-19 വാക്സിനേഷൻ റെഡ്യൂസസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് COVID-19 ഇൻഫെക്ഷൻ ഫ്രം 0.4 to 0.1 in a city. 49% people are vaccinated. Then the probability that non-vaccinated person chosen at random in the city get COVID-19 infection is dash. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പല കുട്ടികൾക്കും ബേസ് തിയറം കടന്നു വരാൻ ചാൻസ് ഉണ്ട്. ഈ ബേസ് തിയറം കടന്നു വരികയാണെങ്കിലോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം. ബേസ് തിയറം കടന്നു വരുമ്പോൾ നിങ്ങളിതിലെ ഓപ്ഷനിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ തന്നെ ചോദ്യം ഇട്ടാൽ ബേസ് തിയറമാണ് ഉദ്ദേശിച്ചെങ്കിൽ അതൊരിക്കലും ഒരു മിനിറ്റിൽ തീരുകയുമില്ല. കാരണം P of E1 തന്നിരിക്കുന്നത് 45% ആണ്. P of E2 തന്നിരിക്കുന്നത് എത്ര ഉണ്ടാവും? 55%. അതുപോലെ നമുക്ക് എന്ത് ചെയ്താം? P of E2 എന്ന് പറയുന്നത് 0.4 എടുക്കാം. P of E1 എന്ന് പറയുന്നത് 0.1 എടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിലേക്കുള്ള നമുക്ക് ഓപ്ഷൻ ഇവിടെ പോസിബിൾ അല്ല. നോട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. P of E2 into P of A given E2 divided by P of E1 into P of A given E1 plus P of A given E2. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനിൽ എത്തിച്ചേരാൻ റിസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ചോദ്യം ഇട്ടാൾ എന്തോ ഒരു സിമ്പിൾ ടെക്നിക്ക് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പറയാം. ഈ 45 പേരിൽ 0.4 to 0.1 ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? 55%. അപ്പോൾ ഈ 55%ൻ്റെ ശ്രദ്ധിച്ചോളൂ എത്ര കണ്ടാൽ മതി? 0.4.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം അല്ലേ, നിഗമനത്തിൽ വേണമെങ്കിൽ എത്തിച്ചേരാം. ഓപ്ഷൻ ഈസ് ഡി ഈസ് കറക്റ്റ് ആൻസർ എന്ന് എഴുതിക്കോളൂ. ഓപ്ഷൻ ഈസ് ഡി 0.22. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് എസ് കമ്മിറ്റി 3 women 5 men. ഇതെല്ലാവർക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് 8 men ആണ്. ഇവിടെയാണ് 8 എഴുതേണ്ടത്, ഇവിടെയാണ് 5 എഴുതേണ്ടത്. പല ആളുകളും ഈ ഓർഡർ നേരെ എഴുതിയിട്ടുണ്ടാവും, വുമൺ മെൻ അല്ലേ, നേരെ തിരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, 8 തിരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 8C5 ഇൻറ്റു, ശ്രദ്ധിച്ചോളൂ, 5C3. എങ്ങനെ 8C5 എഴുതാം, 8C3 ഇൻറ്റു 5C2. 8C3 കാണാൻ ടെക്നിക്ക് അറിയാലോ, 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5C2 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ദീസ് ടേം ഈസ് ക്യാൻസൽ. അപ്പോൾ നോക്കൂ, 7 ഇൻറ്റു 8 എത്ര വരിക, 56. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എത്ര ഉണ്ട്, എത്ര നോക്ക്, 20 വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. ഓക്കെ, നോക്കാം. 8C3ൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, 5C2. 8 ഇൻറ്റു, ഓക്കെ, ഇവിടെ നമുക്ക് 8C5 അല്ല 8C3. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇത് ക്യാൻസൽ ചെയ്തു. 8 ഇൻറ്റു 7 എത്ര വരിക, 56. പിന്നെ നമുക്ക് 5, ഇവിടെ 2 കട്ട് ചെയ്യാനുണ്ടായിരുന്നു. യെസ്, 2 കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫാക്ടോറിയൽ ഈസ് 2. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, 56 ഇൻറ്റു 10. യെസ്, 560 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. യെസ്, സി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, 24th ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഈസ് 25. എ സെറ്റ് കണ്ടെയ്ൻ 9 elements. Then the number of subset of the set which contain at most 4 elements. ഇത് 2 മെത്തേഡ് ചെയ്യാം. ഒന്ന്, 9C0 പ്ലസ് 9C1 പ്ലസ് 9C2 പ്ലസ് 9C3 പ്ലസ് 9C4. അറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ അതുവരെ. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, 2 raised to 2n. ഇവിടെ അറ്റ് മോസ്റ്റ് 4 elements അല്ലേ, 2 raised to 2 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 8. എത്രയാണ് 2 raised to 8ൻ്റെ വാല്യൂ, ശ്രദ്ധിച്ചോളൂ, 256. ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്, 256. ഓപ്ഷൻ ഈസ് ഡി ഈസ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്പർ ഈസ് 26. പി ആൻഡ് ക്യു ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. നോക്കൂ, പി പ്ലസ് ക്യു ഇൻറ്റു അല്ലേ, P2 is equal to 42, P plus Q, P2. That's a permutation. P minus Q, P2 is equal to 20. Then the value of P and Q respectively. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് പുട്ടി മെത്തേഡ് നോക്കാൻ നല്ലത്, സമയപരിമിതി മൂലം. നോക്ക്, 5 കൊടുത്തു കഴിഞ്ഞാൽ 5 minus 2 എത്ര വരിക, 3P2 ഒരിക്കലും 20 വരില്ല, ഇതൊരിക്കലും പോസിബിൾ അല്ല. പിന്നെ 7 എന്ന് പറയുമ്പോൾ 4P2 ഒരിക്കലും 20 വരില്ല. 6 1 നോക്കൂ, 6,1 7P2 that is equal to 7 into 6 equal to 42. 6 minus 1 5P2 that is equal to 5 into 4 എത്രയാടോ 20. അപ്പോൾ മാച്ച് ആവുന്ന ഓപ്ഷൻ കൊടുത്തൂടെ, 26 is D is correct answer. The next question, 27. The number of 3-digit numbers that can be formed 0 2 3 5 7. Repetition is allowed. 3-digit നമ്പർ വേണമെങ്കിൽ എത്ര ബോക്സ് വേണം, 3 ബോക്സ് വേണം. അപ്പോൾ നോക്ക്, 5 numbers, 5 into 5 into 5 എത്ര കിട്ടും, 125. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതെല്ലാം ആൻസർ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബോക്സിൽ 0 വന്നു കഴിഞ്ഞാൽ 5 into 5 അത് ഒഴിവാക്കണ്ടേ. ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ബോക്സിൽ 0 വന്നു കഴിഞ്ഞാൽ അത് 3-digit നമ്പർ ആയിരിക്കുമോ, ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, 25. സബ്ട്രാക്ട് 125 minus 25 that is equal to എത്ര കിട്ടുമോ, 100 is answer. Option is B. Clear. The next question, number is 28. ബൈനോമിയൽ തിയറം. നോക്കൂ, എന്താണ് TR+1 എന്ന് പറഞ്ഞാൽ, -1 all raised to R, NCR, A raised to N minus R, B raised to R. In the case of A plus B all raised to N പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇവിടെ നമ്മൾ ഏതാണ്, A minus B all raised to N. അപ്പോൾ നമുക്ക് നോക്കാം, -1 all raised to R 9CR
3s cube all raised to 9 minus r. b is s square all raised to r. x raised to 22 വരെ മാത്രം നോക്കിയാൽ മതി, വെറുതെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. 3 raised to 9 minus r, x raised to 27 minus 3r, x raised to 2r എന്ന് കിട്ടും. ക്ലിയർ ആയി നോക്കൂ. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ പോയിന്റ് കൊടുക്കണം. 3s ക്യൂബ് ഓൾ റേസ് ടു എത്രയാണ്? 9 മൈനസ് r ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ കൊടുക്കണം നോക്ക്. എക്സ് റേസ് ടു 27 മൈനസ് എത്രയാണ് കിട്ടുന്നത്? യെസ്, ശ്രദ്ധിച്ചോളൂ, 3r ഉണ്ട് 2r ഉണ്ട്. അപ്പോൾ നോക്കണം, ഇവിടെ നമുക്ക് 2r ആണുള്ളത്, ഇവിടെ 27 ഉണ്ട്, 3s ക്യൂബ് 3r. അപ്പോൾ 3r മൈനസ് ആറും വരും, നമുക്ക് 22 വരണടോ. യെസ്, ആറിന് കൊടുക്കേണ്ട വാല്യൂ ക്ലിയർ 5 അല്ലേ? എക്സ് റേസ് ടു 22 ആണ്, ആർ പ്ലസ് 1th ടേം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറിന് കൊടുക്കേണ്ട വാല്യൂ ഉറപ്പിച്ചോളി മക്കളെ, 28 ഈസ് ഓപ്ഷൻ ഈസ് സി ഈസ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എക്സിൻ്റെ പവർ 0 ആകുന്ന ടേംസ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടേം. നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആദ്യം ഞാൻ TR+1 എഴുതട്ടെ. 20CR എക്സ് റേസ് ടു 20 മൈനസ് ആർ 2/s ക്യൂബ് ഓൾ റേസ് ടു ആർ. ശ്രദ്ധിച്ചോളൂ, 20CR എക്സ് റേസ് ടു 20 മൈനസ് ആർ 2 റേസ് ടു ആർ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 3r. അപ്പോൾ എന്തെഴുതാം? 20CR 2 റേസ് ടു ആർ എക്സ് റേസ് ടു 20 മൈനസ് എത്ര പോകും നോക്ക്, 4r എന്നായിട്ട് മാറും. പുട്ട് r = 5 കൊടുത്താൽ എക്സിൻ്റെ പവർ തീർച്ചയായിട്ടും 0 കിട്ടും. ശ്രദ്ധിച്ചോളൂ, എക്സ് റേസ് ടു 0 വരും. പുട്ട് r = 5, 20C5 2 റേസ് ടു 5, 20C5 ഈസ് ആൾസോ റെപ്രസെൻറ്റഡ് ബൈ 20. ഇങ്ങനെ എഴുതി കൂടെ 2 റേസ് ടു 5. നോക്കണോ, ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കോളൂ. ഉണ്ട്, ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. യെസ്, നമ്മൾ മാസ്റ്റർ പീസ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നോക്കൂ. A+B തന്നിട്ടുണ്ട്. എ കണ്ടുപിടിക്കാൻ ഇത് ചെയ്യാത്ത ഒരു കുട്ടി പോലും ഉണ്ടാകില്ല, ഉറപ്പായിരിക്കും. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഫസ്റ്റ് ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ A= എന്തെഴുതാം? ശ്രദ്ധിച്ചോളൂ, B മൈനസ് ദാറ്റ് മെട്രിക്സ് 4 1 4 എന്തെഴുതാം? ശ്രദ്ധിക്കണം, 1 4 4 സിംപ്ലിഫൈ. B ഞാൻ കണ്ടു, 4 1 4 1 4 4 മൈനസ് എവിടെ നോക്കൂ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് നോക്കാം, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 0 -2 -1 0 3 0. 4 - 1 എത്രയിടും? 3. ഇവിടെ 1 വരും, 6 വരും, 3 1 6. യെസ്, ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ. ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, കേരള എൻട്രൻസ് എക്സാമിനേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നിലേക്ക് നീങ്ങുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 31. The value of the determinant 4 square 4 cube 3 square 3 cube 2 square 2 cube. ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നോക്കിക്കോളൂ. ആദ്യം 4 പുറത്തെടുത്തു ഫസ്റ്റ് റോയിൽ നിന്ന്, രണ്ടാമത്തെ റോയിൽ നിന്ന് ഞാൻ 3 പുറത്തെടുത്തു, മൂന്നാമത്തെ റോയിൽ നിന്ന് ഞാൻ 2 പുറത്തെടുത്തു. ബാക്കി വരുന്ന എലമെൻറ്റ്സ് നോക്കണം. 1 4 സ്ക്വയർ 1 3 സ്ക്വയർ 1 2 സ്ക്വയർ. ശ്രദ്ധിച്ചോളൂ, എവിടെയോ കണ്ട് പരിചയൊരു സാധനമാണത്. ഡിറ്റർമിനൻ്റ് ഓഫ് 1a സ്ക്വയർ 1b സ്ക്വയർ 1c സ്ക്വയർ. എന്തെഴുതാം? a-b ഇൻറ്റു b - c ഇൻറ്റു c - a. 4 × 3 12 × 2 24. ഇവിടെ ഞാൻ എ എന്തെടുത്തു? 4 എടുത്തു. ബി ഞാൻ എന്തെടുത്തു? 3 എടുത്തു. സി ഞാൻ എന്തെടുത്തു? 2 എടുത്തു. a - b 4 - 3 ഇൻറ്റു 3 - 2 ഇൻറ്റു 2 - 4. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 24 ഇൻറ്റു 1 ഇൻറ്റു എത്ര വരിക? 1 ഇൻറ്റു -2. അപ്പോൾ നോക്കാം എത്ര കിട്ടുന്ന ആൻസർ? -48. ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 32. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കാം, ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ പോരടോ.
അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. 1 ഇൻറ്റു എസ് സ്ക്വയർ എന്ത് വരും? -3 മൈനസ് 2 ഇൻറ്റു 0 പ്ലസ് എന്ത് എഴുതാം? 6 പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 2x ഈക്വൽ ടു 0. എസ് സ്ക്വയർ മൈനസ് 3 മൈനസ് 12 മൈനസ് 2x ഈക്വൽ ടു 0. എസ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ വരുന്ന നമ്മൾ ഓപ്ഷൻ നോക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഇതിന് മാച്ച് ആവുന്ന ഓപ്ഷനിലെ കണ്ടുപിടിക്കണല്ലേ? ഈ ഇൻറ്റു ചെയ്താൽ ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. x-5ഉം x+3യും കൊടുത്തൂടെ? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -15, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 മൈനസ് അല്ലേ, -2 അല്ലേ വരുന്നത്? നോക്കൂ. അങ്ങനെയാണെങ്കിൽ കറക്റ്റാണത്. x = 5 കിട്ടും, x = -3. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. എ ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 33. എ ബി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ന്യൂമറിക്കലാണ്. ന്യൂമറിക്കലാകുമ്പോൾ തെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. 5, 4 എ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. എ ഇൻവേഴ്സ് തരികയാണെങ്കിൽ നമുക്ക് ബി യിൽ കണ്ടുപിടിക്കേണ്ടത് ലെഫ്റ്റ് ഓപ്പറേഷൻ ഓഫ് ദി മെട്രിക്സ്. എന്ത് ചെയ്യണം? ഇവിടെയും എ ഇൻവേഴ്സ്, ഇവിടെയും നമ്മൾ എ ഇൻവേഴ്സ് കൊടുക്കുന്നു. എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണോ? ഐ അല്ലേ? ഐ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് 3 -2 -1 1. എന്താണ് നമുക്ക് അടുത്താൽ? 4 3 5 4. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങളെല്ലാവരും. ഐ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ആണ് കിട്ടുന്നത്. 3 × 4 12 -10. ഫസ്റ്റ് എലമെൻറ്റ് 2 കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നോക്കാം. 3 × 3 9 അല്ലേ? റോ ഇൻറ്റു കോളം, റോ ഇൻറ്റു കോളം, ദാറ്റ് ഇസ് ഇക്വൽ ടു 3 × 3 9 - 8 ദാറ്റ് ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ഇപ്പം തന്നെ നമുക്ക് ഓപ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. -4 + 5 1 -3 + 4 1. യെസ്, ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 33. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 34. വാട്ട് മീൻ ബൈ സിംഗുലാർ മെട്രിക്സ്? സിംഗുലാർ മെട്രിക്സ് ഈസ് ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താം. ഡിറ്റർമിനൻറ്റ് -2 1 0 3 4 1 -4 ലാംഡ 0. ഒന്ന് നോക്കൂ, നമുക്ക് ലാംഡയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നോൺ സിംഗുലാർ മെട്രിക്സ് ആകുമ്പോൾ എന്താണ് വരിക? സിംഗുലാർ മെട്രിക്സ് ആണ്, ഡിറ്റർമിനൻറ്റ് 0. നോൺ സിംഗുലാർ ആണെങ്കിൽ ലാംഡ നോട്ട് ഈക്വൽ ടു വിച്ച് ഓഫ് ദി ഫോളോവിങ് ഓപ്ഷൻ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. -2 ഇൻറ്റു 0 മൈനസ് ലാംഡ -1 ഇൻറ്റു ശ്രദ്ധിച്ചോളൂ 0 പ്ലസ് എന്ത് വരും? 4 വരും. അടുത്ത പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 0. അപ്പോൾ എന്ത് കിട്ടും നോക്ക്? 2 ലാംഡ -4 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? ഇവിടെ ചോദിച്ചത് ലാംഡ നോട്ട് ഈക്വൽ ടു ആണ്. ഓക്കെ, ലാംഡ നോട്ട് ഈക്വൽ ടു 2. നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ലാംഡ നോട്ട് ഈക്വൽ ടു. ഓപ്ഷൻ ഈസ് എ ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 35. ഇതാണോ? ഇത് ചില കുട്ടികളെ എക്സ്പാൻഡ് ആയിട്ട് ചെയ്യും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡീൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? യെസ്, പുട്ട് x ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് ഈസ് -1 2 1 2 -1 2 1 2 -1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡി അല്ലേ കിട്ടും? നോക്ക്, റൈറ്റ് സൈഡിൽ ഓരോ എലമെൻറ്റും എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ RHSൽ ഡി മാത്രമേ ഉള്ളൂ. ഇതൊന്നാണ്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 35 നോക്കണേ. -1 ഇൻറ്റു 1 - 4 -2 ഇൻറ്റു -2 -2 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 1. 1 - 4 ഈസ് -3. അപ്പോൾ +3 ആയി. -2 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും നോക്കണോ? -4 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 8. 4 + 1 ഈസ് 5. 8 + 5 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയോ നോക്കുക ആൻസർ? 16. ഓപ്ഷൻ ഈസ് ഇ ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 36. ഇതൊരു ട്വിസ്റ്റിംഗ് ആണ്.
ഇത് ഇനീക്വാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. -13 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഡെഫിനിഷൻ ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ എങ്ങനെ എഴുതാം? -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. -b ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. രണ്ട് സൈഡിലും എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എന്തെഴുതാം? എ പ്ലസ് ബി. കമ്പയറിങ് ദിസ് വൺ, എ മൈനസ് ബി ഈക്വൽ ടു -13, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 എന്നെഴുതി കൂടെ? 2a is equal to -13 പ്ലസ് 5 എത്ര ഉണ്ടാവും നോക്കണോ? -13 പ്ലസ് -8 a is equal to -4. എയുടെ വാല്യൂ -4 കിട്ടിക്കഴിഞ്ഞാൽ ബി കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 5. അപ്പോൾ നമുക്ക് എഴുതാം -4 പ്ലസ് എന്ത് കൊടുക്കാം? ബിക്ക് 9 കൊടുത്താൽ മതി. ഓപ്ഷൻ ഈസ് 36. ഓക്കെ, ബി ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. ഇതെന്താ നോക്കൂ? ലീനിയർ ഇനീക്വാലിറ്റി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 5 into 4x plus 6 less than 25x plus 10. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 20x പ്ലസ് എന്ത് ചെയ്യാം? 5 into 6 30. 25x പ്ലസ് 10 ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറുന്നുടോ? യെസ് 20. 25x അങ്ങോട്ട് പോകുമ്പോൾ എത്രയായിട്ട് മാറും? യെസ് 5x. 5x ഗ്രേറ്റർ ദാൻ 20. യെസ് ഗ്രേറ്റർ ദാൻ 4. ഓപ്ഷൻ ഉണ്ടോ നോക്കൂ? ഉണ്ട്. എ ഈസ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38. ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് വാല്യൂസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ദ ഇനീക്വാലിറ്റി. നോക്കൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? 9 - 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19 ആണ്. 19 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27. ഒരു ഇനീക്വാലിറ്റിയെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആകുന്നു. ഡിവൈഡഡ് ബൈ -3 -3 അപ്പോൾ നോക്ക് റിവേഴ്സ് ആവുന്ന ഉറപ്പാണല്ലോ. 19/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എന്തെഴുതാം? 9. 19/3 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? യെസ് നമുക്ക് ഒന്നുകൂടി എഴുതാം. -9 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -6 പോയിൻറ്റ് സംതിങ് വരും. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റിജർ ഏതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈക്വൽ ടു ഉണ്ടല്ലോ. -9 ഇത് 6 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ എത്ര വരും? -7. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ ഈസ് സി ഈസ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈസ് 39. ചാപ്റ്റർ നോക്കണം. സെറ്റ്. ഏതൊരു സെറ്റ് എഴുതുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്സെറ്റിന് നമ്മൾ സെറ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കാം. 1, π, 42√2 എന്തെഴുതാം? സെറ്റ് 1 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. പൈ ബിലോങ്സ് ടു എക്സ്. പൈ എന്ന് പറയുന്ന ആള് എക്സിലുണ്ടോ നോക്കൂ. പൈ ബിലോങ്സ് ടു എക്സ് ഉണ്ടോ നോക്കിക്കോളൂ. പൈ ബിലോങ്സ് ടു എക്സ്. യെസ് നമുക്കറിയാം. ബിലോങ്സ് ടു എഴുതുമ്പോൾ ഒരു കുഴപ്പമില്ല, സെറ്റ് ബ്രാക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റാണ്. 1 3 സെറ്റ് ബ്രാക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ സബ്സെറ്റ് എഴുതുമ്പോൾ സെറ്റ് ബ്രാക്കറ്റ് കൊടുക്കേണ്ടടോ. ഇവിടെ ഒരു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇത് ട്രൂ അല്ല എന്ന് മനസ്സിലായി. ഇനി 1, π ഈസ് ദ സബ്സെറ്റ് ഓഫ് എക്സ്. ഇത് കറക്റ്റാണല്ലോ. കാരണം 1ഉം πയും എക്സിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ സബ്സെറ്റ് എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ബ്രാക്കറ്റ് കൊടുക്കാറുണ്ട്? സെറ്റ് ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഈസ് 39 ഈസ് ഡി ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 40. ദ വാല്യൂ ഓഫ് തീറ്റ ഇൻ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 വിച്ച് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ സൈൻ തീറ്റ പ്ലസ് π/6 ഈക്വൽ ടു എന്തെഴുതാം? കോസ് തീറ്റ. കോസ് തീറ്റ നമുക്ക് റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സൈൻ തീറ്റയിലേക്ക് കൊണ്ടുപോകാം. ശ്രദ്ധിച്ചോളൂ.
സൈൻ തീറ്റ പ്ലസ് പൈ ബൈ 6. കോസ് തീറ്റയെ നമുക്ക് സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ, സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ശ്രദ്ധിക്കണം, തീറ്റ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവരൂ. 2 തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് പൈ ബൈ 6. ഓക്കെ, 2 തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് പൈ ബൈ 6 ഈക്വൽ ടു എന്ത് എഴുതാം? പൈ ബൈ 3. ദെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 6. ഓക്കെ, ഓപ്ഷൻ ഈസ് എ ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇനി 41 മുതലുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ ഇല്ലേ? ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നമ്മൾ കീം എക്സാമിൻ്റെ 41 ഓൺവേർഡ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ജയ സാറ് ഡിസ്കസ് ചെയ്തു. 41 ഓൺവേർഡ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇഫ് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 5 ദെൻ ദി വാല്യൂ ഓഫ് ടാൻ തീറ്റ ഈസ്. നമുക്കറിയാം, നോക്കൂ, കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്താ വരിക? കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1/5. Okay, because cosec square theta minus cot square theta is equal to 1 ആണ്. So cosec theta minus cot theta into cosec theta plus cot theta is equal to 1 ആണ്. So what is cosec theta minus cot theta? It is 1/5. Okay, now adding both. Question നമ്മളോട് ചോദിച്ചാൽ tan theta ആണ്. So just adding both cosec theta and cosec theta, or just you subtract, better you subtract. Cosec theta minus cosec theta becomes 0. Cot theta minus cot theta becomes what? 2 cot theta. 2 cot theta is equal to 1/5. Therefore, what is cot theta? Cot theta is equal to 1/10. Okay, you have to subtract here.
Here it is 5 minus 1 by 5. So 2 cot theta is equal to 5 minus 1 by 5, that is 25 minus 1, 24 by 5. So 2 cot theta is equal to 24 by 5. So cot theta is equal to 12 by 5. Okay. So what is tan theta? Tan theta is equal to 5 by 12. So your correct answer is option B, 5 by 12. Okay. Because cosec theta plus cot theta is 5, cosec theta minus cot theta is 1 by 5. So subtracting both, this is your equation number 1, this is your equation number 2. So do 1 minus 2. Okay, 1 minus 2 implies cosec theta minus cosec theta becomes what? 0. 0 plus 2 cot theta is equal to 5 minus 1 by 5. Okay, so you will get answer 5 by 12. Next question നോക്കുക. Tan inverse 7 by 4 minus tan inverse 3 by 11 is equal to. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യും? Tan inverse of x minus tan inverse of y ഫോർമുലയാണ്. So what is the formula? Tan inverse of x minus tan inverse of y is equal to tan inverse of x minus y. That means 7 by 4 minus 3 by 11 divided by 1 plus xy. 1 plus xy means 1 plus 7 by 4 into 3 by 11. Okay. So this equal to tan inverse of, you just solve it. Cross multiplication ചെയ്തെന്ത് കിട്ടുക? 77 minus 12 divided by 44. Okay, divided by, take LCM here, 44 plus 21. 44 plus 21 divided by 44. So finally we get a tan inverse of 77 minus 12 is 65 divided by 65. So what do you get? Tan inverse of 1. So what is tan inverse of 1? Tan inverse of 1 is nothing but pi by 4. So what is the right option? Option C is correct. Okay. Now move on to question number 43. If 0 less than theta less than pi by 2 and tan theta is equal to root 5 by 2, then what is cos theta? Okay. So theta lies in this interval, means in the first quadrant. Tan theta is given to be root 5 by 2. Then what is cos theta? Now just to draw a triangle, this is another simple type of question. So here theta and tan theta is given root 5 by 12, well, root 5 by 2. Tan theta means what? Opposite side by adjacent. So this is root 5, here it is 2. Then it will be what? 3, right? Then you have to find a cos theta. Then what is cos theta? Cos theta is adjacent side by hypotenuse, that is 2 by 3. So what is the answer? Option D is correct. Okay, 2 by 3 is correct. Now move on to question number 44. Sin square of cos inverse 3 by 5 is what? Okay. So sin square of cos inverse, this can be written as sin of cos inverse 3 by 5 the whole square. Okay, that is equal to. Now we can substitute the cos inverse of 3 by 5 is theta. So let us substitute cos inverse of 3 by 5 as theta. Therefore cos theta is equal to 3 by 5. So draw a triangle. Cos theta 3 by 5 means adjacent side by hypotenuse. Then this side will be what? 4. Okay. Now what is sin inverse? Sin theta here. Sin theta is equal to opposite side, that is 4 by 5. Sin theta equal to 4 by 5. Therefore what is theta? Theta is sin inverse of x. Sin inverse of 4 by 5. So this can be written as sin of sin inverse of 4 by 5. Sin inverse of 4 by 5 the whole square, right? And sin inverse sin got cancelled. 4 by 5 the whole square, it will become what? 16 divided by 25. So what is the right answer? Option B is correct. Simple triangle ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Now move on to 45. Question number 45. See, another easy question. See, cos raised to 4 pi by 12 minus sin raised to 4 pi by 12 is. Cos raised to 4 pi by 12 means cos square the whole square. Cos square the whole square minus sin square the whole square. So that can be written as what? A square minus b square identity. So it is cos square pi by 12 minus sin square pi by 12 into cos square pi by 12 plus cos square, sorry, this is sin square. Sin square pi by 12. Correct? This is a square minus b square form. A minus b into a plus b. Correct?
And this becomes what? This is sum is 1 because sin square theta plus cos square theta is 1. Now this is cos square theta minus sin square theta formula, that is cos 2 theta. 2 theta means 2 into pi by 12. Now you can simplify, guess your answer. 2 into pi by 12 is what? Cos of pi by 6. What is cos pi by 6? Cos pi by 6 is root 3. Root 3 by 2. Okay. Cos 30 is root 3 by 2. So answer is option B. B is correct. Okay. Now, next question. Tan of 2 tan inverse 2 by 5. What is 2 tan inverse x formula? Again, 2 tan inverse of x equal to tan inverse of 2x by 1 minus x square. Correct? Just substitute that. Tan of, what is 2 tan inverse of x formula? This is 2 tan inverse x is tan inverse of. So 2 tan inverse x is tan inverse of 2x. 2 into 2 by 5 divided by 1 minus 2 by 5 the whole square. That means 4 by 25. Tan inverse tan cancel. This is 4 divided by 5 by 25 minus 4, that is 21 divided by 25. So you can simplify further, you get 5 here. And then this is 20 by 21. Okay. 20 by 21, so option C is correct. Right? Option C is correct. Now question number 47. The value of x in the interval 0 pi such that sin to x equal to root 3 by 2. See, sin to x equal to root 3 by 2 means, see, you know one formula, sin x equal to sin y, that implies what is x? Sin x equal to sin y means x equal to n pi plus minus 1 raised to n into pi by 3. Okay, this is general formula. So this can be written as sin to x is equal to root 3 by 2. Root 3 by 2 is sin of pi by 3, correct? Sin of pi by 3. So sin to x equal to sin of pi by 3 means what is x? 2x equal to n pi plus minus 1 raised to n into, and this is here y, not pi by 3, this is y. Okay. So n pi plus minus 1 raised to n into pi by 3. Because sin pi by 3, sin 60 is root 3 by 2. So here we can put n is equal to 0. X in the values belongs to this interval 0 pi r. So we can substitute n is equal to 0 where n is an integer. So we can substitute some integer. We will get some values of x that should be lies in the interval 0 to pi. So 2x equal to, or x equal to, finally we get x equal to n by 2 or n pi by 2. N pi by 2 plus minus 1 raised to n into pi by 6. Okay. Where n element of z. n is 0 x equal to when n equal to 0, x equal to pi by 6. So our answer pi by 6 ആണ്. Pi by 6 lies in the interval 0 pi. n നിങ്ങൾ 1 കൊടുത്താൽ this is by n is equal to 0. So when n is equal to 1, we get x equal to pi by 2 minus n 1 കൊടുത്താൽ minus pi by 6 ആണ്. Pi by 2 minus pi by 6. See, 90 minus 30 becomes 60, that is pi by 3. Okay, pi by 6, pi by 3. So your answer is option A, pi by 6, pi by 3. Because both the answers lying in the interval 0, pi. Okay. Look at this question. Sin alpha plus sin beta is root 6 by 2. Cos alpha plus cos beta is root 2 by 2. Then cos of alpha minus beta is equal to. So here, sin alpha plus sin beta, let us squaring on both sides. Let us squaring ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പാൻഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. Sin square alpha plus sin square beta plus 2 sin alpha sin beta. Okay. A plus b all square expand ചെയ്താൽ a square plus b square plus 2ab. On the right side we have root 6 square is 6 divided by 2 square is 4. So this is 6 by 4, or we can write a 3 by 2. And this is equation number 1. Cos of alpha minus beta ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. Cos of alpha minus beta എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ കിട്ടിയാൽ മതി. ഇതിനെ സ്ക്വയറിങ് ചെയ്യാം. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ടാമത്തെ ഇക്വേഷനെ സ്ക്വയറിങ് ചെയ്യുമ്പോൾ വീണ്ടും a plus b ഹോൾ സ്ക്വയർ. സോ cos square alpha plus cos square beta plus 2 cos alpha cos beta എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു root 2 square by 2 square becomes 4 by 4 means 2 by 4. This is 2 by 4, that is equal to 1 by 2 എന്ന് കിട്ടും.
Okay, let us add in these two equations. 1 into add ചെയ്ത് കഴിഞ്ഞാൽ 1 plus 2 implies sin square alpha plus cos square alpha becomes 1. Sin square beta plus cos square beta becomes 1. Okay, here 2 is common. So 2 into sin alpha cos beta plus sin alpha sin beta plus cos alpha cos beta, that is cos of alpha minus beta, correct? Cos of alpha minus beta is cos alpha cos beta plus sin alpha sin beta. That is equal to 3 by 2 plus 1 by 2, it is 4 by 2, it is 2. So here it is 2, sum 2, and these two cancel. So there will be 0. 2 cos alpha minus beta 0. So cos alpha minus beta is equal to 0. So cos of alpha minus beta answer is option E 0. Okay. ജസ്റ്റ് സ്ക്വയറിങ് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 minus 2 0, റൈറ്റ്? സോ കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. റിമെമ്പർ, ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് കോസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ കിട്ടും. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, ദാറ്റ് ഈസ് കോസ് ഓഫ് എ മൈനസ് ബി ഫോർ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 49 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 49 ഇത് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കൂ. എ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി ഈസ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് -5 -2 ആൻഡ് 4 7, ദെൻ ദി വാല്യൂ ഓഫ് 2a പ്ലസ് ബി ഈസ്. നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി ആണ്. നോക്കൂ, എ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി ആണ്. ഈ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട്, -5 -2. അപ്പോൾ ഇതിൽ നമ്മൾ -5 -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സിന് -5ഉം വൈക്ക് -2ഉം കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? -2a, കറക്റ്റ്, ഇസ് ഈക്വൽ ടു എക്സിന് എന്ത് കൊടുക്കുക? -5 പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. കറക്റ്റ്, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇതേ ലൈനിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ഇതേ ലൈനിലൂടെ ഒരു പോയിന്റും കൂടി ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 4 7. ഇപ്പോൾ 4 7 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സിന് 4 കൊടുക്കുക, വൈക്ക് 7 കൊടുക്കുക. സോ 7a ഇസ് ഈക്വൽ ടു 4 പ്ലസ് ബി എന്ന് കിട്ടും. Or we can write as 7a minus b is equal to 4. This is equation number 2. നിങ്ങൾക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ 2a plus b simple ആണ്. So just adding both 1 and 2. So 1 plus 2 implies, if you adding both, see 2a plus 7a is 9a and b and minus b cancelled, 5 plus 4 is 9. So equal to 9. So what is a? A is equal to 1. That you can substitute in 1. Therefore 1 implies, equation 1 implies 2 into 1 plus b is equal to 5. So what is b? b is equal to 3. b കിട്ടി. ഇനി എന്താ ചോദ്യം? 2a plus b ആണ്. 2a plus b എന്ന് പറഞ്ഞാൽ a 1 ആണ്, b എത്രയാണ്? 3 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2 into 1 plus 3, that's equal to 5. So what is the right answer? 2a plus b is equal to 5. So option C is correct. Okay. C ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക. Now look at the question number 50. നോക്കൂ, ദി y intercept of the line passing through 2 5 with the slope 1 by 2. ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 2 5 ആണ്, വിത്ത് സ്ലോപ്പ് 1 by 2. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് x1 y1. പോയിന്റ് ഈസ് ഗിവൺ 2,5 ആൻഡ് സ്ലോപ്പ് ഈസ് ഗിവൺ 1 by 2. ഓക്കെ, y intercept ഓഫ് ദി ലൈനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ്സ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫസ്റ്റ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എങ്ങനെ കിട്ടുക? y minus y1 is equal to, y1 is 5, is equal to m into x minus x1. x1 is 2. Okay, now we multiplying with 2 on both sides, so we get 2y minus 10 is equal to x minus 2. So let us rearrange. So no need to rearrange. In order to get the intercept of y, you have to put x equal to 0. So when you put x equal to 0, we get 2y minus 10 is equal to minus 2. Because for x intercept, for y intercept, we put x equal to 0. So 2y minus 10 is equal to 10 is equal to minus 2. Therefore, what is 2y? 2y is equal to minus 2 plus 10. That becomes 8. So y is equal to 4. So y intercept will be what? 4. Okay. So what is the answer? The right answer is option D. Okay. Now move on to question number 51. The equation of the perpendicular bisector of the line segment joining the points. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ NCERT. ഒരു ലൈൻ വരയ്ക്കുക. സി, ഇതിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 10,0. ഓക്കെ, അടുത്ത പോയിന്റ് തന്നിട്ടുണ്ട് 0,-4. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ബൈസെക്ടർ ഉണ്ട്, റൈറ്റ്? ആ ബൈസെക്ടറിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. Perpendicular bisector means this line divides this segment into 2 equal parts. So it will be the midpoint. So what is the midpoint? 10 plus 0 by 2, that is 5. 0 plus minus 4 by 2, that is minus 2. So it is passing through 5, -2. And what is the slope of this line?
This line has slope y2 minus y1 means minus 4 minus 0 divided by 0 minus 10. It will become minus 4 by minus 10, that is 2 by 5, positive 2 by 5. So what is the slope of this line? Minus 5 by 2 because negative reciprocals. നിങ്ങൾക്കറിയാം ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് സ്ലോപ്പ് അറിയാം. Now you can form equation y minus y1. y1 means minus 2. So it will become plus 2 is equal to, what is the slope? Y minus 5 by 2 into x minus, x1 is what? 5. Now multiplying both sides by 2, we get 2y plus 4 is equal to minus 5x plus 25. Rearrange. So we get 5x plus 2y, okay? Then minus 25 minus 4 becomes minus 4 minus 25 becomes what? Minus 21 is equal to 0. So in option ഉണ്ടോ നോക്കൂ, 5x plus 2y minus 21 is equal to 0. 5x plus 2y or 5x plus 2y equal to 21. Enough. Option A is correct. Okay, 5x plus 2y is equal to 21 is the answer. Clear? Now we move on to question number 52. So look at this question. The equation of the line which is parallel to and passing through. Another simple question. See, x plus 1 by 2y is equal to 3 by 2. This is one of the line, and this line has this equation, and this line is parallel to another line. Then what is the equation of this line? These are required line. Now, since it is parallel, so we can write it as, so ഒന്ന് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കൂ. ഒരു 2 ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. So it is 2x plus y is equal to 3 ഫോമിലായി. ഓക്കെ, നമ്മൾ ആ ഡിനോമിനേറ്ററിനെ റീപ്ലേസ് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Now ഈ ലൈന് പാരലൽ ആയിട്ടുള്ള ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? 2x plus y plus k is equal to 0. This is the required line. Okay, and this line is passing through what point? 1, 3. So let us substitute 1, 3 in this equation. What do you get? 2 into 1 plus y is 3 plus k is equal to 0. So here it is 3 plus 2, that is 5. So k is equal to minus 5. So let us again substitute in the same equation. So you get 2x plus y minus 5 is equal to 0. So look at the option. 2x plus y minus 5 is equal to 0, or 2x plus y equal to 5. So which option is correct? Your option E is correct. Okay, E is correct. Clear? Next question number 53. നോക്കൂ, ഈ x intercept. If x intercept of the straight line ax plus 2ay is equal to 30, a is 10, then y intercept is 2ax plus 2ay equal to 30, whose x intercept is given to be 10, then what is y intercept? Okay, let's rewrite in the intercept form. So original question is this: ax plus 2ay is equal to 30 ആണ്. ഇതിനൊരു ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതാൻ വേണ്ടി നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ എയിം എന്താണ്? വി ഷുഡ് മേക്ക് റൈറ്റ് സൈഡ് ആസ് 1. സോ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ax നമുക്ക് റൈറ്റ് സൈഡിൽ 1 കിട്ടാൻ എന്ത് ചെയ്യണം? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ എന്താ ചെയ്യേണ്ടത്? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, എക്സ് ബൈ 30 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 30 ബൈ എ എന്ന് എഴുതി കൂടെ? കറക്റ്റ്. പ്ലസ് y ബൈ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 30 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണല്ലോ. 30 ബൈ 30 1 ആണല്ലോ. ആൻഡ് ഹൂസ് എക്സ് ഇൻറ്റർസെപ്റ്റ് ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. എക്സ് ഇൻറ്റർസെപ്റ്റ് ഈസ് വാട്ട്? 10 ആണ്. സോ വാട്ട് ഈസ് എക്സ് ഇൻറ്റർസെപ്റ്റ്? 30 by a. 30 by a is given to be 10. Easily we get a. What is a? A is equal to 30 by 10, that is 3. A നമുക്ക് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, a 3 ആണെന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? y intercept. What is y intercept? Y intercept is 30 by 2a. Now you substitute the value of a. So we get 30 by 2 into a 3 ആണ്, 3 ആണ്. So answer is 30 by 6 ആണ്. So I think the answer is 5. So option A is correct. Okay, answer is 5. Now move on to the next question. See question number 54. A straight line makes angle alpha with the positive direction of x axis where cos alpha is given to be root 3 by 2 and is passing through 0, minus 2. Then its equation is. Another simple question. ഇതിന് ജസ്റ്റ് ഒരു ജോമെട്രി അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയും. സി, നമുക്കൊരു എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എടുക്കുകയാണെങ്കിൽ a line which makes an angle alpha with the positive direction of y axis and passing through 0, minus 2. So this is something like this. And this point is 0, minus 2, which makes an angle alpha, okay, in the positive direction of x axis. And cos alpha is given to be root 3 by 2. So root 3 by 2 means, ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ root 3 by 2, cos is adjacent side.
by hypotenuse. So this is root 3 and this is 2. So this would be 1. So let us calculate tan alpha, that is your slope. Tan alpha is equal to 1 by root 3. Okay, slope കിട്ടി. This is your m. അപ്പോൾ കോസ് ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസൻറ്റ് റൂട്ട് 3യും ഹൈപ്പോട്ടന്യൂസ് 1 ആയിട്ട് എടുക്കാം. സോ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി 1. ഓക്കെ, സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 by root 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് യുവർ സ്ലോപ്പ്. And since it is passing through 0, -2, we can form the equation of line in point slope form. So what is the point slope form? Y minus y1 is equal to m into x minus x1, right? So y minus y1 is -2. It will become +2 is equal to m is 1 by root 3 into x minus x1 is 0. Okay, simplify. So what do you get? Multiplying both sides by root 3. So root 3 into y plus 2, that's equal to x only. So we get a root 3y plus 2 root 3 is equal to x. അല്ലെങ്കിൽ ഇതിന് നമുക്ക് root 3y minus x plus 2 root 3 equal to 0. Let us bring this x. So root 3y minus x plus 2 root 3 is equal to 0, and this also correct answer. So which option is correct? Option D is correct. Root 3y minus x plus 2 root 3 is equal to 0. This is question number 54. Okay. Now we move on to question number 55. 55 is based on circle. The equation of the circle 3x square plus 3y square plus 6x minus 4y minus 1 is equal to 0, then its radius is. It's a very simple question, but the problem is you have to make the coefficient of x square and y square as unity. So let us dividing throughout by 3. So we get 3x square plus 3y square, dividing throughout by 3. So we get x square plus y square plus 6x by 3 becomes what? 2x. Minus 4 by 3y. Okay, minus 1 by 3 is equal to 0. അറിയാലോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എല്ലാത്തിനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബിക്കോസ് ഇൻ ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കോഎഫിഷ്യൻ മസ്റ്റ് ബി 1. ഓക്കെ, വേറെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരേ നമ്പർ കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്ത് തരുള്ളൂ സർക്കിളിൽ. സോ ഡിവൈഡ് വിത്ത് ദാറ്റ് ആൻഡ് മേക്ക് ഇൻ ടു ദിസ് ഫോം. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ ആയി. നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 by 3 2 ആയി. 4 by 3 സിംപ്ലിഫിക്കേഷൻ പറ്റില്ല. -1 by 3 സിംപ്ലിഫിക്കേഷൻ ഇല്ല. ഈക്വൽ ടു 0 by 3 0. ഓക്കെ, നൗ ആൻഡ് വാട്ട് ഈസ് ദി റേഡിയസ് ദേ ആസ്ക്ഡ്. And what is the radius of the circle? Radius is equal to, what is the formula? Root of g square plus f square minus c. This is the radius of the circle formula. Okay, so we have to find a g and f. So what is g? G is equal to coefficient of x divided by 2. Coefficient of x divided by 2 means 2 by 2, that is 1. Now what is f? Coefficient of y divided by 2. Coefficient of y divided by 2 means when you divide this by 2, you will get minus 2 by 3. Okay, അപ്പോൾ നമുക്ക് g ഉം f ഉം കിട്ടി. And what is c? C is of course the last constant including the sign. So minus 1 by 3 is c. c നെ 1 by 3 എന്ന് മാത്രം എടുത്തു പോരുത്, ശ്രദ്ധിക്കണം. So what is the radius? Root of g square. g square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എന്താണ് f square എന്ന് പറഞ്ഞാൽ 4 by 9 ആണ് അല്ലേ. 4 by 9 മൈനസ് c ആണ്. സോ മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ് 1 by 3. സോ ദിസ് ഈക്വൽ റൂട്ട് ഓഫ്, ഇവിടെ LCM 9 ആണ്. സോ ലെറ്റ് us മൾട്ടിപ്ലൈ ഓർ മേക്ക് ദി ഡിനോമിനേറ്റർ ഓൾവേ എവരിവെയർ 9. സോ ഇവിടെ എത്ര വരും? 9 പ്ലസ് ഇവിടെ 4 തന്നെ, ഇവിടെ പ്ലസ് 3 വരും. So 9 plus 4, 13 plus 16 vittum. So this answer is 4 by 3. So I think a radius is 4 by 3. And what is the right answer? 4 by 3 is the right answer. Option B is correct. Okay, option B is correct. Now 56. Okay, 56. The end points of a diameter of a circle is given to be -1, 4 and 5, 4. Then the equation of the circle is another simple question ആണ്. See, ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട് നമുക്ക്. എൻഡ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് -1 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോയിന്റ് -1 4 എന്ന് എടുക്കാം. ഒന്നുകിൽ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ്, ഇഷ്ടമുള്ള പോയിന്റ് ആയിട്ട് എടുക്കാം. ഇത് 5 by 5 4 ആണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇൻ ഡയമീറ്റർ ഫോം നോക്കൂ. x1 y1 നിങ്ങൾക്കറിയാലോ, x2 y2 ആണെങ്കിൽ എന്താ ഫോർമുല? x minus x1 into x minus x2 plus y minus y1 into y minus y2 equal to 0. Okay, so I am using that formula. X minus x1. X1 means minus, it will become plus 1. X minus x1 into x minus x2. X minus x2 means here it is 5. Plus y minus y1 into y minus y2. So y minus 4 into y minus 4 is equal to 0. And this is x square minus, what is the answer? Minus 4x plus, sorry, not plus, this is minus 5. Okay. Minus 5 plus y minus 4 the whole square is equal to 0. No need to expand. Option നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5 ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് എഴുതിയത് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ ആയി. ബട്ട് ഞാൻ 4 ആഡ് ചെയ്തപ്പോൾ 4 സബ്ട്രാക്ട് ചെയ്യണം. സോ -5 - 4 പ്ലസ് y minus 4 whole square. Okay, answer ആയി. What is the answer?
this is x minus 2 the whole square plus y minus 4 the whole square and then remaining is 9. ഇവിടെ ഒരു ബാലൻസ് 9 ഉണ്ട് കണ്ടോ, ഈ 9 ഇവിടെ എഴുതണം -9 ഈക്വൽ ടു 0 ഓർ ഈക്വൽ ടു 9 എന്ന് വേണമെങ്കിൽ എഴുതാം. സോ വാട്ട് ഈസ് ദ ആൻസർ? x minus 2 whole square plus y minus 4 whole square is equal to 9. So right option is C. Okay, C is the correct answer. Clear? Now move on to the next question. ഈ ക്വസ്റ്റ്യൻ എലിപ്സുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ. Okay, again circle ആണ്, diameter of a circle ആണ്. Okay, again one of the question based on circle. Two diameters of the circle are segments of the straight line x minus y is equal to 5 and 2x plus y is equal to 4. Then the radius of this. Okay, if the radius of the circle is 5, then the equation of the circle is. Okay, ഇവിടെ നമുക്ക് രണ്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട് സർക്കിളിൻ്റെ. രണ്ട് ഡയമീറ്റർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഒരു ഡയമീറ്റർ ഞാൻ ഇങ്ങനെ വരച്ചു, ഒരു ഡയമീറ്റർ ഇങ്ങനെ വരച്ചു. ഓക്കെ, ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് ഒറിജിൻ. സോ ഐ മീൻ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 ആണ് ഒരു ഇക്വേഷൻ. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 ആണ്. മറ്റേ ഇക്വേഷൻ എന്താണ്? 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ് മറ്റേ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി, അതായത് സെൻറ്റർ കിട്ടി. ഓക്കെ, റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. സോ സെൻറ്റർ റേഡിയസും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us സോൾവ് ദീസ് 2 ലൈൻസ്. രണ്ട് ലൈൻ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കൂ. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 ആണ്. 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ്. ആഡിങ് ബോത്ത്. So 3x is equal to 9 എന്ന് കിട്ടി, x equal to 3 എന്ന് കിട്ടി. Okay, now we can substitute in the equation. So we get 3 minus y is equal to 5. So what is y? 3 minus 5 is equal to y. So y is equal to -2. y കിട്ടി. So what is the center? Center is 3, -2. Okay, 3 - 2 ആണ് center കിട്ടുക. Now we can form the equation of the circle. Right? Equation of the circle എങ്ങനെ ഫോം ചെയ്യാൻ പറ്റുക? Equation of the circle is x minus h whole square plus y minus k whole square is equal to r square. Center HK radius r ആണെങ്കിൽ. Okay, so use that formula. We get x minus 3 whole square plus y minus. So y plus 2 the whole square is equal to എന്താ കിട്ടുക? 5 square എന്ന് കിട്ടും. Okay, so ഓപ്ഷൻ അനുസരിച്ച് okay we have to expand it. So x square minus 6x plus 9 plus y square plus 4y plus 4 is equal to 25. Now arrange all square terms together. X square plus y square minus 6x plus 4y. So 9 plus 4 is 13, 25 കുറയ്ക്കുക. So we get to 12. So is equal to 12 എന്ന് കിട്ടും. So x square plus y square minus 6x plus 4y is equal to 12 എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. x square plus y square minus 6x plus 4y is equal to 12. So option A is correct. Okay, ക്ലിയർ ആണല്ലോ. അപ്പോൾ സിമ്പിളാണ്. രണ്ട് സ്ട്രേറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഡയമീറ്റർ ആയതുകൊണ്ട് അത് സെൻറ്റർ ആയിട്ട് വരും. ഓക്കെ, സെൻറ്ററായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഇക്വേഷൻ ഓഫ് സർക്കിൾ ഫോം ചെയ്താൽ മതി. ക്ലിയർ? അടുത്ത് നോക്കൂ 58. പരാബോള ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദി ഇക്വേഷൻ ഓഫ് ദി പരാബോള വിത്ത് വെർട്ടെക്സ്. ഇത് ഷിഫ്റ്റഡ് പരാബോള എന്ന് കണ്ടാൽ അറിയാം, വെർട്ടെക്സ് മാറിയിട്ടുണ്ട്. സാധാരണ പരാബോള നമ്മൾ സ്റ്റാൻഡേർഡ് പരാബോളയൊക്കെ വെർട്ടെക്സ് ഒറിജിനായിട്ടാണ് എടുക്കാറ്. ഇത് ഷിഫ്റ്റഡ് പരാബോളയാണ്. സോ -6 2 പരാബോള ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പാസിംഗ് ത്രൂ -3 5 ആണ്. ആൻഡ് ഹാവിങ് ആക്സിസ് പാരലൽ ടു x ആക്സിസ് ആണ്. സോ ഇതിനൊരു റഫായിട്ട് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ axis parallel to x axis ആണ്. So this parabola being shifted to the point -6, 2. So it is somewhere here -6 2 ഇവിടെ എടുക്കുക ഏകദേശം കേട്ടോ, റഫാണ്. -6 2. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ വെർട്ടെക്സ് വന്നിട്ടുള്ളത്. ഇത് -3 5 പാസ് ചെയ്യുന്നുണ്ട്. എന്തായാലും -3 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. x -3 y 5 എന്ന് പറയുമ്പോൾ സംവെയർ ഹിയർ ആണ്. സോ പരാബോള ഇങ്ങനെയുള്ളൊരു പരാബോളയാണെന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക. ഇങ്ങനൊരു പരാബോള ഉണ്ടാകുക. ഓക്കെ, ഈ പരാബോളയുടെ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ. ആക്സിസ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ലൈൻ ചെയ്യുന്ന ലൈൻ ഏതാണ്? ആക്സിസ് ആണ്. സോ ദിസ് യുവർ എക്സ് ആക്സിസ് മീൻ ആക്സിസ് ഓഫ് ദി പരാബോള. ഓക്കെ, ആക്സിസ്. ഈ ആക്സിസ് എക്സ് ആക്സിന് പാരലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് ദി പരാബോളയാണ്. വെർട്ടെക്സ് -6 2 ആണ്. പാസിംഗ് ത്രൂ ദി പോയിന്റ് -3, -5 ആണ്. ദിസ് ഇസ് ദ പോയിന്റ് -3, 5. സോ എന്താണ് ഈ പരാബോളയുടെ ഇക്വേഷൻ നോക്കുക. എന്താണ് ഇക്വേഷൻ? y minus h, y minus k whole square. നമ്മുടെ സാധാരണ പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y square is equal to 4ax ആണ് സ്റ്റാൻഡേർഡ് പരാബോള വരുന്നത്. ഇവിടെ എന്താണ്? y-നെ y minus k ആക്കുക. y minus hk എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും hk എന്നാണെങ്കിൽ y minus k whole square is equal to 4a into x minus h. ഈ ഫോമിലേക്ക് മാറ്റണം. ദിസ് ഈസ് യുവർ പോയിന്റ് hk, റൈറ്റ്? hk എന്നുള്ള പോയിന്റ്. h is -3 and k is 5. So ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? y minus k എന്ന് പറയുമ്പോൾ 5, y minus
minus 3, 5. Okay, y minus, sorry, this vertex is the center. One minute. Vertex on HK, sorry. This point is HK. This is passing through the point minus 3, 5. This is x1 by 1. Okay. So y minus, this point is 2. Y minus 2 the whole square. Y minus 2 the whole square is equal to 4a into x plus 6 എന്ന് കിട്ടും. ഓക്കെ, y minus 2 the whole square is equal to 4a into x plus 6 എന്ന് കിട്ടും. Since this parabola is passing through the point minus 3, 5, അപ്പോൾ മൈനസ് 3, 5 ഇത് പാസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൈനസ് 3, 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടുക നോക്കുക. എക്സിന് നിങ്ങൾ മൈനസ് 3 കൊടുക്കുക, വൈക്ക് നിങ്ങൾ 5 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 5 minus 2, 5 minus 2, 3, 3 square is 9 is equal to 4a into ഇവിടെ മൈനസ് 3 എക്സിന് കൊടുത്താൽ മൈനസ് 3 പ്ലസ് 6 ഇവിടെ 3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. സോ എ is equal to എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. സോ ദാറ്റ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ഹിയർ. സോ വി ഗെറ്റ് y minus 2 all square is equal to 4 into a എന്ന് പറഞ്ഞാൽ 3/4 ആണ്, ഇൻറ്റു എക്സ് പ്ലസ് 6 എന്ന് കിട്ടി. സോ y minus 2 all square is equal to 4 ക്യാൻസൽ ചെയ്താൽ 3 into x plus 6 എന്ന് കിട്ടും. So what is the answer? Y minus 2 all square is equal to 3x plus 18 എന്ന് കിട്ടും. So the answer is y minus 2 all square is equal to 3x plus 18. So option E is correct. Okay, clear? ഇവിടെ സെൻറ്റർ HK ആണ്, I mean vertex HK passing through the point minus 3, 5. So what is the equation? Y minus k all square is equal to 4 into x minus h ഫോർമുല എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് നോക്കുക. 1 vertices of the major axis of an ellipse. 59 നോക്കുക. 1 vertex of the major axis of an ellipse is 1, 1. Okay, and one of the vertices of its minor axis is minus 2, minus 1. If the center of the ellipse is minus 2, 1, then the equation of the ellipse is. ഇവിടെ വീണ്ടും എലിപ്സിനെ ഒരു ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള എലിപ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സി, ഞാനതിൻ്റെ ജസ്റ്റ് ഒരു റഫ് ഡയഗ്രാം വരയ്ക്കാൻ ശ്രദ്ധിച്ചോളൂ. ജോമെട്രി ബേസ്ഡ് ആകുമ്പോൾ ജസ്റ്റ് ഡയഗ്രാം വരച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിൽ എലിപ്സിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയോ. 1 vertices of the major axis of an ellipse is 1, 1. ഓക്കെ, ഒരു മേജർ ആക്സിൻ്റെ എലിപ്സിൽ വെർട്ടെക്സ് നമുക്ക് 1, 1 തന്നിട്ടുണ്ട്. സോ ഞാൻ 1, 1 ഇവിടെ മാർക്ക് ചെയ്തു. മേജർ ആക്സിസ് ഇതാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് കേട്ടോ. ദിസ് ഇസ് യുവർ മേജർ. മൈനർ ആക്സിസിലെ 1 വെർട്ടെക്സ് തന്നിട്ടുണ്ട്. ഏതാണ്? മൈനർ ആക്സിൽ -2, -1 തന്നിട്ടുണ്ട്. സോ -2, -1 അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇഫ് ദി സെൻറ്റർ ഓഫ് ദി എലിപ്സ് ഈസ് -2, 1. ഇപ്പോൾ സെൻറ്റർ നമുക്ക് എലിപ്സിൻ്റെ സെൻറ്റർ ഏകദേശം ഞാനിവിടെ -2, -2, 1 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് സെമി മേജർ ആക്സ് ആണ്. സോ എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടി. എ ഈക്വൽ ടു റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ -2, -1, -3 സ്ക്വയർ ഇസ് 9 പ്ലസ് 1 - 1 is 0. സോ ദിസ് ആൻസർ ഇസ് 3. എ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. നൗ വാട്ട് ഈസ് ബി? ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ ഈ ലെങ്ത് കണ്ടുപിടിക്കുക. ബി എന്ന് പറയുന്ന ഈ ലെങ്ത്, എ എന്ന് പറയുന്ന ഈ ലെങ്ത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കുക. -2, -2 പ്ലസ് ഇത് 0 ആയി. പിന്നെ 1 - -2 സ്ക്വയർ വരും. 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ ബി എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മേജർ ആക്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എ കിട്ടി, ബി കിട്ടി. ഇനി എ സ്ക്വയറും ബി സ്ക്വയറും കാണാൻ ബുദ്ധിമുട്ടില്ല. ആൻഡ് ഈ എലിപ്സിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങോട്ടേക്കാണ്? ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് -2, ഏതാണ് പോയിന്റ്? -2, 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വിടുക? എക്സ് മൈനസ്, ഇതിൻ്റെ എലിപ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് x - h ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ. ഷിഫ്റ്റഡ് എലിപ്സ് ഇങ്ങനെയല്ലേ എഴുതുക? y - k ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. അവിടെ HK എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ നമുക്കറിയാം, HK -2, 1. ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? എക്സ് മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ -+2 ആയി. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9 പ്ലസ് എലിപ്സ് ആയതുകൊണ്ട് പ്ലസ് ഇടണം. ഓക്കെ, y - 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ മീൻസ് 4 ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കൂ. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 9 പ്ലസ് y - 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ ഓപ്ഷൻ ഏതാ വരുന്നത് നോക്കിക്കേ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ എലിപ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യണം. ലെങ്ത് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തു. ഇവിടെ ജസ്റ്റ് മേജർ ആക്സും സെമി മേജർ ആക്സും സെമി മൈനർ ആക്സും കിട്ടാൻ വേണ്ടി ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തു. ഓക്കെ, വേറൊന്നുമില്ല. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്റിംഗ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, now look at this question number 60. The equation of the parabola with the focus 3, 0 and directrix x plus 3 is equal to 0. This is a very simple question. ശ്രദ്ധിക്കുക.
സാധാരണ പരാബോള തന്നെയാണ്. കാരണം ഫോക്കസ് എന്ന് പറയുന്നത് എക്സ് ആക്സിലാണ്. ദിസ് യുവർ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഫോക്കസ് എവിടെയാണ്? 3 0. അപ്പോൾ ഇവിടെ 3 0 എന്ന് എഴുതി. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. അതേ ഡിസ്റ്റൻസ് അല്ല ഇങ്ങോട്ട് ഡയറക്ട്രിക്സിലേക്ക് വരേണ്ടത്, ഒറിജിന്ന് സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഇത് -3 ആണ്. അപ്പോൾ ഇതാണല്ലോ ഡയറക്ട്രിക്സ്. ഈ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x = -3 അല്ലെങ്കിൽ x + 3 = 0 എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പരാബോള എങ്ങനെ വരിക? ഇതേപോലെയല്ലേ വരിക? ഈ പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y² = എന്താണ്? 4ax ആണ്. ഓക്കെ, y² = 4x. ഇവിടെ a എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം, 3 ആണെന്നറിയാം. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ പോരെ. a എന്ന് പറയുന്നത് ഇവിടെ a,0 ആണ് നമ്മൾ സാധാരണ ഫോക്കസ് എഴുതാറ്. സോ എയുടെ വാല്യൂ ഇവിടെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? y² = 4 × 3x, y² = 12x എന്ന് കിട്ടി. y² = 12x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്, C. ഓക്കെ, C is the right answer. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മറ്റ് ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. y² = 12x ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഈസ് C. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കൂ. ദി എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് x² / 36 + y² / 16 = 1 ഈസ്. എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. x² / a² + y² / b² = 1 ആണെങ്കിൽ എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല √1 - b² / a². ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ദാറ്റ്സ് ഈക്വൽ √of b² എത്രയാണ് ഇവിടെ? x² / a². a² എത്രയാണ്? 36 ആണ്. b² എത്രയാണ്? 16 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ 1 - b² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 / a² എത്രയാണ്? 36. സിംപ്ലിഫൈ ചെയ്യ്. √of ഒരു 4 കൊണ്ട് കട്ട് ചെയ്യ്. 4 4s are 16 and 4 9s are 36. ഓക്കെ, 9 - 4 is 5. 5/9. 5/9 റൂട്ടിനുള്ളിൽ വന്നാൽ √5/9 3 ആയി. സോ √5/3. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കൂ. √5/3. യെസ്, ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. കിട്ടിയോ? വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ഫോർമുലയാണ്. അവിടെ a² 36 ആണ്, b² 16 ആണ്. ഫോർമുല അറിഞ്ഞാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്ക് ആൻസർ ആയി. ഓക്കെ, അടുത്ത 61ലേക്ക് പോലെ. ക്വസ്റ്റൻ 61 ചെയ്തു. 62 നോക്കൂ. ദി ഫോസൈ ഓഫ് ദി ഹൈപ്പർബോള ആർ 8 3 and 0 3 and eccentricity 4/3. then the length of the transverse axis is. ഇപ്പോൾ ഹൈപ്പർബോളയെ കുറിച്ച് അറിയാം. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫോസൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫോസൈ. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് എഴുതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫോസൈ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫോസൈ ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? 2ae ആണ് ഫോർമുല. ഓർമ്മയുണ്ടല്ലോ? 2ae. ഇപ്പോൾ അപ്പോൾ നോക്കൂ, ഫോസൈ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് F1, ഇതാണ് F2 എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഡയഗ്രം ഞാൻ വരയ്ക്കുന്നില്ല, ഇത് ഡയഗ്രം ഇല്ലാതെ ചെയ്യാം. അതുകൊണ്ടാണ്. ഇപ്പോൾ ഫോസൈ 2ae ആണ്. അപ്പോൾ നമുക്ക് F1 F2 നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഓൾറെഡി എസെൻട്രിസിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 4/3. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ഫോർമുല വരിക? √of 8 - 3. വേണമെങ്കിൽ അങ്ങ് സ്ക്വയർ ചെയ്താലും മതി. റൂട്ടിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതി. അവിടെ സ്ക്വയറിങ് ചെയ്താൽ മതി. ഓക്കെ, എനിവേ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 8 - 3 whole square. 8² 64 പ്ലസ് 3 - 3 whole square എത്ര കിട്ടും? 0. ദിസ് ഈക്വൽ ടു 2ae എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 64ൻ്റെ റൂട്ട് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ 8 is equal to എത്ര കിട്ടി? 2ae എന്ന് കിട്ടി. എനിക്ക് ഈയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ജസ്റ്റ് ഈയുടെ വാല്യൂ എത്രയാണ്? 4/3 എന്ന് കിട്ടി. അപ്പോൾ ഈസി ആയിട്ട് 8 4 കട്ട് ചെയ്യുമ്പോൾ 2 കട്ട് ചെയ്തു. അപ്പോൾ a is equal to 3 എന്ന് കിട്ടി. ഓക്കെ, a is equal to 3 എന്ന് കിട്ടി. സോ വാട്ട് ഈസ് അവർ ആൻസർ? a is equal to 3 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്ര കിട്ടുക? 2a അല്ലേ? ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സ് ആണെങ്കിൽ 2a ആണ്. കോൺജുഗേറ്റ് ആക്സ് ആണ് 2b ആണ്. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സ് ആണ് ചോദിച്ചത്. സോ 2a is the answer. So 2 × 3 is equal to answer is 6. So what is the right option? 6. So E is the correct answer. ഓക്കെ, ഈ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് PQ are 2 6. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത്. ശ്രദ്ധിച്ചോളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നോക്കൂ, P എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, Q എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? ഏതാണ്? 2 6 4 ആണ്. 2 6 4 ആണ്. Qയിൽ ഏതാണ്? 8 - 3 1 ആണ്. ഓക്കെ, നോക്കൂ, 2 × mod PR. There is a point R in between that. Okay, coordinate of the point P and Q is here respectively. Then point R which divides the line segment joining PQ. Okay, anyway, R is there somewhere here. Now, R divides this segment joining internally in the ratio. And what is the ratio? It is given to be 2 × mod PR is equal to mod RQ. RQ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, PR/RQ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? PR/RQ. PR/RQ എന്ന് പറഞ്ഞാൽ ആൻസർ 1/2 ആണ്. സോ ദി റേഷ്യോ ഈസ് 1:2. കണ്ടോ? റേഷ്യോ 1:2 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് R ആണ്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. എന്താ സെക്ഷൻ ഫോർമുല? നോക്കൂ, ഇവിടെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ XY Z എന്ന് എടുക്കുക. ഇത് 3D ആയതുകൊണ്ട് XYZ ആക്കി എടുക്കുക. x = 1 × 8 എഴുതുക പ്ലസ് 2 × 2 എഴുതുക. ഞാൻ എൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ പോരെ.
1 into 8 8 plus 2 into 4 2 into 2 4 എഴുതി divided by 1 plus 2 3 എന്ന് എഴുതി. That is equal to 8 plus 4 12 by 3 4 എന്ന് കിട്ടി. 4 ഓപ്ഷനുള്ള ഏതാണെന്ന് നോക്കിയേ. 4 ഓപ്ഷൻ ഉള്ളത് നമുക്ക് 3 എണ്ണം ഉണ്ട് അല്ലേ. എന്തായാലും ഓപ്ഷൻ സി അല്ല, 4 ആണ് ഫസ്റ്റ് വരിക. y is equal to അടുത്ത് നോക്ക് 1 into -3 plus 2 into 6 12 divided by 1 plus 2 3 ആണ്. സോ ഇതിന് ആൻസർ എത്ര കിട്ടും? 9/3 അല്ലേ. 9/3 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. രണ്ടാമത്തെ ഓപ്ഷൻ 3 വരുന്നത് ഏതാണെന്ന് നോക്കിയേ. അപ്പോൾ എ അല്ലാന്ന് മനസ്സിലായി. രണ്ടാമത്തെ 3 വരുന്നത് 4 3 ബിയും ഡിയും ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, എനിവേ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് 4 അല്ലേ. 4 വരുന്നത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊന്നും കൂടെ കണ്ടുപിടിക്കണം. z is equal to 1 into 1 is 1 plus 2 into 4 is 8 divided by 1 plus 2 3. This is 9/3 again 3. So 433 is the right answer. 433 എന്ന് പറഞ്ഞാൽ എത്രയാ? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി is the correct answer. ക്ലിയർ? ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ എല്ലാം കൂടെ കണ്ടുപിടിക്കേണ്ടി വരും, ലാസ്റ്റ് വരെ ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കി ചെയ്താൽ മതി. ഓക്കെ, 64 നോക്കുക. അനദർ ഈസി ക്വസ്റ്റ്യൻ നോക്കൂ. മോഡ് a is given to be 2 and b is given 2i minus j plus j minus 3k ആണ്. Then the angle between a and b is pi/4. Then a dot b is equal to. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആംഗിൾ ബിറ്റ്വീൻ a and b is pi/4 ആണ്. a dot b കണ്ടുപിടിക്കണം. ജസ്റ്റ് കോസ് തീറ്റൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ? ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, മോഡ് a മോഡ് b കോസ് തീറ്റയാണ്. ശരിയല്ലേ? ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് എ ഡോട്ട് ബി ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ആയി. മോഡ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 തന്നിട്ടുണ്ട്. മോഡ് ബി ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് മോഡ് ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 4 + 1 + 9 എന്ന് കിട്ടും. ദിസ് ഈസ് റൂട്ട് ഓഫ് 14 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 14. സോ ദിസ് ഈസ് റൂട്ട് ഓഫ് 14 ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 5/4. ദിസ് ഇസ് 14. സോ കോസ് π/4 എന്ന് എഴുതാം. ഓക്കെ, കോസ് π/4. So this is 2 into root of 14 into cos π/4 is 1/√2. Okay, 1/√2. നമുക്ക് ഈ റൂട്ട് 2 കട്ട് ചെയ്യുമ്പോൾ റൂട്ട് 2 കിട്ടും. സോ ദിസ് ഈക്വൽ ടു ആൻസർ റൂട്ട് ഓഫ് 28 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 28 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ. റൂട്ട് ഓഫ് 28 എന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 28നെ ജസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ പോലെ ചെയ്ത് നോക്കാം. 14 ഇവിടെ 2 ഇവിടെ 7. സോ 2 അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കൂ 2√7 ഉണ്ടോ നോക്കിയാൽ. 2√7. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ജസ്റ്റ് അതിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറായി. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ആൽഫ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി വെക്ടർ എ ഇസ് ഗിവൺ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഐ എടുത്താൽ മതി. പോസിറ്റീവ് ഡയറക്ഷനിൽ എക്സ് ആക്സിൽ ഐ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ഈ സെയിം ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദർ യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, രണ്ട് സെയിം ആണ്. അങ്ങനെ കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ഉപയോഗിച്ചാൽ മതി. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ഈ സെയിം ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ the unit vectors along the direction of that. Okay, so ആ ഒരു ഐഡിയ നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ആണ്, ഒന്ന് ഐ ആയിട്ട് എടുക്കാം, ഒന്ന് എ എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. ആൽഫ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഓർ ആംഗിൾ മെയ്ഡ് ബൈ ദി വെക്ടർ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. സോ ജസ്റ്റ് യൂസ് ദ ഫോർമുല കോസ് ആൽഫ ഇസ് ഈക്വൽ ടു, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോസ് ആൽഫയാണ്. ഇപ്പോൾ കോസ് ആൽഫ ഇസ് ഈക്വൽ എന്ത് ചെയ്താൽ മതി? എ ഡോട്ട് ഐ വെക്ടർ എ ഡോട്ട് ഐ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ചെയ്താൽ മതി. ദിസ് ഈക്വൽ ടു എ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ കണ്ടു നോക്കും. ദിസ് ഇംപ്ലൈസ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ ഒരു 5 മാത്രം വരും, ബാക്കിയെല്ലാം 0. ഡിവൈഡ് ബൈ മോഡി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. മോഡി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? റൂട്ട് ഓഫ് 25 + 9 + 16. ദാറ്റ്സ് ഈക്വൽ റൂട്ട് ഓഫ് 25 + 9 + 16 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും ആൻസർ? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കും. 25 + 25 50 കിട്ടും. 50 നമുക്ക് വേണമെങ്കിൽ 25 × 2 എന്ന് എഴുതാം. 25 5√2 എന്ന് എഴുതാം. ഓക്കെ, 5√2. സോ ദിസ് ഇസ് 5√2. 5√2 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആൻസർ 1/√2 ആണ്. സോ ദിസ് ഈക്വൽ ടു 1/√2. ഓക്കെ, 1/√2 ആണ്. 1/√2 എന്നുള്ള ആൻസർ ഉണ്ടെന്ന് നോക്കിയേ. 5/12 അല്ല, 1/2 അല്ല, √2/2. √2/2 is equal to 1/√2. കറക്റ്റ്, സി ഇസ് ദ റൈറ്റ് ആൻസർ. √2/2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1/√2 തന്നെ അല്ലേ. നമ്മളെ ജസ്റ്റ് ഒന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് തരാം, ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് കിട്ടിയ ആൻസർ 1/√2 ആണ്. മുകളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ √2 / 2 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കിയാലും മതി. സോ 65 is over. Now 66. Look at this. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മോഡ് എ ഇസ് 3, മോഡ് ബി ഇസ് 4, മോഡ് എ മൈനസ് ബി √7. then എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊരു ഹിൻ്റാണ്. മോഡ് എ മൈനസ് ബി ഇസ് ഈക്വൽ √7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എ മൈനസ് ബിയുടെ സ്ക്വയർ എടുക്കുക. √7ൻ്റെ സ്ക്വയർ 7. ജസ്റ്റ് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എന്താണ്? 7 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, √7 സ്ക്വയർ 7. ഓക്കെ, മോഡ് എ സ്ക്വയർ ഇസ് വാട്ട്? മോഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. മോഡ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 16 ആണ്. മൈനസ് 2 × a ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 7 ആണ്. ഇത് എത്ര കിട്ടി? 9 + 16 - 7 ചെയ്താൽ മതി. സോ
ഇതെത്ര കിട്ടും? 18 എന്ന് കിട്ടും. 9 മൈനസ് 7, 9 മൈനസ് 7 എത്ര കിട്ടും? 7. അപ്പോൾ ഇവിടെ നോക്കി എത്ര ആൻസർ കിട്ടുക നോക്കിയേ. നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് എ ഡോട്ട് ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റീപ്ലേസ് ചെയ്യുക. ദിസ് ഈസ് 25 മൈനസ് 7 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 2 എ ഡോട്ട് ബി എന്ന് കിട്ടി. സോ വാട്ട് ഈസ് എ ഡോട്ട് ബി? സിമ്പിൾ. എ ഡോട്ട് ബി is equal to ആൻസർ എത്ര കിട്ടും? ദിസ് ഇസ് 18/2, ദാറ്റ്സ് ഈക്വൽ ടു 9. സോ എ ഡോട്ട് ബി is equal to 9 is the answer. സോ ഏതാ 9 വരിക? ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 67 നോക്കാം. എ ഇസ് ഗിവൺ ടു ബി 1+. ആ വെക്ടറുകൾ നോക്കുക. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി -20 തന്നിട്ടുണ്ട്. ദെൻ ദി വാല്യൂ ഓഫ് ലാംഡ ഈസ്. ഓക്കെ, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി -20 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ജസ്റ്റ് എ ഡോട്ട് ബി അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താ വരും ഇവിടെ? നോക്കൂ, നെക്സ്റ്റ് ഞാൻ എ ഡോട്ട് ബി ഈക്വൽ ടു -20 എന്നുള്ളതിലേക്കാണ് പോകുന്നത്. എ ഡോട്ട് ബി ഈക്വൽ ടു -20 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അറിയാലോ. 1 × 2, ഞാൻ ആൻസർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഐ കോമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 × 2 2. ഇവിടെ ലാംഡ ഉണ്ട്, ഇവിടെ -3 ഉണ്ട്. സോ -3 ലാംഡ. ഇവിടെ -2, ഇവിടെ 5 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10 ആണ്. ഇസ് ഈക്വൽ ടു -20 എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടുന്ന് ലാംഡ കിട്ടാൻ എളുപ്പമല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ എത്ര കിട്ടും? 2 ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ -3 ലാംഡ -8 ഇസ് ഈക്വൽ ടു -20 ആണ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? -3 ലാംഡ. കറക്റ്റിൽ ചെയ്ത് നോക്കൂ. 1 × 2 2 -3 ലാംഡ. ഓക്കെ, -3 ലാംഡ -10 ഇസ് ഈക്വൽ ടു 20 കിട്ടി. -3 ലാംഡ ഇസ് ഈക്വൽ ടു ഓക്കെ -3 ലാംഡ ഇസ് ഈക്വൽ ടു -20 + 8. -2 -3 ലാംഡ -10 is equal to -20. Okay. A dot B is equal to -20 is given, and A dot B ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 1 × 2 2 -3 ലാംഡ -10 is equal to -20 കിട്ടി. ഇവിടുന്ന് ലാംഡ സോൾവ് ചെയ്യണം. ലാംഡ സോൾവ് ചെയ്യുമ്പോൾ -3 ലാംഡ is equal to -12 കിട്ടും. ഓക്കെ, ലാംഡ is equal to -12/-3 is equal to 4 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ആൻസർ ഈസ് 4. -20 + 8 കറക്റ്റാണ്. -12 ആയി. സോ ആൻസർ ഈസ് 4. കറക്റ്റാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കൂ. 68. എ ഈസ് ഗിവൺ, ബി ഈസ് ഗിവൺ ആൻഡ് എ ക്രോസ് ബി ഈസ് ഗിവൺ. ദെൻ ദി വാല്യൂ ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു. നമുക്ക് എ ക്രോസ് ബി ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് എ ക്രോസ് ബി ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എ ക്രോസ് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. എ ക്രോസ് ബി ചെയ്യാൻ വേണ്ടി എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. എയുടെ കമ്പോണൻസ് നോക്കുക. 1 -3 ആൽഫ എഴുതി. അടുത്തത് 1 -2 4 എഴുതി. അത് എന്താ തന്നിട്ടുണ്ട്? ദിസ് ഈക്വൽ ടു -2i + j + ബീറ്റ കെ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെക്ടർ കിട്ടും. 2 വെക്ടർ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. സോ ഐ ഇൻറ്റു, ഇപ്പോൾ ഞാനിവിടെ ആൻസർ ചെയ്യുന്നത് ഐ ഇൻറ്റു ഇവിടെ കിട്ടുന്ന എത്രയാണ്? -12 + 2 ആൽഫ എന്ന് കിട്ടും. ഓക്കെ, -12 + 2 ആൽഫ എന്ന് കിട്ടി. -j ഇൻറ്റു, അപ്പോൾ നമ്മളിവിടെ ആൽഫയല്ല ചോദിച്ചിട്ടുള്ളത്. ബാക്കി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ബാക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ. കാരണം -j പിന്നെ k ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഐയുടെ കമ്പോണൻ്റ് ആയിട്ട് എത്രയുണ്ട്? -12 + 2 ആൽഫ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ -2 എന്നുണ്ട്. ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും നോക്കൂ. 2 ആൽഫ ഇസ് ഈക്വൽ ടു -12 അങ്ങോട്ട് പോകുമ്പോൾ -2 + 12 10 ആയി. സോ ആൽഫ ഇസ് ഈക്വൽ എത്ര കിട്ടും? ആൽഫ ഇസ് ഈക്വൽ ടു 5 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ആൽഫ ഇസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബീറ്റയാണ്. സോ എനിവേ -j ഇൻറ്റു, ബാക്കി പ്രൊസീഡ് ചെയ്യണം. -j ഇൻറ്റു നമ്മൾ ബീറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് പ്രൊസീഡ് അഗെയിൻ. -j ഇൻറ്റു നോക്കൂ. 1 × 4 4 മൈനസ് ഇവിടെ ആൽഫ വരും. ഓക്കെ, അടുത്തത് +k ഇൻറ്റു ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് -2 + 3 വരും. -2 + 3 വരും. ഓക്കെ, ദിസ് ഈക്വൽ ടു -2i + j + ബീറ്റ k എന്ന് വരും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. ഇവിടെ നോക്കൂ. ഫസ്റ്റ്
ഇവിടെ 2 ആൽഫ മൈനസ് 12 ഇസ് ഈക്വൽ ടു ഒരു -2 വരും. ഓക്കെ, ഇവിടെ ബീറ്റയുടെ കമ്പോണൻ്റ് ആയിട്ട് -2 + 3 ആണ് വരിക അല്ലേ. ബീറ്റ ഇസ് ഈക്വൽ ടു -2 + 3 വരുന്ന സമയത്ത് ബീറ്റ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ബീറ്റ ഇസ് ഈക്വൽ ടു 1. ആൻസർ 1 എന്നുണ്ടോ നോക്കൂ. ബീറ്റ ഇസ് ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ആൽഫേൻ്റെ ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല. ബീറ്റ ഇസ് ഈക്വൽ ടു 1 ഡയറക്റ്റ് കിട്ടും ഇവിടുന്ന്. ഓക്കെ, ആൽഫയാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് നേരെ കണ്ടുപിടിക്കാൻ പറ്റും ആൽഫ. ഓക്കെ, ബീറ്റയാണിത്, ചിലപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്നായിരിക്കും. സോ ഹിയർ ഓപ്ഷൻ ഈസ് ആൻസർ ഡി. ഓക്കെ, നൗ 69. നോക്കൂ, ദി വാല്യൂ ഓഫ് ആൽഫ സോ ദാറ്റ് ദി വെക്ടേഴ്സ്, രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്, ഒന്ന് ഇവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട്, ആർ പെർപെൻഡിക്കുലർ. നിങ്ങൾക്കറിയാം വെക്ടർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും വരിക? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് എടുക്കുക. ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് 2 ഇങ്ങനെ എഴുതാം. ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് 2. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എ ഡോട്ട് ബി 0 ആണ്. സോ ആൽഫ ഇൻറ്റു ആൽഫ പ്ലസ് 2 പ്ലസ് അടുത്ത് നോക്കൂ, ജെ കമ്പോണൻറ്റ് ആൽഫ -1. ഹിയർ ജെ കമ്പോണൻറ്റ് ഈസ് ആൽഫ. സോ ആൽഫ ഇൻറ്റു ആൽഫ -1 പ്ലസ് കെ കമ്പോണൻറ്റ് 3, ഇവിടെ -2. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -6 വരും. സോ ദിസ് ഇസ് -6. ഓക്കെ, -6 ഈക്വൽ ടു എന്താ കിട്ടുക? ആൻസർ 0 കിട്ടും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ, ഓക്കെ, ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ -6 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൽഫ കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 2 ആൽഫ സ്ക്വയർ കിട്ടി. 2 ആൽഫ ആൽഫ പോയി കഴിഞ്ഞാൽ ആൽഫ കിട്ടി. -6 ഈക്വൽ ടു 0 കിട്ടി. ഇത് ഫാക്ടറൈസേഷൻ എളുപ്പമല്ലെങ്കിൽ നിങ്ങൾ -b പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യാം. സോ ആൽഫ ഇസ് ഈക്വൽ ടു -1 പ്ലസ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 - 4 AC എന്ന് പറയുമ്പോൾ 4 × 2 8 പ്ലസ് 48 വന്നു. ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 2 × 2 4 വന്നു. സോ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 വരും. ഓക്കെ, എനിവേ ഡിവൈഡ് ബൈ 4. സോ -1 പ്ലസ് 7/4 വരാം, അല്ലെങ്കിൽ -1 - 7/4 വരാം. സോ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസറിൽ എന്താ എഴുതുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3/2 വരാം അല്ലേ, അത് മീൻസ് 6/4 3/2 ആയി, അല്ലെങ്കിൽ -8/4 -2 ആയി. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ വരിക നോക്കൂ? 3/2 -2. 3/2 -2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ. അടുത്ത നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കാം. 70 u ഇസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, v ഇസ് ഈക്വൽ ടു 4 ആണ്. ആംഗിൾ ബിറ്റ്വീൻ u ആൻഡ് v ഇസ് π/6. ദെൻ മോഡ് u ക്രോസ് v ഈസ്. മോഡ് u ക്രോസ് v കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാലോ. മോഡ് u ക്രോസ് v എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? മോഡ് u mod v sin of theta. What is theta? Theta is the angle between u and v. Okay, അപ്പോൾ മോഡ് u ക്രോസ് v ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മോഡ് u നമുക്ക് തന്നിട്ടുണ്ട് 5, മോഡ് v തന്നിട്ടുണ്ട് 4. സോ ഇൻറ്റു 4 ഇൻറ്റു സൈൻ തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ യു ആൻഡ് വി ഇസ് π/6. സോ ദി ആംഗിൾ തീറ്റ ഇസ് ഗിവൻ ടു ബി π/6. π/6 എന്ന് പറയുമ്പോൾ 30. സൈൻ 30 എത്രയാണ്? 1/2 അല്ലേ. ഇപ്പോൾ 5 × 4 × 3 കിട്ടി, 1/2 എന്ന് കിട്ടി. സോ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 10 അല്ലേ കിട്ടുക? ആൻസർ ഈസ് 10. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഇ ഈസ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കൂ 71. ഇപ്പോൾ വെക്ടറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായി, അതിൻ്റെ കംപ്ലീറ്റ് ആൻസർ ചെയ്തു. അടുത്ത 71 നോക്കാം. പോയിന്റ് നോക്കൂ, P(x1 4) ലൈസ് ഓൺ ദ ലൈൻ, ദെൻ ദി വാല്യൂ ഓഫ് x ഈസ് ഈക്വൽ ടു. ഈ പോയിന്റ് ഈ ലൈനിൽ ലൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഈ ലൈൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. x - x1/a. x - x1 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ a എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ദിസ് ഈക്വൽ ടു y - 0.3 ഡിവൈഡഡ് ബൈ j കമ്പോണൻറ്റ് ഇസ് -1 ഇസ് ഈക്വൽ ടു z - 4/, ഇവിടെ എന്താ കിട്ടുക? 0. റേഷ്യോ ആയതുകൊണ്ട് 0 എഴുതാം. ഓക്കെ, ആൻഡ് ദിസ് ലൈൻ ഈസ് പാസിംഗ് ടു ദി പോയിന്റ് ഏതാണ്? x1 4 ആണ്. നിങ്ങൾക്ക് ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് x1ഉം x എത്രയാണ്? എക്സിന് x തന്നെയാണ്. അപ്പോൾ ഇവിടെ മാറ്റമൊന്നുമില്ല. x - 1/2 ഇസ് ഈക്വൽ ടു yക്ക് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 - 3/-1 ആണ്. 1 - 3 എന്ന് പറയുന്നത് -2. -2/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 2 ആണ്. -2/-1 ആൻസർ 2 ആണ്. സോ x - 1 ഇസ് ഈക്വൽ ടു 4 ആണ്. x ഇസ് ഈക്വൽ ടു 4 + 1 5 ആണ്. സോ വാട്ട് ഈസ് ദി ആൻസർ? x ഈക്വൽ ടു 5. So E is the correct answer. Okay, clear? E is the correct answer. അടുത്ത നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 76. Sorry, 72 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72 നോക്കൂ. The equation of the plane passing through the point 2, 1, 3 and perpendicular to the vector is. Okay, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ തന്നിട്ടുണ്ട്. ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ്? 2, 1, 3 ആണ്. 2, 1, 3 പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ ആണ്. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് ഇസ് ഗിവൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ എന്താണ്?
4i പ്ലസ് 5j പ്ലസ് 6k ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ. നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ അറിയാലോ. a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 ഇസ് ഈക്വൽ ടു എന്താണ് 0. ഇവിടെ x1 y1 z1 is the given point. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. a എന്ന് പറഞ്ഞ ഡയറക്ഷൻ റേഷ്യോസ് നോർമൽ ടു ദ പ്ലെയിൻ. ദീസ് ആർ ABC. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആൻസർ? എക്സിന് നമ്മൾ എന്താ 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും പറയൂ. a എന്ന് പറഞ്ഞാൽ 4 ആണ്. x മൈനസ് 2 പ്ലസ് b എത്രയാണ് 5 ആണ്. സോ 5 ഇൻറ്റു y മൈനസ് 1 പ്ലസ് c എത്രയാണ് 6 ഇൻറ്റു z മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4x മൈനസ് 8 പ്ലസ് 5y മൈനസ് 5 പ്ലസ് 6z മൈനസ് 18 ഇസ് ഈക്വൽ ടു 0. ലെറ്റ് us rearrange. we get 4x plus 5y. ഇങ്ങനെ ആൻസർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. 4x plus 5y. ഓക്കെ, 4x plus 5y plus 6z. ഇവിടെ മൈനസ് 8 മൈനസ് 5 ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് 13 മൈനസ് 13 മൈനസ് 18 ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് 30. ഓക്കെ, ദിസ് ഈക്വൽ ടു ആൻസർ എന്താ കിട്ടുക? ദിസ് ഈക്വൽ ടു 31. ഓക്കെ, ദിസ് ഈക്വൽ ടു 31. So what is the answer? 4x plus 5y plus 6z is equal to 31 is the right answer. Okay, E is the correct answer. So option E is correct. Now 73. Okay, the angle between the line and the plane. Okay, angle between line and plane കാണാനുള്ള ഫോർമുല എന്താണെന്ന് അറിയാലോ. എന്താ ഫോർമുല? സൈൻ തീറ്റ. So sin theta is equal to എന്താണ് ഫോർമുല? sin theta is equal to b dot n by mod b mod n ആണ് സൈൻ തീറ്റ ഫോർമുല. ഇവിടെ നമുക്ക് എന്താണ് ബി എന്താണ് എന്നൊക്കെ അറിയണം. ഇവിടെ പ്ലെയിൻ്റെ നോർമലാണ്. ഇവിടെ നോക്കൂ 2i കോമ്പോണൻറ്റുകൾ എടുക്കുക, കോഎഫിഷ്യൻറ്റുകൾ എടുക്കുക, മൈനസ് 3j മൈനസ് k എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്? ദിസ് ഈസ് യുവർ n എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോർമൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി ലൈൻ ഈസ് ബി. ബി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ബി. ഓൾ റൈറ്റ്, ഇതാണ് ബി. അപ്പോൾ നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ സൈൻ തീറ്റയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്നുള്ള ആൻസറിലേക്ക് വരും. ബി ഡോട്ട് എൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ എടുക്കുന്നത്. നോക്കൂ, 3യും 2ഉം മൾട്ടിപ്ലൈ ചെയ്തു 6 പ്ലസ് ഇവിടെയുള്ള 2ഉം ഇവിടെയുള്ള ജെയുടെ കമ്പോണൻറ്റ് മൈനസ് 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് 6 പ്ലസ് ഇവിടെയുള്ള മൈനസ് 1ഉം ഇവിടെയുള്ള മൈനസ് 1ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പ്ലസ് 1 ആയി. ഡിവൈഡഡ് ബൈ മോഡ് ബി കാണുമ്പോൾ റൂട്ട് ഓഫ് എന്ത് വരും? 3 സ്ക്വയർ 9 പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് മൈനസ് 1 സ്ക്വയർ ഇസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് ഇതെന്താ വരിക? റൂട്ട് ഓഫ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4 പ്ലസ് 3 സ്ക്വയർ 9 പ്ലസ് 1 വരും. And this is theta is equal to sin inverse of 6 minus 6 cancelled 1 by this is root of 14 into root of 14 that is equal to 1 by 14. So അങ്ങനെ ആൻസർ ഉണ്ടെന്ന് നോക്കിയേ. Sin inverse of 1 by 14 answer is B. So 73 answer is option B ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ 74 നോക്കുക. 74 നോക്കിയേ. ലൈൻ തന്നിട്ടുണ്ട്. ഒരു ലൈൻ്റെ ഇക്വേഷൻ ആണ് a പ്ലസ് ലാംഡ ബി ഒരു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ബി ഫോമിലാണ്. പാരലൽ ടു ദി പ്ലെയിൻ ആണ്. ലൈൻ ഈസ് പാരലൽ ടു ദി പ്ലെയിൻ ആണ്. ഒരു ലൈന് പ്ലെയിന് പാരലാമുള്ള കണ്ടീഷൻ എന്താണ്? ഒരു ലൈന് പ്ലെയിന് പാരല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പ്ലെയിൻ, ഇത് ലൈൻ. പ്ലെയിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ നോർമൽ ലൈൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ലൈന് ഒരു ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ടാവും ബി, പ്ലെയിന് ഒരു ഡയറക്ഷൻ നോർമൽ ഉണ്ടാവും n. അപ്പോൾ ബി ഡോട്ട് n 0 വരും. അതല്ലേ ഫോർമുല? ബി ഡോട്ട് n ഇസ് ഈക്വൽ ടു 0 ഇസ് ദ ഫോർമുല ഫോർ ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എ പ്ലെയിൻ. ഡെഫിനറ്റ്ലി 90 ആയിരിക്കും. സോ ഡോട്ട് പ്രൊഡക്റ്റ് 0. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് ബി ആണെന്നറിയാമല്ലോ. ദിസ് ഈസ് ദ ഡയറക്ഷൻ വെക്ടർ. ഡെഫിനറ്റ്ലി n you can write 2i plus 4j plus alpha, not alpha, it is a z ആണ്. So I mean a only. ഇവിടെ a ആണോ? 2i plus 4j plus എന്താ ക്വസ്റ്റ്യൻ? then the value of a ആണ്. ഓക്കെ, a ആണ് അവിടെ വരിക. a. സോ 2i plus 4j plus a ആണ് വരിക. സോ b ഡോട്ട് n 0 എന്ന് പറഞ്ഞാൽ ഓക്കെ ഡോട്ട് പ്രൊഡക്റ്റിന് റെഡി ആയിക്കോ. ഇത് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്ക്. 3 ഇൻറ്റു 2 വരും 6 പ്ലസ് 1 ഇൻറ്റു 4 വന്നു 4 പ്ലസ് ഇവിടെ ആരുള്ളത് മൈനസ് 2 ആണ്. അവിടെ ആരുള്ളത് a ആണ്. മൈനസ് 2a ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് 10 ഇസ് ഈക്വൽ ടു 2a എന്ന് കിട്ടി, a ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. കണ്ടോ? 74ൻ്റെ ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ചെറിയ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, എളുപ്പത്തിൽ ചെയ്യാം. 75. ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് കാണാനുള്ള ഫോർമുല അറിയാലോ. കോസ് തീറ്റ ഇസ് ഈക്വൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? B1 കിട്ടി. ഇവിടെ നിന്ന് എന്ത് കിട്ടി? B2 കിട്ടി. നോക്കൂ, a പ്ലസ് ലാംഡ ബി ഫോമാണ്. a1 പ്ലസ് ലാംഡ B1 ആണ്. a2 പ്ലസ് ലാംഡ B2 ഫോമാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 ആണ് ഫോർമുല. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് B1 ഡോട്ട് B2 കാണുമ്പോൾ നോക്കൂ 2 ഇൻറ്റു ഇവിടെയുള്ള ബി മാറിപ്പോരുത്, ഇവിടെ ശ്രദ്ധിക്കണേ. 2 ഇൻറ്റു 3 എത്രയായിട്ട് 6 കിട്ടി. B1 ഡോട്ട് B2 ആണ് കാണുന്നത്. ഇപ്പോൾ 2 ഇൻറ്റു 3 6 കിട്ടി. ഇവിടെ ജെ കമ്പോണൻറ്റ് 1, ജെ കമ്പോണൻറ്റ് ഇവിടെ ആബ്സെൻ്റ് ആണ്. സോ 1 ഇൻറ്റു 0 ആണ്, ദാറ്റ് ഈസ് 0 പ്ലസ് ഇവിടെ -1 ഇൻറ്റു 1 ആണ്, ദാറ്റ് ഈസ് -1.
ഡിവൈഡഡ് ബൈ മോഡ് ബി വൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം റൂട്ട് ഓഫ് 4 + 1 + 1 റൂട്ട് ഓഫ് 4 + 1 + 1 ആണ് 2² + 1² + -1² ആണ് റൂട്ട് ഓഫ് ഇവിടെ നോക്കൂ ഐ കമ്പോണൻറ്റ് 3 ആണ് അതിൻ്റെ സ്ക്വയർ 9 ആണ് പ്ലസ് ജെ കമ്പോണൻറ്റ് ആബ്സെൻ്റ് ആണ് സ്ക്വയർ 0 പ്ലസ് കെ കമ്പോണൻറ്റ് 1 ആണ് സ്ക്വയർ എടുക്കുമ്പോൾ 1 സോ തീറ്റ ഈസ് ഈക്വൽ ടു നോക്കൂ കോസ് ഇൻവേഴ്സ് ഓഫ് ആൻസർ 6 എന്ന് 1 പോയാൽ 5 ബൈ ഇത് റൂട്ട് 8 ആണ് ഇത് റൂട്ട് 10 ആണ് ദിസ് ഈസ് റൂട്ട് ഓഫ് 8 × 10 എന്ന് പറയുമ്പോൾ ഇവിടെ 8 വരും സോറി ഇവിടെ 6 വരും 6 × 10 ഇവിടെ 6 × 10 ആണ് വരിക സോ ദ ആൻസർ ഈസ് 5/60 റൂട്ട് 5/60 കിട്ടും അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ നിങ്ങൾക്ക് എന്താ കിട്ടുക തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് ഓഫ് 15 ഡിവൈഡഡ് ബൈ എന്താണെന്ന് കിട്ടും 6 എന്ന് കിട്ടും റൂട്ട് ഓഫ് 15 ഡിവൈഡ് ബൈ 6 ഈസ് ദി ആൻസർ ഓക്കെ സോ വിച്ച് വൺ ഈസ് കറക്റ്റ് ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് റൂട്ട് ഓഫ് 15/6 ഇതാണ് ആൻസർ വരിക ഓക്കെ കാരണം 5/16 നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി ഈ 5ഉം റൂട്ട് 10 ഒക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടും ഇങ്ങനെ കിട്ടും നോക്കൂ 5/√6 ഇൻറ്റു റൂട്ട് 10 നമുക്ക് റൂട്ട് ഓഫ് 2 × 5 എന്നൊക്കെ എഴുതിയിട്ട് അങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് റാഷണലൈസേഷൻ ചെയ്താൽ മതി റൂട്ട് 15/6 കിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഒരു സ്റ്റെപ്പിൽ ആൻസർ ആവും ഓക്കെ അടുത്ത് നോക്കൂ 76 നോക്കുക ദി കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ആണ് വേണ്ടത് പാസിംഗ് ത്രൂ ദി പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഒരു ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് ദിസ് ഇസ് എ ലൈൻ വിച്ച് പാസിംഗ് ത്രൂ ദി പോയിന്റ് 753 ആണ് ഓക്കെ 753 അത് പാസ് ചെയ്യുന്നുണ്ടല്ലോ അതൊരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം പ്ലെയിൻ ഒരു നോർമൽ ഉണ്ടല്ലോ ആ നോർമലിൻ്റെ ഇക്വേഷൻ എന്താണ് ഇവിടെ നോർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം n എന്ന് പറയുന്ന വെക്ടറാണ് അത് നമ്മൾ XYZ കോഎഫിഷ്യൻ്റ് എടുത്തിട്ട് ഒരു വെക്ടർ ഫോം ചെയ്യും അപ്പോൾ എന്താ വരിക 3i + 2j + k എന്ന് വരും ഓക്കെ 3i + 2j + k എന്ന് വരും ദിസ് ഈസ് യുവർ വെക്ടർ n now find the equation of the line parallel to find the equation of the Cartesian equation of the line which is perpendicular to the plane ആണ് where plane equation is also given so what is the equation x - x1 by a is equal to y - y1 by b equal to z - z1 by c ആണ് so x - x1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.7 ആണ് divided by direction number is 3 is equal to y minus point is 5 divided by direction number is 2 is equal to z minus point is 3 divided by direction number is what 1 okay so look at the option ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് നോക്കിയേ 76 ഇങ്ങനെ ആൻസർ ഉണ്ട് നോക്കൂ x - 7 by 3 is equal to y minus 5 by 2 is equal to z minus 3 by 1 so option A is correct okay അടുത്ത നോക്കുക 77 ഓക്കെ 77 ആണ് അപ്പം അതിൽ നിങ്ങൾക്ക് 77 നോക്കാം ഇവിടെ നോക്കാം ശ്രദ്ധിക്കൂ 77 അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദി പ്ലെയിൻസ് ആണ് ഓക്കെ അപ്പോൾ നോക്കുക അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദി പ്ലെയിൻസ് ആണ് സോ ശ്രദ്ധിക്കുക ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് കാണാനുള്ള ഫോർമുല എന്താണ് ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് കാണാനുള്ള ഫോർമുല കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണെന്ന് നോക്കിയേ ഇവിടെ n എന്ന് പറയുന്ന വെക്ടർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പ്ലെയിൻ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ n1 എഴുതണം ഫസ്റ്റ് n1 ഇസ് ഈക്വൽ ടു എന്താണ് n1 ഇസ് ഈക്വൽ ടു 2i minus j minus 3k this is your n1 and n2 is i plus 2j plus 2k i plus 2j plus 2k this is your n1 okay and n1 and n2 so cos theta is equal to in the formula cos theta is equal to n1 dot n2 by modulus of n1 into modulus of n2 so let us write the product n1 dot n2 divided by modulus of n1 into modulus of n2 ആണ് acute angle ആണ് ചോദിച്ചിട്ടുള്ളത് so we have to take a modulus okay so cos theta is equal to n1 dot n2 ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇവിടെയുള്ള 2 ഇവിടെ n1 n2 ഞാൻ സെപ്പറേറ്റ് എഴുതിയെന്നേ ഉള്ളൂ ഇവിടെ നോക്കൂ മൾട്ടിപ്ലൈ 2 into 1 എഴുതാം 2 into 1 is 2 പ്ലസ് ഇവിടെ ഞാൻ എഴുതാം ദിസ് ഈക്വൽ ടു 2 into 1 2 പ്ലസ് ഇവിടെ -1ഉം ജെയുടെ കമ്പോണൻറ്റ് 2 ആണ് സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 പ്ലസ് -3 into 2 is -6 divided by n1 മോഡുലസ് എടുക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ സോ 4 പ്ലസ് 1 പ്ലസ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 4 സോ 4 പ്ലസ് 1 പ്ലസ് 9 എഴുതുക ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 4 1 പ്ലസ് 4 പ്ലസ് 4 വരും ആൻഡ് ദിസ് ഇംപ്ലൈസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് 2 ക്യാൻസൽ ആയി -6 ഡിവൈഡഡ് ബൈ
This is root of 9 plus 1, 10, 14. Root 14 into root of ഇത് എത്ര കിട്ടും 9 കിട്ടും. ഓക്കെ, അപ്പോൾ cos theta is equal to modulus minus 6 by ഇവിടെ കിട്ടുന്ന ആൻസർ 3 റൂട്ട് 14. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2. സോ cos theta is equal to modulus minus 2 by root of 14. ഓക്കെ, മൈനസ് റൂട്ട് ഓഫ് 14 കിട്ടും. ആൻസർ എത്ര കിട്ടും? cos theta is equal to minus 2 by root of 14 ആണ് വരിക. മൈനസ് റൂട്ട് 2 by root of 14 എന്നുള്ള ആൻസറിലേക്ക് എത്തുക. നമുക്ക് മുകളിൽ എന്താ ഒരു 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആൻസർ അനുസരിച്ച് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ മൈനസ് 2 by 14 ഇൻറ്റു ഇവിടെ റൂട്ട് 14 വരും. ഓക്കെ, സോ cos theta is equal to 3 to ആൻസർ മൈനസ് റൂട്ട് 14 divided by 7. Cos theta is equal to minus root 14 divided by 7. Okay. അപ്പോൾ ഇതിന് ആൻസർ ഏതാ ഓപ്ഷനിൽ നോക്കിക്കേ. ഇവിടെ അക്യൂട്ട് ആംഗിൾ എടുക്കുന്ന സമയത്ത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് റൂട്ട് 14 by 7 എന്നാണ് വരിക. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. പൈ മൈനസ് അക്യൂട്ട് ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. സോ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് റൂട്ട് 14 ഡിവൈഡ് ബൈ 7 എന്നുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ. അവിടെ ശ്രദ്ധിച്ച് ചെയ്യണം ഈ പ്രോബ്ലം. ഓക്കെ, റൈറ്റ്. അടുത്ത് നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 78 നോക്കാം. ദി വെക്ടർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ദി പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ വെക്ടർ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ സി 2, 1, 3 ആണ്, ഇവിടെ -2, 4, 1 ആണ്. ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിന്റ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഡയറക്ഷൻ വെക്ടർ ഉണ്ടല്ലോ, ബി എന്ന് പറയുന്ന ഡയറക്ഷൻ വെക്ടർ എന്താണ്? -2, -2, -2, -2 എന്ന് പറയുന്നത് മൈനസ്. തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല, ഡയറക്ഷൻ നമുക്ക് ഏത് ഡയറക്ഷനും വേണമെങ്കിൽ എടുക്കാം. 2 മൈനസ് ചെയ്താലും കുഴപ്പമില്ല, തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. എനിവേ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് r is equal to a plus lambda b ഫോമാണ്. r is equal to a plus lambda b ഫോമാണ്. ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ b I should have to form. b എങ്ങനെ ഫോം ചെയ്യുന്നത് ഞാനിവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ബി എങ്ങനെ ഫോം ചെയ്യേണ്ടത്? അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് പാസിംഗ് ത്രൂ ദി പോയിന്റ് ആണ്. ഇപ്പോൾ 2, 1, 3 ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷനിൽ മിക്കവാറും ചെയ്തിട്ടുണ്ടാകുക. 2, 1, 3 ഉപയോഗിച്ചിട്ടുള്ള ആൻസർ മാത്രമേ ശരിയാവുള്ളൂ. ഇവിടെ കുറച്ച് ഓപ്ഷൻസിലൊക്കെ ഇതുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡയറക്ഷൻ വെക്ടർ പറയുമ്പോൾ -2 മൈനസ് ഈ 2 നിന്ന് ഈ 2 കുറയ്ക്കുമ്പോൾ -4. ഓക്കെ, -4 I ആണ്. 4 നിന്ന് 1 കുറച്ചാൽ 3 ആണ്, സോ 3j ആണ്. 1 നിന്ന് 3 കുറച്ചാൽ -2 ആണ്, -2k ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് a പ്ലസ് ലാംഡ ബിയിൽ കൊടുത്താൽ മതി. എ എന്ന് പറഞ്ഞാൽ പാസിംഗ് ത്രൂ ദി പോയിന്റ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 2i പ്ലസ് j പ്ലസ് 3k എന്ന് എഴുതാം. പ്ലസ് ലാംഡ ഇൻറ്റു സം സ്കെലാർ ഇൻറ്റു ഡയറക്ഷൻ വെക്ടറാണ്. വട്ട് ഈസ് ദാറ്റ്? -4i പ്ലസ് 3j മൈനസ് 2k എന്ന് എഴുതാം. ഇങ്ങനെ ആൻസർ ഉണ്ടെന്ന് നോക്കിക്കോളൂ. 2i പ്ലസ് j പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു -4i പ്ലസ് 3j മൈനസ് 2k. അപ്പോൾ നിങ്ങൾക്ക് 78ൻ്റെ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, അടുത്തത് 79 ആണ്. 79 ചെയ്യുമ്പോൾ അത് പ്രോബിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എ ബാഗ് കണ്ടെയ്ൻസ് 5 യെല്ലോ, 3 ഗ്രീൻ, 2 ബ്ലൂ ആൻഡ് 7 വൈറ്റ് ബോൾസ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയുണ്ടത്? 5 യെല്ലോ ആണ്, 3 ഗ്രീൻ, 2 ബ്ലൂ, 7 വൈറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ബോൾസ് കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ ബോൾസ് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ ബോൾസ് നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 5 + 3 8 10 17 ബോൾസ് ആണ് കിട്ടും. 17 ബോൾസ് ടോട്ടൽ ഉണ്ട്. ഇത് നിങ്ങളോട് ചോദിച്ചില്ല എന്താണ്? ഒരു ബോൾ 4 balls ആർ ചൂസൺ അറ്റ് റാൻഡം. 4 ബോളുകൾ റാൻഡമായിട്ട് ചൂസ് ചെയ്തു. ദെൻ ദി പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദം ആർ വൈറ്റ്. ഇതിൽ വൈറ്റ് ഒന്നും വരാൻ പാടില്ല. വൈറ്റ് ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈറ്റ് നിന്ന് എടുക്കരുത്, അത്രയേ ഉള്ളൂ. വൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ബോൾ 4 നിങ്ങൾക്ക് ഏതും എടുക്കാം. ബാക്കിയുള്ള 4 ബോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ബാക്കിയുള്ള 4 ബോളുകൾ എന്ന് പറയുമ്പോൾ 5ഉം 3ഉം 8 + 2 10 ആണ്. അപ്പോൾ നിങ്ങളെ ഫേവറബിൾ എന്ന് പറയുന്നത് 10 balls ആണ്. അതിൽ നിന്ന് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ, കാരണം വൈറ്റ് വരാൻ പാടില്ല. അപ്പോൾ 10 എന്നൊരു 4 ബോൾ എടുക്കുക എന്ന് പറയുന്നത് ഹൗ മെനി വേസ് വി ക്യാൻ ഡു ദാറ്റ്? 10c4 ways we can do that. This is our favorable case. And what is the total number of ways you can select 4 balls from 17 balls? It is 17c4. Got the point? Now this is the required probability. So 10c4 is what? 10 into 9 into 8 into 7 divided by 1 2 3 4. Now denominator 1 2 3 4 cancel out. So 17 16 into 15 into 16. Further simplifying. ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നോക്കിയേ. സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നോക്കുക. കറക്റ്റ് നോക്കൂ. 10 9 8 7 എഴുതിയിട്ടുണ്ട്. 10 9 8 7 എഴുതിയിട്ടുണ്ട്. താഴെ 17 16 15 14 ആണിത്. ഓക്കെ, 14 എഴുതിയിട്ടുണ്ട്. റൈറ്റ്, നൗ വി ക്യാൻ സിംപ്ലിഫൈ.
നമുക്കിതിങ്ങനെ ക്യാൻസൽ ചെയ്യാം. 8ഉം 16ഉം ക്യാൻസൽ ചെയ്യും 2 കിട്ടും. 7ഉം 14ഉം ക്യാൻസൽ ചെയ്യും 2 കിട്ടും. 2ഉം ഇതും ക്യാൻസൽ ചെയ്യും 5 കിട്ടും. 5ഉം 15ഉം ക്യാൻസൽ ചെയ്യും 3 കിട്ടും. 3ഉം 9 ക്യാൻസൽ ചെയ്യും 3 കിട്ടും. So this answer is, final answer will be what? 3 by 7 to 14 is 34. 3 by 34 is the right answer. So 3 by 34 എന്ന് പറയുന്ന ആൻസർ ഉണ്ടോ നോക്കിയേ. 3 by 34 ഓപ്ഷൻ E is correct. Okay, clear? Now question number 80. നോക്കൂ, an urn contain 25 marbles which are numbered 1 to 25. Okay, a marble is chosen at random 2 times. 2 പ്രാവശ്യം മാർബിൾ എടുക്കുന്നുണ്ട് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. So please note down this with replacement. Then the probability that both times the marble has the same number is. സെയിം നമ്പർ കിട്ടണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ വരിക? 25 എന്നൊരു നമ്പർ കിട്ടണം. 25 നമ്മളൊരു നമ്പർ എടുക്കുകയാണ് റാൻഡമായിട്ട്, അത് 2 പ്രാവശ്യം എടുക്കുന്നുണ്ട്. സോ ആൻസർ 1/25 ആണ് ഫസ്റ്റ് പ്രാവശ്യം എടുക്കുന്നതിൻ്റെ അല്ലേ. സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ വീണ്ടും നമ്പർ എടുക്കുന്നുണ്ട് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. എടുത്ത നമ്പർ തിരിച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് എടുക്കുകയാണ്. സോ അഗൈൻ വി ഹാവ് 125, റൈറ്റ്? സോ വി ക്യാൻ മൾട്ടിപ്ലൈ ബോത്ത്. So we get 1/625. നോക്ക് എത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണ് നോക്ക്. 1/625. So what is the answer? Option C is correct. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത 40 ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ്റ്റർ BK വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സി യു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ B1 അതിൽ നമ്മൾ 81 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 81 തുടങ്ങാം. സോ 81 ക്വസ്റ്റ്യൻ നോക്കൂ. If A and B are two events such that P of A is equal to 0.2, P of B is equal to 0.55 and P of A intersection B is equal to 0.1, then P of B intersection A complement is. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം P of A in B intersection A complement എന്ന് പറയുന്നത് P of എന്താണോ B മൈനസ് A അല്ലേ. P of B മൈനസ് A ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കാം, ഇത് A ഇത് B അല്ലേ. ഇവിടെയാണ് B മൈനസ് A വരിക. അപ്പം ഈ ഒരു ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.55 മൈനസ് 0.1 അല്ലേ. 0.55 മൈനസ് 0.1 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.45. ഓക്കെ, ഇതാണ് ആൻസർ വരിക. 0.45 ഇതിലുണ്ടോ നോക്കിയേ. 0.45 ഇതിലുണ്ട്, അതാണ് C. സോ ഇതിൻ്റെ ആൻസർ C ആണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 82 നോക്കിക്കോളൂ. 2 dice are rolled. If A is the event that the sum of the number is 4, A എന്നല്ല 2 dice ടോട്ടൽ ഔട്ട്കംസ് വരുന്നത്. ടോട്ടൽ ഔട്ട്കംസ് നമുക്കറിയാം 36 ആണ്. 2 ഡൈ ആണ് റോൾ ചെയ്യുന്നത്. ഓക്കെ, സോ എ എന്ന് പറഞ്ഞ ഇവൻ്റ് എന്ന് ഇവിടെ പറയുന്നത് സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 4 ആണ്. സം ഓഫ് ദ നമ്പർ 4 കിട്ടുന്നത് ഏതൊക്കെയാണ് വരിക? 1 3 വരില്ലേ. സം 4 കിട്ടുന്നത്, സം 4 കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്നത് 1 3 വരും, അതേപോലെ 2 2 വരും, അതേപോലെ 3 1 വരും. ഓക്കെ അല്ലേ. പിന്നെ അടുത്ത് എന്താ വരുന്നത്? ആൻഡ് ബി ഇസ് ഈവൻ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഡൈസ് ഷോസ് 3. സോ ബി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഡൈ ഷോസ് 3 ആണ്. സോ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? 1 3 വരും, അതേപോലെ 2 3 വരും, അതേപോലെ 3 1 വരും, 3 2 വരും, 3 3 വരും, 3 4 വരും, 3 5 വരുന്നു, 3 6 വരുന്നു. പിന്നെ വരുന്ന ഏതാണ്? 4 3 വരുന്നു, പിന്നെ 5 3 വരുന്നു, ആൻഡ് 6 3 വരുന്നു. ഓക്കെ, ഇത്രയും വരും. സോ ഇത് 1 2 3 4 5 6 7 8 9 10 11. സോ നമ്മളോട് ചോദിച്ചത് എന്താണ്? P of A given B ആണ്. P of A given B എന്ന് പറയുന്നത് നമുക്കറിയാം P of A ഇൻ്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ P of B ആണ് അല്ലേ. എയിലും ബിയിലും കോമൺ ആയിട്ട് ഏതാണുള്ളത്? 1 3 3 1 ആണ്.
So B of A intersection B are 2 by 36 and P of B എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് ഇത് 11. So 11 by 36 and the answer is 2 by 11. 2 by 11 ഇതിലുണ്ടോ നോക്കിക്കോളൂ, B ആണ് ആൻസർ. Okay, so 82 the answer is B. So next question 83. Assume that n distinct values x1, x2, etc. xn occur with the frequencies. So നമുക്കിവിടെ xi എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവേഷൻസ്, അതാണ് x1, x2, x3, etc. up to xn വരെയുണ്ട്. ഓക്കെ, ആൻഡ് വിത്ത് ഫ്രീക്വൻസീസ് fi എന്ന് പറയുന്നത് f1, f2, f3, etc. fn വരെയുണ്ട്. റെസ്പെക്ട് if given that x dash, given x dash is equal to 7 means sigma fi xi by sigma fi, that is equal to 7. Okay, also given sigma fi xi is equal to 315. Then what is sigma 1 to 8 sigma fi? Sigma I is equal to 1 to 8 sigma fi അല്ലേ. സോ നമുക്ക് sigma fi xi എന്ന് പറഞ്ഞിട്ട് 315. സോ ഇവിടെ നമുക്ക് കിട്ടും എന്താണ് 7 which implies 7 is equal to 315 by sigma fi, or sigma fi is equal to 315 by 7. 315 by 7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 315 by 7 it is 45. 45 ആണ് ആൻസർ വരുന്നത്. സോ ദ ആൻസർ ഈസ് ബി, ബോയ്. ബോയ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അതാണ് 83യുടെ ആൻസർ വരുന്നത്, ബോയ്. ഇനി നമുക്ക് 84 പറയാം. 84. The variance of the data x1, x2, etc. x50. So ഇവിടെ n is equal to 50 with sigma xi. So sigma xi തരുന്നത് 650 ആണ് and sigma xi സ്ക്വയർ തരുന്നത് 10,000 ആണ്. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചത് വേരിയൻസ് ആണ്. വേരിയൻസ് ആണോ ഇക്വേഷൻ നമുക്കറിയാം. വേരിയൻസ് is equal to sigma xi സ്ക്വയർ മൈനസ് sigma വേരിയൻസ് ആണ് ചോദിച്ചു കേട്ടോ. സിഗ്മ xi ഓർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സിഗ്മ xi സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചതാണ്. n 50 ആണ് തന്നത്. സിഗ്മ xi നമുക്ക് 650 തന്നു. സിഗ്മ xi സ്ക്വയർ ഈസ് 10,000. സോ വേരിയൻസ് ഇസ് ഈക്വൽ ടു 1 ബൈ n ഇൻറ്റു സിഗ്മ xi സ്ക്വയർ മൈനസ് നമുക്കറിയാം സിഗ്മ xi ബൈ n ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. വേരിയൻസ് ഇസ് ഈക്വൽ ടു 1 ബൈ n ഇൻറ്റു സിഗ്മ xi സ്ക്വയർ മൈനസ് സിഗ്മ xi, ഓർ നമുക്ക് എങ്ങനെ പറയാം, ഈ xi ബൈ n എന്ന് പറയുന്നതാണ് മീൻ കേട്ടോ, മീൻ ദ ഹോൾ സ്ക്വയർ വരെ. സോ നമുക്ക് തന്നത് സിഗ്മ xiയും സിഗ്മ xi സ്ക്വയർ, അതുകൊണ്ട് നമ്മൾ മീൻ എടുക്കുന്നില്ല. സോ n is equal to 50. സോ ദിസ് is equal to 1 by 50 into what is sigma xi സ്ക്വയർ 10,000. ഓക്കെ, മൈനസ് സിഗ്മ xi നമുക്ക് തന്നത് 650. സോ ഇറ്റ് ഈസ് 650 ഡിവൈഡഡ് ബൈ 50 ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെ വരും. ഓക്കെ, ശരിയല്ലേ. സോ ദിസ് is equal to എത്രയാണ് 200 മൈനസ് 650 by ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 13 and 13 സ്ക്വയർ ഈസ് 169. സോ ദ ആൻസർ ഈസ് 31 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഈ എഴുതി വെച്ചത്. സോ 31 എന്ന് പറഞ്ഞ ആൻസർ ഇതിലുണ്ടോ നോക്കൂ. ശരിയാണ് അല്ലേ. എവിടെ ഉണ്ട്? ഇ ആണ്. ഇ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ അതാണ് 84. നെക്സ്റ്റ് 85. If x is a random variable with the e of x is 6 and variance of x is 3, then e of x square ആണ് ചോദിച്ചത്. സോ നമുക്കറിയാം വേരിയൻസ് ഓഫ് x is equal to e of x square minus e of x the whole square. ഓക്കെ, സോ ഇവിടെ വേരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 ആണ്. സോ 3 is equal to e of എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് നമുക്ക് 6 ആണ്. സോ 6ൻ്റെ സ്ക്വയർ വരും. സോ ദിസ് ഈസ് 36. സോ 3 is equal to e of x square minus 36, or e x square is equal to 36 plus 3 and it is 39. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് 85ൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് 86ലേക്ക് പോകാം. 86. Let f of x is equal to 4x plus 3 divided by x plus 2. Then the value of f dash of minus 2. അല്ലേ, f dash of minus 2 ആണ് ചോദിച്ചത്. f inverse of y അല്ലേ, ഓർ f inverse of x എന്ന് പറയും. f inverse of x. സോ ഇത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ ഇതാണ് നമ്മുടെ y. സോ ഇവിടെ f of x വരെ നമ്മൾ എന്ത് കൊടുക്കുക? y കൊടുക്കുക. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂസ് കണ്ടുവച്ചാൽ മതി അല്ലേ. എത്രയല്ലേ വരും? അപ്പോൾ നമുക്ക് f dash of x നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നു. അപ്പം എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ആണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം ഇതിന് y കൊടുത്തിട്ട് നമ്മൾ y is equal to x plus 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 കാണുന്നു. ഇതിൽ x is equal to നമ്മൾ കാണുന്നു. അതിന് നമുക്ക്
എത്രയാണ് കിട്ടും, ഇൻ ടേംസ് ഓഫ് വൈ കിട്ടും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ആൻഡ് ആ വൈക്ക് നമ്മൾ എക്സ് കൊടുക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഓക്കെ, നമുക്ക് അറിയുന്നതാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. സോ നമുക്കിവിടെ എങ്ങനെ എടുക്കാം, A2 അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം 2 is equal to നമുക്ക് എന്തെടുക്കാം 4x plus 3 divided by x plus 2. ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് 2. ഇതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് 2. സോ ഇത് നമുക്ക് ഇവിടെ -2 ആണ് കേട്ടോ, -2. ക്ലിയർ. സോ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണും. സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ഓർ -2x -4 അല്ലേ, -2x -4 is equal to 4x plus 3 എന്ന് എഴുതാം. ഇത് ഇങ്ങോട്ട് വരിക, ഇത് 4 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. സോ -6x is equal to 7 or x is equal to -7/6. x is equal to -7/6 ആണ്, അതിവിടെ ബി ഓപ്ഷനാണ്. ഓക്കെ, സോ ഈ ഇൻവേഴ്സ് കാണുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഓക്കെ, സോ ഇനി നമുക്ക് 87th ക്വസ്റ്റ്യൻ നോക്കാം. 87th ക്വസ്റ്റ്യൻ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആണ് ഫോർ എക്സ് ലെസ് ദാൻ 1. ഓക്കെ, എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു ബൗണ്ടറി ഇടാണെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ അത് 2x ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ അത് 5a - x ആണ് അല്ലേ. ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ ആണ് എവരി ലെസ് -∞ ടു ഇൻഫിനിറ്റി വരെ ഇത് കണ്ടിന്യൂസ്, എവരി പോയിന്റ് ഏതൊരു പോയിന്റിലും ഇത് കണ്ടിന്യൂസ് ആണ്. ദെൻ ദ വാല്യൂ ഓഫ് a ആണ് ചോദിച്ചത് അല്ലേ. സോ നമുക്കറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ അല്ലേ, സിൻസ് ദ ഫംഗ്ഷൻ സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എവരിവെയർ കണ്ടിന്യൂസ് അല്ലേ, എവരിവെയർ കണ്ടിന്യൂസ്, എല്ലാ സ്ഥലത്തും എന്താണ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ at 1 at x is equal to 1 നമുക്ക് എന്ത് പറയാം, LHL ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും, RHL ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എന്താണ് വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5a - x ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 ഈക്വൽ ടു 5a, ഓർ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എഴുതാം കേട്ടോ, 2 ഈക്വൽ ടു എന്ത് ചെയ്താം 5a - x അല്ലേ. 2 ഈക്വൽ ടു 5a മൈനസ് എക്സിന് വേണ്ടി വാല്യൂ കൊടുത്തു, 5a മൈനസ് എന്താണ് വരിക 5a - 1. ഓക്കെ, സോ ഇതിൽ നമുക്ക് 5a is equal to 3 കിട്ടും, a is equal to നമുക്ക് 3/5 കിട്ടും. സോ 87ൻ്റെ ആൻസർ C ആണ്, 3/5. ഓക്കെ, സി ഓപ്ഷനാണ് കറക്റ്റ്. ഇതാണ് 87 വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 88ലേക്ക് കടക്കാം. സോ 88 ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് t ടെൻസ് ടു 0 sin 2t ഡിവൈഡഡ് ബൈ 8t² + 40. നിങ്ങൾ ടേക്ക് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം നോക്കാം അല്ലേ. സോ t ടെൻസ് ടു 0 ആണ് കേട്ടോ, t ടെൻസ് ടു എന്താണ് 0 sin 2t ഡിവൈഡഡ് ബൈ 8t² + 40 ആണ്, 8t² + 40. ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കാറ് അല്ലേ, എൽ ഹോസ്പിറ്റൽ റൂൾ, കാരണം ഇത് 0/0 ഫോമിലാണുള്ളത്. ടിക്ക് നിങ്ങൾ 0 കൊടുത്തു നോക്ക്, അപ്പോൾ ഇത് sin 0 ഡിവൈഡഡ് ബൈ 0 + 0, 0/0 ഫോമാണ്. നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി. സോ നമുക്കിവിടെ എങ്ങനെ കിട്ടും, സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ലിമിറ്റ് t ടെൻസ് ടു 0 sin 2t എന്നാൽ cos 2t × 2 അല്ലേ, 2 cos 2t ഡിവൈഡഡ് ബൈ 8t² ഈസ് എന്താവും 8 × 2t, സോ 16t കറക്റ്റ് അല്ലേ. സോ 16t + 4 എന്ന് കിട്ടും, 16t + 4. ഇനി നമ്മൾ ഇവിടെ അഗെയിൻ നമ്മൾ 0 അപ്ലൈ ചെയ്യുന്നു അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു cos 0 ഈസ് 1, സോ ഇറ്റ് ഈസ് 2 അല്ലേ. സോ ഇവിടെ ശ്രദ്ധിച്ചോളൂ, 2 × 1, സോ 2 × 1 ഡിവൈഡഡ് ബൈ 16 × 0 is 0, so 2 divided by 1 plus 0 plus and then by 4, like 0 plus 4 വരും. So it is 2/4 and this is equal to 1/2. So the correct option is A. A ആണ് correct option വരുന്നത്, 1/2. അതാണ് 88 വരുന്നത്. So next it is 89. Okay. സോ ലിമിറ്റിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ, അതേ ലെവൽ നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത അതേ എൽ ഹോസ്പിറ്റൽ റൂൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സിന് 0 കൊടുത്ത് നോക്കുക, 0/0 ഫോമാണോ കിട്ടും നോക്കുക. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 ഡിവൈഡഡ് ബൈ 3 - 3, സോ അഗെയിൻ ഇറ്റ് ഈസ് 0/0 ഫോം. ശരിയാണല്ലേ, 0/0 ഫോമാണ്. അതുകൊണ്ട് നമ്മളിവിടെയും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
എക്സിൻ്റെ ഡിവൈഡ് ഇല്ല എക്സിൻ്റെത് 1 ആണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആൻഡ് ദിസ് ഈസ് റൂട്ട് എക്സ് 1/2 റൂട്ട് 9 മൈനസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് ഇറ്റ് ഈസ് അല്ലേ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് 9 മൈനസ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് -1 ഇൻറ്റു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3 ഇറ്റ് ഈസ് 0 അല്ലേ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് 0 ആണ്. ഇവിടെ നമ്മൾ എന്താണ് ആ വാല്യൂ കൊടുക്കുകയാണ്. സോ എന്താണ് നമ്മുടെ വാല്യൂ എക്സിന് 0 ആണ് കൊടുക്കേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ -1 ബൈ അല്ലേ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടും ഇത് 9 3 ആവും 6 ആവും -1/6 വരും. സോ ദ ആൻസർ ഈസ് -6 ഇവിടെ ഉണ്ട് ഇതാ നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നു. സോ ഡി ആണ് ഓപ്ഷൻ. സോ 89 ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി. ഓക്കെ ക്ലിയർ ആണല്ലേ. എൽ ഹോസ്പിറ്റൽ റൂൾ ഓർമ്മിച്ച് വെച്ചോളൂ. എൽ ഹോസ്പിറ്റൽ റൂൾ അത് കേട്ടതായിരിക്കും. എൽ ഹോസ്പിറ്റൽ റൂൾ. ഓക്കെ സോ 89 കഴിഞ്ഞു. ഇനി നമുക്ക് 90ലേക്ക് കയറാം. 90 നോക്കുക. ഇവിടെ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 3x + 2 ഇഫ് എക്സ് ലെസ് ദാൻ -2. Okay, and it is x square minus 3x minus 1 if x greater than or equal to -2. Then limit x tends to 2 minus f of x and limit x tends to 2 plus f of x are respectively. ഒന്നുമില്ല, നമ്മളോട് 2 എന്ന് പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 2 എന്ന് പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റുമാണ് നമ്മളോട് ചോദിച്ചത്. ക്ലിയർ. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 2 എന്ന് പറഞ്ഞ പോയിന്റ് നമ്പർ ലൈനിൽ ഇവിടെ എത്തും, ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് -2 ആണ് ചോദിച്ചല്ലേ. -2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അല്ലേ. സോറി -2 ആണ്. സോ -2ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ് എത്രയാണ്? റൈറ്റ് സൈഡിലെ ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആണ്. സോ നമ്മൾ ഈ -2ൻ്റെ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് തന്നത്? 3x + 2 ആണ്. ഓക്കെ, ആൻഡ് റൈറ്റ് സൈഡ് 2ന് റൈറ്റ് സൈഡ് -2 റൈറ്റ് സൈഡിലും നമുക്ക് തന്നത് എത്രയാണ്? x² - 3x - 1 ആണ്. x² - 3x - 1. സോ നമ്മൾ ഫസ്റ്റ് എന്ത് കാണുന്നു? LHL അതാണ് ശരിക്കും എന്ത്? ലിമിറ്റ് x ടെൻസ് ടു -2 മൈനസ് അല്ലേ എഫ് ഓഫ് എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -2 മൈനസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x + 2 ആണ്. 3x + 2 അവിടെ നമ്മൾ വാല്യൂ കൊടുക്കുമ്പം 3 × -2 + 2. സോ ഇറ്റ് ഈസ് -6 +2 ആൻഡ് ഇറ്റ് ഈസ് -4. അപ്പോൾ നമുക്ക് LHL കിട്ടി അല്ലേ. അതേപോലെ RHLും കാണാൻ പറ്റുന്നുണ്ട്. RHL അതാണ് ലിമിറ്റ് x ടെൻസ് ടു -2 പ്ലസ് ആണ് പറഞ്ഞത്. ഓക്കെ, അവിടെ എഫ് ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിച്ചത്. സോ റൈറ്റ് സൈഡ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -2 പ്ലസ് അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² - 3x - 1 ആണ്. സോ നിങ്ങളവിടെ -2 അപ്ലൈ ചെയ്താൽ -2² -3 × -2 -1 അങ്ങനെയാണല്ലോ കിട്ടുക. സോ ദിസ് ഈസ് 4 - 6 അല്ലെ 4 + 6 ആവും അല്ലേ. 4 + 6 -1 ആൻഡ് ദിസ് ഈസ് 9 ആണ്. 9. സോ 9 എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 പ്ലസിലുള്ള -2 സോ ആൻസർ വരേണ്ടത് -4ഉം പിന്നെ ഏതാണ്? 9ഉം ആണ്. -4ഉം 9ഉം വരുന്നത് എവിടെയാണെന്ന് നോക്കിക്കോളൂ. അങ്ങനെ ഒരു സംഭവമല്ലേ ഇതിൽ. സോ -4 9 -4 9 വരുന്നത് ഡി ആണ്. ഡി ഓപ്ഷൻ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി. ഓക്കെ, അതാണ് 90. നെക്സ്റ്റ് നമ്മൾ 91ലേക്ക്. 91. സോ 91 നോക്കിക്കോളൂ. 91 ലിമിറ്റിലെ ക്വസ്റ്റ്യനാണ്. ലിമിറ്റ് x ടെൻസ് ടു -3 x² + 16x + 39 ഡിവൈഡഡ് ബൈ 2x² + 7x + 3 ഇസ് ഈക്വൽ ടു. ഇതും നിങ്ങൾ എന്താണ് ഈ -3 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0/0 ഫോമാണ് കേട്ടോ. 0/0 ഫോം തന്നെ കിട്ടും. -3 അപ്ലൈ ചെയ്താൽ 0/0. അപ്പോൾ നമ്മളിവിടെ ഏതാണ്? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. എൽ ഹോസ്പിറ്റൽ റൂൾ. ആ എൽ ഹോസ്പിറ്റൽ റൂൾ നമുക്ക് ലിമിറ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു റൂളാണ് കേട്ടോ. സോ നമുക്കിവിടെ എങ്ങനെ കിട്ടും? സോ ദിസ് ഇസ് ഈക്വൽ ടു ലഭിച്ചുമ്പോഴായി നമുക്കറിയാം ലിമിറ്റ് x ടെൻസ് ടു -3 അല്ലേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2x + 16 ഡിവൈഡഡ് ബൈ 4x + 7 അങ്ങനെയല്ലേ കിട്ടുക അല്ലേ. സോ ഇവിടെ നമ്മൾ -3 അപ്ലൈ ചെയ്യുമ്പോൾ 2 × -3 + 16 ഡിവൈഡഡ് ബൈ എന്താണ്? 4 × -3 + 7. സോ ദിസ് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ -5 ആൻഡ് ഇറ്റ് ഈസ് -2. ഓപ്ഷൻ ഈസ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഡി ഓപ്ഷൻ ആണ് ഇതിൻ്റെ. സോ എൽ ഹോസ്പിറ്റൽ റൂൾ വീണ്ടും ഞാൻ പറയണം, അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. സോ 91. Then 92 let f of x is equal to 6 × cube root of x raised to 5.
if f dash of x എന്ന് പറയുന്നത് f dash of x is of the form f dash of x is of the form ax raised to p എന്ന ഫോമിലാണ്, where a and b are constants, then the value of p ആണ് ചോദിച്ചത്. സോ നമുക്കിവിടെ f of x എന്ന് പറയുന്നത് എങ്ങനെയുള്ളത് 6 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 ആണ്. ഇതിനെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 6 ഇൻറ്റു എക്സ് റേസ് ടു 5 അല്ലേ, ഹോൾ റേസ് ടു എന്താണ് ശരിക്കും 1/3, എക്സ് റേസ് ടു 5 ഹോൾ റേസ് ടു 1/3 ആണ്. സോ ഇതിനെ എനിക്ക് എങ്ങനെയാം 6 ഇൻറ്റു എക്സ് റേസ് ടു എങ്ങനെ എഴുതാം 5/3 എന്ന് എഴുതാം, ശരിയല്ലേ? ഇങ്ങനെ എഴുതാം ക്യൂബ് റൂട്ട്. ഓക്കെ, എക്സ് നമുക്ക് ഇനി ഇവിടെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സോ ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് വൺ, സോ ദിസ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5/3 ഇൻറ്റു എക്സ് റേസ് ടു അല്ലേ, എക്സ് റേസ് ടു എന്താ വരിക 5/3 മൈനസ് 1, എക്സ് റേസ് ടു 5/3 മൈനസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 2, സോ 10x raised to 5 minus 3 2/3. സോ ദിസ് ഈസ് എന്താണ് സെയിം ആസ് എ എക്സ് റേസ് ടു ബി ആണ്. അതിനാണ് പിൻ്റെ വാല്യൂ എ ഇവിടെ 10 ആണ്, അത് നമ്മൾ ചോദിച്ചിട്ടില്ല. ദെൻ പി ആണ് ചോദിച്ചത്, പി ഈസ് എത്രയാണ് വരിക 2/3, 2/3 കാണുന്നുണ്ടോ? സി ആണ് അല്ലേ, സി. സോ അതിൻ്റെ ആൻസർ 92, ദ ആൻസർ ഈസ് സി, സി ആണ് കറക്റ്റ് അല്ലേ. സോ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു, ജസ്റ്റ് ചെറിയൊരു എന്താണ് അല്ലേ, നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, ഈ ഒരു ചെറിയ സംഭവം ഉപയോഗിക്കാനാണ്. ഓക്കെ, ഇനി നമ്മൾ 93 ആണ്. 93 എന്നാൽ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഓൾ റേസ് ടു എൻ എക്സ്. ഈ ഫോമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് ലോഗ് എക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അല്ലേ. സോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ആണല്ലോ. ഓക്കെ, ഇഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് തന്നിട്ടുണ്ട് ടാൻ എക്സ് റേസ് ടു സൈഡ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് കൊടുക്കുക അല്ലേ, ടാൻ എക്സ് റേസ് ടു വൈ ആണ്. ഓക്കെ, ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ ദെൻ ജി ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിച്ചത്. ഒന്നുമില്ല, നമ്മൾ ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ വൈ എന്ന് പറയുന്നത് എന്താണ്, വൈ എന്ന് പറയുന്നത് ടാൻ എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. ഓക്കെ, ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ലോഗ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ലോഗ് ഓഫ് ടാൻ എക്സ്, സൈൻ എക്സ് ലോഗ് ഓഫ് ടാൻ എക്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, differentiate throughout with respect to x, differentiate throughout with respect to x. Okay, with respect to x, അപ്പോൾ നമുക്ക് കിട്ടുക 1/y dy by dx is equal to, ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. സോ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് അല്ലേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, ലോഗ് എക്സിൻ്റെ വെക്കുമ്പോൾ നമുക്ക് ലോഗ് ടാൻ എക്സ് ഉള്ള, സോ 1/tan x അല്ലേ, 1/tan x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈസ് sec square x plus log of tan x into d by dx of sin x is cos x. സോ ഇവിടെ ഈ സംഭവം ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഇതിനെ ഒന്നുകൂടി നല്ലോണം ഈ ടേം ഞാൻ ആദ്യം എഴുതുകയാണെങ്കിൽ, സോ ദിസ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ഓക്കെ എന്താണ് ലോഗ് ഓഫ് ടാൻ എക്സ്. ഓക്കെ, ഇനി പ്ലസ് ശ്രദ്ധിക്കണം, ഇതിന് നമുക്ക് എന്താണ് ഒന്ന് സിംപ്ലിഫൈ ടാൻ എക്സ് അല്ലെ 1/tan x ഇസ് കോട്ടക്സ്, കോട്ടക്സ് ഇസ് എന്താണ് കോട്ടക്സ് നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എഴുതാം. സോ സൈൻ എക്സും ഇവിടെ കട്ടാവും. സോ sec square x ഇസ് 1/cos square x, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട് അല്ലേ, ഓർമ്മല്ലേ. സോ ആ കോസ് എക്സും ഇവിടുത്തെ ഒരു കോസ് എക്സും കട്ടാവുമ്പോൾ നമുക്ക് 1/cos x കിട്ടും. ആൻഡ് ദാറ്റ് 1/cos x ഈസ് sec x. അങ്ങനെ ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ മനസ്സിലങ്ങനെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് അതാണ് മെയിനായിട്ട് വേണ്ടത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും sec x ഇങ്ങനെ കിട്ടും, ശരിയല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എന്താ വരിക കോസ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് കോസ് എക്സ് അല്ല ലോഗ് ഓഫ് ടാൻ എക്സ്, സോറി ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് എന്താ വരിക സീക്ക് എക്സ് അല്ലേ. ഈ വൈ എന്ന് പറയുന്നതാണല്ലോ ടാൻ എക്സ് റേസ് ടു സൈൻ എക്സ് അല്ലേ, വൈ എന്ന് പറയുന്നതാണ് ടാൻ എക്സ് റേസ് ടു സൈൻ എക്സ്. സോ നമുക്ക് ഈ വൈക്ക് പകരം എന്ത് ചെയ്താൻ പറ്റും, ടാൻ എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് എഴുതാം. സോ നമുക്കിവിടെ ജി ഓഫ് എക്സ് എന്ന് എന്തായിരിക്കും അപ്പം സീക്ക് എക്സ് ആയിരിക്കും അല്ലേ. സോ ദർഫോർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആയിരിക്കും. സോ 93യുടെ ആൻസർ സി ആണ്, സീക്ക് എക്സ്. ദർഫോർ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഈ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ മനസ്സിലായല്ലോ അല്ലേ. സോ നമുക്ക് 94ലേക്ക് പോവാം. 94 if f of x is equal to x cube plus sin pi x whole raised to 5, then f dash of 1 is equal to f dash of 1 ആണ് ചോദിച്ചത്. നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടതിന് ശേഷം അവിടെ 1 അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, എക്സ് ക്യൂബ് പ്ലസ് സൈൻ
പൈ എക്സ് ദ ഹോൾ റേസ് ടു 5. നമ്മൾ എക്സ് റേസ് ടു എന്നിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മളല്ലേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ, അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എൻ ഇൻറ്റു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ. സോ അതേപോലെ നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുക ഇൻറ്റു ഡി ബൈ ഡി എക്സ് ചെയിൻ റൂളാണ്. സോ ഇവിടെ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് സൈൻ പൈ എക്സ് ഹോൾ റേസ് ടു എന്താ വരിക 5 മൈനസ് 1 ആൻഡ് ഇറ്റ് ഈസ് 4. റെഡി അല്ലേ? 4 വരും ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് 1 അല്ലേ. സോ ഇൻറ്റു എന്തൊക്കെ വരിക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ഈസ് 3x² പ്ലസ് sin pi x. Sin pi x പറയുമ്പോൾ cos pi x into d by dx of pi x, and d by dx of pi x is pi, so this is pi cos pi x. Clear? Okay, അങ്ങനെ വരും. ഇത് നമ്മൾ f dash of 1 കണ്ടേ, ഇതാണ് f dash of x വരുന്നല്ലേ. So this is f dash of x, and f dash of 1 എന്ന് പറയുന്നത് equal to 5 into 1 cube is 1, and sin 0 is 0 അല്ലേ. sin എന്താണ് 1 അല്ലേ കൊടുക്കണ്ടല്ലേ, സൈൻ പൈ ആണ് കിട്ടില്ലേ, സൈൻ പൈ. സൈൻ 0 0 ആണ്, സൈൻ പൈ 0 അല്ലേ. സൈൻ പൈ ഇൻറ്റു 1 സൈൻ പൈ കിട്ടും, ആൻഡ് സൈൻ പൈ ഈസ് 0, ആൻഡ് ദർഫോർ ടേം എന്തായി പോകും 0 ആയി പോകും. 0 റേസ് ടു 4 ഇൻറ്റു 3 ഇൻറ്റു 1 സ്ക്വയർ ഈസ് 3 പ്ലസ് പൈ ആൻഡ് കോസ് പൈ ഈസ് -1, സോ ഇറ്റ് ഈസ് പൈ ഇൻറ്റു -1. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സൈൻ പൈ എന്ന് പറയുന്നത് എത്രയാണോ 0 ആണ്, ആൻഡ് കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. സോ അതാണ് നമ്മളിവിടെ കൊടുത്തത്. സോ 1 റേസ് ടു 4 ഇസ് 1, ആൻഡ് ഇറ്റ് ഈസ് അല്ലേ. ഇതെന്തൊക്കെയാണ് വരിക? ഇവിടെ 5 വരും. 5 ഇൻറ്റു എന്താണ് 3 മൈനസ് പൈ എന്ന് വരും. 5 ഇൻറ്റു 3 മൈനസ് പൈ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കൂ. ഉണ്ട്. ഏതാണ്? ഇ ആണ് അല്ലേ. സോ ഇതിൻ്റെ ആൻസർ ഇ ആണ്. സോ 5 ഇൻറ്റു 3 മൈനസ് പൈ, അതാണ് ആൻസർ വരിക. സോ 94 ആണ് നമ്മളീ പറഞ്ഞത്. ഈ ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, ആൻഡ് ദെൻ 95 നോക്കൂ. എച്ച് ഓഫ് എക്സ് ഈസ് ഇഫ് എച്ച് ഓഫ് എക്സ് ഈസ് 4x³ - 5x + 7 ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് തന്നത്. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാമല്ലോ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ അല്ലേ? സോ എഫ് ഈസ് ഇതാണ്, ഇത് ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞു. ആ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 4x³ - 5x + 7 ആണ്. 4x³ - 5x + 7 ആണ്. Then the limit t tends to 0, f of 1 + d minus f of 1 divided by d. ഇത് കാണുമ്പം അങ്ങനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതെന്ന് പറഞ്ഞാലേ എഫ് ഓഫ് 1 എഫ് ഡാഷ് ഓഫ് 1 ആണ് കേട്ടോ. എഫ് ഡാഷ് ഓഫ് 1 അത്രയും പരിപാടിയുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ എഫ് ഡാഷ് ഓഫ് എക്സ്? എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 എഫ് ഓഫ് അല്ലേ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇല്ലേ. അപ്പം ഞാനിവിടെ എച്ചിന് ഡി എന്നായി അല്ലേ, ഡി ആയി. സോ ഞാനിവിടെ എങ്ങനെയാണ് എഫ് ഡാഷ് ഓഫ് 1 എഴുതുമ്പോൾ ഞാൻ എഴുതുക ലിമിറ്റ് എച്ചിന് വരാൻ ഡി കൊടുക്കുക, ടി ടെൻസ് ടു 0. ഇനി എന്താ എഴുതുക? എഫ് ഓഫ് എന്താ എഴുതുക? എക്സിന് ഞാൻ 1 കൊടുക്കും അല്ലേ. അപ്പം 1 + t മൈനസ് എന്താണ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എന്താ ഞാൻ എഴുതുക? എച്ചിന് പകരം ഡി. ഇതല്ലേ ഈ കാണുന്നത്. സോ ഇറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 1. വളരെ സിമ്പിളാണ്. ഇത് കണ്ട് കുറേ ആൾക്കാർ പേടിച്ചു പോയിട്ടുണ്ടാവും, എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് അല്ലേ. സോ ഇത്രയും പരിപാടിയുള്ളൂ. സോ ദർഫോർ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 4 × 1³ - 5 × 1 + 7 അല്ലേ. സോ ഇറ്റ് ഈസ് 4 - 5 + 7. ഇത്രയല്ലേ പരിപാടിയുള്ളൂ. 4 - 5 + 7 it is 11 - 5 and it is 6. ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ബി ആണ്. ശരി അല്ലേ. സോ ഇത് കണ്ട് ആരും പേടിക്കണ്ട. സോ അതാണ് എഫ് ഡാഷ് ഓഫ് 1. എഫ് ഡാഷ് ഓഫ് എക്സിനെ ഓർമ്മ വരണം കേട്ടോ. അതായത് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ഡിഫറൻഷിയേഷൻ, അതിൽ ആ ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവം അല്ലേ. സോ അതിലേക്ക് ആ ഡിഫറൻഷിയേഷനിൽ ആ ഒരു സംഭവം നിങ്ങൾ നോക്കിക്കോളൂ. സോ അതാണ് 95 ആൻഡ് ദെൻ 96. Let f of x is equal to e raised to x, if x less than or equal to 1, and mx + 6 if x greater than 1. Be differentiable at x is equal to 1. Then the value of m. So differentiable ആണ് എന്നല്ലേ, ഏതാ ഡിഫറൻഷ്യബിലിറ്റി അഗെയിൻ വന്നു. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്കറിയാം LHD അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിരിക്കണം? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് RHD ആയിരിക്കണം. ഇവിടെ എന്താണ് LHD? LHD എന്ന് പറഞ്ഞാൽ e raised to x ആണ് അല്ലേ. e raised to x ആൻഡ് RHD എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതാം d by dx ഓഫ് e raised to x
എന്ന് പറയുന്നത് dx ഓഫ് എന്താണ് mx പ്ലസ് 6 എന്ന് എവിടെയാണ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുക്കണം അല്ലേ. ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് 1 ആവും. സോ നമുക്ക് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇ റേസ് ടു 1 ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എം എക്സ് ആണ് വരിക, അവിടെ എക്സിന് 1 കൊടുക്കണം. അല്ലെങ്കിൽ ഞാനിവിടെ എഴുതാം ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് എന്നാവും. സോ ഇവിടെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് ഇ റേസ് ടു 1 ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. ഓർ എം ഇസ് ഈക്വൽ ടു നമ്മൾ ചോദിച്ചു എം ഇസ് ഈക്വൽ ടു ഇ ആണ്. സോ 96 ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ്. ഇ ആണ് ആൻസർ ബി. സോ 96 കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 97 പറയും. 97 ഓക്കെ. സോ 97 നോക്കിക്കോളൂ. ലിമിറ്റ് ടി ടെൻസ് ടു 0 tan സ്ക്വയർ പൈ ബൈ 3 പ്ലസ് ടി മൈനസ് 3 ബൈ ടി. ഇപ്പോൾ ചില ആൾക്കാർ എന്താണ് ഇത് കാണുമ്പോൾ വേണമെങ്കിൽ tan സ്ക്വയർ എക്സിന് സി സ്ക്വയർ എക്സ് മൈനസ് 1 അതൊക്കെ ചെയ്യാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ ആദ്യം വാല്യൂ ഒന്ന് കൊടുത്തു നോക്കുക അല്ലേ. സോ ഇവിടെ നമുക്ക് കിട്ടുക tan എന്താണ് tan സ്ക്വയർ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 ആണല്ലേ. സോ ഇവിടെ tan സ്ക്വയർ പൈ ബൈ 3 പ്ലസ് ടി, ടിക്ക് 0 കൊടുക്കുമ്പോൾ √3 സ്ക്വയർ 3 ആൻഡ് 3 മൈനസ് 3 ബൈ 0. സോ ഇതും 0 ബൈ 0 ഫോമാണ്. അവിടെ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ മുകളിൽ താഴെ വിത്ത് റെസ്പെക്ട് ടു ഡിയിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ്ലി എന്തായും ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഡി. വിത്ത് റെസ്പെക്ട് ടു ഡിയിലാണ് നമ്മൾ സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ. സോ അങ്ങനെ സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ലിമിറ്റ് ടി ടെൻസ് ടു 0 അല്ലേ. tan സ്ക്വയർ നമുക്ക് ആദ്യം എക്സ് റേസ് ടു n ട്രീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് 2 tan പൈ ബൈ 3 പ്ലസ് ടി അല്ലേ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും tan പൈ ബൈ 3 പ്ലസ് ടി വരും അല്ലേ. tan പൈ ബൈ 3 പ്ലസ് ടി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് tan പൈ ബൈ 3 പ്ലസ് ടി വരും. അതെന്ന് പറയുന്നത് എന്താണ് ഇൻറ്റു സീക്സ് സ്ക്വയർ അല്ലേ. സീക്സ് സ്ക്വയർ എന്ത് വരും പൈ ബൈ 3 പ്ലസ് ടി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു പൈ ബൈ 3 പ്ലസ് ടി ഉണ്ട്. അതിൻ്റെ ടീൻ്റെത് പൈ ബൈ 3 0 ആണ്, ടീൻ്റെത് 1 ആണ്. സോ ഇൻറ്റു ഒരു 1 കൊടുക്കാം. ഓക്കെ, സോ മൈനസ് എന്താ വരിക ഡി ബൈ ഡി ടി ഓഫ് 3 ആൻഡ് ഇറ്റ് ഈസ് 0 ഓക്കെ ഡിവൈഡഡ് ബൈ 1 അങ്ങനെയല്ലേ വരും അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ടി ഇറ്റ് ഈസ് 1. സോ ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുക ഡയറക്റ്റ് അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും എന്താണ് 2 ടി 0 ആണ് 2 tan പൈ ബൈ 3 അല്ലേ. 2 tan പൈ ബൈ 3 ഇൻറ്റു സീക്സ് സ്ക്വയർ എന്താ പറയുക ടിക്ക് 0 ആണ് സീക്സ് സ്ക്വയർ പൈ ബൈ 3 വരും അല്ലേ. ബൈ 1 അതുപോട്ടെ 2 tan പൈ ബൈ 3 ഇൻറ്റു സീക്സ് സ്ക്വയർ പൈ ബൈ 3 കിട്ടും. സോ വാല്യൂ കൊടുത്തു വെച്ചാൽ മതി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു √3 ഇൻറ്റു 2 സ്ക്വയർ ഇറ്റ് ഈസ് 4. സോ നമ്മുടെ ആൻസർ വരിക 8√3 അല്ലേ. വാല്യൂസ് ഒക്കെ അറിയാമല്ലോ, അപ്പോൾ ഞാനിവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ സിക് പൈ ബൈ 3 അറിയാം 2 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. സോ 8√3 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കോളൂ. ഉണ്ട്, ഇതാ ഡി ആണ്. സോ അതിൻ്റെ ആൻസർ ഡി ആണ്. സോ 97 ഈസ് ഡി ആണ് 97. നെക്സ്റ്റ് നമുക്ക് 98ലേക്ക് പോകാം. 98 എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് എ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഹാസ് എക്സ് ഇൻ്റർസെപ്റ്റ് 5/3 ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് -10 ദെൻ എഫ് ഡാഷ് ഓഫ് 3. ആ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ സ്ലോപ്പാണ് നമ്മളോട് ചോദിച്ചത്, അത്രേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു കർവ് അല്ലേ അത് ഒന്നായിക്കോട്ടെ. സോ കുറച്ചുകൂടി നന്നായിട്ട് വരയ്ക്കും അല്ലേ. നമുക്ക് ഇതിലൂടെ കടന്നുകൊണ്ട് -10 കടന്നുകൊണ്ട് അല്ലേ അത് 3ലേക്ക് പോവുകയും വേണം. അപ്പം ഞാൻ ഇങ്ങനെ ആദ്യം വരയ്ക്കട്ടെ. അങ്ങനെ വരച്ചു. അങ്ങനെയുള്ള കർവാൻ വിചാരിച്ചോളൂ. ഈ പോയിന്റിൽ ഇതാണ് 3 ഓക്കെ. ഇനി അതായത് 30 ആണ് ഈ പോയിന്റ് 30 എക്സ് ഈക്വൽ ടു 3 ആണ് നമ്മളോട് പറഞ്ഞത്. ആൻഡ് എക്സ് ഇൻ്റർസെപ്റ്റ് 5/3 പറഞ്ഞു 5/3 0 ഓക്കെ. ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് നമ്മളോട് പറഞ്ഞ 3 -10 അതാണ് 0 -10 ഇങ്ങനെയാണ്. സോ നമുക്ക് ഇവിടെ നമ്മളോട് ചോദിച്ചത് ഇഫ് ദ ടാൻജൻറ്റ് 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ടാൻജൻറ്റ് അല്ലേ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുവച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ ഈ ലൈൻ്റെ ഇക്വേഷൻ ഇൻ്റർസെപ്റ്റ് ഫോമിൽ എഴുതാം, എന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ഈക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് കാണുന്നു, എന്നിട്ട് നമ്മൾ എന്താണ് ആ പോയിന്റ്
dx ഈ ലൈൻ്റെ dx സ്ലോപ്പ് കണ്ടാൽ മതി, അത്രയും പരിപാടിയുള്ളൂ. അപ്പം ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, 5/3 0 ഉണ്ട്, അതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, അതായത് എക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 5/3 ആണ്, 0 ആണ്, പിന്നെ ഇത് 0 - 10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ ഇത് വേറൊരു രീതി പോകും. ആ രീതി പോകുന്നത് വെച്ചാൽ ഈ ലൈൻ്റെ ഇക്വേഷൻ കാണും, എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും dy/dx. കുഴപ്പമില്ല, അതും ചെയ്യാം. സോ ഇക്വേഷൻ ഓഫ് ദിസ് ടാൻജൻറ്റ് അല്ലേ, സോ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്, സോറി ഇക്വേഷൻ ഓഫ് ലൈൻ പറയും, ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ് ആ ലൈൻ, ടാൻജൻറ്റ് ലൈൻ. ഓക്കെ, ഇക്വേഷൻ ഓഫ് നമുക്ക് ആ ലൈനാണ്, ആ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ടാൻജൻറ്റ് അതാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കിട്ടും, x/a പ്ലസ് y/b is equal to 1 ഇല്ലേ, ആ ഒരു ഫോമുല എഴുതുകയാണെങ്കിൽ നമുക്ക് x ഇൻ്റർസെപ്റ്റ് 5/3 പ്ലസ് y/b y/-10 y/-10 is equal to 1. അവിടെ നമുക്ക് കിട്ടുക 3x/5 മൈനസ് y/10 is equal to 1. ഓർ നമുക്ക് ഇതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുക 3/5 ഇൻറ്റു 1 അല്ലേ, മൈനസ് 1/10 ഇൻറ്റു dy/dx is equal to 0 കിട്ടും. അതിൽ നമുക്ക് dy/dx കിട്ടും, dy/dx is equal to ഇവിടെ 3 വരും, 10 വരും, 30/5 വരും അല്ലേ, 30/5. സോ ദിസ് ഇസ് ഈക്വൽ ടു 6. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാലും മതി. ഞാൻ പിന്നെ ചില ആൾക്കാർ ഈ ഒരു വഴിക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ഇൻ്റർസെപ്റ്റ് 2 പോയിൻ്റ് കാണുന്നതിനെ കൊണ്ടേ ഈ വഴിക്ക് പോകാം, അതുകൊണ്ട് പറഞ്ഞോളൂ ഡയറക്റ്റ് സ്ലോപ്പ് കണ്ടാൽ മതി കേട്ടോ. x2y2 - y1 / x2 - x1 അതേ പരിപാടിയുള്ളൂ. സോ അത് ഞാനിവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ ഞാൻ ഈ ഒരു വളഞ്ഞ വഴി കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എന്ത് ചെയ്യുക, സ്ലോപ്പ് കണ്ടാൽ മതി കേട്ടോ. സ്ലോപ്പ് കണ്ടാലും കിട്ടും. സോ നിങ്ങൾക്ക് ആ വഴിക്കും ചെയ്യാം. ഞാനത് ജസ്റ്റ് ഈ വഴി എന്ന് പറഞ്ഞു തന്നോളൂ. ഓക്കെ, സോ 98 അത്രയേ ഉള്ളൂ, ഓർമ്മിച്ചല്ലോ. ഇനി ഞാൻ 99ലേക്ക് പോവാണ്. 99. ദ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ ടു ദ കർവ് 4x² പ്ലസ് 2xy പ്ലസ് y² പ്ലസ് 12 അറ്റ് ദ പോയിന്റ് 1, 2. അത് നമ്മൾ അതിന് എന്താണ് നമുക്ക് തന്ന ആ കർവ് തന്നിട്ടുണ്ട്, അതാണ് 4x² പ്ലസ് 2xy പ്ലസ് y² is equal to 12. ഇതാണ് നമുക്ക് തന്ന കർവ്. സോ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് ചോദിച്ചത്, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. സോ dy/dx അറ്റ് എവിടെയാണ് 1,2 ആണ് കാണാൻ പറഞ്ഞത്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുക എന്താണ്, 8x ശരിയല്ലേ. സോ നമുക്കിവിടെ 8x പ്ലസ് ഇവിടെ നിന്ന് കിട്ടും, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലേ. സോ 8x പ്ലസ് എന്താണ് 2x ഇൻറ്റു dy/dx പ്ലസ് എന്ത് കിട്ടും 2y ഇൻറ്റു dy/dx ഓഫ് എക്സ്, ആൻഡ് ഇറ്റ് ഈസ് 2y പ്ലസ് എന്താണ് 2y dy/dx is equal to dy/dx of 12 is 0. ഓക്കെ, സോ അങ്ങനെ കിട്ടും. അത് നമ്മൾ dy/dx മാത്രം കൊണ്ട് എടുക്കുകയാണെങ്കിൽ dy/dx എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക 2x പ്ലസ് 2y ആണ് കിട്ടുക. സോ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു -8x മൈനസ് 2y കിട്ടും. സോ ഇവിടെ നമുക്ക് dy/dx കിട്ടും. വേണമെങ്കിൽ നമുക്ക് 2 കട്ട് ചെയ്യാം അല്ലേ, ഓർ നമുക്കിത് dy/dx ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും, x പ്ലസ് y is equal to ഇവിടെ എത്ര കിട്ടുക, -4x മൈനസ് y എന്ന് കിട്ടും, -4x മൈനസ് y. അവിടെ നമുക്ക് dy/dx കിട്ടും. dy/dx എന്ന് പറയുന്നത് -4x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് y ആണ്. സോ ദർഫോർ dy/dx അറ്റ് 1,2 ആണ് ചോദിച്ചത്. 1,2 കിട്ടുമ്പോൾ നമുക്കിവിടെ -4 × 1 ഇറ്റ് ഈസ് -4 ആൻഡ് -2 ഇൻറ്റു അല്ലേ 2 ആണ് കിട്ടില്ല, -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ആൻഡ് ഇറ്റ് ഈസ് -6/3 ഇറ്റ് ഈസ് ഈക്വൽ ടു -2. ആൻസർ -2 ആണ് കേട്ടോ. സോ -2 ഇതിലുണ്ട്, ഡി ഓപ്ഷനാണ് കറക്റ്റ്, ഡി. സോ നമുക്ക് ഇതാണ് 99th ക്വസ്റ്റ്യൻ ആൻഡ് നമ്മൾ 100ലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സെഞ്ചുറി അടിച്ചു. അപ്പോൾ നോക്കിക്കോളൂ 100. f of x is equal to √x plus 5 for 1 less than or equal to x less than or equal to 9. So x belongs to closed interval 1 to 9. Then the value of c whose existence is guaranteed by the mean value theorem, Lagrange's mean value theorem അല്ലേ. സോ സിൻ്റെ വാല്യൂ നമുക്ക് നോക്കണം അല്ലേ, എക്സ്റ്റെൻസ് ചെയ്യുന്നത്. സോ 1 to 9, അപ്പോൾ നമുക്ക് 1 to ക്ലോസ് ഇൻ്റർവൽ 1 to 9 ആണ്. സോ നമുക്കറിയാം ലഗ്രാഞ്ചീസ് മീൻ വാല്യൂ തിയറത്തിൽ പ്രകാരം f' c എന്ന് പറയുന്നത് നമുക്ക് f(b) മൈനസ് f(a) ഡിവൈഡർ ബൈ b മൈനസ് a എന്ന് എഴുതാൻ പറ്റും. ഈ എന്താണ് ബി എക്കും എ ബി ആണ് ഇത് തന്നത്, ഇതിനാണ് നമ്മൾ ക്ലോസ് ഇൻ്റർവൽ a to b. സോ എ ആൻഡ് ബിൻ്റെ ഇടയ്ക്കുള്ളൊരു c എന്ന് പറഞ്ഞൊരു വാല്യൂ അവിടെ എന്താണ്, അവിടെ f' of c
ഉണ്ടാവും അല്ലേ. അതായത് എഫ് ഡാഷ് ഓഫ് സിയും ഈ വാല്യൂം സെയിം ആവും. എഫ് ഡാഷ് ഓഫ് സിയും ഈ വാല്യൂം സെയിം ആവും. അതായത് ഈ 1 to 9 ഇടയ്ക്കുള്ള ആ കർവിൽ ഏതോ ഒരു പോയിന്റ്. നമുക്ക് ആ തിയറിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ആണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡർ ബൈ എന്താണ് ബി മൈനസ് എ ആണ്. സോ ഇവിടെ ബി എന്ന് പറയുന്നത് 9 ആണ്, എ എന്ന് പറയുന്നത് 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് നമുക്ക് എഫ് ഓഫ് എക്സ് അറിയാലോ. എഫ് ഓഫ് സി എന്ന് പറയുന്നത് റൂട്ട് സി പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എനിക്ക് 1/2 റൂട്ട് സി എന്ന് എഴുതിക്കൂടെ. 1/2 റൂട്ട് സി എന്ന് എഴുതാം അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം 1/2 റൂട്ട് സി ഈക്വൽ ടു എഫ് ഓഫ് ബി അല്ലേ. എഫ് ഓഫ് ബി എന്ന് പറയുമ്പം റൂട്ട് 9 അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതണേ എഴുതാം കേട്ടോ. അതൊക്കെ ഒരു റൂട്ട് 9 അല്ലേ, റൂട്ട് 9 പ്ലസ് 5 അതാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ റൂട്ട് 1 പ്ലസ് 5 ഡിവൈഡർ ബൈ ബി മൈനസ് എ ഇറ്റ് ഈസ് 9 മൈനസ് 1. അങ്ങനെ എഴുതണേ അങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. സോ ഇറ്റ് ഈസ് എത്ര 8 മൈനസ് 6 ഡിവൈഡർ ബൈ 8 അല്ലേ. 8 മൈനസ് 6 ഡിവൈഡർ ബൈ ഇതാണ് 1/2 റൂട്ട് സി. ഇവിടെ നമുക്ക് 2ഉം ഇത് കട്ട് ചെയ്യാം 4 ആക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഇതെത്ര വരിക 2/4 അല്ലേ. 2/4 ആണ് വരുന്നത്. സോ 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 1/√c എന്ന് പറയുന്നത് എന്താണ് 1/√c എന്ന് പറയുന്നതാണ് എത്ര വരുന്നത് 1/2. അങ്ങനെ സീൻ്റെ വാല്യൂ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ. എത്ര വരിക വിച്ച് ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. സീൻ്റെ വാല്യൂ 4 ആയിരിക്കും. ആൻഡ് ഓപ്ഷൻ ഇസ് സി തന്നെ അല്ലേ. സി തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. സോ 100th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ്. സീൻ്റെ വാല്യൂ 4 ആണ് അല്ലേ. രണ്ടും അങ്ങനെ വരുന്നു. ഇനി നമുക്ക് 101. The derivative of function f is given by f dash of x is equal to x minus 5 divided by root of x square plus 4. Then the interval in which f is increasing or decreasing, and then അറിയാം അതല്ലേ increasing or decreasing അല്ലേ. ഇപ്പം ഫംഗ്ഷൻ f of x അല്ലേ, f of x increasing or decreasing എങ്ങനെയാണെങ്കിലും നമുക്കറിയാം f dash of x എന്ന് പറയുന്നത് 0 ആയിരിക്കും. which implies x minus 5 divided by root of എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് 0 ആണ്. ഓർ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. എന്നിട്ട് നമ്മൾ ഈ നമ്പർ ലൈനിൽ ഇവിടെ 5 കൊടുക്കുന്നു അല്ലേ. ഇവിടെ ഇൻഫിനിറ്റി ആണ്, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് അല്ലേ. സോ ഇൻക്രീസിങ് ഇൻ്റർവെൽ നമുക്ക് കിട്ടി. സോ ഇവിടെ നമുക്ക് 5 to infinity വരെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും ഇൻക്രീസിങ് ആയിരിക്കും. ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ടു 5 വരെ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും സോ എക്സ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ ഏതാണോ ഇൻ്റർവെൽ 5 to infinity അതിലാണ് ഇൻ്റർവെൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ഓപ്ഷൻ ഈസ് എ ആണ് ഓപ്ഷൻ. സോ 5 to infinity അത് ഇൻക്രീസ് ചെയ്യുന്നു. സോ അതാണ് 101. ആൻഡ് 102 that f of x is equal to x square log x or x greater than 0 തന്നിട്ടുണ്ട്. then the minimum value of f of x ൻ്റെ മിനിമം വാല്യൂ ചോദിച്ചു. അപ്പോൾ നമുക്ക് മാക്സിമം ഓർ മിനിമം എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. സോ ഇവിടെ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ ലോഗ് എക്സ് ആണ്. നമുക്കറിയാം അറ്റ് മാക്സിമം ഓർ മിനിമം അതിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഒന്ന് കൊടുത്തു നോക്കാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം ശരിയല്ലേ. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ്. സോ ലോ എക്സ് 1/x അല്ലേ പ്ലസ് ലോ എക്സ് ഇൻറ്റു എന്ത് വരും 2x റെഡി അല്ലേ. സോ ഇവിടെ നമുക്ക് എക്സ് ഒന്ന് കട്ടാവും. സോ ഇവിടെ നമുക്ക് വരുന്നത് എക്സ് വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. സോ ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 2 log x. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു 0 ബട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0 പറ്റില്ല അല്ലേ. ഓർ നമുക്കറിയാം 1 പ്ലസ് 2 log x ഇസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് 2 log x ഇസ് ഈക്വൽ ടു -1 log x ഇസ് ഈക്വൽ ടു -1/2 എക്സ് ഇസ് ഈക്വൽ ടു e റേസ് ടു -1/2 എക്സ് ഇസ് ഈക്വൽ ടു e റേസ് ടു -1/2. സോ ഇവിടെ നമുക്ക് എന്താണ് വേണമെങ്കിൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാം. സോ നമ്മളുടെ മിനിമം വാല്യൂ ആണ് ചോദിച്ചത്. സോ ഈ വാല്യൂ നമ്മൾ അല്ലേ എന്തായാലും ഈ ഒരൊറ്റ പോയിൻ്റ് നമുക്ക് കിട്ടിയത്.
അതായിരിക്കുമല്ലോ അതിൻ്റെ മിനിമം അല്ലേ. സോ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് അല്ല എഫ് ഓഫ് എന്ത് കാണാം നൗ എഫ് ഓഫ് ഇ റേസ് ടു മൈനസ് 1/2. കാരണം ഇവിടെ പിന്നെ മാക്സിമം ചോദിച്ചിട്ടില്ല ആൻഡ് നൺ ഓഫ് ദിസ് ഇല്ല. സോ നമ്മൾ എഫ് ഓഫ് ഇ റേസ് ടു മൈനസ് 1/2 ആണ് അല്ലേ. അല്ലെങ്കിൽ നോ മിനിമം വാല്യൂ എന്നൊക്കെ പറയാം, ഒന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ. സോ നമുക്ക് ഇ റേസ് ടു മൈനസ് 1/2 എഫ് ഓഫ് ഇ റേസ് ടു മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരിക ഇ റേസ് ടു മൈനസ് 1/2 സ്ക്വയർ ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് 1/2 അല്ലേ. ഇ റേസ് ടു മൈനസ് 1/2 സ്ക്വയർ ഇൻറ്റു ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് 1/2. ഇത് 1/2 നമുക്ക് എഴുതാം, അങ്ങോട്ട് എഴുതാം, കുഴപ്പമില്ലല്ലോ. ഇതെന്താ ഒരു ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു മൈനസ് 1/2 ലോഗ് ഇ ടു ദ ബേസ് ഇ. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു ലോഗ് ഈസ് 1. സോ ഇറ്റ് ഈസ് നമുക്ക് ഇവിടെ കിട്ടുക എന്താണ്, ഒരു മൈനസ് ഇവിടെ ഉണ്ട്. സോ മൈനസ് 1/2e മൈനസ് 1/2e അതായിരിക്കും മിനിമം വാല്യൂ. സോ മിനിമം വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത്. സോ മൈനസ് 1/2e. സോ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ്. സോ നോ മിനിമം വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നൺ ഓഫ് ദിസ് തന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതൊരു വാല്യൂ എന്തായാലും ഉണ്ടാവും. സോ ദ മിനിമം വാല്യൂ 102. ഇനി നമുക്ക് 103 103ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോളും. A cube is expanding in such a way that its edge is increasing at the rate of 2 inches per second. So എഡ്ജിനെ നമുക്ക് എന്തെടുക്കണോ, എഡ്ജിലെ എഡ്ജല്ലേ തന്നത്, എഡ്ജ്. ഓക്കെ, എഡ്ജിനെ നമുക്ക് എ എന്ന് എടുക്കാം. സോ അത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ dA/dt നമുക്ക് തന്നിട്ടുണ്ട് 2 inches per എന്താണ് സെക്കൻഡ്. ഓക്കെ, ഇഫ് ഇറ്റ്സ് എഡ്ജ് ഈസ് 5 inches ലോങ്, എ എന്ന് പറയുന്നത് 5 ആകുമ്പോൾ ദെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസ് വോളിയം, അങ്ങനെയാണ് അതിൻ്റെ വോളിയത്തിൻ്റെ ചേഞ്ച്. അപ്പോൾ വോളിയം നമുക്കറിയാം ലെറ്റ് വി എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, വി എന്ന് പറയുന്നത് എ ക്യൂബ് അല്ലേ വരിക, എ ക്യൂബ് ആണ് അല്ലേ. സോ നമുക്ക് dV/dt അതല്ലേ ചോദിച്ചത്, എന്താണ് എഡ്ജ് 5 ആകുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം. സോ dV/dt എന്ന് പറയുന്നത് നമുക്ക് 3a² ഇൻറ്റു അല്ലേ 3a² ഇൻറ്റു dA/dt ആണ്. 3a² ഇൻറ്റു dA/dt. സോ നമുക്ക് dV/dt അറ്റ് എന്താണ് a = 5 എന്ന് പറയുന്നത് is equal to 3 ഇൻറ്റു 5² അല്ലേ ഇൻറ്റു dA/dt അൻറ്റു 2 അങ്ങനെയല്ലേ തന്നത്. സോ 25 ഇൻറ്റു 2 അത്രയാണ് 50 ഇൻറ്റു 3 ആൻഡ് ഇറ്റ് ഈസ് 150. സോ 150 വോളിയമാണ് ഇഞ്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ എന്തൊരു സെക്കൻഡ്. ഓക്കെ, സോ 130യുടെ ആൻസർ വരുന്നത് അല്ല 103യുടെ ആൻസർ വരുന്നത് 103ാമത്തിൻ്റെ വരുന്നത് ഏതാണ്, എ ഓപ്ഷൻ ആണ് കറക്റ്റ്. സോ 103 ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ദെൻ 104 ഇൻ്റഗ്രൽ x⁵5 e⁻1 - x⁻6 dx. ഒന്നും നോക്കാമല്ല, ഈക്ക് ഒരു പവർ ഉണ്ട്, അത് 1 - x⁻6 ആണുള്ളത്. സോ നമ്മൾ അതിനാണ് പുട്ട് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ഇൻ്റഗ്രൽ എന്താണ് x⁵5 e⁻1 - x⁻6 അല്ലേ. സോ ഈൻ്റെ എവിടെയാണ് പവർ വരുന്നത്, അപ്പോൾ നമുക്ക് ഈ അത് പുട്ട് ചെയ്യാം. സോ പുട്ട് എന്താണ് 1 അല്ലേ, ടി എന്ന് പറയുന്നത് എന്താണ്, ടി എന്ന് പറയുന്നത് നമുക്ക് 1 - x⁻6 അതാണ് ഡി. സോ പുട്ട് ഡി = 1 - x⁻6. സോ ഡി = 1 - x⁻6 എന്ന് പുട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് -6x⁵5 ശരിയല്ലേ. -6x⁵5 dx എന്ന് പറയുന്നതാണ് dt. സോ നമുക്കിവിടെ x⁵5 ഉണ്ട്, സോ അവിടെ dx ഉണ്ട് കേട്ടോ, dx. സോ നമുക്ക് x⁵5 dx എന്ന് പറയുന്നത് -1/6 dt ആണ്, -1/6 dt ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, -1/6 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എന്താണ് e⁻t dt എന്ന് എഴുതി കൂടെ, e⁻t dt എന്ന് എഴുതാം ശരിയല്ലേ, e⁻t dt എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് e⁻t dt എന്താണ്, e⁻t തന്നെയാണ്. സോ ഇറ്റ് ഈസ് -1/6 ഇൻറ്റു e⁻t വരും. ആ ടീൻ്റെ വാല്യൂ എത്രയാണ്, ടി എന്ന് പറയുന്നതാണ് നമുക്ക് 1 - എന്താണ് x⁻6 എന്ന് പറയുന്നത് ശരിയല്ലേ, 1 - x⁻6. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് എങ്ങനെ ഓപ്ഷനിൽ 1/6 അല്ലേ കൊടുത്തത്, അങ്ങനെയല്ലേ കൊടുത്തത്, അല്ല അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ -1/6 ഇൻറ്റു e⁻1 - x⁻6. പിന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായ പ്ലസ് സി ഇടാം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സി ഇവിടെ ആകുന്നതൊക്കെ അറിയാമല്ലോ അല്ലേ. സോ പ്ലസ് സി വരാം. സോ നമ്മുടെ ഓപ്ഷൻ ഇതുമായിട്ട് മാച്ച് ആവുന്നത് ഏതാണെന്ന് നോക്കിക്കോളൂ, -1/6 ഇൻറ്റു e⁻1 - x⁻6 പ്ലസ് സി ഉണ്ട് ഇവിടെ, സി ഓപ്ഷൻ അതാണ് കറക്റ്റ് അല്ലേ. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇതുപോലെ വരില്ല, 1 - x⁻6 ടിയോ എന്തെങ്കിലും പുട്ട് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം. സോ 104 കഴിഞ്ഞു. ഇനി 105
ഇൻ്റഗ്രൽ ഓഫ് 5 മൈനസ് 4x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് 5 മൈനസ് 4x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ആണ് ചോദിച്ചു. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഇൻ്റഗ്രൽ ഓഫ് എന്താണ് 5 മൈനസ് 4x ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് അല്ലേ. സോ ഇതിന് ഞാൻ ഇൻ്റഗ്രൽ ഓഫ് 5 ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ, 5 ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് 4x ഇ റേസ് ടു മൈനസ് എക്സ്, 4x ഇ റേസ് ടു മൈനസ് എക്സ് ഇങ്ങനെ എടുത്തു അല്ലേ, ഹോൾ ഡി എക്സ്. അപ്പോൾ ഞാൻ കുറച്ച് ഈക്വൽ ടു ഇങ്ങോട്ട് ഇടുന്നു, കുഴപ്പമില്ലല്ലോ അല്ലേ, കാരണം നമ്മൾ ഡയറക്റ്റ് ഇടണം, പക്ഷേ ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് എഴുതാനുണ്ട്, അതുകൊണ്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് 5 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് മൈനസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുക്കണം. ഇവിടെ നമുക്ക് 5 പുറത്തെടുത്ത് ഡയറക്റ്റ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എന്താണ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1 ആണ്, ശ്രദ്ധിക്കണേ, -1 ഇടാൻ മറന്നു പോയത്. സോ ദിസ് -5 ഇ റേസ് ടു മൈനസ് എക്സ്, ശരിയല്ലേ, -5 ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇത് നമ്മൾ ഇവിടെ ചെയ്യണം 4 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് നമുക്കറിയാം മൈനസ് ഇ റേസ് ടു ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ഡെറിവേറ്റീവ് എക്സ് ഇസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇറ്റ് ഈസ് -5 ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസും നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആക്കാം അല്ലേ, ഇവിടെ നിന്നും 2 മൈനസ് എടുത്ത് ഈ മൈനസ് ഇവിടെ നിന്നും ഇവിടെ കോമൺ ആയിട്ടുള്ള മൈനസാണ്, അത് ഞാൻ പുറത്തെടുത്താൽ +4 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് കിട്ടും, ശരിയല്ലേ, എക്സ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് കൂടി വരും, ഒരു മൈനസ് വരും, ശരിയല്ലേ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇനി ഒരു മൈനസ് കൂടി പ്ലസ് വരും, പ്ലസ്, ശരിയല്ലേ, എന്താണ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും, പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പം ഇനി എന്താണ് ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ ആൻസർ ആയി കേട്ടോ. സോ ഇവിടെ നമുക്കൊരു -5 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 4x ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് എന്താ പറയുക 4 ഇ റേസ് ടു മൈനസ് എക്സ്, 4 ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഇവിടെ നമുക്ക് അതിനൊന്നുകൂടി എഴുതുമ്പോൾ 4x ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കിട്ടും. അത് നമ്മൾ ഇ റേസ് ടു മൈനസ് എക്സ് പുറത്തെടുത്താൽ 4x - 1 കിട്ടും, 4x - 1. ഈ ഒരു സംഭവം ഇതിൽ ഉണ്ടല്ലോ അല്ലേ. സോ എ ഓപ്ഷൻ ആണ് കറക്റ്റ് കേട്ടോ, എ ഓപ്ഷൻ 105 ഈസ് എ ആണ് 105. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 106 106ാമത്തെ ക്വസ്റ്റ്യൻ, 106 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ് ഇൻ്റഗ്രൽ ഓഫ് കോസ് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ, ഇൻ്റഗ്രൽ ഓഫ് കോസ് ഓഫ് ടാൻ എക്സ്, കോസ് ഓഫ് ടാൻ എക്സ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, കോസ് ഓഫ് ടാൻ എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ എക്സിനായിരിക്കില്ല എന്തായാലും നമ്മൾ ടി കൊടുക്കേണ്ടി വരും. സോ പുട്ട് ടി ഇസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം ഇൻ്റഗ്രൽ ഓഫ് കോസ് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് അല്ലേ. എന്തിനു കൊടുക്കണം, ടാൻ എക്സിന് കൊടുക്കണം അല്ലേ, കോസിൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വന്ന. സോ ഞാൻ പുട്ട് ടി സീക്വൽ ടു എന്ത് കൊടുത്തു ടാൻ എക്സ്, അതിനാണ് എനിക്ക് ഡി ടി സീക്വൽ ടു എന്ത് കിട്ടുമോ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും അല്ലേ. നിങ്ങളിവിടെ സി സ്ക്വയർ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു, 1/cos സ്ക്വയർ എക്സ് സി സ്ക്വയർ എക്സ് അല്ലേ. ഓർ വേണമെങ്കിൽ ഞാൻ ഡി ടി സീക്വൽ ടു അങ്ങനെ എഴുതി വെക്കാം 1/cos സ്ക്വയർ എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പെട്ടെന്ന് കയറി വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താ വരിക കോസ് ടി ഡി ടി അല്ലേ. എന്താണോ കോസ് ടി ഇൻ്റഗ്രൽ ഓഫ് കോസ് ടി ഇസ് സൈൻ ടി. സോ ഇറ്റ് ഈസ് സൈൻ ടി പ്ലസ് സി. എന്താ സൈൻ ടി എന്താ സൈൻ ഓഫ് ടി എന്താണോ ടി ടാൻ എക്സ്, സൈൻ ഓഫ് ടാൻ എക്സ് അല്ലേ, സൈൻ ഓഫ് ടാൻ എക്സ് പ്ലസ് സി സംഭവം ഉണ്ടല്ലേ അല്ലേ. അതാണ് ബി ഓപ്ഷൻ, സൈൻ ഓഫ് ടാൻ എക്സ് പ്ലസ് സി ബി ഓപ്ഷൻ. അതാണ് 106. 107 107ാമത്തെ ക്വസ്റ്റ്യൻ. അത് കാണുമ്പോൾ നല്ല സുഖമുണ്ട് അല്ലേ. സോ 1/e raised to 2x - 1 ഇത് കുറച്ച് നമ്മൾ ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കണം എന്നാലേ കിട്ടും. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് നോക്കിക്കോളൂ. സോ ഇൻ്റഗ്രൽ ഓഫ് 1/e raised to 2x - 1 dx അല്ലേ. ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇ റേസ് ടു എക്സ് കൊണ്ട് എന്താണ് അല്ലെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് അല്ലേ. സോ ഇ റേസ് ടു എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ ഡിവൈഡ് ചെയ്യും. സോ ഇറ്റ് ഈസ് സെയിം ആസ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇ റേസ് ടു എക്സ് അല്ലേ ഡിവൈഡഡ് ബൈ
ഒരു ഇ റേസ് ടു എക്സ് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ഇ റേസ് ടു എക്സ് നിങ്ങൾ കണ്ടില്ലേ, ഇ റേസ് ടു 2x എങ്ങനെ എഴുതടോ? ഇ റേസ് ടു 2x ഇ റേസ് ടു എക്സിൻ്റെ സ്ക്വയർ അല്ലേ ഇ റേസ് ടു 2x അല്ലേ? സോ ഇത് ഞാൻ ഇ റേസ് ടു എക്സ് എഴുതിയിട്ട് അതിനൊരു സ്ക്വയർ ഇട്ടു, -1 ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് ഡി എക്സ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്താണ് ഇ റേസ് ടു എക്സ് ഡി എക്സിനെ ഡി ടി എന്ന് കൊടുക്കാം അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ടി ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു എന്താണ് വരിക? ടി സ്ക്വയർ -1 എന്നാണ് വരിക, ടി ഇൻറ്റു ടി സ്ക്വയർ -1 അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം, കാരണം ടി ഇൻറ്റു ടി സ്ക്വയർ -1. വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഞാൻ ഇതിനൊന്ന് റെഡിയാക്കി എഴുതുകയാണെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി +1 ഇൻറ്റു ടി മൈനസ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് 1/, ഇപ്പോൾ നമുക്ക് ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ഞാൻ ഇവിടേക്ക് ചെയ്യാം കേട്ടോ, ബാക്കി നമുക്ക് ഇവിടെ സ്റ്റെപ്പ് എഴുതാണ്ടോ. സോ 1/, ടി ഇൻറ്റു ടി +1 ഇൻറ്റു ടി -1. ഇതിന് ഞാൻ എഴുതുന്നത് a/t പ്ലസ് b/t +1 പ്ലസ് c/t -1 എഴുതാം. അങ്ങനെ എഴുതാമല്ലോ അല്ലേ? സോ ഇത് നമുക്ക് എന്താണ് ബൈ സിംപ്ലിഫിക്കേഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ എഴുതാം. a ഇൻറ്റു എന്തൊക്കെ വരിക? ടി +1 ഇൻറ്റു ടി മൈനസ് ഓർ ടി സ്ക്വയർ -1 എന്ത് വേണം എഴുതാം? ടി +1 ഇൻറ്റു ടി -1 പ്ലസ് ബി ഇൻറ്റു ടി -1 ഇൻറ്റു ടി പ്ലസ് സി ഇൻറ്റു അല്ലേ 1 is equal എഴുതാം, 1 or 1 is equal സി ഇൻറ്റു എന്താ വരിക? സി ഇൻറ്റു ടി -1 ഇവിടെ ഉണ്ട് അല്ലേ? സോ സി ഇൻറ്റു ടി +1 ഇൻറ്റു ടി അല്ലേ? ടി +1 ഇൻറ്റു ടി. സോ ഓൺ സിംപ്ലിഫിക്കേഷൻ അത് നിങ്ങൾ ടിക്ക് 1 കൊടുക്കുന്നു, ടിക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് സി 1/2 കിട്ടും. ആൻഡ് ടിക്ക് നമ്മൾ -1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? ടിക്ക് -1 കൊടുക്കുമ്പോൾ ബി കിട്ടും അല്ലേ? എംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു അഗെയിൻ ബി എത്ര കിട്ടും? 1/2 തന്നെ കിട്ടും അല്ലേ? 1/2 തന്നെ കിട്ടും. ആൻഡ് നമ്മൾ സി ടിക്ക് അല്ലേ? ടിക്ക് നമ്മൾ അഗെയിൻ നമ്മൾ കൊടുക്കും 0 കൊടുത്തു, 0 കൊടുക്കാൻ നമുക്ക് എത്ര കിട്ടും? 0 കൊടുക്കുമ്പോൾ നമുക്ക് എ വാല്യൂ കിട്ടും അല്ലേ? സോ വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ നമുക്കെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഇതിനെ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് അല്ലേ? അല്ല കാണാമല്ലോ. സോ ഇൻ്റഗ്രൽ ഓഫ് എങ്ങനെ എഴുതാം? 1/t അല്ലേ? സോ മൈനസ് ആണ്. സോ ഇതിന് -1/t പ്ലസ് 1/2 അല്ലേ? b/t +1. അപ്പം 1/2/t +1 പ്ലസ് 1/2/t -1 dt എന്നാണ് അല്ലേ? ഇനി ഇതൊക്കെ നമുക്കറിയാം. സോ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ 1/t എന്നാൽ log d ആണ്, ഇതും log d +1 ചെയ്താൽ 1/2 ഇൻറ്റു സോ ഇറ്റ് ഈസ് -log d പ്ലസ് 1/2 ഇൻറ്റു log ഓഫ് t +1 പ്ലസ് 1/2 ഇൻറ്റു log ഓഫ് t -1 അങ്ങനെയാണല്ലോ വരിക അല്ലേ? ഒരു പ്ലസ് സി ഉണ്ട്. സോ ഇതിന് നമുക്ക് -log d അങ്ങനെ എഴുതാം, പ്ലസ് 1/2 ഇൻറ്റു log ഓഫ് എന്ത് എഴുതാം? ടി സ്ക്വയർ അല്ലേ? ടി സ്ക്വയർ -1 1/2 ഇൻറ്റു log ഓഫ് ടി സ്ക്വയർ -1 എഴുതാം അല്ലേ? ശരിയല്ലേ? ഇങ്ങനെയല്ലേ എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി എന്താണ് നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ log d എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയണം. log d എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ എന്താ വരിക? log d കൊടുക്കുമ്പോൾ log ഓഫ് x അല്ലേ വരിക? അത് ഞാൻ ഇവിടെ എഴുതിയില്ല, വേണമെങ്കിൽ നമുക്കിവിടെ log d എഴുതാം. log d എന്ന് പറയുന്നത് എക്സ് ആക്കി എഴുതാം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ log dക്ക് എനിക്ക് എക്സ് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ്? ടി സ്ക്വയർ ടി e⁻x ആണ്, ടി സ്ക്വയർ e⁻2x വരും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു -x പ്ലസ് 1/2 അല്ലേ? -x പ്ലസ് 1/2 log ഓഫ് ടി സ്ക്വയർ എന്ത് വരുന്നത്? e⁻2x അല്ലേ? log ഓഫ് e⁻2x -1 അങ്ങനെ വരും അല്ലേ? -x പ്ലസ് log ഓഫ് അല്ലേ? 107ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇതേപോലെ വരുന്നുണ്ടോ നോക്കൂ. -x ഇവിടെ -x ഉണ്ട്, പിന്നെ 1/2 ഉണ്ട്, log e⁻2x -1 ഉണ്ട് മോഡ്. ഓക്കെ, പിന്നെ ഒരു പ്ലസ് സി അല്ലേ? പ്ലസ് സി ശരിയാണ്, ഇ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ -x ആദ്യം എഴുതിയെന്നുള്ളൂ, അതൊന്നും കുഴപ്പമില്ല, സംഭവം ഇ ആണ് കേട്ടോ. 1/2 log mod e⁻2x -1 പ്ലസ് സി.
ഓക്കെ, സോ ഈ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ 107 നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് 108. 108 നോക്കുക. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x cos x dx ഈസ്. ഇത് പല രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് സൈൻ 2x 2 sin x cos x വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇതിനെ ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ അതിനെ നേരെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം ഞാൻ. ഇൻ്റഗ്രൽ ഓഫ് എന്താണ് സൈൻ 2x cos x dx അല്ലേ. ഞാൻ ഈക്വൽ ടു എന്താ ഇൻ്റഗ്രൽ ഓഫ് 2 sin x cos x dx എന്നാക്കാം അല്ലേ. സൈൻ 2x is 2 sin x cos. ഞാൻ ഇങ്ങോട്ട് എഴുതാണ് ഈക്വൽ ടു 2 ഞാൻ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഓഫ് സൈൻ x ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അതിൽ നിങ്ങൾ പുട്ട് ടി ഈസ് ഈക്വൽ ടു എന്താണ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി ടി ഈസ് ഈക്വൽ ടു എന്താണ് സൈൻ എക്സ് അല്ലേ, മൈനസ് സൈൻ എക്സ് ഡി എക്സ് കിട്ടും. മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ടി ആയിരിക്കും അല്ലേ. മൈനസ് സൈൻ എക്സ് ഡി എക്സ് അല്ലെ, സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു ആ മൈനസ് ഞാൻ പുറത്തോട്ട് എഴുതും. -2 അല്ലേ, -2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എന്താണ് വരിക ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ടി സ്ക്വയർ ഡി ടി അല്ലേ. വാട്ട് ഈസ് ടി സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി? ഇറ്റ് ഈസ് ടി ക്യൂബ് ബൈ 3 ശരിയല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ടി ക്യൂബ് ബൈ 3, ടി ക്യൂബ് ബൈ 3 പ്ലസ് സി, ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇനി ഡി ക്യൂ പറഞ്ഞാൽ ഡി പറഞ്ഞാൽ കോസ് എക്സ് ആണെങ്കിൽ ടി ക്യൂ പറഞ്ഞാൽ കോസ് ക്യൂബ് എക്സ് ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ 3 എന്ന് എഴുതണ്ട്, സി എഴുതി അല്ലേ. സോ ദിസ് ഇവിടെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു -2 ബൈ 3, -2 ബൈ 3 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് പ്ലസ് സി അല്ലേ. -2 ബൈ 3 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് പ്ലസ് സി. ആ സംഭവത്തിലുണ്ടോ നോക്കിയോ. -2 ബൈ 3 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് പ്ലസ് സി ഉണ്ട് അല്ലേ. ബി ഓപ്ഷൻ ആണ് കറക്റ്റ്, ബി ഓപ്ഷൻ. സോ 108 ഈസ് ബി. 108 ബി ആണ്. 109 ഇൻ്റഗ്രൽ ഓഫ് 1/1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ. കോട്ട്സ് എന്തായാലും ഞാൻ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സിനായിരിക്കും ഞാൻ ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കോട്ട് സ്ക്വയർ എക്സിൻ്റെ എന്താണ് ഡെറിവേറ്റീവ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. കൊസീക് സ്ക്വയർ എക്സ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇല്ലേ. അതാണ് ഇവിടെ 1/sin സ്ക്വയർ എക്സ് അല്ലേ കൊസീക് സ്ക്വയർ എക്സ് അല്ലേ. സോ ഞാനിതിനെ ഒന്ന് ഇങ്ങനെ എഴുതും. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ കൊസീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതി ഞാനങ്ങ് മാറ്റി. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇല്ലേ അതിന് ഞാൻ ഡി എന്ന് കൊടുക്കും. സോ ഡി എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു എന്താണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്, അതാണ് ടി. അങ്ങനെയാണെങ്കിൽ ഡി ടി എന്ന് പറയുന്നത് മൈനസ് അല്ലേ, മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആയിരിക്കും, ഡി എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ടി ആയിരിക്കും ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? ദിസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മൈനസ് നമ്മൾ പുറത്തെടുക്കാം. സോ ഇറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ടി ടി ഡിവൈഡഡ് ബൈ അല്ലേ. സോറി ഞാൻ 1 പ്ലസിന് കൊടുത്തു അല്ലേ, 1 പ്ലസിന് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇത് 1 പ്ലസ് ടി സ്ക്വയർ ആക്കണ്ടേ. സോറി കേട്ടോ, 1 പ്ലസിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് മതി. ടി കോട്ട് സ്ക്വയർ എക്സിന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ടി സീക്വൾ ടു നമ്മൾ എന്താ പറയുക കോട്ടെക്സ് കൊടുക്കുക, കോട്ടെക്സ് സോറി കേട്ടോ, കോട്ടെക്സിന് കൊടുക്കുക. സോ ഡി ടി എന്താവും മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ആവും. സോ കൊസീക് സ്ക്വയർ ഡി എക്സ് പറഞ്ഞാൽ മൈനസ് ഡി ടി ആവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാനൊന്ന് മാറി ചിന്തിച്ചു പോയി. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 1/1 പ്ലസ് ടി സ്ക്വയറിലേക്ക് മാറ്റാം, അതല്ലേ ഈസി. ഞാനിപ്പം ചെയ്യുന്ന വഴിയാണെങ്കിൽ കുറേ നമ്മൾ തിരിഞ്ഞു പോകും, പിന്നെ അതിനങ്ങനെ മാറ്റിയാൽ അത് ഈസിയസ്റ്റ് വേ ഇതാണ്. അപ്പം ഞാൻ ആ വഴിക്ക് തന്നെ പോയി. ഓക്കെ, സോ നമുക്ക് ഇവിടെ വരുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് വരുന്നത്? ഞാനിവിടെ കൊടുക്കുന്നത് കോസ് ടിക്കാണ്, കോസ് എക്സിനാണ് ഞാൻ ഡി കൊടുക്കുന്നത്. സോ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ആൻഡ് കൊസീക് സ്ക്വയർ ഡി എക്സ് ഈസ് മൈനസ് ഡി ടി. സോ മൈനസ് ഞാൻ പുറത്തു ഡി ടി ഡിവൈഡഡ് ബൈ എന്ത് വരുമോ 1 പ്ലസ് ടി സ്ക്വയർ. ഞാൻ വെറുതെ വളഞ്ഞ വഴിക്ക് പോകുമായിരുന്നു, ഇതാണ് നല്ലത്. സോ എന്താണോ 1/1 പ്ലസ് എക്സ് 1 അല്ലേ ടാൻ ഇൻവേഴ്സ് എക്സ് ആണല്ലേ. സോ ഇതിന് നമുക്ക് എന്ത് കൊടുക്കണം? ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു കറക്റ്റ് അല്ലേ. നമ്മൾ ഇതിനെ നേരെ എന്താണ് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി, മൈനസ് ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എന്തായിരുന്നു ഇവിടെ ടി. ടി പറഞ്ഞാൽ കോട്ടെക്സ് ആണ്, കോട്ടെക്സ് പ്ലസ് സി ഓർ സി. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കിതിനൊക്കെ ഒന്ന് മാറ്റി എഴുതാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനൊന്ന് സി
1 ഒരു ഇതിന് ഞാൻ C1 കിട്ടും. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് എഴുതി, കോൺസ്റ്റൻ്റ് അല്ലേ. സോ ഇനി ഞാൻ ഇതിനൊന്ന് ചെറുങ്ങനെ മാറ്റട്ടെ. അവിടെ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് കോട്ടെക്സ് ആണ്. ഞാൻ ഈ കോട്ടെക്സിന് ഞാൻ ടാൻ നമുക്കറിയാം ടാൻ π/2 - x എന്ന് പറഞ്ഞാൽ അത് കോട്ടെക്സ് ആണ്. അതുപോലെ ഒന്ന് മാറ്റും, കാരണം ഞാൻ ഇത് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഇതിൻ്റെ അത് കാണുന്നില്ല. അങ്ങനെയാണ് നമ്മളൊന്ന് മാറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഞാൻ എഴുതുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് എന്ത് ചെയ്തും ടാൻ π/2 - x ടാൻ π/2 - x പ്ലസ് C1 ഇങ്ങനെ എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഈ ടാൻ ഇൻവേഴ്സും ടാനും കട്ടാവുന്നു. സോ ഇറ്റ് ഈസ് മൈനസ് സോ ഇവിടെ മൈനസ് ഉണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതൊന്നും പോലെ മൈനസ് ഓഫ് π/2 പ്ലസ് എക്സ് മൈനസ് ഓഫ് π/2 മൈനസ് മൈനസ് പുറത്തല്ലേ, ശ്രദ്ധിക്കണേ. മൈനസ് ഓഫ് π/2 മൈനസ് എക്സ് ഈ മൈനസ് ഞാൻ ഇവിടെ അല്ല ഇട്ടത്. മൈനസ് ഓഫ് π/2 മൈനസ് എക്സ് പ്ലസ് എന്ത് വരും, C1 വരും. ശരിയല്ലേ. സോ ഇവിടെ ഞാൻ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് π/2 പ്ലസ് എക്സ് മൈനസ് π/2 പ്ലസ് എക്സ് പ്ലസ് C1. ഈ π/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടും C1 ഇതിനെ രണ്ടിനും കൂടി ഒരു കോൺസ്റ്റൻ്റ് അങ്ങ് ആക്കി അല്ലേ. സോ നമുക്കതിനെ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് പ്ലസ് സി എന്ന് എഴുതാലോ. ശരിയല്ലേ, കാരണം ഞാൻ ഈ C1 എടുത്ത് അതുകൊണ്ടാണ് നമുക്കതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ രണ്ട് കോൺസ്റ്റൻ്റ് കൂടി വലിയൊരു C ആയിട്ട് മാറി. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ എക്സ് പ്ലസ് സി ആയി. അപ്പോൾ ഇത് ഓക്കെ അല്ലേ. നമ്മളിവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞ വഴിക്കോ ചെയ്യാം, പക്ഷേ അത് നമുക്ക് വേണ്ട, ഇതാണ് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ഇത് പറഞ്ഞു. ഓക്കെ, സോ 109 അതാണ് ആൻഡ് 110. ഓക്കെ, സോ 110 ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ് x⁻10 ഉണ്ട്, ഇവിടെ x⁻9 ഉണ്ട്. സോ d/dx ഓഫ് x⁻10 ഈസ് 10x⁻9 അല്ലേ. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ആൻസർ കിട്ടും. ഞാനിവിടെ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വേണേൽ ഇവിടെ എഴുതാം. സോ ഇതിന് ഞാൻ 4 ഇൻറ്റു എങ്ങനെ എഴുതാം, x⁻9 ഡിവൈഡഡ് ബൈ x⁻10 - 1 എന്ന് എഴുതുന്നു dx. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പുട്ട് t ഈസ് ഈക്വൽ ടു x⁻10 - 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ dt എന്ന് പറയുന്നത് 10x⁻9 ആയിരിക്കും. 10x⁻9 ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ x⁻dx വരും അല്ലേ. x⁻9 dx എന്ന് പറയുന്നത് 1/10 dt ആയിരിക്കും. 1/10 dt ആയിരിക്കും. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1/10 അല്ലേ. 4 ഇൻറ്റു 1/10 ഇൻറ്റു ഇൻ്റഗ്രൽ എന്താണ് വരിക, x⁻9 dx dt ആണ്. dt ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. dt ഡിവൈഡഡ് ബൈ ടി. സോ ദിസ് 2/5. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/5 ഇൻറ്റു ലോഗ് ടി എന്ന് വരും. ലോഗ് ടി പ്ലസ് സി. ശരിയല്ലേ. ലോഗ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, സോ ഇറ്റ് ഈസ് 2/5 ഇൻറ്റു log of x⁻10 - 1 പ്ലസ് സി. ലോഗ് ഓഫ് x⁻10 - 1 പ്ലസ് സി. സംഭവം ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ടോ നോക്കിക്കോളൂ. 2/5 ഇൻറ്റു ലോഗ് ഓഫ് x⁻10 അല്ലേ -1 പ്ലസ് സി ആണ് അല്ലേ. 2/5 ഇൻറ്റു ലോഗ് ഓഫ് x⁻10 -10 അല്ലേ 10. അതെന്തായാലും കുഴപ്പമില്ല അല്ലേ. സോ ഇവിടെ 10 ആണ്. ഇവർ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആണ്, അതുകൊണ്ട് -10 വരും. സോ ലോഗ് ടി എന്ന് പറഞ്ഞാൽ x⁻2 ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ. സോ x⁻10 - 10 പ്ലസ് എന്താണ് പ്ലസ് സി ആണ്. സോ 2/5 ആണ്. 2/5 വേണമെങ്കിൽ നല്ലോണം എഴുതാം. 2/5 ആണ്. ഞാൻ x⁻10 - 1 ആണെന്ന് വിചാരിച്ചു. x⁻10 - 10 ആണ്. ഓക്കെ, സോ 110 ആണ്. 110 ആൻസർ ഏതേ ഓപ്ഷൻ വരുന്ന ഏതുകൊണ്ടോ നോക്കൂ. 2/5 ലോഗ് x⁻10 - 10 പ്ലസ് ചെയ്ത ബി ഓപ്ഷൻ. സോ 110 ബി ആണ് കേട്ടോ. ബി ഓപ്ഷൻ ആണ് കറക്റ്റ്. 110. ഇനി നമ്മൾ 111 ആണ്. ദ വാല്യൂ ഓഫ് നോക്കൂ ഇൻ്റഗ്രൽ അല്ലേ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 ടു √3 6 ഡിവൈഡഡ് ബൈ 9 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. 9 പ്ലസ് എക്സ് സ്ക്വയർ അങ്ങനെയാണല്ലോ ഉള്ളത് അല്ലേ. സോ dx ഉണ്ട്. dx ഇതാണ് നമ്മളോട് ചോദിച്ചത്. സോ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നത് 6 പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 ടു √3 എഴുതാം. ഇവിടെ എന്ത് കിട്ടും, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി 1 എന്താണ് a² പ്ലസ് x² പോലെ. അപ്പോൾ ഞാൻ 3² പ്ലസ് x² dx അല്ലേ. 1/a² പ്ലസ് x² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് 1/a² പ്ലസ് 1/a tan ഇൻവേഴ്സ് x/a. 1/a tan ഇൻവേഴ്സ് x/a. സോ ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എഴുതാൻ പറ്റും 6 ഇൻറ്റു 1/a. എത്ര ഇവിടെ 1/3 tan ഇൻവേഴ്സ് x/a. x/3 ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് നമുക്ക് ഇതിനൊന്നും വേണ്ടല്ലോ അല്ലേ. സോ ലിമിറ്റ് നമുക്ക് എവിടെ വരെ 0 ടു √3 ആണ്. 0 ടു √3
ശരിയല്ലേ? 0 to √3. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് കട്ട് ചെയ്യും 2 ആവും അല്ലേ? സോ 2 ഇൻറ്റു tan ഇൻവേഴ്സ് √3/3, tan ഇൻവേഴ്സ് √3/3 അതാണ് 1/√3 മൈനസ് tan ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ tan ഇൻവേഴ്സ് 0 അങ്ങനെയാണ് വരും. ഓക്കെ, tan ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 തന്നെയാണ്. സോ tan ഇൻവേഴ്സ് അല്ലേ, tan ഇൻവേഴ്സ് ഉണ്ട്, tan ഇൻവേഴ്സ് എന്താണ് tan ഇൻവേഴ്സ് π/3 അല്ലെ tan ഇൻവേഴ്സ് 1/√3 എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് 1/√3 ആണ് π/6 അല്ലേ, π/6 ആണ്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു π/6 അല്ലേ, മറ്റേ 2 ഇൻറ്റു 0 നമുക്ക് ആവശ്യമില്ല, 2 ഇൻറ്റു π/6. സോ ഇറ്റ് ഈസ് π/3. π/3 ആണ് ഒരു ഓപ്ഷൻ ഇല്ലുണ്ടല്ലോ, എ ഓപ്ഷനാണ്. സോ 11 ഈസ് എ, 111 അല്ലേ, 111 എ ആണ്. സോ 111 നമുക്ക് എ ഓപ്ഷനിൽ ആവശ്യമാണ് ചെയ്യാം. സോ ഇനി നമുക്ക് 112 112 ആണ്, 112. സോ അത് നോക്കിക്കോളൂ. ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -5 to 5 4 മൈനസ് മോഡ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ. ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ -a to a f(x)dx നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ 0 to a അല്ലേ, ഇൻ്റഗ്രൽ ഇവിടെ എഴുതി വെക്കാം. ഇൻ്റഗ്രൽ -a to a f(x)dx നമുക്ക് വേണമെങ്കിൽ എന്ത് ഇൻ്റഗ്രൽ 0 to a f(x)dx എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്കൊരു 2 ഇൻറ്റു വരും, 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a f(x)dx എന്ന് എഴുതാൻ പറ്റും. ഇഫ് എന്താണ് f of -x is equal to f of x ആകണം. ഇഫ് f of -x is equal to എന്തായിരിക്കണം, f of x ആകുകയാണെങ്കിൽ ഇങ്ങനെ. ഇവിടെ നിങ്ങൾ ആലോചിക്കൂ, എക്സിന് +x ഉം -x ഉം കൊടുത്തത് മോഡല്ലേ, +x ഉം -x ഉം കൊടുത്താലും ഈ വാല്യൂ ഇങ്ങനെ തന്നെയല്ലേ വരിക. സോ ഇതൊരു എന്താണ് ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇൻ്റഗ്രൽ -5 to 5 4 മൈനസ് മോഡ് എക്സ് ഓഫ് ഡി എക്സ് എന്ന് പറയുന്നതിന് എനിക്ക് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 5 4 മൈനസ് മോഡ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ആരും എഴുതണം 0 to 5 മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ ആയിരിക്കും അല്ലേ. നമ്മളുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ആണെങ്കിൽ അത് എക്സ് തന്നെയായിരിക്കും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇത് 0 to 5 അല്ലേ, 0 to 5 ആകുമ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താം, ഈക്വൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 5 എന്ത് ചെയ്താം 4 മൈനസ് എക്സ് ഡി എക്സ് തന്നെ എഴുതാം. 4 മൈനസ് എക്സ് ഡി എക്സ് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും അല്ലേ. ഇനി ഈ 4 മൈനസ് എക്സ് ഡി എക്സ് നമ്മളങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. സോ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇനി ഇതിനെ ഞാൻ ഇതെന്താണ് 4ൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് 4x എഴുതാം മൈനസ് ഇതെന്താ വരിക x²/2 വരും. അത് 0 to 5 ആണ്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു ആദ്യത്തിൽ വരിക 4 into 5 അല്ലേ, 20 മൈനസ് 25/2 മൈനസ് ലോവർ ലിമിറ്റ് 0 മൈനസ് 0 അത് പോട്ടെ. സോ ഇറ്റ് ഈസ് 40 മൈനസ് 25 40 മൈനസ് 25 എന്ന് പറയുമ്പോൾ എത്ര വരും, 15 വരും അല്ലേ. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു എന്താ വരുന്നത് 15/2. സോ ദ ആൻസർ ഈസ് 15 ഉണ്ടോ ഇല്ല, ഈ ഉണ്ട്, ഈ ഓപ്ഷനാണ് കറക്റ്റ് അല്ലേ. സോ 112 അതായത് 112th ക്വസ്റ്റ്യൻ ആൻസർ ഈ ഓപ്ഷനാണ് ആൻഡ് ഇറ്റ് ഈസ് 15. ഓക്കെ, ക്ലിയർ അല്ലേ. നമുക്ക് 113 അല്ലേ, 113th ക്വസ്റ്റ്യൻ ആണ്. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to x² and y is equal to √x is. സിമ്പിൾ അല്ലേ. സോ നമുക്കിവിടെ y is equal to x²ൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരും വിചാരിച്ചു, √x-ൻ്റെ നമുക്ക് ഇങ്ങനെ വരും, ഇവിടെ ഒരു 0-ലാണേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണേണ്ടത് ഈ ഒരു പോയിന്റ് കാണണം, ഈ ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് ഏരിയ റീജിയൻ ബൗണ്ടഡ് അല്ലേ, ബൗണ്ടഡ് ബൈ ദ കർവ്, നമുക്ക് ഈ ഏരിയ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കാണണം, ഈ ഒരു പോയിന്റ് കാണണം. ഈ പോയിന്റ് നമുക്ക് 0 0 ആണ്. ഈ പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഇത് നമുക്കറിയാം, ഇത് y is equal to √x ആണ്, ഇത് y is equal to x² ആണ്. സോ നമുക്ക് ഏരിയ കാണാൻ ആദ്യം നമ്മൾ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. സോ നമുക്ക് y is equal to x² ഉണ്ട്, y is equal to √x ഉണ്ട്. y is equal to x²ഉം y is equal to √x ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, x² is equal to √x അല്ലേ. വിച്ച് ഇംപ്ലൈസ് x² is equal to √x എന്ന് എഴുതാം അല്ലേ. ഓർ നമുക്ക് x⁴ is equal to x എന്ന് എഴുതാം, ഓർ x⁴ മൈനസ് x is equal to 0 എന്ന് എഴുതാം, ശരിയല്ലേ. ഓർ x into x³ മൈനസ് 1 is equal to 0 വിച്ച് ഇംപ്ലൈസ് x is equal to 0 ഓർ x is equal to 1 കൊടുക്കാം. സോ ഈ പോയിന്റ് x 1 ആകുമ്പോൾ y എന്തായാലും 1 ആയിരിക്കും. സോ ഈ പോയിന്റ് നമുക്ക് 1,0 ആണ്, അത് പോയിന്റ് 1 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ
0 to 1 ആണ് ഇൻ്റഗ്രൽ അല്ലേ 0 to 1 എന്താണ് ആദ്യം വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ വൈ ഡി എക്സ് അല്ലേ അപ്പോൾ നമുക്കത് എക്സ് സ്ക്വയർ വൈ ഡി എക്സ് അതെ സോറി റൂട്ട് എക്സിൻ്റെ ആദ്യം അപ്പോൾ നമുക്ക് ആദ്യം ഒരു റൂട്ട് എക്സ് ഡി എക്സ് ഉണ്ടാവും മൈനസ് ഇൻ്റഗ്രൽ 0 to 1 ഏതാണ് എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട്. നമുക്കിത് രണ്ടും സെയിം 0 to 1 കൊണ്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാം, എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. സോ അങ്ങനെ വേണേൽ അങ്ങനെയും ചെയ്യാം നമുക്ക്. സോ റൂട്ട് എക്സിൻ്റെ നിങ്ങൾക്കറിയാം 2/3 എക്സ് റേസ് ടു 3/2 അറിയാമല്ലോ അല്ലേ. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. മൈനസ് എക്സ് സ്ക്വയറിൻ്റെത് എന്താണ് x³/3 ആണ്. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇവിടെ ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്തായാലും 0 ആയിരിക്കും. ഇവിടെയും ലോവർ ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മാത്രം ചെയ്ത് വെച്ചാൽ മതി അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/3 × 1 അല്ലേ മൈനസ് എന്താ വരിക 1/3. സോ ഇറ്റ് ഈസ് 2/3 മൈനസ് 1/3 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/3. അതാണ് ആൻസർ വരേണ്ടത് 1/3. ഇവിടെ ബി ഓപ്ഷൻ ആണ്. സോ 113 ബി ആണ്. ഓക്കെ, സോ 113 is B. And next 114 114ാമത്തെ ക്വസ്റ്റൻ ആണ്. ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 0 to 2 x² ഡിവൈഡഡ് ബൈ x³ + 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to എവിടെയാണ് 0 to 2 ആണ്. ഇൻ്റഗ്രൽ 0 to 2 ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ, x³ + 1 ഞാൻ d എന്ന് കൊടുക്കും. x³ + 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ടി കിട്ടുന്നത് എന്തായിരിക്കും 3x² dx ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x² dx എന്ന് പറയുന്നത് എന്തായിരിക്കും dt/3. അതവിടെ നിന്നോട്ടെ. ഇനി നമുക്കിവിടെ ലിമിറ്റ് മാറ്റണം. ഞാൻ ആസ് എന്താണ് x ടെൻസ് ടു 0 x 0 ആകുമ്പോൾ t ടെൻസ് ടു 1 അല്ലേ, t 1ലേക്ക് പോകും ശരിയല്ലേ. അതേപോലെ ആസ് x ടെൻസ് ടു എങ്ങോട്ടാണോ 2ലേക്ക് പോകുമ്പോൾ t ടെൻസ് ടു 9. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇൻ്റഗ്രൽ അല്ലേ. ഒരു 3 ഉണ്ട് 1/3 അത് നമുക്ക് പുറത്തെടുക്കാം. സോ 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ എന്താ വരുന്നത് 1 to 9 അല്ലേ, 1 to 9 വരും. സോ 1 to 9 ആണ് വരുന്നത്. ഇനി നമുക്ക് x² dx നമുക്ക് 1/3 അപ്പോൾ നമുക്ക് ഡി ടി എന്ന് എഴുതാമല്ലോ അല്ലേ. സോ ഇറ്റ് ഈസ് ഡി ടി ഡിവൈഡഡ് ബൈ ഇതെന്താ വരിക ടി ആണ്, അതിന് സ്ക്വയർ ഉണ്ട് t² വരും t². ആൻഡ് ഇറ്റ് ഈസ് ഇത് നമുക്ക് കിട്ടുന്നത് എന്താണ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എന്താണോ t² dt 1/t² അല്ലേ. 1/t² dt പറഞ്ഞാൽ -1/t അല്ലേ. സോ ഇറ്റ് ഈസ് -1/t. ഇനി ഇതിന് നമ്മൾ 1 to 9 കൊടുക്കണം. സോ 1 to 9 കൊടുക്കണം. ഒരു മൈനസ് നമുക്ക് പുറത്തെടുത്തേക്കാം. സോ അതിന് നമുക്ക് വെറുതെ കൊടുക്കണ്ടല്ലോ. സോ ഇറ്റ് ഈസ് -1/3 ഇൻറ്റു എന്താ വരുന്നത് 1 മൈനസ് അല്ലേ 1/9 അല്ലേ ആദ്യം വരുന്നത് 1/9 മൈനസ് 1/9 മൈനസ് 1 ശരിയല്ലേ. സോ ഇറ്റ് ഈസ് -8/9. സോ -1/3 ഇൻറ്റു -8/9 ഇറ്റ് ഈസ് 8/27. 8/27 ആണ്. അത് ഇതിലുണ്ട് ഡി ഓപ്ഷൻ, അത് നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ. സോ 8/27 ആൻഡ് ഇറ്റ് ഈസ് ഡി ഓപ്ഷൻ ആണ്. അതാണ് 114ൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ 115 ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -π/8 ടു എന്താണ് 3π/8 sin raised to 4x divided by sin x 4x plus cos raised to 4x dx അല്ലേ. അപ്പോൾ അത് നമുക്ക് ഐ എന്നതിനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ a to b f(x) dx ആകുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എന്താണ് a to b f(a + b - x dx എന്നൊക്കെ എഴുതാം അല്ലേ. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് a എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, a എന്ന് പറയുന്നത് നമുക്ക് π/8ഉം b എന്ന് പറയുന്നത് 3π/8ഉം ആണ്. അപ്പോൾ നമുക്ക് a + b എന്ന് പറയുന്നത് കിട്ടുന്നത് π/8 + 3π/8 4π/8 4π/8 എന്ന് പറഞ്ഞാൽ π/2 കിട്ടും. അപ്പോൾ നമുക്കിതിനാ ഐ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഞാൻ ഇൻ്റഗ്രൽ π/8 ടു 3π/8 sin raised to 4x divided by sin raised to 4x plus cos raised to 4x dx ചെയ്തു. ഇനി ഞാൻ ഈ പറയുന്ന ഈ ഒരു സംഭവം ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് sin π/4 അല്ലെ π/2 - x sin π/2 - x is cos x. So this is equal to integral π/8 to 3π/8 എന്ത് ചെയ്താൽ cos raised to 4x divided by cos raised to 4x plus sin raised to 4x അങ്ങനെ വേണേൽ അങ്ങനെ എഴുതാം അല്ലേ. cos raised to 4x plus sin raised to 4x dx എന്ന് എഴുതാം. സോ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഇതും ഐ തന്നെയാണ് അല്ലേ. ഐ 2i ആവും ഓർ 2i. 2i എന്ന് പറയുന്നത് നമുക്ക് 1 dx അല്ലേ. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ എന്താണ് 1 dx എന്നാണ് കിട്ടുക. 1
1 dx. സോ 2i എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 dx ആണ്. അപ്പോൾ അത് വേറെ രീതിയിലും ചെയ്യാം, ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞെന്നുള്ളൂ. സോ ഇതെന്താ വരിക, 1 dx പറയുമ്പോൾ എക്സ് വരും അല്ലേ. സോ x/2 വരും. റെഡി അല്ലേ. സോ i എന്ന് പറഞ്ഞാൽ എന്താ വരിക, സോ ദിസ് ഇസ് 2i = x കിട്ടും, ഓർ i = x/2 കിട്ടും. അവിടെ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേണമെങ്കിൽ അവിടെ നമുക്ക് എന്താണ് 1 dx അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ഞാൻ എഴുതിയില്ല കേട്ടോ, ഇവിടെയൊക്കെ എഴുതാനുണ്ട്. π/8 to 3π/8. സോ ഇവിടെ 2i ആണ്, എക്സ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് π/8 to 3π/8 ഉണ്ട്. സോ ഇവിടെ ഇത് 1/2 പുറത്തെടുത്ത് ചെയ്താൽ, സോ 1/2 ഇൻറ്റു ഇനി നമ്മൾ ഇത് കൊടുക്കുന്നു അല്ലേ. സോ ഇവിടെ അപ്പർ ലിമിറ്റ് ഉള്ളൂ 3π/8 മൈനസ് എന്താണ് π/8, 3π/8 മൈനസ് π/8 ശരിയല്ലേ. സോ 3π/8 മൈനസ് π/8 എന്ന് പറയുമ്പോൾ 4π/8 വരും. 4π/8 വരില്ലേ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 3π/8 തന്നെ വരും അല്ലേ. π/8 ടു ഓക്കെ π/8. സോ അത് ആൻസർ വരുന്നത് π/8 ആണ്. π/8 ഇതിലുണ്ടല്ലോ. ഓക്കെ. സോ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. π/8 to 3π/8 ആണ്. സോ π/8 to 3π/8 അവിടെ നമ്മൾ 3 എന്താണ് ഈ ഒരു സംഭവമാണ് ഇതിൽ അപ്ലൈ. വേറൊരു രീതിയിൽ ഇത് പറയാൻ പറ്റും. അതായത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് ആൻസർ ചെയ്താൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ b-a/2 ചെയ്താൽ മതി കേട്ടോ. b-a/2 എന്ന് പറഞ്ഞാൽ 3 എന്താണ് b-a എന്ന് പറഞ്ഞാൽ 3π/8 മൈനസ് π/8/2 ചെയ്താൽ മതി. അത്രയേ പരിപാടിയുള്ളൂ. സോ അത് 2π/8 2 എന്താ വരിക, അത് വരുന്ന അതെന്താ വരിക 2π/8 അല്ലേ. 2π/8/8 അവിടെ 2 കട്ട് 4 ആവും, പിന്നെ ഒരു 8 ആവും. ശരി, അങ്ങനെയാണ് π/8 ആവുന്നത്. സോ ദ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. സോ ഇത് മറക്കരുത്, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. b-a/2. b എന്ന് പറയുന്നത് 3π/8 ആണ്, a എന്ന് പറയുന്നത് π/8 ആണ്. സോ ആ വഴിക്കും ചെയ്യാം. ആൻസർ ബി ആണ്, 115. ഓക്കെ. സോ നെക്സ്റ്റ് 116, 116. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y is equal to 5x and x, x-axis at x is equal to 4 is. ഇത് പിന്നെ ഏരിയ എന്താണ്, ഏരിയ അണ്ടർ ദ കർവ് വെച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം y is equal to mx എന്ന് പറയുന്ന ഗ്രാഫ്, y equal to mx എന്ന് പറയുന്ന ആ ഒരു ലൈൻ എല്ലായ്പ്പോഴും കടന്നു പോകുന്നത് ഒറിജിനിൽ കൂടിയായിരിക്കും. അത് അല്ലേ, ഒറിജിനിൽ കൂടി കടന്നു പോകുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും y equal to mx ഉണ്ട്. സോ ഇതാണ് y is equal to 5x. ഓക്കെ. ഇനി x is equal to 4 എന്ന് പറയുമ്പം ഇവിടെയാണ് 4 എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു ഏരിയ ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. അത് 0 to 4. ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് വേണം നമുക്ക്. y is equal to 5x അല്ലേ. ഇവിടെ എക്സിന് 4 കൊടുത്താൽ ഇവിടെ നമുക്ക് y is equal to 5 into 4 എത്ര വരും, 20 വരും. സോ ഈ ഹൈറ്റ് നമുക്ക് കിട്ടും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഈ ലെങ്ത് നമുക്ക് കിട്ടി 4. എന്തിനാണ് നമ്മൾ വെറുതെ എന്താണ് ഇൻ്റഗ്രേഷനൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഹാഫ് BH പറയുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എന്താണ് B4 ഇൻറ്റു H 20 ആണ്. സോ ഇവിടെ 10 വരും. ആൻസർ 40 ആണ്. അതിവിടെ എയിലാണുള്ളത്. ഇത്രയും പരിപാടിയുള്ളൂ. ഓക്കെ. സോ 116 എ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 117. ഓക്കെ. The general solution of the differential equation y minus xy dash is equal to x square plus y square. കാണുമ്പോൾ ഒരു സുഖം ഉണ്ട് അല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്താ പരിപാടി എന്ന് അറിയാമല്ലോ അല്ലേ. സോ ഇവിടെ y മൈനസ് xy dash is equal to x square plus y square എന്നാണുള്ളത്. ഞാനിപ്പോൾ ആദ്യം ഇതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ എക്സ് സ്ക്വയർ. ആദ്യം ചെയ്യുന്നത് അതിനെ. ഓക്കെ. കാരണം ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഇവിടെയൊക്കെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പരിപാടി ചെയ്ത് നോക്കട്ടെ. സോ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അങ്ങനെ ഞാൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് y മൈനസ് എക്സ് വൈ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ശരിയല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ കിട്ടും. ഇനി ഞാൻ ഇതിലൊരു മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ അല്ലേ ഇസ് ഈക്വൽ ടു ഇവിടെ എനിക്ക് എന്ത് ചെയ്തു 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ശരിയല്ലടോ, അങ്ങനെ എഴുതിക്കൂടെ അല്ലേ. ഇയാളെ കണ്ടിട്ടുണ്ടാകുന്നത് എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എവിടെ കൊണ്ട് വരച്ചുണ്ടോ? വരച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ബൈ എക്സ് ആണ് കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുന്നത്
ഒന്ന് ചെയ്ത് നോക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ബൈ എക്സ് കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ബൈ എക്സ് അങ്ങനെ വരിക എക്സ് ഇൻറ്റു വൈ ഡാഷ് അല്ലേ മൈനസ് എന്താ വരിക വൈ അല്ലേ വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എക്സ് വരും ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ അയാളല്ലേ കാണുന്നത്. സോ നമുക്കിതിനാ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ബൈ അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് നമുക്കറിയാം മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ അങ്ങനെ എഴുതാമല്ലോ. ശരിയല്ലേ അല്ലേ. ഇനി നല്ല പരിപാടി ഇപ്പോൾ നമുക്ക് എന്താണ് ഹോമോജീനസിലേക്ക് എഴുതി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വൈ ബൈ എക്സിന് നമ്മൾ എന്ത് കൊടുക്കും വി എന്ന് കൊടുക്കും. സോ പുട്ട് വി ഇസ് ഈക്വൽ ടു എന്താണ് വൈ ബൈ എക്സ് കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുത്തു നമ്മൾ വി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഡി വി ഡിവൈഡർ ബൈ അല്ലേ. സോ എന്താ കിട്ടുക വിച്ച് ഇംപ്ലൈസ് മൈനസ് ഡി വി ബൈ ഒരു ഡി എക്സ് ഇവിടെ ഉണ്ട് അല്ലേ ഡി വി ബൈ ഡി എക്സ് ഓക്കെ ഡി എക്സ് അവിടെ നിൽക്കട്ടെ ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ കിട്ടൂലേ. ഓർ നമുക്ക് എന്ത് കിട്ടും ഡി വി ഡിവൈഡർ ബൈ 1 പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഡി എക്സ് എന്ന് എഴുതിക്കൂടെ അല്ലേ. ഡി വി ഡിവൈഡർ ബൈ 1 പ്ലസ് വി സ്ക്വയർ എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്താം മൈനസ് ഡി എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് കിട്ടുക ടാൻ ഇൻവേഴ്സ് അല്ലേ ടാൻ ഇൻവേഴ്സ് വി ഈക്വൽ ടു എന്ത് കിട്ടും മൈനസ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് വി ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് ഓർ വി ഈക്വൽ ടു എന്ത് കിട്ടും ടാൻ ഓഫ് സി മൈനസ് എക്സ് എന്ന് കിട്ടും. വി ഈക്വൽ ടു ടാൻ ഓഫ് സി മൈനസ് എക്സ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ് വി എന്താണ് വൈ ബൈ എക്സ് ആണ് അല്ലേ. സോ വൈ ബൈ എക്സ് എന്ന് പറയുന്നതാണ് ടാൻ ഓഫ് എന്ത് കിട്ടുന്നത് സി മൈനസ് എക്സ്. അതിൽ നമ്മളോട് വൈ ഈക്വൽ ടു എന്ത് ചെയ്താം എക്സ് ടാൻ ഓഫ് അല്ലേ എക്സ് ടാൻ ഓഫ് വൈ ഈക്വൽ ടു എക്സ് ടാൻ ഓഫ് എന്ത് ചെയ്താം സി മൈനസ് എക്സ് ഇങ്ങനൊരു ഓപ്ഷൻ അതിലുണ്ടോ നോക്കൂ കേട്ടോ. വൈ ഈക്വൽ ടു എക്സ് ടാൻ ഓഫ് സി മൈനസ് വൈ ഈക്വൽ ടു എക്സ് ടാൻ ഓഫ് സി എ ഉണ്ട് എ ഓപ്ഷനാണ് കറക്റ്റ് കേട്ടോ എ ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്. സോ 117. സോ നെക്സ്റ്റ് വൺ ഈസ് 118. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ഡാഷ് പ്ലസ് 2y മൈനസ് 7x ക്യൂബ് ഇസ് ഈക്വൽ ടു 0. അത് നമ്മൾ ഇതിനൊന്ന് ശരിയാക്കി എടുക്കണം അല്ലേ. സോ അതിനൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ അത് ശരിയാക്കാതെ എങ്ങനെ എടുക്കാം എക്സ് വൈ ഡാഷ് നല്ലുള്ളത് എക്സ് വൈ ഡാഷ് പ്ലസ് 2y മൈനസ് 7x ക്യൂബ് ഇസ് ഈക്വൽ ടു 0 നല്ലുള്ളത് അല്ലേ. അങ്ങനെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ശരിയാക്കി എടുക്കുന്നത് എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്തോടോ 7x ക്യൂബ് മൈനസ് 2y എന്ന് എഴുതി കൂടെ അല്ലേ. അതിന് എനിക്ക് എന്താണ് വൈ ഡാഷിന് ഡി വൈ ബൈ ഡി എക്സാണ്. സോ വൈ ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തുകൊണ്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 7x സ്ക്വയർ മൈനസ് 2y ബൈ എക്സ് എന്ന് കിട്ടും 2y ബൈ എക്സ് അല്ലേ. ഓർ വൈ ഡാഷ് എന്നാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതിക്കോ. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല. ഡി വൈ ബൈ ഡി എക്സ് അല്ലേ പ്ലസ് 2 ബൈ എക്സ് വൈ അല്ലേ 2 ബൈ എക്സ് വൈ ഈക്വൽ ടു എന്ത് ചെയ്തു 7x സ്ക്വയർ ലീനിയർ ആയില്ലേ ലീനിയർ ഇൻ വൈ അല്ലേ. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ എന്താ വരുന്നത് 2 ബൈ എക്സ് അല്ലേ 2 ബൈ എക്സ് ഡി എക്സ് വരും. 2 പുറത്തേക്ക് എടുത്താൽ ഇത് ഇ റേസ് ടു ഇൻ്റഗ്രൽ 2 ഇൻറ്റു 1 ബൈ എക്സിൻ്റെ ലോഗ് എക്സ് അങ്ങനെ വരും. സോ ഇറ്റ് ഈസ് ഇ റേസ് ടു ലോഗ് എക്സിൻ്റെ സ്ക്വയർ വരും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ വരും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ ബി ഉണ്ട് നല്ലതുപോലെ അതാണ് 118 വരിക. സോ ഇനി നമുക്ക് 119 കിടക്കാം. ഒരു ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4xy പ്ലസ് 12x പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3y ഡാഷ് ഇത് വേരിയബിൾ സെപ്പറബിൾ ആക്കാമല്ലോ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ ഇസ് ഈക്വൽ ടു 0 കണ്ടല്ലോ അല്ലേ. സോ നമുക്കിതിനാ എങ്ങനെ എഴുതാം 4xy പ്ലസ് 12x പ്ലസ് എന്താണ് 2x സ്ക്വയർ പ്ലസ് 3 ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി നമ്മളിതിനെ ഒന്ന് വേരിയബിൾ സെപ്പറബിൾ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ എഴുതുന്നത് 2x ക്യൂബ് പ്ലസ് 3 അല്ല 2x ക്യൂബ് പ്ലസ് 3 എന്ന് എഴുതിയിട്ട് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് അല്ലേ. സോ മൈനസ് ഞാൻ 4x പുറത്തെടുത്താൽ y ഉണ്ടാവും y പ്ലസ് 3 ഉണ്ടാവും അല്ലേ y പ്ലസ് 3 അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഓർ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് എന്നാൽ മൈനസ് അല്ലേ മൈനസ് 4x ഇൻറ്റു വൈ പ്ലസ് 3 ഡിവൈഡഡ് ബൈ
വൈ പ്ലസ് ത്രീനെ മാറ്റണ്ടേ അല്ലേ. സോ ഡി വൈ ബൈ വൈ പ്ലസ് ത്രീനെ അങ്ങോട്ട് ഡി എക്സിനെ മാറ്റണ്ടേ. അപ്പോൾ ഞാൻ ഡി വൈ ബൈ ഡി എക്സ് എഴുതിയിട്ട് വേണേൽ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായി മാറ്റാം, വെറുതെ ആ വഴിക്ക് പോകണ്ട. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് മാറ്റാം, വേരിയബിൾ സെപ്പറബിൾ. എങ്ങനെ എഴുതാം? ഡി വൈ ഡിവൈഡർ ബൈ വൈ പ്ലസ് ത്രീ എന്ന് എഴുതാം. അതല്ലേ നല്ലത്, വെറുതെ തലയിരിച്ച് പോകണ്ടല്ലോ അല്ലേ. സോ മൈനസ് 4x ഡിവൈഡർ ബൈ 2x³ പ്ലസ് 3 അല്ലേ, 2x³ അല്ലേ, ഡി വൈ ഡിവൈഡർ ബൈ വൈ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 2x² അല്ലേ. x² ആണ് കേട്ടോ, 2x² പ്ലസ് 3 ആണ്. അപ്പോൾ നമുക്ക് 2x² പ്ലസ് 3 ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 4x ഇൻറ്റു വൈ പ്ലസ് 3 ആണ് വേരിയബിൾ സെപ്പറബിൾ ചെയ്യുന്നു. സോ ഡി വൈ ഡിവൈഡ് വൈ പ്ലസ് 3 ഈക്വൽ ടു 4x ഡിവൈഡ് ബൈ 2x² പ്ലസ് 3. ഇവിടെ നമുക്ക് x² ഡെറിവേറ്റീവ് നമുക്കറിയാം 2x² തന്നെ നോക്കാം, 2x² പ്ലസ് 3 അല്ലേ, 2x² പ്ലസ് ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അത് ആദ്യം പറയാം, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എന്താണ് ഡി വൈ ഡിവൈഡർ ബൈ വൈ പ്ലസ് 3 ഈസ് ഈക്വൽ ടു, ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൈനസ് കൊടുത്തെടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് 4x ഡിവൈഡർ ബൈ 2x² പ്ലസ് 3. നിങ്ങൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് 2x² പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണോ അതല്ലേ 4x, അതല്ലേ ഈ മുകളിൽ കാണുന്നത്. അങ്ങനെയാണ് ഇതിന് എനിക്ക് മൈനസ് ലോഗ് എന്ത് ചെയ്താം 2x² പ്ലസ് 3 എന്ന് എഴുതി കൂടെ, മൈനസ് ലോഗ് അല്ലേ, മൈനസ് ലോഗ് 2x² പ്ലസ് 3 എന്ന് എഴുതാം, ശരിയല്ലേ. അങ്ങനെയാണ് ഇതിന് എനിക്ക് എന്ത് ചെയ്താം ലോഗ് എന്താണ് മോഡ് വൈ പ്ലസ് 3 എഴുതാം, ശരിയല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്കൊക്കെ ലോഗ് അതിനെ കൊണ്ട് ഞാൻ ലോഗ് സിയും കൊടുത്തു, ലോഗ് സി. ഇനി ഇതിനങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ആവും. അങ്ങനെയാണ് ഇവിടെ ഒരു ലോഗ് ഓഫ് എന്താണ് വൈ പ്ലസ് 3 ഇൻറ്റു എന്താണ് വൈ പ്ലസ് 3 അല്ല, വൈ മൈനസ് 3 അല്ലടോ, നോക്കണേ. ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വൈ പ്ലസ് 3 ഇവിടെ വരും, വൈ പ്ലസ് 3 ശരിയാണല്ലേ, വൈ പ്ലസ് 3 തന്നെയല്ലേ വരുന്നത്, റെഡിയാണ്. ഞാൻ നോക്കി, എനിക്ക് സംശയം അതുകൊണ്ട് നോക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലോഗ് ഓഫ് വൈ പ്ലസ് 3 ഇൻറ്റു എന്ത് വരും 2x² പ്ലസ് 3 ശരിയല്ലേ. അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ഇസ് ഈക്വൾ ടു ലോഗ് എ ബി, അതങ്ങോട്ട് അപ്ലൈ ചെയ്താണ് ഞാൻ. സോ ദിസ് ഈസ് ഈക്വൾ ടു ലോഗ് സി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലോഗ് അങ്ങ് ഒഴിവാക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുക ഓർ എന്താണ് വൈ പ്ലസ് 3 ഇൻറ്റു 2x² പ്ലസ് 3 ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും, ശരിയല്ലേ. അങ്ങനെയാണ് കിട്ടുക. സോ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതാണ് ഈ ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് 4xy പ്ലസ് 12x പ്ലസ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുന്നു. വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ നമ്മൾ അവിടെ നമുക്ക് 4x ഇതിൽ ഈ എടുക്കുന്ന ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാൻ ഇത് രണ്ടും മൈനസ് 4xy മൈനസ് 12x എന്നാണ്, മൈനസ് 4xy മൈനസ് 12 4x പുറത്തെടുത്താൽ y പ്ലസ് 3 ആയിരിക്കും, ശരിയല്ലേ. സോ ഓപ്ഷൻ ഇ ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് 120th ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കോളൂ, ലീനിയർ എന്താണ് LPP ആണല്ലേ, ലീനിയർ പ്രോഗ്രാമിങ്ങിലാവുന്നത്. ദ കൺസ്ട്രെയിൻസ് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആർ തന്നു, കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഇൻ ദ ഫീസിബിൾ റീജിയനിൽ ലൈ ചെയ്യുന്ന പോയിന്റ് അല്ലേ ചോദിച്ചുള്ളൂ. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ നമുക്ക് x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ x പ്ലസ് 2y ഈക്വൽ ടു 10 എടുക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ വരയ്ക്കുന്നതൊക്കെ നമുക്കറിയാം, നമുക്ക് അല്ലേ. നമ്മൾ ഇങ്ങനെ എക്സിനെ ഇവിടെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ x 0 ആകുമ്പോൾ y എത്ര അവിടെ വരിക 5 വരും. ആൻഡ് y 0 ആകുമ്പോൾ yനെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. സോ y ഇല്ലാതാകുമ്പോൾ x എത്ര അവിടെ വരിക 10 വരും, ശരിയല്ലേ അല്ലേ. അതുപോലെ നമുക്ക് 6x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 നമ്മൾ എന്ത് ചെയ്യുന്നു 6x പ്ലസ് 3y ഈക്വൽ ടു 18 എഴുതുന്നു. അതേ ടേബിൾ വരയ്ക്കുന്നു. ടേബിൾ വരച്ചതിന് ശേഷം നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. എക്സ് ഇല്ലാതാകുമ്പോൾ y എന്ന് പറയുന്നത് എത്രയായിരിക്കണോ 6 ആയിരിക്കും അല്ലേ. അതേപോലെ ഞാൻ വൈനെ ഇല്ലാതാക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഞാൻ അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു കേട്ടോ. ഇനി x 0 ആകുമ്പോൾ y 5 ആണ്. ഞാൻ 5 ജസ്റ്റ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി y 0 ആകുമ്പോൾ x 10 ആണ്. 10 ഞാൻ ഇവിടെയും കൊടുത്തു. അപ്പോൾ 10 അങ്ങനെ ജസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈന്, ഇതാണ് നമ്മുടെ x പ്ലസ് 2y ഈക്വൽ ടു 10 ആണ്. x പ്ലസ് 2y ഈക്വൽ ടു 10 ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. നമ്മുടെ റെസ്റ്റിംഗ് പോയിന്റ് 0 0. സോ ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങോട്ടാണ് ഉണ്ടാവുക, ഇങ്ങോട്ട്
പിന്നെ ഇവിടെ നമുക്ക് പറയാത്തൊരു ലീനിയർ പ്രോഗ്രാമിനെ കൊണ്ട് നമുക്കറിയാം എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, വൈ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് നമുക്ക് ലീനിയർ പ്രോഗ്രാമിൽ പറയാതെ തന്നെ നമുക്കറിയാലോ ഇത് എന്തായാലും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, എക്സ് 0 ആകുമ്പോൾ വൈ 6 ആണ്, വൈ 6 ആകുമ്പോൾ ഇവിടെ വരും. ഇനി വൈ 0 ആകുമ്പോൾ എക്സ് 3 ആണ്, 3 ഞാൻ ഇവിടെ കൊടുത്തേക്കട്ടെ അല്ലേ. സോ അത് ഇങ്ങനെയും വരും. ലൈനൊക്കെ അങ്ങനെ വരും നോക്കണേ കേട്ടോ. ഇതാണ് 6x + 3y = 18. ഇത് നമുക്ക് ലെസ് ദാൻ ആണ്, അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പോയിൻ്റ് അല്ലേ ചോദിച്ചത്. 0 6 നോ പറ്റില്ല. 4 3 ആകുമ്പോൾ 4 വരും, 3 വരും അല്ലേ. 4 3 നോക്കണം, 4 3 നമുക്ക് പറ്റാവുന്നതാണോ എന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അല്ലേ. 4 നമുക്ക് ഇവിടെയാണ് വരിക, 3 എന്ന് പറയുമ്പോൾ അതങ്ങ് പുറത്തു പോകില്ലേ, അപ്പോൾ അത് പറ്റൂല അല്ലേ. ഇനി പിന്നെ വരുന്നത് 5 7 നമ്മൾ നോക്കുക വേണ്ട. ഒക്കെ എല്ലാം ആദ്യം നോക്കിയിട്ട് നമുക്ക് ഏതാണെന്ന് ഉറപ്പിക്കാം കേട്ടോ. പിന്നെ നമുക്കുള്ള ഏതാണ് 1 7 ഉണ്ട്, 1 7 പറ്റില്ല. പിന്നെ ഉള്ള 1 3 ഉണ്ട് അല്ലേ, 1 3 1ഉം 3 അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഏതാ വേണ്ടതെന്ന് ഒന്നുകൂടി നോക്കണം. 0 6 പറ്റില്ല. പിന്നെ ഉള്ളത് 4 3 നോക്കണം അല്ലേ. 4ഉം 3 ഒന്ന് ആലോചിച്ച് നോക്കണം, 4ഉം 3ഉം പറ്റുമോ എന്നുള്ളത്. 4ഉം 3ഉം ഒന്ന് പറ്റുമോ നോക്കൂ, ഇല്ലല്ലോ അല്ലേ. 4ഉം 3 നമുക്ക് ജസ്റ്റ് നോക്കാം, 4 3 പുറത്തേ വരും, എന്തായാലും പറ്റില്ല അല്ലേ. പിന്നെ എനിക്ക് ആകെ ഇതിൽ കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 3 ആണ് അല്ലേ, 1 3. അപ്പോൾ നമുക്ക് ആകെയുള്ളത് 1 3 ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് പറ്റില്ല, 1 3. അപ്പോൾ ഞാൻ ഈ വരച്ചൽ ഇങ്ങനെ നോക്കണ്ടോ, വരച്ചൊരു വല്ലാത്ത വരയ്ക്കൽ കൊണ്ടാണ് അത് നമുക്ക് കറക്റ്റും കൂടി കിട്ടാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലാകെ കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 3. സോ ദ ഓപ്ഷൻ ഇ ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്, ഓപ്ഷൻ ഇ. ഓക്കെ, അത് വരയ്ക്കുമ്പോൾ എനിക്ക് 1 3 കിട്ടാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വരച്ചല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് ഒരു 0 5 തന്നെയല്ലേ, ഒരു x 0 ആകുമ്പോൾ y 5, y 0 ആകുമ്പോൾ x 10. പിന്നെ ഇവിടെ x 0 ആകുമ്പോൾ y എത്ര വരും നോക്കൂ, 6 × 3 ആണ് അല്ലേ, y 6 വരും. ഇനി 6 വരുമ്പോൾ y 0 ആകുമ്പോൾ x 3 വരും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ആ കീ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു. നിങ്ങളെല്ലാവരും ഈ കീ ഒന്ന് നോക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ.